Hi, dear students. Good morning, all. ഹായ് ഹലോ. കമൻറ്റിൽ ചില പിള്ളേർ ടെൻഷൻ ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എക്സാമിന് കിട്ടും, 100% ഉറപ്പാണ്. സോ യാതൊരു തരത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യമില്ല. ടെൻഷൻ നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും, ലാലേട്ടൻ പറയും പോലെ. അപ്പൊ ശരി മക്കളെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റേ ഓപ്റ്റിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റേ ഓപ്റ്റിക്സ് 1 ആണ്. റേ ഓപ്റ്റിക്സ് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റേ ഓപ്റ്റിക്സ് 1, റേ ഓപ്റ്റിക്സ് 2. റേ ഓപ്റ്റിക്സ് 1 കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിൽ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഡിസ്കസ് ചെയ്യും. ദെൻ ബാക്കിയുള്ള സ്പെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ്, പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അത്തരം കാര്യങ്ങളൊക്കെ റേ ഓപ്റ്റിക്സ് 2 ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ NCERT ഓർഡറിലല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടെക്നിക്സും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള കോൺസെപ്റ്റും എളുപ്പമായിട്ട് കിട്ടുന്ന രീതിയിൽ പല സാധനങ്ങളും കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. നോക്കടാ, ഫസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങൾ നോക്കടാ. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ പ്ലെയിൻ മിററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതിന്റെ തിയറി ഞാൻ പറയുന്നില്ല, കാരണം അത് വളരെ സിമ്പിൾ ആണ്. ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ നോക്കാം. പക്ഷേ പ്ലെയിൻ മിററിന് ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആണ്. പ്ലെയിൻ മിററിന് ഈ അടുത്ത 5 വർഷത്തിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ലാസ്റ്റ് 5 ഇയേഴ്സിൽ പ്ലെയിൻ മിററിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. എന്നാലും ചോദിക്കുകയാണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുക. നോക്കാം. എ റേ ഈസ് ഇൻസിഡന്റ് at an angle of 30 degree on a plane mirror. What will be the deviation after reflection from mirror? ഒരു മിററിനെ കുറിച്ച് മാത്രമല്ലേ ഇവർ പറയുന്നുള്ളൂ. ഒറ്റ മിററിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. ഒരു മിററിലേക്ക് ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എത്രയാണെന്നല്ലേ ചോദിച്ച്. സിംഗിൾ മിറർ റിഫ്ലക്ഷൻ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇക്വേഷൻ എന്താ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 180 minus 2i. So angle of deviation is equal to 180 minus 2i means that is 2 into 30, that is 60. 180 minus 60 is equal to 120 degree. That is option A is the correct answer. Clear? Next. A ray gets successfully reflected from 2 mirror inclined at an angle of 40 degree. 2 മിറർ ഉണ്ടായിരുന്നു. നോക്കടാ, 2 മിറർ ഉണ്ടായിരുന്നു. ആ 2 മിറർ വെച്ച ഇൻക്ലൈൻഡ് സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തു. അപ്പൊ 2 മിററിലും കൂടെ തട്ടിയിട്ട് അത് ഫൈനലി റിഫ്ലക്ട് ചെയ്തു പോയാൽ ആംഗിൾ ഓഫ് എമർജൻസ് വലിയൊരു ആംഗിൾ ആണ് വരിക. അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 360 minus 2 theta. So angle of deviation is equal to 360 minus. What is theta? Theta is the angle between mirror. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് യാതൊരു ബന്ധവും ഇവിടെ ഇല്ല. ദാറ്റ് മീൻസ് സിംഗിൾ മിറർ റിഫ്ലക്ഷന്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സിംഗിൾ മിറർ റിഫ്ലക്ഷനിൽ ഐ മാറുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മാറും. പക്ഷെ 2 മിറർ റിഫ്ലക്ഷനിൽ, ഡബിൾ മിറർ റിഫ്ലക്ഷനിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് ഇൻഡിപ്പെൻഡ്സ് അപ്പോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മുടെ ഇക്വേഷനിൽ വരുന്നേ ഇല്ല. അതായത് എത്ര ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്നാലും ആംഗിൾ ഓഫ് ഡീവിയേഷൻ സെയിം ആയിരിക്കും ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 മിറർ ഈസ് ഫിക്സ്ഡ്. സോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻ ഡബിൾ മിറർ സിസ്റ്റം ഇസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ആംഗിൾ ബിറ്റ്വീൻ ദി മിറർ. അപ്പൊ ഇവിടെ നോക്കടാ, 2 തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ എത്ര? 40 ഡിഗ്രി. മറ്റൊരു ആംഗിൾ ഒരു പറയുന്നുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30. അതിന്റെ ആവശ്യം നമുക്കില്ല. ഇത് തന്നിട്ടില്ല എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. What we want to find angle of deviation. അത് നമുക്ക് എന്താ വേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ. 360 minus 2 theta. 360 minus 2 into 40. That is 360 minus 80. 360 minus 80, that is 280. I think നിങ്ങൾ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? പിന്നെ മുമ്പ് നീറ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് 2 മിറർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. 2 മിറർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഒരു ഇൻസിഡന്റ് ലൈറ്റ് മിററിലേക്ക് വരുന്നു. അത് സെക്കൻഡ് മിററിലേക്ക് തട്ടി സെക്കൻഡ് മിററിന് റിഫ്ലക്ട് ചെയ്ത് ഫൈനലി പുറത്തേക്ക് പോകുന്നു. സോ ദിസ് ഇസ് ദ ഡയഗ്രാം. ഈ ഡയഗ്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നാമത്തെ മിററും റിഫ്ലക്റ്റഡ് ലൈറ്റും പാരലൽ ആണ്. ഇത് രണ്ടും നോക്കൂ. ഒന്നാമത്തെ മിററും റിഫ്ലക്റ്റഡ് ലൈറ്റും പാരലൽ ആണ്. ഇനി രണ്ടാമത്തെ മിററും സെക്കൻഡ് മിററും ഇൻസിഡന്റ് ലൈറ്റും പാരലലാണ്. സോ ഈ ലൈറ്റും ഈ മിററും പാരലലാണ്. സോ ഇൻസിഡന്റ് റേ ഈസ് പാരലൽ ടു
second mirror. Reflected ray is parallel to first mirror. Then what is the angle between these two mirror? അത് ചെയ്താൽ നിങ്ങൾക്ക് 60 ആണ് കിട്ടുക. അത് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല. എക്സ്പ്ലനേഷൻ പറയാനൊന്നുമില്ല. ഇവിടെയും തീറ്റ തന്നെ ആയിരിക്കും, ഇവിടെയും തീറ്റ തന്നെ ആയിരിക്കും. ഇത് തീറ്റ, ഇതും തീറ്റ. സോ ദിസ് വിൽ ബി എ റൈറ്റ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അങ്ങനെയാണ് നമുക്ക് 60 കിട്ടുന്നത്. സോ എനിവേ അങ്ങനെ വരികയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദിസ് മിറർ 60 ആണ്. ഓക്കെ, തീറ്റ വാല്യൂ തരാതെ നിൽക്കില്ല, തീറ്റന്റെ വാല്യൂ തരും. തീറ്റന്റെ വാല്യൂ തരാതിരിക്കില്ല. തീറ്റ വാല്യൂ തരാതെ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? തീറ്റ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ തീറ്റന്റെ വാല്യൂ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി രണ്ട് മിററിന്റെ ഇടയിലുള്ള ആംഗിള് 90 ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എത്ര വരിക? ഇഫ് ടു മിറർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്നാലും കുഴപ്പമില്ല. ദിസ് ഇസ് ഫസ്റ്റ് I1. Angle of deviation equation എന്താ? 360 minus 2 theta. Here theta is equal to 90 degree. അപ്പോൾ 360 minus 180. അപ്പോൾ angle of deviation is 180. 180 deviation എന്ന് പറഞ്ഞാൽ വന്ന ലൈറ്റ് അങ്ങനെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്യും, തിരിച്ചിങ്ങനെ പോകും. അപ്പോൾ വന്ന ലൈറ്റും പോകുന്ന ലൈറ്റും പാരലാണ്. ഈ രണ്ട് ലൈറ്റുകൾ പാരലാണ്. ഇനി വേറൊരു ആംഗിളാണ് ഇൻസിഡന്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത്. സോ ഹിയർ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇസ് ഡിഫറെന്റ്. അടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2. ഇത് റിഫ്ലക്ട് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും, തിരിച്ചു പോകുന്ന ലൈറ്റ് ഇങ്ങനെയായിരിക്കും. വേറൊരു ആംഗിൾ മീൻസ് നമുക്ക് കുറച്ചുകൂടി ചെറിയൊരു ആംഗിൾ എടുക്കാം. ഇങ്ങനെ ലൈറ്റ് വന്നു എന്ന് വിചാരിച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് സെക്കൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2. അത് റിഫ്ലക്ട് ചെയ്യും, റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വരുന്ന ലൈറ്റും റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ലൈറ്റും പാരലലാണ്. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ 180 ആണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് ഡീവിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡന്റ് ചെയ്താൽ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഇതും പാരലായിരിക്കും. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് 180. അപ്പോൾ ഡബിൾ മിറർ റിഫ്ലക്ഷനിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഇൻഡിപെൻഡ്സ് അപ്പോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സിംഗിൾ മിറർ റിഫ്ലക്ഷനിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഡിപെൻഡ്സ് അപ്പോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്പർ ഓഫ് ഇമേജസ്. രണ്ട് മിറർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. എന്നിട്ട് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചു, മെഴുകുതിരി കത്തിച്ചു വെച്ച പോലെ. അപ്പോൾ ഈ മെഴുകുതിരിയുടെ 3 ഇമേജ് നിങ്ങൾക്ക് മിററിൽ കാണാം. ഒരു ഇമേജ്, രണ്ടാമത്തെ ഇമേജ്, മൂന്നാമത്തെ ഇമേജ്. അതെപ്പോഴും 3 അല്ല. ഇവിടെ 3 കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു മിറർ 90 ആയതുകൊണ്ടാണ്. സോ അങ്ങനെ രണ്ട് മിററിന്റെ ഇടയിലുള്ള ആംഗിൾ നിന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ എത്ര നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാവും എന്ന് ചോദിക്കും. അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഞാനത് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് പറയുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ നോക്കൂ, two plane mirrors are at an angle of 45 degree to each other. If the object is placed between them, the number of images will be. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ മിറർ എത്ര? തീറ്റ ഇസ് ഈക്വൽ ടു 45. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 360 ബൈ തീറ്റ ചെയ്യുക. ദാറ്റ് മീൻസ് 360 ബൈ 45. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഓഡാണോ ഈവൻ ആണോ നോക്കുക. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 8 അല്ലേ? ഇതൊരു ഈവൻ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് images is equal to 360 by 45 minus 1. Number of images is equal to 360 by theta minus 1. So that is equal to 8 minus 1. That is equal to 7 number of images. Option 3 is the correct answer. കിട്ടിയോ മക്കളെ? സോ ഇത്തരം ചോദ്യങ്ങളാണ് പ്ലെയിൻ മിററിൽ വരാറ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ കടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ്. മക്കൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇമേജ് ഫോർമേഷൻ ഇൻ സ്പെറിക്കൽ മിറർ ആൻഡ് ലെൻസ്. നോക്കൂ, മിററിലും ലെൻസിലും ഉണ്ടാവുന്ന ഇമേജ് ഫോർമേഷൻ ഇല്ലേ? ഇതാ മിററിലും ലെൻസിലും ഉണ്ടാവുന്ന ഇമേജ് ഫോർമേഷൻ. മിറർ ആണെങ്കിൽ ഇങ്ങനെ ഒരു മിറർ, കോൺകേവ് മിറർ വരച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേ വിൽ റിഫ്ലക്ട് ലൈക്ക് ദിസ്. എന്നിട്ട് ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ്, ഇത് ഇമേജ്. ഇതുപോലെ നമുക്ക് ലെൻസിലും കിട്ടൂലേ? ഇതുപോലെ ലെൻസിലേക്ക് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഇങ്ങനെ ലൈറ്റ് പാസ് ചെയ്താൽ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, മാഗ്നിഫിക്കേഷൻ, സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദി ഇമേജ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത് മിററിലും ലെൻസിലും ഒരേ മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുക. മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും ഒരേ മെത്തേഡിലാണ് സോൾവ് ചെയ്യുക. സോ അത് ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഏത് ടൈപ്പ് മിററിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? സാധാ പ്ലെയിൻ മിററിൽ മക്കളെ TVM പയ്യനോ എടാ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്നത് ഏത് ടൈപ്പ് മിററിലാണോ ചോദിച്ചത്? സാധാ പ്ലെയിൻ മിറർ. എടാ, ഓടാണെങ്കിൽ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ
360 by theta ഞാൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. 360 by theta minus 1 if 360 by theta is an even integer. അപ്പോൾ നമ്പർ ഓഫ് ഇമേജ് 360 by theta minus 1 if 360 by theta is an even integer. 360 by theta ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ വെക്കാം, ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ അല്ലാതെയും വെക്കാം. ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വെക്കുന്ന ലൈൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് രണ്ടും മിററാണ്, മിററിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ. അങ്ങനെയെങ്കിൽ കൃത്യം ആംഗിളിനെ രണ്ടായിട്ട് മുറിക്കുന്ന ഒരു ലൈൻ, ബൈസെക്ട് ചെയ്യുന്ന ലൈൻ. അപ്പൊ 60 ഡിഗ്രിയാണ് ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ എങ്കിൽ 30 ഡിഗ്രിയിൽ ബൈസെക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതാണ് രണ്ട് മിറർ എന്ന് വിചാരിച്ചോ, ഇതാണ് രണ്ട് മിറർ, ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുക, ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അപ്പോൾ അത് ആംഗിൾ ബൈസെക്ടിങ് അല്ലേ? എന്നിട്ട് അവിടെ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാം. അതിനാണ് നമ്മൾ സിമെട്രിക്കലി പ്ലേസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയാം. സിമെട്രിക്കലി പ്ലേസ്ഡ് ഒബ്ജക്റ്റ്. സ്ലൈഡ് കിട്ടോടാ, സ്ലൈഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. സിമെട്രിക്കലി പ്ലേസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ നോക്കൂ, 360 by theta ഈവൻ നമ്പർ ആണെങ്കിൽ പിന്നെ ഒബ്ജക്റ്റ് വെച്ച സ്ഥലം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 360 by theta ഈവൻ നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഇസ് നത്തിങ് ബട്ട് 360 by theta minus 1. നേരെ ഈ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 360 by theta ഈവൻ ഇൻറ്റിജർ ആണെങ്കിൽ. ഇനി ഓഡ് ഇൻറ്റിജർ ആണെങ്കിലാണ് നിങ്ങൾ നോക്കേണ്ടത് ഒബ്ജക്റ്റ് ബൈസെക്ടർ ആണോ ബൈസെക്ടർ അല്ലേ എന്ന്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ പറയും ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ബൈസെക്ടർ അല്ലെങ്കിൽ അസിമെട്രിക്കലി എന്ന് ക്വസ്റ്റ്യനിൽ പറയും. സിമെട്രിക്കലി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ബൈസെക്ടർ. അപ്പോൾ ഒബ്ജക്റ്റ് ബൈസെക്ടറിലാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഈക്വൽ ടു സെയിം 360 by theta minus 1. ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ അല്ല എങ്കിൽ ഇവിടെ നോക്കൂ, ഈ ലൈൻ ബൈസെക്ടർ അല്ല, കാരണം ഇവിടെ ഒരു ആംഗിൾ ആൽഫ ഒരു ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ അല്ല എങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഈക്വൽ ടു 360 by theta itself. അപ്പൊ നോക്കൂ, രണ്ട് കേസിലാണ് 360 by theta minus 1 ഉണ്ടാവുക. ഒന്ന് 360 by theta ഒരു ഈവൻ നമ്പർ കിട്ടുമ്പോൾ, രണ്ട് ഓഡ് നമ്പർ കിട്ടുകയും ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, സിമെട്രിക്കലി പ്ലേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി 360 by theta ഒരു ഓഡ് നമ്പറും ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ അല്ലാതെ പ്ലേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇമേജസ് വെറും 360 by theta ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ ആണോ ബൈസെക്ടറിൽ അല്ലേ എന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ നോക്കൂ, ഇഫ് നത്തിങ് ഇസ് സെഡ് അബൌട്ട് ഈസ് സപ്പോസ് ടു ബി സിമെട്രിക്കലി പ്ലേസ്ഡ്. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം സിമെട്രിക്കലി ആണ് പ്ലേസ് ചെയ്തതെന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ അതിന്റെ ആൻസർ പറയൂ. 2 mirrors are at an angle of 120 degree. 2 mirrors are at an angle of 120 degree. 2 mirrors are at an angle of 120 degree. An object is placed. ഒന്നും പറഞ്ഞിട്ടില്ല, സിമെട്രിക്കലി ആണോ അസിമെട്രിക്കലി ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കണം. ബൈസെക്റ്റിംഗ് ആണെങ്കിൽ തീറ്റ എന്താ എടുക്കേണ്ടത്? തീറ്റ എപ്പോഴും ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു മിറർ എടുക്കേണ്ടത്, അല്ലാതെ പകുതിയും ഒന്നും അല്ല. അപ്പൊ നോക്കൂ, ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് സാധാ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? 360 by theta നോക്കുക. 360 by theta എത്ര? 360 by 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് ഒന്ന് കുറച്ച നമ്പർ ഓഫ് ഇമേജസ് ആണ്. 360 by theta ഈവൻ ആണെങ്കിൽ പിന്നെ സിമെട്രിക്കലി ആണോ അസിമെട്രിക്കലി ആണോ ബൈസെക്ടറിലാണോ ബൈസെക്ടറിൽ അല്ലേ അങ്ങനത്തെ യാതൊരു സ്കോപ്പും ഇല്ല. 360 by theta minus 1 അതാണ് ഈവൻ നമ്പർ ആണെങ്കിൽ. പക്ഷെ ഇവിടെ ഓഡ് നമ്പർ അല്ലേ. അപ്പൊ അടുത്ത നോക്കേണ്ടത് എന്താ? ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ ആണോ അല്ലയോ നോക്കണം. ഒബ്ജക്റ്റ് ബൈസെക്ടറിൽ ആണോ അല്ലയോ എന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറയും. പറഞ്ഞിട്ടില്ല എങ്കിൽ ഇഫ് നത്തിങ് ഇറ്റ് സെറ്റ് is supposed to be symmetrically placed. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇത് സിമെട്രിക്കലി പ്ലേസ്ഡ് ആണ്. സിമെട്രിക്കലി പ്ലേസ്ഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എന്താ? സിമെട്രിക്കലി പ്ലേസ്ഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എന്താ? 360 by theta minus 1. അപ്പൊ നമുക്ക് 360 by theta 3 അല്ലേ കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് 2 ആണ് വരിക. ഓക്കെ, നമ്പർ ഓഫ് ഇമേജസ് 2 ആണ് വരിക. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് ഈസ് ഈക്വൽ ടു 3. ഇനി അസിമെട്രിക്കലി ആണ് പ്ലേസ് ചെയ്തതെന്ന് വിചാരിച്ചോ, ലൈക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് വിചാരിച്ചോ, അസിമെട്രിക്കലി, അതായത് നോട്ട് അറ്റ് ബൈസെക്ടർ. അങ്ങനെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് ഒബ്ജക്റ്റ് ഇസ് നോട്ട് അറ്റ് ബൈസെക്ടർ. ഒബ്ജക്റ്റ് ഇസ് നോട്ട് അറ്റ് ബൈസെക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എത്ര വരിക? 360 by theta itself, ഓപ്ഷൻ 3 വരും. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് എവിടെയാ പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒബ്ജക്റ്റ് സപ്പോസ് ടു ബി പ്ലേസ്ഡ് അറ്റ് ബൈസെക്ടർ. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് വരിക 360 by theta minus 1 ആണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്പർ ഓഫ് ഇമേജസ് വരിക 2 ആണ്. എനിവേ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നോക്കൂ, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സ്ഫെറിക്കൽ മിറർ. ക്ലിയർ? പറയട്ടെ, അവിടെയാണ് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എൻ്റെ കൂടെ കൃത്യമായിട്ടുണ്ടാവണം, എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. പറയട്ടെ,
നോക്ക് ആദ്യം ഞാൻ പറയുന്നത് സൈൻ കൺവെൻഷൻ ആണ്. ഇവിടെ നോക്കൂ, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഉണ്ട്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇസ് ഡിനോട്ടഡ് ബൈ യു. ഇമേജ് ഡിസ്റ്റൻസ് ഉണ്ട് ഡിനോട്ടഡ് ബൈ എഫ്. ഇവിടെ യു ഉണ്ട്. ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഡിനോട്ടഡ് ബൈ വി. സോറി, image distance is denoted by v, object distance is denoted by u, and focal length is denoted by f. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഉണ്ട്, ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഇമേജ് ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇതിനൊക്കെ സൈൻ ഉണ്ട്. സംടൈംസ് ഇറ്റ് മേ ബി പോസിറ്റീവ്, സംടൈം ഇറ്റ് മേ ബി നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പല കുട്ടികൾക്കും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം വ്യക്തമായി ശ്രദ്ധിക്കണം, ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലേ നമുക്ക് ഇതിന് മൊത്തം ഒരു കൺക്ലൂഷൻ കിട്ടുള്ളൂ. അപ്പൊ നന്നായി ശ്രദ്ധിക്കണേ. സൈൻ കൺവെൻഷന്റെ മൊത്തം കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്താലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സൈൻ കൺവെൻഷൻ ഇല്ലാതെ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾ ആൻസർ തെറ്റും. ഒപ്റ്റിക്സിൽ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും സൈൻ കൺവെൻഷൻ കമ്പൽസറി ആണ്. എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. സോ സൈൻ കൺവെൻഷന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിക്കണേ, എന്നാലേ കാര്യമുള്ളൂ. നോക്കാം മക്കളെ, സൈൻ കൺവെൻഷൻ നോക്കൂ. ഇത് മിറർ അല്ലെങ്കിൽ ലെൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും റിഫ്രാക്റ്റിംഗ് സർഫസ്. സോ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് സർഫസ്, ഒന്നുകിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് സർഫസ്. ഇത് ലെൻസ് ആവാ, അല്ലെങ്കിൽ മിറർ ആവാ, അല്ലെങ്കിൽ ഒരു സർഫസ് ആവാ, എന്തും ആവാ. ലൈറ്റ് കടന്നു പോകുന്ന സർഫസ്, ലൈറ്റിനെ റിഫ്രാക്ഷനോ റിഫ്ലക്ഷനോ ചെയ്യിക്കുന്ന സർഫസ്. നോക്കൂ, ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തതാ. ഇപ്പൊ ഈ വരച്ചു വെച്ച സ്ഥലത്ത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ആണെന്ന് വിചാരിച്ചോ. ദിസ് ഇസ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നോക്കൂ, ആദ്യത്തെ പോയിന്റ്, എല്ലാ ഡിസ്റ്റൻസും ആ സർഫസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പാടുള്ളൂ. കാരണം ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കാൻ പാടില്ല. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആ സർഫസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത്? സർഫസിൽ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കണം, ഒരിക്കലും ഇമേജിൽ നിന്ന് സർഫസിലേക്ക് എടുക്കാൻ പാടില്ല. സോ എല്ലാ ഡിസ്റ്റൻസും സർഫസിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്ക് എടുക്കണം. ഇനി ഇമേജ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ. സപ്പോസ് ഇമേജ് ഇവിടെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പാടുണ്ടോ? പാടില്ല. ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കണം? ഇവിടെ കിട്ടിയ ഇമേജിന്റെ ഡിസ്റ്റൻസ് സർഫസിൽ നിന്ന് ഇമേജിലേക്ക് എടുക്കണം. ഇനി ഇവിടെ ഫോക്കസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഫോക്കൽ ലെങ്ത് എങ്ങനെ എടുക്കണം? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പാടില്ല. ഫോക്കൽ ലെങ്ത് എങ്ങനെ എടുക്കണം? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കണം ഫോക്കൽ ലെങ്ത്. റൈറ്റ്. ഇനി ഇൻസിഡന്റ് ലൈറ്റിന് എഗെയിൻസ്റ്റ് ആണ് നമ്മളെ മെഷർമെന്റ് എങ്കിൽ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്. ഇൻസിഡന്റ് ലൈറ്റിന് എഗെയിൻസ്റ്റ് ആണ് മെഷർമെന്റ് എങ്കിൽ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്. ഇൻസിഡന്റ് ലൈറ്റിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മളെ മെഷർമെന്റ് പോകുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. അപ്പൊ നോക്കൂ, സർഫസ് ഇങ്ങോട്ടേക്കല്ലേ മെഷർമെന്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ സൈഡിൽ നോക്കൂ, ഒബ്ജക്റ്റ് വെച്ച സൈഡിൽ, ഞാനിപ്പോ ഷെയ്ഡ് ചെയ്യുന്ന സൈഡിൽ ഒബ്ജക്റ്റ് വെച്ച സൈഡിലേക്ക് എടുക്കുന്ന മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. വൈ? ബിക്കോസ് ഒബ്ജക്റ്റിലേക്ക് പോകുന്ന, ഒബ്ജക്റ്റ് വെച്ച സൈഡിലേക്ക് എടുക്കുന്ന മെഷർമെന്റുകളെല്ലാം ലൈറ്റിന് അഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. അപ്പൊ ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ പോവാ? ഒബ്ജക്റ്റിൽ നിന്ന് അങ്ങോട്ടേക്കല്ലേ ലൈറ്റ് പോവാ? ഇനി ഒബ്ജക്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ മെഷർമെന്റ് എടുക്കാൻ പാടുള്ളൂ. കാരണം ഈ ലൈറ്റ് പോകുന്ന എങ്ങോട്ടേക്കാ? ഒരു സർഫസിലേക്ക്. ആ സർഫസിന് ഇങ്ങോട്ടേക്കേ മെഷർമെന്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർമെന്റ് എടുക്കുമ്പോൾ ലൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ലേ മെഷർമെന്റ് വരിക. സോ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് സൈഡിലേക്ക് എടുക്കുന്ന മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ്. ഈ സൈഡിലേക്ക് എടുക്കുന്ന മെഷർമെന്റുകളൊക്കെയോ ഈ സൈഡിലേക്ക്. അവിടെ ഇമേജിന്റെ സൈഡാന്ന് പറയാൻ പറ്റില്ല. ഇമേജ് ആ സൈഡിലോ ആവാം, ഈ സൈഡിലോ ആവാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഇമേജ്. പക്ഷെ ഞാനിപ്പോ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമല്ലേ, ആ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് എടുക്കുന്ന മെഷർമെന്റുകളൊക്കെ എന്തായിരിക്കും? ഇൻസിഡന്റ് ലൈറ്റ് ഇങ്ങനല്ലേ പോവാ? ഓക്കെ, ഇൻസിഡന്റ് ലൈറ്റ് പാസ് ചെയ്ത് പോകണമെന്നില്ല. ഇൻസിഡന്റ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാം. പക്ഷേ ഇൻസിഡന്റ് ലൈറ്റ് ഡയറക്ഷൻ ഏതാ? ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡയറക്ഷൻ ഏതാ? ഇതല്ലേ. അതേ ഡയറക്ഷനിലല്ലേ ഞാൻ മെഷർമെന്റ് എടുക്കുന്നത്. സോ ഇതെല്ലാം പോസിറ്റീവ്. സോ ലെൻസിന്റെ അല്ലെങ്കിൽ സർഫസിന്റെ ഒബ്ജക്റ്റ് വെച്ച സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ്, അപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ്. ഓക്കെ, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത സൈഡിൽ നെഗറ്റീവ്, അപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ മുകളിലേക്ക് എടുക്കുന്ന മെഷർമെന്റുകളെല്ലാം പോസിറ്റീവ്. പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ താഴേക്ക് എടുക്കുന്ന മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ താഴത്തേക്ക് ഈ സൈഡിൽ കൂടെ താഴത്തേക്ക് എടുത്താലും മെഷർമെന്റ് നെഗറ്റീവ് ആണ്. ഈ സൈഡിൽ കൂടെ ഇതാ, ഈ ലെൻസിന്റെ അപ്പുറവും ഇപ്പുറവും അത് നമുക്ക് വിഷയമല്ല. രണ്ട് സൈഡ് ആണെങ്കിലും കുഴപ്പമില്ല. പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ താഴത്തേക്ക് എടുക്കുന്ന മെഷർമെന്റ്, ഞാനിപ്പോൾ വരയ്ക്കുന്ന മെഷർമെന്റ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ മുകളിലേക്ക് എടുക്കുന്ന മെഷർമെന്റുകളെല്ലാം എന്തായിരിക്കും? പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ മുകളിലേക്ക് എടുക്കുന്ന മെഷർമെന്റ് എല്ലാം പോസിറ്റീവ്. അപ്പൊ ലെൻസിന്റെ ഒബ്ജക്റ്റ് വെച്ച സൈഡിൽ നെഗറ്റീവ്, അതർ സൈഡിൽ പോസിറ്റീവ്. പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പറയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കാം മക്കളെ, നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി ഞാൻ പറയുന്നത് ഒരു പോയിന്റ് ഒന്നുമല്ല. ദാറ്റ് മീൻസ് ഒരു NCERT ഇങ്ങനെ തെരഞ്ഞാൽ കാണുമൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ കൺസെപ്റ്റുകൾ, ഈ ഐഡിയകളൊക്കെ നന്നായിട്ട് വേണം. നോക്ക്, കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ഒരുപോലെയാണ്. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ഒരുപോലെയാന്ന് പറഞ്ഞാൽ കോൺകേവ് മിറർ നമ്മൾ വിളിക്കുന്ന പേര് കൺവെർജിങ് മിറർ എന്നാണ്. കാരണം ലൈറ്റിന് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും.
കോൺവെക്സ് ലെൻസിനെ നമ്മൾ വിളിക്കുക എന്താ? കൺവെർജിങ് ലെൻസ് എന്നാണ്. ലൈറ്റിനെ കൺവെർജ് ചെയ്യും. അപ്പൊ ലൈറ്റിനെ കൺവെർജ് ചെയ്യുന്ന മിറർ ആരാ? കോൺകേവ് മിറർ. ലൈറ്റിനെ കൺവേർജ് ചെയ്യുന്ന ലെൻസ് ആരാ? കോൺവെക്സ് ലെൻസ്. അപ്പൊ കോൺകേവ് മിറർ ചെയ്യുന്ന പോലെ ലൈറ്റിനെ ചെയ്യിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യിക്കുന്നു. ഇവിടെയോ ലൈറ്റിനെ കടത്തി വിട്ടിട്ട് റിഫ്രാക്ട് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്നു. സോ ഇവർ രണ്ടുപേരുടെയും ഒരുപാട് സ്വഭാവങ്ങൾ ഒരേപോലെയാണ് വരിക. ഒന്ന് റിഫ്ലക്ഷനും ഒന്ന് റിഫ്രാക്ഷനും ആണ് മാത്രമേ ഉള്ളൂ. സോ കോൺകേവ് മിററിന് സിമിലർ ആണ് ആര്? കോൺവെക്സ് ലെൻസ്. ഇവർക്ക് രണ്ടുപേരുടെയും പ്രത്യേകത എന്താ? ദേ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. Concave mirror can produce both the real and virtual image. Convex lens can produce both the real and virtual image. അതായത് കൺവെർജിങ് സിസ്റ്റത്തിന് രണ്ട് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. കൺവെർജിങ് മിറർ ഏതാ? കോൺകേവ് മിറർ. കൺവെർജിങ് ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ്. അപ്പൊ കൺവെർജിങ് സിസ്റ്റങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് റിയൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റും ആസ് വെൽ ആസ് വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. അത് ക്ലിയർ അല്ലേ? ഇനി കോൺവെക്സ് മിറർ എന്ത് മിററാ? ഡൈവർജിങ് മിററാ. ശരിയല്ലേ? ലൈറ്റിനെ ഡൈവേർജ് ചെയ്ത് ദൂരത്തേക്ക് പറഞ്ഞേക്കും ഫ്രം എ കോമൺ പോയിന്റ്. അതുപോലെ ലെൻസിൽ ഡൈവർജിങ് ലെൻസ് ഏതാടാ? കോൺകേവ് ലെൻസ്. അപ്പൊ കോൺവെക്സ് മിററിന് സിമിലർ ആണ് കോൺകേവ് ലെൻസ്. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇവർക്ക് ഒറ്റ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് അവർക്ക് വെർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? സാർ ഒബ്ജക്റ്റ് സൈഡിൽ അപ്പം ഒരിക്കലും പോസിറ്റീവ് വരില്ലേ എന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആ ചോദിച്ചത്. അരുണിമ കെ നമ്മളെ ഇവിടുത്തെ സ്റ്റുഡന്റ് അല്ലേ? ഹായ് അരുണിമ. ഞാൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഒബ്ജക്റ്റ് വെച്ച സൈഡിൽ ഒരിക്കലും പോസിറ്റീവ് വരില്ലേ എന്ന്. വരും. ഒബ്ജക്റ്റ് വെച്ച സൈഡിൽ, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന സൈഡിൽ പോസിറ്റീവ് വരും. പക്ഷെ അത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയിരിക്കില്ല. അത് വെർച്വൽ ഒബ്ജക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആവും. അതൊരു എക്സെപ്ഷണൽ സ്പെഷ്യൽ കേസാണ്. സാധാരണ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാണ്. നമ്മൾ ലെൻസിന്റെയോ മിററിന്റെയോ ഫ്രണ്ടിൽ ഒരു മെഴുകുതിരിയോ ഒരു ലാമ്പോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ടേക്ക് എപ്പോഴും ലൈറ്റ് പോകുള്ളൂ. പക്ഷേങ്കിൽ അപ്പോൾ അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പക്ഷേങ്കിൽ വേറെ ഏതൊക്കെ സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഇമേജ് ഉണ്ടായിട്ട് അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊരു റെയർ കേസാണ്. അപ്പോൾ ഒരിക്കലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആവില്ല എന്ന് പറയാൻ പാടില്ല. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആവും. ബട്ട് ഇറ്റ് ഈസ് എ റെയർ കേസ്. യൂഷ്വലി കേസിലെല്ലാം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ബാക്കി പറയട്ടെ. അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആവണ്ട. അതൊരു സ്പെഷ്യൽ കേസാണ്. നമുക്ക് ആ കേസ് ലെൻസിലെ മാത്രമേ ഉള്ളൂ, മിററിലില്ല. അത് കേസ് മിററിലും വരാം. ആ കേസ് നമ്മൾ ലെൻസ് പഠിക്കുന്ന സമയത്ത് ഞാൻ അത് പറഞ്ഞു തരുന്നുണ്ട്. യു ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഇപ്പൊ നിങ്ങൾ ഇത് പറ. കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. കോൺവെക്സ് മിറർ ക്യാൻ ഓൺലി പ്രൊഡ്യൂസ് വെർച്വൽ ഇമേജ്. ഇത് ലെൻസിൽ പറയുമ്പോൾ തിരിച്ചു പറയണം. കോൺവെക്സ് ലെൻസിനാണ് റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഉണ്ടാക്കാൻ പറ്റുക. കോൺകേവ് ലെൻസിന് എന്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? വെർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറന്നു പോവാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ. കൺവെർജിങ് സിസ്റ്റത്തിന് രണ്ട് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. ഡൈവർജിങ് സിസ്റ്റത്തിന് വെർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൺവെർജിങ് സിസ്റ്റത്തിന് രണ്ടും ഉണ്ടാക്കാം. മിററിൽ ഏതാ കൺവെർജിങ്? കോൺകേവ്. ഏതാ ഡൈവർജിങ്? കോൺവെക്സ്. ലെൻസിൽ ഏതാ കൺവെർജിങ്? കോൺവെക്സ് ലെൻസ്. ലെൻസിൽ ആരാ ഡൈവർജിങ്? കോൺകേവ്. അത് മനസ്സിലായോ? അത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? അടുത്ത ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. അപ്പൊ നിങ്ങൾ അത് പറയണം. ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ അപ്പൊ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. അടുത്ത പറയട്ടെ. നോക്കടാ, ഒരു മിററിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. നമുക്കൊരു ഇമേജ് കിട്ടുന്നു. അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്, ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഇമ്പോർട്ടന്റ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ ഇസ് നത്തിങ് ബട്ട് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ എത്ര ടൈംസ് സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 സെന്റിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ട് 4 സെന്റിമീറ്റർ ഉള്ള ഒരു ഇമേജ് ഉണ്ടാവുകയാണെങ്കിൽ ഒബ്ജക്റ്റിന്റെ സൈസിന്റെ നേരെ ഡബിൾ ആണ് ഇമേജിന്റെ സൈസ്. ദാറ്റ് മീൻസ് ആ സിസ്റ്റം ഒബ്ജക്റ്റിന്റെ സൈസിനെ 2 ടൈംസ് വലുതാക്കുന്നുണ്ട്. ഇപ്പൊ 2 സെന്റിമീറ്ററിന് 4 സെന്റിമീറ്റർ ആവുന്ന പറഞ്ഞാൽ 2 ടൈംസ് മാഗ്നിഫൈഡ്. So magnification is a ratio of height of the image divided by height of the object. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആയാൽ അതിന്റെ അർത്ഥം ഒബ്ജക്റ്റിന്റെ ഇമേജിന്റെ സൈസ് സെയിം ആണ്. ലെസ് ദാൻ 1 ആയാൽ അതിന്റെ അർത്ഥം ഇമേജിന്റെ സൈസ് സ്മോൾ ആണ് ഒബ്ജക്റ്റിനേക്കാൾ. ഗ്രേറ്റർ ദാൻ 1 ആയാൽ സൈസ് ഒബ്ജക്റ്റിനേക്കാൾ കൂടുതലാണ്. ഇറ്റ് കോൾഡ് മാഗ്നിഫൈഡ്. ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് നെഗറ്റീവ് വരാം. അത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് വന്നാൽ ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് നേരെ വെച്ചെങ്കിൽ ഇമേജ് നേരെ ആയിരിക്കും. ഒബ്ജക്റ്റ് തലകുത്തനെയാണ്, ഇമേജും തലകുത്തനെയായിരിക്കും. ഇൻവേർഷൻ ഇല്ല. ഇനി മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ഇമേജ് എപ്പോഴും തലകുത്തനെയാണ് ഉണ്ടാവുക. അപ്പം മെഴുകുതിരി നേരെ കത്തിച്ച് വെച്ചാൽ അതിന്റെ റിയൽ ഇമേജ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് തലകുത്തനെയായിരിക്കും. വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ഇറക്റ്റ് ആയിരിക്കും, നേരെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണോ?
അപ്പൊ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വിർച്വൽ ഇമേജ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ഇമേജ് ആണ്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, സൈൻ കൺവെൻഷൻ കൺവേർഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ചെയ്ത് നോക്കുമ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നോഹാ ഷെറിൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലിസൺ. ഓക്കെ, നോക്കൂ, കോൺകേവ് റിയൽ ഇമേജ് ഉണ്ടാക്കുന്ന സന്ദർഭം, കോൺകേവ് മിറർ റിയൽ ഇമേജ് ഉണ്ടാക്കുന്ന സന്ദർഭം. ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് മിററിന്റെ ഫ്രണ്ടിൽ, ഇതാ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു മിററിന്റെ ഫ്രണ്ടിൽ, ഇമേജ് ഉണ്ടാവുക മിററിന്റെ ഫ്രണ്ടിൽ തന്നെ, കാരണം റിയൽ ഇമേജ് എപ്പോഴും അങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, കാരണം എല്ലാം അതിന്റെ ഫ്രണ്ടിലല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ വരിക. ഇനി നോക്കൂ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, ഫോക്കൽ ലെങ്ത് ഇസ് ഓൾസോ നെഗറ്റീവ്, കാരണം ഇവിടെയാണ് ഫോക്കസ്. ഫോക്കൽ ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യണം, ഫോക്കൽ ലെങ്ത് ഇസ് ഓൾസോ നെഗറ്റീവ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസിന്റെ മുകളിലേക്കാണ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് പോസിറ്റീവ്, height of the image negative, height of the object positive, height of the image negative. അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്. മാഗ്നിഫിക്കേഷൻ HI/HO അല്ലേ? അതിൽ HI നെഗറ്റീവ് ആയ HO പോസിറ്റീവ്, അപ്പൊ പിന്നെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് അല്ലേ വരിക. ഇത് എന്ത് ഇമേജാ? റിയൽ ഇമേജ്. റിയൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എന്താ വന്ന്? നെഗറ്റീവ്. സോ ഇതാണ് കോൺകേവ് മിറർ റിയൽ ഇമേജ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന സൈൻ കൺവെൻഷൻസ്. ഓക്കെ, അടുത്തത് കോൺകേവ് വിർച്വൽ ഉണ്ടാക്കും. കോൺകേവ് വിർച്വൽ ഉണ്ടാക്കുമ്പോൾ സൈൻ കൺവെൻഷൻസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ്, ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ്. എന്താ ഇമേജ് അപ്പുറത്തല്ലേ ഉണ്ടായത്, ഒബ്ജക്റ്റിന്റെ അതർ സൈഡിലല്ലേ ഇമേജ് ഉണ്ടായത്. അപ്പൊ മെഷർമെന്റ് എടുക്കുമ്പോൾ ഇവിടെ അങ്ങോട്ടേക്കല്ലേ എടുക്കുക. ഇറ്റ് ഈസ് സെയിം ആസ് ദി ഡിറക്ഷൻ ഓഫ് മെഷർമെന്റ് സെയിം ആസ് ദി ഇൻസിഡന്റ് ലൈറ്റ്. അപ്പൊ പോസിറ്റീവ്. ഹൈറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്, ഫോക്കൽ ലെങ്ത് ഇപ്പുറത്ത് ഉണ്ടാവുക കേട്ടോ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആസ് വെൽ ആസ് പോസിറ്റീവ്, കാരണം രണ്ടും പ്രിൻസിപ്പിൾ ഓഫ് ആക്സിന്റെ മുകളിലേക്കാണ്. അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്. അപ്പോൾ വിർച്വൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ഇപ്പോൾ റിയലിന്റെയും വെർച്വലിന്റെയും മാഗ്നിഫിക്കേഷന്റെ സൈൻ മാറി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി കോൺവെക്സ് മിറർ എന്ത് ഇമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ? വിർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ്, ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ്. ഞാൻ പറയേണ്ടല്ലോ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആയെന്ന്. ഹൈറ്റ് ഓഫ് ദി ഫോക്കൽ ലെങ്ത്, കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് കേട്ടോ, കാരണം ഫോക്കസ് ഇപ്പുറത്താണ് ഉണ്ടാവുക. Height of the object positive, height of the image positive, so magnification positive, so virtual image positive magnification. All sign conventions are clear. Okay അല്ലേ? ഇതേ സാധനം ലെൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ലെൻസിലേക്ക് നോക്കാം. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് ഉണ്ടാക്കുന്നു. കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് ഉണ്ടാക്കുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ്, ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് വരും, കാരണം അപ്പുറത്താണ് ഇമേജ് ഉണ്ടായത്. ഇപ്പുറത്താണ് ഇമേജ് ഉണ്ടാവുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. റെഡി അല്ലേ? ഫോക്കൽ ലെങ്ത് ഇപ്പുറത്താണ് വരിക, സോ ഫോക്കൽ ലെങ്ത് ഇസ് പോസിറ്റീവ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ്, ഇമേജ് താഴേക്കാണ് ഉണ്ടായത്. അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്, കാരണം ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് കിട്ടുക. റിയൽ ഇമേജ് ആണ്, അതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയി. ഓക്കെ, അപ്പോൾ എപ്പോഴും റിയൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അടുത്ത നോക്കൂ, വിർച്വൽ ഇമേജ്. വിർച്വൽ ഇമേജ് ആണോ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും വരിക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആസ് വെൽ ആസ് ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, കാരണം രണ്ടും ഒരു സൈഡിലാണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്, കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് അപ്പുറത്താണ് ഉണ്ടാവുക. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവ്, സോ മാഗ്നിഫിക്കേഷൻ ഇസ് ഓൾസോ പോസിറ്റീവ്. സോ വിർച്വൽ ഇമേജ് മാഗ്നിഫിക്കേഷൻ ഇസ് പോസിറ്റീവ്. കോൺകേവ് ഇസ് പ്രൊഡ്യൂസിങ് വിർച്വൽ ഇമേജ്. കോൺകേവ് ഇസ് പ്രൊഡ്യൂസിങ് വിർച്വൽ ഇമേജ്. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോ, ഞാൻ എഴുതുന്നത് ശരിയാണോ നോക്ക്. ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്, ബിക്കോസ് ഫോക്കസ് ഇസ് ഹിയർ, ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്യും, അവിടെ അല്ല, ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്യും, അപ്പോൾ ഫോക്കസ് ഇപ്പുറത്താണ് ഉണ്ടാവുക. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവ്, മാഗ്നിഫിക്കേഷൻ ഹാവ് ടു ബി പോസിറ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് വിർച്വൽ ഇമേജ്. സോ ദീസ് ആർ ദ സൈൻ കൺവെൻഷൻ ഇൻ ഹോൾ കേസസ് ഓഫ് ലെൻസ് ആൻഡ് മിറർ. ലെൻസിന്റെയും മിററിന്റെയും പ്രോബ്ലം ചെയ്യാനുള്ള എല്ലാ സൈൻ കൺവെൻഷനും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇതിൽ നിന്ന് കുറച്ച് കൺക്ലൂഷൻസ് എത്താനുണ്ട്. ഇതിൽ എത്തേണ്ട ഒന്നാമത്തെ കൺക്ലൂഷൻ, കോൺകേവിൻ്റെത് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്, കോൺകേവിൻ്റെത് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്, കോൺവെക്സിൻ്റെത് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്. അത് സെയിം ലെൻസിലും അങ്ങനെ തന്നെ. കോൺവെക്സ് പോസിറ്റീവ്, കോൺവെക്സ് പോസിറ്റീവ്, കോൺകേവ് നെഗറ്റീവ്. നിങ്ങളിപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കോൺകേവ് നെഗറ്റീവ് എഫ്, കോൺവെക്സ് പോസിറ്റീവ് എഫ്. പ്രോബ്ലം വായിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺകേവ് നെഗറ്റീവ് എഫ്, കോൺവെക്സ് പോസിറ്റീവ് എഫ്.
അതൊരു കൺക്ലൂഷൻ. രണ്ടാമത്തത് റിയൽ ഇമേജ് നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ, വിർച്വൽ ഇമേജ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ, വിർച്വൽ ഇമേജ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ, റിയൽ ഇമേജ് നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ, വിർച്വൽ ഇമേജ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ, വിർച്വൽ ഇമേജ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ. അപ്പൊ റിയൽ ഇമേജ് പോസിറ്റീവ് നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ, വിർച്വൽ ഇമേജ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ, ഇത് രണ്ടും ലെൻസിനും മിററിനും ഒരേപോലെയാണ്. അപ്പൊ രണ്ടും രണ്ടായിട്ട് പഠിക്കേണ്ട, ഒന്നിച്ച് ഒപ്പം പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അടുത്ത നോക്കോ, റിയൽ ഇമേജ് നെഗറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ്, വിർച്വൽ ഇമേജ് പോസിറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ്, വിർച്വൽ ഇമേജ് പോസിറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ്. അത് മിററിനാണ്. മിററിന് നോക്കൂ, റിയൽ ഇമേജിന് നെഗറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, വിർച്വൽ ഇമേജിന് പോസിറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ലെൻസിൽ അത് മാറും. ലെൻസിൽ റിയൽ ഇമേജിന് പോസിറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ്, വിർച്വൽ ഇമേജിന് നെഗറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ്, വിർച്വൽ ഇമേജ് നെഗറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ്. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിയണം, എങ്കിലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലായി വിചാരിക്കുന്നു. ആ കൺക്ലൂഷൻ അവിടെ എഴുതരാം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സൈഡ് ഞാൻ എഴുതും, അതർ സൈഡ് നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതാ മീൻസ് നിങ്ങൾ പറയണം. നമ്മൾ ക്ലാസ് റൂം കോച്ചിങ്ങിലാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എഴുതല്ലേ ചെയ്യാം. അതുപോലെ നമുക്ക് ആ ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളെ മൈൻഡിൽ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് എഫ്, കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് എഫ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. റിയൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എം, വിർച്വൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എം. ഇമേജ് ഡിസ്റ്റൻസ് ഫോർ റിയൽ ഇമേജ് മിറർ ആണ് -v, ഇമേജ് ഡിസ്റ്റൻസ് ഫോർ വിർച്വൽ ഇമേജ് പോസിറ്റീവ് v. ഫോർ നോർമൽ കേസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. ഇനി ഇതേ സാധനങ്ങൾ ലെൻസിൽ എഴുതുകയാണെങ്കിൽ അതേപോലെ തന്നെ അതാ ഇത് രണ്ടും സെയിം. അവിടെ ഇതും ഇവിടെ എഴുതാൻ പോകുന്നതും സെയിം ആയിരിക്കും. കോൺകേവ് ലെൻസ് നെഗറ്റീവ് എഫ്, കോൺവെക്സ് ലെൻസ് പോസിറ്റീവ് എഫ്, ഇതും സെയിം ആയിരിക്കും. റിയൽ ഇമേജ് നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ, വിർച്വൽ ഇമേജ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ. ഇവിടെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ റിയൽ ഇമേജിന് പോസിറ്റീവ് ഇമേജ് ഡിസ്റ്റൻസും വിർച്വൽ ഇമേജിന് നെഗറ്റീവ് ഇമേജ് ഡിസ്റ്റൻസും. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. സാധാരണ കേസിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈ പറഞ്ഞ അത്രയും മനസ്സിലായോ മക്കളെ? ഈ പറഞ്ഞ അത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ? പ്രോബ്ലം ചെയ്യാൻ വേണ്ട എല്ലാ സൈൻ കൺവെൻഷനും കംപ്ലീറ്റ് ആയി. ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈൻ കൺവെൻഷനും കംപ്ലീറ്റ് ആയി. ഇത്രയും പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യുന്ന, പിന്നെ നമുക്ക് അടുത്ത് സംസാരിക്കാലോ. ഈ പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത് പറയട്ടെ. അടുത്ത നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. കോൺവെക്സിന് ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും പോസിറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത്, കോൺകേവിന് നെഗറ്റീവ് ആണ്. റെഡി? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽ ഇമേജ് ഉണ്ടാക്കാൻ രണ്ട് മിററിനും പറ്റും. അതായത് മിററിന്റെ കാര്യമാണെങ്കിൽ റിയൽ ഇമേജ് ഉണ്ടാക്കുക ഏതൊക്കെ? റിയൽ അല്ല, റിയൽ ഇമേജ് ഉണ്ടാക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? കോൺകേവ് മിറർ. വിർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ രണ്ടാൾക്കാർക്ക് പറ്റും. ആർക്കൊക്കെ പറ്റും? കോൺകേവ് മിററിനും പറ്റും, കോൺവെക്സ് മിററിനും പറ്റും. ശരിയല്ലേ? ഇനി ലെൻസിലാണെങ്കിൽ റിയൽ ഇമേജ് ഉണ്ടാക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? കോൺവെക്സ് ലെൻസിന് മാത്രമേ പറ്റൂ. പക്ഷേ വിർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ രണ്ടുപേർക്കും പറ്റും. കോൺവെക്സ് ലെൻസിനും പറ്റും, കോൺകേവ് ലെൻസിനും പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, ഈ ലെൻസ് ഏതാ മിറർ ഏതാന്ന് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലെൻസ് ഏതാന്ന് അറിഞ്ഞാലേ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഫോക്കൽ ലെങ്ത് ഓഫ് 12 സെന്റിമീറ്റർ എന്നാ പറയാ. ഇനി അത് കോൺവെക്സ് ആണെങ്കിൽ നമ്മളത് +12ഉം കോൺകേവ് ആണെങ്കിൽ നമ്മളത് -12ഉം എടുക്കണം. അപ്പൊ ക്വസ്റ്റ്യനിൽ വാല്യൂ തരുമ്പോൾ ഒരിക്കലും പ്ലസും മൈനസും ഉണ്ടാവില്ല. അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ചെയ്യണമെങ്കിൽ നമ്മൾ സൈൻ കൺവെൻഷൻ പുട്ട് ചെയ്യണമെങ്കിൽ അത് ഏത് ടൈപ്പ് ലെൻസ് ആണ്, ഏത് ടൈപ്പ് മിറർ ആണ് എന്ന് പറയണം. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ പറയണേ, a spherical mirror is producing real image എന്ന് പറയാന്ന് വിചാരിച്ചോ. A spherical mirror is producing real image. ഒരു സംശയം വേണ്ട, അത് ഏത് മിറർ ആയിരിക്കും? കോൺകേവ് മിറർ. അതൊക്കെ പക്കല്ലേ? എ സ്പെറിക്കൽ മിറർ ഇസ് പ്രൊഡ്യൂസിങ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് കോൺകേവ് മിറർ ആയിരിക്കും. വേറെ ഓപ്ഷൻ ഇല്ല. റിയൽ ഇമേജ് ഉണ്ടാക്കാൻ കോൺകേവിനെ പറ്റുള്ളൂ. എ സ്പെറിക്കൽ ലെൻസ് അല്ലെങ്കിൽ ഒരു ബൈ ഫോക്കൽ ലെൻസ് അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ലെൻസ് ഈസ് പ്രൊഡ്യൂസിങ് റിയൽ ഇമേജ് എന്ന് പറയാണ്. ലെൻസ് ഇസ് പ്രൊഡ്യൂസിങ് റിയൽ ഇമേജ്. ഒറ്റ ഓപ്ഷനേ ഉള്ളത്. ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസോ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ വിർച്വൽ ഇമേജ് എന്നാണ് പറയുന്നത് വിചാരിച്ചോ. എ സ്പെറിക്കൽ മിറർ ഈസ് പ്രൊഡ്യൂസിങ് വിർച്വൽ ഇമേജ്. A spherical mirror is producing virtual image. A spherical mirror is producing virtual image എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. കോൺകേവ് മിറർ ആവാം, കോൺവെക്സ് മിറർ ആവാം. കാരണം വിർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ കോൺകേവ് മിററിനും പറ്റും, കോൺവെക്സ് മിററിനും പറ്റും. അപ്പോൾ ഒരു സ്പെറിക്കൽ മിറർ ഈസ് പ്രൊഡ്യൂസിങ് വിർച്വൽ ഇമേജ്
A spherical mirror of focal length 6 cm is producing virtual image. അങ്ങനെ പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ സ്ഫെറിക്കൽ മിററിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് കൊടുക്കുമോ നെഗറ്റീവ് കൊടുക്കുമോ? ആ പറഞ്ഞ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എ സ്ഫെറിക്കൽ മിറർ ഇസ് പ്രൊഡ്യൂസിങ് വെർച്വൽ ഇമേജ് ഓഫ് ഫോക്കൽ ലെങ്ത് 6 cm എന്ന് പറഞ്ഞാൽ +6 കൊടുക്കുമോ -6 കൊടുക്കുമോ? കാരണം ഇതിൽ ഏതാണെങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുക? വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ കോൺകേവിനും കോൺവെക്സിനും പറ്റും. ലെൻസിലും അതെ, വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ കോൺവെക്സിനും കോൺകേവിനും പറ്റും. അപ്പോൾ നമ്മളത് എങ്ങനെ ഡിസൈഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നിങ്ങൾ മാഗ്നിഫിക്കേഷൻ നോക്കണം. നിങ്ങൾ നോക്കൂ, വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺകേവ് മിറർ ഇസ് ഓൾവേസ് മാഗ്നിഫൈഡ്. അപ്പോൾ വെർച്വൽ ഇമേജ്, ലിസൺ, വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്, അത് കോൺകേവ് മിറർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാഗ്നിഫൈഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺവെക്സ് മിറർ ആണെങ്കിൽ ഓൾവേസ് ഡിമിനിഷ്ഡ് എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ മാഗ്നിഫിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് വേണം വെർച്വൽ ഇമേജ് ഉണ്ടാക്കിയത് ആരാന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ 2 പോസിബിലിറ്റി ഉണ്ട്. കോൺകേവ് മിററിനും പറ്റും, കോൺവെക്സ് മിററിനും പറ്റും. പക്ഷേ മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് കോൺകേവ് മിററും, ഡിമിനിഷ്ഡ് വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് കോൺവെക്സ് മിററുമാണ്. മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ്, ദാറ്റ് മീൻസ് മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഉണ്ടാക്കിയത് കോൺകേവ് മിററാണ്. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് ഉണ്ടാക്കിയത് കോൺവെക്സ് മിററാണ്. ഓക്കെ, ലെൻസിന്റെ 2 ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന്റെ കാര്യം നമുക്ക് ലെൻസിന്റെ ഭാഗം എടുക്കുമ്പോൾ പറയാം. ഞാനിപ്പം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇമേജ് ഫോർമേഷന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന വെർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫൈഡ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും മാഗ്നിഫിക്കേഷൻ. വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോൺകേവ് ലെൻസ് ആണെങ്കിൽ എപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ സ്ലൈഡിൽ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്, അത് നോക്കുക, അത് പഠിക്കുക, അല്ലാതെ അതിൽ വേറൊന്നുമില്ല. അപ്പോൾ ഒരു വെർച്വൽ ഇമേജ് ഉണ്ടാവുന്ന പ്രോബ്ലം ആണെന്ന് വിചാരിച്ചോ, ആ വെർച്വൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ നോക്കിയിട്ട് വേണം അത് കോൺകേവ് മിറർ ആണോ കോൺവെക്സ് മിറർ ആണോ ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാൻ. ലെൻസിന്റെ കേസിലാണെങ്കിൽ വെർച്വൽ ഇമേജ് ഉണ്ടാക്കിയത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നറിയണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ നോക്കണം. അപ്പോൾ മിററിന്റെ കേസിൽ വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺകേവ് മിറർ ഇസ് ഓൾവേസ് മാഗ്നിഫൈഡ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കോൺകേവ് മിറർ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ, വെർച്വൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് ഏത് മിറർ ആയിരിക്കും? കോൺവെക്സ് മിറർ ആയിരിക്കും. ഇനി ലെൻസിലാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും, മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കോൺകേവ് മിറർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റിയാൽ മിററിന് ചോദിക്കുന്ന എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് വരാം. മിററിന്റെ ഇക്വേഷൻ ഞാൻ പറയും, ലെൻസിന്റെ നിങ്ങൾ അപ്പുറം പറഞ്ഞു. മിററിന്റെ ഇക്വേഷൻ, മിറർ ഇക്വേഷൻ 1/f is equal to, ഇത് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. 1/f is equal to 1/u plus 1/v and magnification is equal to minus v/u. Magnification is equal to minus v/u. Magnification is equal to f divided by f minus u. Magnification is equal to f minus v divided by f. 3 ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. 3 വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. സോ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഈ ഇക്വേഷനിലൊക്കെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്, അതിന്റെ പുറമെ വേണം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? സൈൻ കൺവെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നോക്കൂ, മിറർ ഇക്വേഷൻ ഇസ് 1/f is equal to 1/u plus 1/v. Magnification is minus v/u. Magnification is also equal to f divided by f minus u. Magnification is also equal to f minus v divided by f. ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെയോ മിററിന്റെയോ ഫ്രണ്ടില് ഒരു ഏരിയൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. നമ്മൾ സാധാരണ വെക്കുക ഒരു ലീനിയർ ഒബ്ജക്റ്റാണ്, ലെങ്ത് മാത്രമുള്ള ഒബ്ജക്റ്റാണ്. അപ്പൊ നമ്മൾ ഏരിയ ഉള്ള ഒബ്ജക്റ്റ് വെക്കുകയാണ്, ഒരു ഷീറ്റ് വെക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ഏരിയ, ഇമേജിന്റെ ഏരിയ. സോ മാഗ്നിഫിക്കേഷൻ ഇസ് ഏരിയ ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ഒബ്ജക്റ്റ്. ആ മാഗ്നിഫിക്കേഷൻ എത്ര വരിക എന്ന് വെച്ചാൽ സാധാ മാഗ്നിഫിക്കേഷന്റെ സ്ക്വയർ, അതായത് ഈ ഇക്വേഷന്റെ എല്ലാം സ്ക്വയർ ആണ് ഏരിയൽ മാഗ്നിഫിക്കേഷൻ വരിക. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ഇഫ് മാഗ്നിഫിക്കേഷൻ ഇസ് എം, ഒരു ക്വസ്റ്റ്യനിൽ മാഗ്നിഫിക്കേഷൻ എം ആണെന്ന് പറയുകയാണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ തരുന്ന ക്വസ്റ്റ്യനിൽ മാഗ്നിഫിക്കേഷൻ എം ആണെന്ന് പറയുകയാണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് വരിക m-1 ഡിവൈഡ് ബൈ m ഇൻറ്റു എഫ്. എങ്ങനെ വരിക? മാഗ്നിഫിക്കേഷൻ എം ആണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് m-1 ഡിവൈഡഡ് ബൈ m ഇൻറ്റു എഫ്. അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ എമ്മിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, m-1 താഴത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു m ഡിവൈഡഡ് ബൈ m-1. ഈ എമ്മിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, m-1 താഴത്തേക്ക് കൊണ്ടുപോവുക, m ഡിവൈഡഡ് ബൈ m-1 ഇൻറ്റു യു. സോ മാഗ്നിഫിക്കേഷൻ എം ആണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് m-1 ഡിവൈഡ് ബൈ m ഇൻറ്റു എഫ്. ഫോക്കൽ ലെങ്ത് m ഡിവൈഡഡ് ബൈ m-1 ഇൻറ്റു യു. ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഓഫ് m-1 ഇൻറ്റു എഫ്.
മൈനസ് ഓഫ് എം മൈനസ് വൺ ഇൻറ്റു എഫ്. ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ മൈനസ് ഒക്കെ ഈ ക്വസ്റ്റ്യനിലുള്ള എല്ലാം ആ ഇക്വേഷനിലുള്ള ക്വാണ്ടിറ്റീസ് ആണ്, ആ ഇക്വേഷനിലുള്ള സൈനുകളാണ്. ഇതിന്റെ ഒക്കെ പുറമെ വേണം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? സൈൻ കൺവെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇതിന്റെ എല്ലാം പുറമെ വേണം നിങ്ങൾ സൈൻ കൺവെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഇതിലുള്ള ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്, ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. ഇതിന്റെ പുറമെ എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് മിററിലാവുമ്പോഴാണ് ഈ ഇക്വേഷൻസ്. ലെൻസിലാവുമ്പോൾ ലെൻസ് ഇക്വേഷൻ എന്താടാ? 1/f is equal to 1/v minus 1/u. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ വരിക വെറും v/u ആണ്. ലെൻസ് മിററിൽ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ലെൻസിൽ ആ മൈനസ് വേണ്ട. ആൻഡ് മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു f ഡിവൈഡഡ് ബൈ മിററിന്റെ ഇക്വേഷന്റെ അകത്ത് f ഡിവൈഡഡ് ബൈ f മൈനസ് യു ആണ്. ലെൻസിൽ എത്തുമ്പോൾ f ഡിവൈഡഡ് ബൈ f പ്ലസ് യു ആവും. അടുത്തത് വീണ്ടും മിററിൽ f മൈനസ് വി ഡിവൈഡ് ബൈ f ആണ്, അത് ലെൻസിലും അങ്ങനെ തന്നെയാണ്, f മൈനസ് വി ഡിവൈഡഡ് ബൈ f. ഇത്രയും മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻസ് ആണ്. Similarly, aerial magnification is equal to area of the image divided by area of the object, that is equal to linear magnification square. സാധാ മാഗ്നിഫിക്കേഷന്റെ സ്ക്വയർ. ഇനി മാഗ്നിഫിക്കേഷൻ, ലെൻസിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ തന്നു. മാഗ്നിഫിക്കേഷൻ is given m. Then find the object distance. 1 minus m divided by m into f. Focal length. അത് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. എമ്മിന് അങ്ങോട്ട് കൊണ്ടുപോവുക, 1 മൈനസ് എമ്മിനെ താഴത്തേക്ക് ഇടുക. f is equal to m divided by 1 minus m into u. And image distance is equal to mirror other equation, v is equal to minus of m minus 1 into f. Clear ana? Okay alle? Okay alle? Problem ചെയ്യട്ടെ? ഓക്കെ, നീറ്റ് പോസ്റ്റ്പോൺ ചെയ്യുമോ എന്ന് ഇതൊക്കെ ആടാടപ്പം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അവസാന സമയത്ത് മാക്സിമം പഠിക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങൾ റെഡിയാന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ. മിറർ ഏതാ? കോൺകേവ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് -50. അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഞാനത് എഴുതുന്നില്ല, എഴുതാതെ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വരണം. Where should be an object placed so that image is 2 times magnified, real and inverted? അപ്പോൾ മാഗ്നിഫിക്കേഷൻ എത്ര? 2 times എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ 2 ആണ്. സോ ഫോക്കൽ ലെങ്ത് 50, മാഗ്നിഫിക്കേഷൻ 2. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Where should an object be placed? That means object distance ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലാതെയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്കിത് സമയം ലാഭിക്കാന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്താലേ നമുക്ക് ചെയ്യാം. സോ ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചു തരാം. u is equal to m minus 1 divided by m into f. So object distance is equal to u is equal to നിങ്ങൾ ചെയ്തോ m minus 1 divided by m into f. എല്ലാത്തിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ വേണം. സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് is equal to മാഗ്നിഫിക്കേഷൻ എത്ര? 2. എന്ത് ഇമേജ് ആണ് അത്? റിയൽ ഇമേജ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. -2 minus 1 divided by magnification is -2 into focal length. Focal length concave ആയതുകൊണ്ട് focal length is negative into -50. റെഡി അല്ലേ? അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് is equal to -2 -1 -3 divided by -2 into -50. ഈ മൈനസും കട്ടാവും. സോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് is equal to 3 into -50, that is -150 divided by 2. So object distance is equal to minus of 75 centimeter. Object distance is equal to minus of 75 centimeter. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ മൈനസ് ഇല്ല. ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുക മൈനസ് ആണ്, കാരണം ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ക്വാണ്ടിറ്റിക്ക് സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന് നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ട. ആ ആൻസറിൽ സൈൻ കൺവെൻഷൻ ഉണ്ടായിക്കോളും. അപ്പോൾ നമ്മുടെ ആൻസറിൽ സൈൻ കൺവെൻഷൻ ഉണ്ട്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആണ്, പക്ഷേ ഓപ്ഷനിൽ നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് 75 ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതാ ഓപ്റ്റ് ചെയ്യേണ്ടത്. സപ്പോസ് നമ്മൾ ഓപ്ഷനിൽ -75 ഉണ്ട് +75 ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ -75 ഉണ്ട് +75 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ -75 ഓപ്റ്റ് ചെയ്യേണ്ടത്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ +75 ഓപ്ഷൻ എ കൊടുക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. The focal length of a concave mirror, again concave mirror, is 12 centimeter. Where should an object be placed? The length of image is 4 centimeter, so that the real image is formed of 1 centimeter length.
അപ്പോൾ 1 സെന്റിമീറ്റർ ആണ് എന്ത് ഇമേജിന്റെ ലെങ്ത് എത്ര 1 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ലെങ്ത് എത്ര ആയിരുന്നു 4 സെന്റിമീറ്റർ. അങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ എത്ര വരിക 1/4. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് 1, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് 4. ഇനി ഇത് എന്ത് ഇമേജ് ആടാ റിയൽ ഇമേജ്. അപ്പൊ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് അല്ലേ. ഇനി ഇത് ഏത് മിററാ കോൺകേവ് മിറർ. അപ്പൊ ഫോക്കൽ ലെങ്ത് -12 അല്ലേ. F is equal to -12. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേർ ഷുഡ് an object be placed. എവിടെ നമുക്ക് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾ ചെയ്തോ u is equal to m minus 1 divided by m into f. അപ്പൊ u is equal to minus of 1/4. എന്തിനാ നമ്മൾ മൈനസ് കൊടുത്ത് ഇറ്റ് ഈസ് വെർച്വൽ ഇമേജ് ഇറ്റ് ഈസ് റിയൽ ഇമേജ്. -1 divided by minus of 1/4 into -12. അപ്പൊ u is equal to ഇതിൻ്റെ അകത്ത് നമുക്ക് മൈനസിന് ഔട്ട്സൈഡ് എടുക്കാം. മൈനസിന് ഔട്ട്സൈഡ് എടുത്താൽ മൈനസ് പുറത്തു വരും 1/4 plus 1 divided by -1/4 into -12. അപ്പോൾ മൈനസും കട്ടാവും. അപ്പോൾ യൂസ് ഈക്വൽ ടു ഈ മൈനസിനെ പുറത്തേക്ക് വെക്കാം. -1/4 plus 1 5/4 divided by 1/4 4ഉം 4ഉം കട്ടാവും into 12. അപ്പോൾ u is equal to -5 into 12. 5 into 12 ചെയ്താൽ 5 50ഉം 10. അപ്പോൾ നമുക്ക് 60 വരും ആൻസർ. 60 മൈനസ് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് +60 എടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2020 കഴിഞ്ഞ കൊല്ലല്ല അതിന്റെ മുന്നത്തെ കൊല്ലം ചോദിച്ച ചോദ്യമാണ്. An object is placed on a principal axis of a concave mirror, again concave mirror, at a distance of 1.5 f. 1.5 f. F is the focal length. The image will be at എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ മാഗ്നിഫിക്കേഷൻ ഒന്നും തന്നിട്ടില്ല, മാഗ്നിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ മാഗ്നിഫിക്കേഷൻ കണക്ട് ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമുക്കറിയാം 1.5 f. ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോക്കൽ ലെങ്ത് എഫ് ഇറ്റ് സെൽഫ്. ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് ആൻസർ വേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ മിറർ ഇക്വേഷൻ യൂസ് ചെയ്യുക. 1/f is equal to 1/u plus 1/v. പ്രോപ്പർ ആയിട്ടുള്ള സൈൻ കൺവെൻഷൻ കൊടുക്കുക. ഫോക്കൽ ലെങ്ത് എന്താ നെഗറ്റീവ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ. ഓക്കെ, അപ്പൊ 1/-f is equal to ഒബ്ജക്ട് ഡിസ്റ്റൻസോ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് 1.5f. ഒബ്ജക്ട് ഡിസ്റ്റൻസും നമുക്കറിയാം അത് നെഗറ്റീവ് ആണ് 1.5f. ശരിയല്ലേ? പ്ലസ് 1/v. നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് v. അപ്പൊ വിക്ക് സൈൻ കൺവെൻഷൻ ഉണ്ടാവും. ഡോണ്ട് പുട്ട് സൈൻ കൺവെൻഷൻ ഫോർ ദ ക്വാണ്ടിറ്റി വിച്ച് ഇസ് ഗോയിങ് ടു ബി ഡിറ്റർമൈൻഡ്. ഏത് ക്വാണ്ടിറ്റി ആണോ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിന് സൈൻ കൺവെൻഷൻ കൊടുക്കണ്ട. ഇനി നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്ത ആൻസർ കിട്ടും. 1/-f പ്ലസ് ഈ ടേം ഇപ്പോൾ വരുമ്പോൾ പ്ലസ് ആവും. 1/1.5 ഞാൻ 3/2 നേടാം. 3/2f is equal to 1/v. ഇതിനെ തിരിച്ചിട്ടാൽ 2f divided by 3 minus 1/f is equal to 1/v. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1/v is equal to 1/-f പ്ലസ് 1/3 divided by 2f. അപ്പോൾ ഈ 2 മുകളിലേക്ക് പോകും. സോ ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 divided by 3f minus 1/f. ഓക്കെ, അപ്പം എന്നിട്ട് ഇവിടെ നമുക്ക് 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ന്യൂമറേറ്ററിൽ 2 - 3 എന്താവും, 2 - 3 that is equal to 1/v. that is equal to -1 divided by 3f വരും. സോ v is equal to minus of 3f. സോ ആൻസർ എ is the correct answer. കിട്ടിയോ? ഓപ്ഷൻ എ. റോഷിൻ ജോസ്, നോഹ ഷെറിൻ, അജു എസ്, അഞ്ജലി സി. നെയിംലെസ് ആണ്. നെയിംലെസ് ആയ ആള് ഏന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് നെയിംലെസ്. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ട് വെരി ഗുഡ്. സോ അങ്ങനെയാണ് മിററിന്റെയും ലെൻസിന്റെയും ഇമേജ് ഫോർമേഷന്റെ ക്വസ്റ്റ്യൻ ചെയ്യല്. കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ ആവശ്യമായ കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് വിത്തിൻ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഓൾറെഡി റിവൈസ്ഡ് ആയ ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവര് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു f divided by f minus u വെച്ച് ചെയ്താലും കിട്ടില്ലേ എന്ന്. കിട്ടും, ഒരു സംശയമില്ല. ജോഷ് കിട്ടും. ആ ഇക്വേഷൻ ചെയ്ത് വെച്ചാലും നമുക്ക് ആൻസർ കിട്ടും, നോ പ്രോബ്ലം. പക്ഷെ മാഗ്നിഫിക്കേഷൻ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് പറഞ്ഞാലല്ലേ മാഗ്നിഫിക്കേഷൻ കിട്ടുള്ളൂ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് പറയണ്ടേ, എന്നാലല്ലേ നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടുള്ളൂ. മാഗ്നിഫിക്കേഷനെ കുറിച്ച് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇമേജ് മിറർ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ഞാൻ ആ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്താലും കിട്ടും, ഒരു സംശയമില്ല. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ -3/-3f എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ റിഫ്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നോക്കാം.
റിഫ്രാക്ഷനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. റിഫ്രാക്ഷന്റെ ബേസിക് ആയ കാര്യങ്ങളാണ് എന്ത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്യുന്ന സമയത്ത് sin I by sin r is equal to n2/n1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഏതാ സെക്കൻഡ് മീഡിയം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? എങ്ങോട്ടാണോ ലൈറ്റ് പോകുന്നത് അതാണ് സെക്കൻഡ് മീഡിയം. എവിടുന്നാണോ ലൈറ്റ് വരുന്നത് അത് ഫസ്റ്റ് മീഡിയം. അപ്പൊ ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം എയർ ടു വാട്ടർ. ഫ്രം എയർ ടു വാട്ടർ. അപ്പൊ വാട്ടർ സെക്കൻഡ് മീഡിയം, എയർ ഫസ്റ്റ് മീഡിയം. ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം ഡയമണ്ട് ടു glass. Diamond first medium, glass second medium. Light is traveling from X to Y. X first medium, Y second medium. So refractive index of second medium divided by refractive index of first medium. Sin I by sin r. Also it is equal to V1 by V2. Velocity of light in first medium divided by velocity of light in second medium. First medium, second medium എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Wavelength of light in first medium divided by wavelength of light in second medium. ഇനി ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എനി മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയത്തിലെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ചോദിച്ചാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗ്ലാസ്സിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ഗ്ലാസ്സിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ എയർ, ദാറ്റ് ഇസ് 3 × 10⁸ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ എനി മീഡിയം ഇസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് കഴിഞ്ഞു മോളെ. രോഹിത്തെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇനി നോക്കൂ, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. വേറെ ഏതെങ്കിലും മീഡിയത്തിലെ വേവ് ലെങ്ത് ചോദിച്ചാൽ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. അപ്പൊ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ് ചോദിച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ എനി മീഡിയം, ഇപ്പം എക്സ് എന്ന് പറഞ്ഞൊരു മീഡിയത്തിന്റെ വെലോസിറ്റിയാണ് ചോദിച്ചെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ എയർ ഡിവൈഡഡ് ബൈ ആ എക്സ് എന്ന് പറഞ്ഞ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതേപോലെ തന്നെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ എനി മീഡിയം ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ രണ്ട് മീഡിയത്തിലും ഒരേ ക്വാണ്ടിറ്റി വരിക ഫ്രീക്വൻസിയാണ്. രണ്ട് മീഡിയത്തിലും മാറാതെ നിൽക്കുന്നത് ഫ്രീക്വൻസിയാണ്. വെലോസിറ്റി മാറും, വേവ് ലെങ്ത് മാറും, ഐയും ആറും മാറും. ഒരു സ്ഥലത്ത് 30 ആണെങ്കിൽ അടുത്തതിൽ 30നേക്കാൾ കുറവായിരിക്കും. ഡെൻസർ ആണെങ്കിൽ, റെയർ ആണെങ്കിൽ 30നേക്കാൾ കൂടുതലായിരിക്കും. എനിവേ രണ്ട് ക്വാണ്ടിറ്റി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത നിൽക്കുന്ന ആളാരാ? ഫ്രീക്വൻസി. ഇനി വേവ് ലെങ്ത് ഇൻ എയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 × 10⁸ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഇൻ എയർ എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഏത് മീഡിയത്തിലും ഫ്രീക്വൻസി സെയിം ആണ്, ഫ്രീക്വൻസി മാറൂല. സോ വേവ് ലെങ്ത് ഇൻ എയർ ഈസ് ഈക്വൽ ടു C by nu. വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി ഇൻ എയർ എത്ര? 3 × 10⁸. അതിനെ ഫ്രീക്വൻസിയോട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വേവ് ലെങ്ത് ഇൻ എയർ കിട്ടും. മനസ്സിലായോ? മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യും. മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യും. അതിനല്ലേ നമ്മൾ sin I by sin r is equal to V1 by V2 ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, ഇപ്പൊ നിങ്ങൾ കാണുന്ന ഫിഗറാണ് ലാറ്ററൽ ഷിഫ്റ്റിന്റെ ഫിഗർ. അതായത് ഒരു ഗ്ലാസ് മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, അത് ബെൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നു. അപ്പോൾ ഫൈനലി തിരിച്ചു പോകുന്ന ലൈറ്റ് ഇങ്ങനെയല്ലേ ഉള്ളത്? ഇനീഷ്യലി പോകേണ്ട ലൈറ്റ് ഇങ്ങനല്ലേ പോകുന്നത്? സോ ഇവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഇല്ലേ? ഇത് രണ്ടും പാരലൽ ആയിരിക്കും കേട്ടോ. ആക്ച്വലി ആ ഗ്ലാസ് സർഫസിലേക്ക് വരുന്ന ലൈറ്റ് ഇങ്ങനെയാണ്, അത് ഇതേ രൂപത്തിൽ തന്നെ തുടർന്ന് പോകണം. പക്ഷെ ഇവിടെ ഗ്ലാസിന്റെ സ്ലാബ് വെച്ചതുകൊണ്ട് ആ ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ ആൻഡ് അഗെയിൻ എവേ ഫ്രം ദി നോർമൽ. അപ്പൊ ഇത് ഫൈനലി പുറത്തിറങ്ങുന്ന ലൈറ്റ്. ഈ ലൈറ്റോ ഗ്ലാസ് ലാബ് ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ പോകേണ്ട ലൈറ്റ്. അപ്പൊ യഥാർത്ഥത്തിൽ പോകേണ്ട ഡയറക്ഷനിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷിഫ്റ്റ് ഇസ് നോൺ ആസ് ലാറ്ററൽ ഷിഫ്റ്റ്. ലാറ്ററൽ ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു d × sin I minus r by cos r. d × sin I minus r ഡിവൈഡഡ് ബൈ cos r. d എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദി ഗ്ലാസ് സ്ലാബ്. ഇവിടെ I വളരെ ചെറിയ ആംഗിൾ ആകുമ്പോൾ, I സ്മോൾ ആവുന്ന സമയത്ത് I is approximately equal to sin I is approximately equal to 1 വരും. That means sin 1 അല്ല, sin I minus r is approximately equal to I minus r വരും. cos r is approximately equal to 1 വരും. സോ ആംഗിൾ ചെറുതാവുന്നതിനനുസരിച്ച് cos 1നോട് അടുക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് ലാറ്ററൽ ഷിഫ്റ്റ് x is equal to d × I minus r അത്രയും വരും. സോ ലാറ്ററൽ ഷിഫ്റ്റ് is equal to d × I minus r. ആംഗിൾ ചെറുതാവും കേട്ടോ. ഇക്വേഷൻ നോക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. സാർ വേവ് ലെങ്ത് മാറിയിട്ടും എന്താ ഫ്രീക്വൻസി മാറാത്തത്? വേവ് ലെങ്ത് വെലോസിറ്റി മാറുന്നതുകൊണ്ടാണ് ഫ്രീക്വൻസി മാറാത്തത്. കാരണം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു V by lambda.
വെലോസിറ്റിയും കൂടും, അപ്പോൾ വേവ് ലെങ്ത്തും കൂടും, അപ്പോൾ ഫ്രീക്വൻസി മാറില്ല. ഇനി കുറയുകയാണെങ്കിൽ വെലോസിറ്റി കുറയും, അതിനനുസരിച്ച് വേവ് ലെങ്ത്തും കുറയും. സോ റേഷ്യോ വിൽ ബി സെയിം. ഇത് രണ്ടും മാറുന്നതുകൊണ്ടാണ് ഫ്രീക്വൻസി മാറാത്തത്. ആരെങ്കിലും ഒരാളായിരുന്നു മാറിയതെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രീക്വൻസി മാറിയേനെ. ഇത് രണ്ടും ഒരുപോലെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് റേഷ്യോ വിൽ ബി റിമൈൻ സെയിം. ക്ലിയർ? ഓക്കെ. റിയൽ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത് സിറ്റുവേഷൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളൊരു ബീക്കറിൽ വെള്ളം നിറച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിയൽ ഡെപ്ത് അല്ല ഫീൽ ചെയ്യുക. സോ ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചു, അത് എത്ര ഡെപ്തിലാണ്? റിയൽ ഡെപ്തിലാണ്. റിയൽ ഡെപ്ത് H. പക്ഷേ ഒരു ഒബ്സർവർ നോക്കുന്ന സമയത്ത് അതിന്റെ അപ്പാരന്റ് ഡെപ്ത് ആണ് ഫീൽ ചെയ്യുക. അപ്പാരന്റ് ഡെപ്ത് H'. അപ്പോൾ റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് is equal to H by H' is equal to refractive index, and H' is equal to real depth by apparent depth is equal to refractive index, and apparent depth H' is equal to real depth divided by refractive index. And distance between real depth and apparent depth is called shift. ഇപ്പോൾ റിയൽ ഡെപ്ത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു, അപ്പാരന്റ് ഡെപ്ത് 8 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ റിയൽ ഡെപ്ത് 10, അപ്പാരന്റ് ഡെപ്ത് 8. അപ്പോൾ എത്ര ഡിഫറൻസ്? അവർ 2 സെന്റിമീറ്റർ ആണ് ഡിഫറൻസ്. 2 സെന്റിമീറ്റർ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് മീനിങ്. ഓക്കെ, 2 സെന്റിമീറ്റർ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 1 - 1/n. റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും സബ്ട്രാക്ട് ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ മീഡിയംസ് ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു, മിക്സ് ആവാതെ ഡിഫറെന്റ് ഡെൻസിറ്റി ഉള്ള, ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള, ആദ്യം വാട്ടർ, പിന്നെ ഓയിൽ, പിന്നെ വേറെ എന്തെങ്കിലും മൾട്ടിപ്പിൾ മീഡിയംസ്. ഓക്കെ, മൾട്ടിപ്പിൾ മീഡിയംസ് ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അപ്പാരന്റ് ഡെപ്ത് H' is equal to ഓരോ മീഡിയത്തിന്റെ അപ്പാരന്റ് ഡെപ്ത് ആഡ് ചെയ്യുക. അതായത് അപ്പാരന്റ് ഡെപ്തിന്റെ ഇക്വേഷൻ എന്താ? അപ്പാരന്റ് ഡെപ്തിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? H' is equal to റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എഫക്റ്റീവ് അപ്പാരന്റ് ഡെപ്ത് H' is equal to ആദ്യത്തെ ഹൈറ്റ് H1, ഏത് ഈ യെല്ലോ കളറിലുള്ള ഫ്ലൂയിഡിന്റെ ഹൈറ്റ് എത്ര? H1. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. സോ H1 by N1 പ്ലസ് H2 by N2 പ്ലസ് H3 by N3. 3 ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് 3ന്റെ അപ്പാരന്റ് ഡെപ്ത് എടുത്ത് ആഡ് ചെയ്യുക. അപ്പാരന്റ് ഡെപ്ത് പറഞ്ഞാൽ എന്താ? റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഓരോ അടുക്കടുക്ക് ഫ്ലൂയിഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലൂയിഡിന്റെ അപ്പാരന്റ് ഡെപ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഫ്ലൂയിഡിന്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ ആ ഫ്ലൂയിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ? ഏതാണ് അൽഫി ബഷീർ? ഏതാണ് ഒരിക്കൽ കൂടെ പറയേണ്ടത്? അപ്പോൾ എഫക്റ്റീവ് അപ്പാരന്റ് ഡെപ്ത് is equal to H1 by N1 plus H2 by N2 plus H3 by N3. ക്ലിയർ അല്ലേ? ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫിനോമിനനാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. ലൈറ്റ് ഡെൻസറിന് റെയറിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയർ മീഡിയം, ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡന്റിൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വിൽ റിഫ്രാക്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ലൈറ്റ് വിൽ റിഫ്രാക്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയിൽ റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ വിചാരിക്കുന്നു. ക്രിട്ടിക്കൽ ആംഗിളിൽ വെച്ചിട്ട് നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ സൈൻ C ഡിവൈഡഡ് ബൈ സൈൻ R എത്ര? 90 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ ഫസ്റ്റ് മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. അപ്പോൾ സൈൻ C ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ. ഈ റെയറർ ചിലപ്പോൾ എയർ ആയിരിക്കും, പുറത്തേക്ക് എയറിലേക്കാണ് ലൈറ്റ് പോകുന്നത്. ഇതൊരു ഡെൻസർ മീഡിയം, ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന ഡെൻസർ മീഡിയം, ലൈറ്റ് പോകുന്നത് എയറിലേക്ക്. അങ്ങനെയാണെങ്കിൽ സൈൻ C ഈസ് ഈക്വൽ ടു 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സൈൻ C ഈസ് ഈക്വൽ ടു 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഫ്രീക്വൻസി വരുന്നത് അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി മാറൂല. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മാറൂല. വേവ് ലെങ്ത്തും വെലോസിറ്റിയും മാറും. അതെന്താണെന്നാണ് ചോദിച്ചത്. ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇനീഷ്യലി വെലോസിറ്റി 3യും വേവ് ലെങ്ത് 2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രീക്വൻസി എത്ര വരിക? 3 ഡിവൈഡഡ് ബൈ 2, 1.5. വേറെ മീഡിയത്തിലേക്ക് മാറുമ്പോൾ വെലോസിറ്റി 3 ചേഞ്ച് ചെയ്ത് 6 ആവും, വേവ് ലെങ്ത് 2 ചേഞ്ച് ചെയ്ത് 4 ആവും. അപ്പോൾ ഫ്രീക്വൻസി എത്ര വരിക? 6/4. അത് ചെയ്താൽ നമുക്ക് എത്ര തന്നെ കിട്ടുക? 1.5. അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും വെലോസിറ്റിയും മാറുന്നതുകൊണ്ടാണ് അതിന്റെ റേഷ്യോ ആയ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ,
That's all. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇത് പ്രിസം ആണ്, പക്ഷെങ്കിൽ അത് നിങ്ങൾ ബോധർ ചെയ്യണ്ട, നമുക്ക് സ്നെൽസ് ലോ വെച്ച് ചെയ്യാം. ഫൈൻഡ് ദി ആംഗിൾ ഓഫ് എമർജൻസ് ഓഫ് ദ പ്രിസം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് √3. നീറ്റ് 2021 കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം. ഈ ചോദ്യം നമ്മൾ അല്ലാണ്ട് തന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എനിവേ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വെരി സിമ്പിൾ. ഈ ലൈറ്റ് നേരെ ഇങ്ങനെ പാസ് ചെയ്യും, കാരണം ഇത് നോർമൽ ഇൻസിഡൻസ് ആണ്. ഇവിടെ ലൈറ്റ് ബെൻഡ് ചെയ്യില്ല, എന്നിട്ട് ഇവിടെ ഇൻസിഡന്റ് ചെയ്യും. ഇവിടെ നമുക്കൊരു നോർമൽ വരയ്ക്കാം. ഓക്കെ, ഇത് എത്ര ആംഗിൾ? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര വരിക? 30 ഡിഗ്രി, ബിക്കോസ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, കാരണം ഇപ്പോൾ 90 അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടൂലേ? ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇവിടെ 30, ഇത് 90, അപ്പോൾ ഇത് എത്ര വരിക? 60. ശരിയല്ലേ? ഇത് 90 ഡിഗ്രി അല്ലേ, അപ്പോൾ അത് 60 ആണ്. ഇത് എത്ര വരിക? 30. പക്കയല്ലേ? അല്ലേ? ഈ ലൈറ്റ് ഇങ്ങനെ എമേർജ് ചെയ്തു പോകും. ദിസ് ഇസ് ആംഗിൾ ഓഫ് എമർജൻസ് ഇ. സ്നെൽസ് ലോ യൂസ് ചെയ്യാം. സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ ഓഫ് എമർജൻസി ഈസ് ഇ is equal to refractive index of second medium divided by refractive index of first medium. Second medium air ആണ്, refractive index 1 ആണ്. ഫസ്റ്റ് മീഡിയം പ്രിസത്തിന്റെ ഉള്ളിൽ നിന്നാണ് ലൈറ്റ് പുറത്തേക്ക് പോകുന്നത്. സോ ഫസ്റ്റ് മീഡിയം പ്രിസത്തിന്റെ ഉൾവശമാണ്, സെക്കൻഡ് മീഡിയം എയർ ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഇസ് 1 ആൻഡ് ഫസ്റ്റ് മീഡിയം ഈസ് √3. അപ്പോൾ സൈൻ E is equal to √3 into sin 30 is 1/2. Sin E is equal to √3/2. So E is equal to sin എപ്പോഴാണ് √3/2 വരിക? 60 degree. Option A is the correct answer. കിട്ടിയോ? Okay. Next question. Critical angle of for total internal reflection for a medium is 45. Medium to vacuum. Medium to vacuum എന്ന് പറയുമ്പോൾ സെക്കൻഡ് മീഡിയം എയർ ആണ് കേട്ടോ. is 45. The velocity of light in that medium is. Velocity of light in any medium കിട്ടണ എന്ത് ചെയ്യണം? 3 into 10⁸ divided by refractive index. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്വസ്റ്റിൽ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മീഡിയം എയറിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും, ബിക്കോസ് സൈൻ സി ഈസ് ഈക്വൽ ടു 1/n. സൈൻ 45 ഈസ് ഈക്വൽ ടു 1/n. സൈൻ 45 എത്ര? 1/√2 ഈസ് ഈക്വൽ ടു 1/n. സോ n ഈസ് ഈക്വൽ ടു √2. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2 കിട്ടിയാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം ഈസ് ഈക്വൽ ടു 3 into 10⁸ ഡിവൈഡഡ് ബൈ √2. സോ 3 divided by √2 into 10⁸ is the answer. Option B is the correct answer. കിട്ടിയോ? ക്ലിയർ? സോ രണ്ട് ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പി വി സാർ ഇവിടെ പുറത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എ സ്മോൾ കോയിൻ ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ബോട്ടം ഓഫ് എ ബീക്കർ ഫിൽഡ് വിത്ത് എ ലിക്വിഡ്. എ റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം ദി കോയിൻ അപ് ടു ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് മൂവ് എലോങ് ദി സർഫസ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നോക്കൂ, ഈ കോയിനിന്ന് പോകുന്ന ലൈറ്റ് ഇങ്ങനെ പോയി, എന്നിട്ട് സർഫസിനോട് പാരലൽ, ദാറ്റ് മീൻസ് സർഫസിന് സ്ലൈഡ് ചെയ്ത് പോയി. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? സി അല്ലേടാ, അത് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോഴല്ലേ 90 ഡിഗ്രിയിൽ പോവാ. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻസ് പറയുന്നുണ്ട്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് സി ആണ്, ഇതും സി ആയിരിക്കും, ബിക്കോസ് ഇത് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. അക്കോർഡിംഗ് ടു ജോമെട്രി ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, ഇതും ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണില്ലേ? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വെച്ചിട്ട് അഡ്ജസന്റ് 4 ഓപ്പോസിറ്റ് 3, അങ്ങനെയെങ്കിൽ ഹൈപ്പോട്ടൻസ് ഡെഫിനറ്റ്ലി 5 ആയിരിക്കും. 3, 4, 5 ട്രയാംഗിൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സൈൻ സി കിട്ടും. സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ്, ദാറ്റ് ഇസ് 3 divided by 5. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണ്ട, ബിക്കോസ് റേഷ്യോ ആണ്, ആ സെന്റിമീറ്റർ കട്ടായി പോകും. ഓക്കെ, അപ്പോൾ സൈൻ സി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും, ബിക്കോസ് സൈൻ സി ഇസ് ഈക്വൽ ടു 1/n. സോ 1/n ഇസ് ഈക്വൽ ടു 3/5. അപ്പോൾ n ഇസ് ഈക്വൽ ടു 5/3. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. ഇനി നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം കിട്ടൂലേ? സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ട്, ഹൗ ഫാസ്റ്റ് is the light traveling in liquid. How fast you have to find the velocity. So velocity of the light in any medium is equal to 3 into 10⁸ divided by refractive index. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ? അപ്പോൾ velocity of light is equal to 3 into 10⁸ divided by refractive index is 5/3. So velocity of light ഈ 3 മുകളിലേക്ക് പോകും. 3 into 3 9/5 into 10⁸. 9/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 പോയിന്റ് ബാക്കി 4 ഉണ്ടാവും. 4 40ൽ 5 8 ടൈംസ് പോകും. സോ 1.8 into 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ആൻഡ് ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടൈം ടേക്കൺ ബൈ സൺലൈറ്റ് പാസ് ത്രൂ എ വിൻഡോ ഓഫ് തിക്നെസ് 4 millimeter. Thickness is 4 millimeter, whose refractive index is 3/2. അപ്പോൾ ഇതാണ് ഗ്ലാസ് സ്ലാബ് എന്ന് വിചാരിച്ചു. ഇതിന്റെ തിക്നെസ് എത്ര?
4 millimeter. അപ്പോൾ ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? 4 millimeter ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഇതിന്റെ അകത്തൂടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതല്ലേ, 4 millimeter ട്രാവൽ ചെയ്യണം. ഗ്ലാസിന്റെ അകത്ത് ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁻²2 അല്ല. കാരണം ഗ്ലാസ് ഒരു ഡെൻസർ മീഡിയ ആണ്. ലൈറ്റ് എയർന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ ലൈറ്റിന്റെ വെലോസിറ്റി കുറയും. റൈറ്റ്? അപ്പൊ ആദ്യം നമ്മൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് കണ്ടുപിടിക്കണം. കാരണം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഗ്ലാസിന്റെ ഉള്ളിൽ കൂടാണ്. സൺലൈറ്റ് പാസ് ത്രൂ വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ് ആണ്. സോ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് ഈക്വൽ ടു 3 × 10⁻8 by 3/2. 3 കട്ട് ആവും, 2 മുകളിലേക്ക് പോകും. സോ v is equal to 2 × 10⁻8. വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ടൈം ടേക്കൺ ഇസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി. സോ ടൈം ടേക്കൺ ഇസ് ഡിസ്റ്റൻസ് എത്ര? 4 millimeter ആയതുകൊണ്ട് 10⁻³ ഡിവൈഡ് ബൈ 2 × 10⁻8. 8 മുകളിലേക്ക് പോകും, 4 ഉം 2 ഉം കട്ട് ആവും. സോ 2 × 10⁻3 8 മുകളിലേക്ക് പോയാൽ -8 ആവും. അപ്പോൾ -3 ഉം -8 ഉം കൂടെ -11 seconds. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. സോ ഫസ്റ്റ് പാർട്ട് ഇസ് ഓവർ. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ സ്പെറിക്കൽ റിഫ്രാക്റ്റീവ് സർഫസും ലെൻസിന്റെ മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അടുത്ത പാർട്ടാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ്. അടുത്ത പാർട്ട് നമ്മൾ കുറച്ചും കൂടെ സമയം എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. PV സാർ ഇവിടെ എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഫിസിക്സ്. ബൈ. Good morning all of you. Good morning. അപ്പോൾ നമ്മൾ ലിസ്റ്റ് പ്രകാരം ഹെൽത്ത് ആൻഡ് ഡിസീസ് ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. സോ എല്ലാവരും സെറ്റ് അല്ലേ? ഗുഡ് മോർണിംഗ് രേവതി. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ബയോഡൈവേഴ്സിറ്റി ആൻഡ് കോൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് സാധ്യതയുള്ളത് 2 ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, 2015-ലും 2017-ലും 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ വർഷവും 2ആണ്, എക്സെപ്റ്റ് ദ ലാസ്റ്റ് ഇയറിൽ ഒന്നും ചോദിച്ചില്ല. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ ഇപ്പൊ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പോലെ ഒരു ചോദ്യം പോലും ചോദിക്കാത്ത വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. സോ ഓൺ ആൻ ആവറേജ് നമുക്ക് 2 or 3 2.5 വേണേ പറയാം, 2.5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിൽ പോവാം. നമുക്ക് വേഗം തീർക്കാം. ചെറിയ ചാപ്റ്റർ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് തകർത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആകെ ഒരു 10 പേജേ ഉള്ളൂ. 10 പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 12 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടിയേക്കും. 1 പേജ് പഠിച്ചാൽ 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, റെഡി. അതിൽ ഒന്നാമത്തെ പേജിൽ ആകെ 2 കാര്യങ്ങളെ പഠിക്കാനുള്ളത്. ബയോഡൈവേഴ്സിറ്റിയുടെ ഫസ്റ്റ് പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഭൂമിയിൽ ഈ മോർ ദാൻ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. മോർ ദാൻ 20,000 ആൻഡ് സ്പീഷീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര ആൻഡ് സ്പീഷീസ് മക്കളെ? മോർ ദാൻ 20,000 ആൻഡ് സ്പീഷീസ്, നിയർലി 20,000 ഓർക്കിഡ്സ് ഉണ്ട്. ദെൻ 3 lakh സ്പീഷീസ് ഓഫ് ബീറ്റിൽസ്, വണ്ടുകൾ ഉണ്ടല്ലോ, 3 lakh സ്പീഷീസ് ഉണ്ട്. ആൻഡ് 28,000 സ്പീഷീസ് ഓഫ് ഫിഷസ്. ഓക്കെ, ഫിഷസ് എത്രയാണ്? ഇതാണ് ഒന്നാമത്തെ പേജിൽ പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, എത്രയാണ് നമ്പർ? ഈ മോർ ദാൻ മക്കൾ ഓർക്കണേ, നിയർലി ഓർക്കണം, മറന്നു പോകാൻ പാടില്ല. മോർ ദാൻ എന്ന് പറയുന്നത് ഉറുമ്പുകളാണ്, നിയർലി എന്ന് പറയുന്നത് ഓർക്കിഡുകളാണ്. സോ രണ്ടാമത്തെ അതിലുള്ള ക്രൂഷ്യൽ പോയിന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് വിൽസൺ ആണ്. അതാണ് ഇഒ വിൽസൺ എന്നും പറയും. ഇയാളെ നമ്മളെന്നും പറയും എഡ്വേർഡ് വിൽസൺ അല്ലെങ്കിൽ ഇഒ വിൽസൺ. യഥാർത്ഥത്തിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് റോസൻ ആണെന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റോസൻ കോയിൻ ദ ടേം ബയോഡൈവേഴ്സിറ്റി. ചോദ്യം എന്താ? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടേം പോപ്പുലറൈസ് ചെയ്തത് ആരാണ് എന്നാണ്. എഡ്വേർഡ് വിൽസൺ. സോ ഇത് മാത്രം, ഈ 2 പോയിന്റ് ഒന്നാമത്തെ പേജിലുള്ളൂ. ഒരു കാര്യം കൂടി ഓർക്കണം, എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്നത് ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്.
എന്താണ്? ഹി വാസ് എ സോഷ്യോ ബയോളജിസ്റ്റ്. ഓക്കെ, ഫാദർ ഓഫ് സോഷ്യോ ബയോളജി ആണ്. ഫാദർ ഓഫ് സോഷ്യോ ബയോളജി ആണ് എഡ്വേർഡ് വിൽസൺ. റോബർട്ട് മെയ്നെ നിങ്ങൾക്ക് അറിയാലോ. റോബർട്ട് മെയ് എന്താണ് പറഞ്ഞത്? റോബർട്ട് മെയ് പറഞ്ഞത് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഈസ് അറ്റ് അബൌട്ട് 7 മില്യൺ എന്ന് പറഞ്ഞ ആളാണ്. ഭൂമിയിൽ 7 മില്യൺ സ്പീഷീസുകൾ ഉണ്ടെന്ന് സയന്റിഫിക്കലി സൗണ്ട് ആൻഡ് കൺസർവേറ്റീവായി പ്രഡിക്ഷൻ നടത്തിയ വ്യക്തിയാണ് ആര്? റോബർട്ട് മെയ്. റോബർട്ട് മെയ് എന്താണ് പറഞ്ഞത്? ഭൂമിയിൽ 7 മില്യൺ സ്പീഷീസുകൾ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് റോബർട്ട് മെയ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്നാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് വർക്ക് ചെയ്തത് എവിടെയാണ്? സൗത്ത് അമേരിക്കൻ ജംഗിൾസിലാണ്. സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ വർക്ക് ചെയ്തുകൊണ്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പറഞ്ഞ ആളാണ് ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആയ പോൾ എൽറിച്ച്. സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആയ പോൾ എൽറിച്ച് എന്നാണ് പറഞ്ഞത്. പോൾ എൽറിച്ചിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? റിവറ്റ് പോപ്പർ ഹൈപ്പോതെസിസ്. എന്താണ്? റിവറ്റ് പോപ്പർ ഹൈപ്പോതെസിസ്. അപ്പൊ നമ്മൾ ആകെ ഒന്നാമത്തെ പേജിൽ 2 ക്വസ്റ്റ്യനെ പഠിക്കാനുള്ളൂ. ഒന്ന് ഈ നമ്പറുകൾ പഠിക്കണം. 2 എഡ്വേർഡ് വിൽസൺ ആണ് സോഷ്യോ ബയോളജിസ്റ്റ് ആയ എഡ്വേർഡ് വിൽസൺ ആണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? റെഡി. സോ നിങ്ങൾക്ക് കാണാം ബയോഡൈവേഴ്സിറ്റി is the term popularized by the socio-biologist Edward Wilson. So biodiversity എന്ന് പറഞ്ഞാൽ എന്താ? According to Edward Wilson, it is the combined diversity. According to E.O. Wilson എന്താണ്? It is the combined biodiversity. എന്താണ് ഇതിന് പറയുക? Combined diversity. എന്താണ് മക്കളെ? Combined diversity that exists at all levels of biological organization. It is the combined diversity that exists at all levels of biological organization, starting from macromolecules within the cell and ends in biome. ഇതുവരെയുള്ള എല്ലാ ബയോളജിക്കൽ ഇവിടുന്ന് മോളിക്യൂൾസ്, ജീൻസ്, അങ്ങനെ സെല്ല് എന്നൊക്കെ പറഞ്ഞ കുറെ കോമ്പിനേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ മാക്രോ മോളിക്യൂൾ മുതൽ ബയോം വരെയുള്ള വൈവിധ്യത്തിന്റെ ആകെ തുകയാണ് ഇത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്നാണ് ഇഒ വിൽസൺ പറഞ്ഞത്. സോ ഇഒ വിൽസൺ പറഞ്ഞത് എന്താ? എഡ്വേർഡ് വിൽസൺ പറഞ്ഞത് ബയോഡൈവേഴ്സിറ്റി is the combined diversity that exists at all levels of biological organization, starting from macromolecules within the cell and ends in biomes. ബയോം വരെ, മോളിക്യൂൾ മുതൽ ബയോം വരെയുള്ള വൈവിധ്യങ്ങളുടെ ആകെത്തുകയാണ് ജൈവ വൈവിധ്യം എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഇഒ വിൽസൺ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം ലോകത്തില് അക്കോർഡിംഗ് ടു IUCN 2004 കണക്കിൽ, IUCN ഫുൾ ഫോം എന്ന ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് 2004 ഭൂമിയിൽ എത്ര സ്പീഷീസുകൾ, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് മക്കളെ പറഞ്ഞത്? പറഞ്ഞാട്ടെ. IUCN 2004 പറയുന്നത് ഭൂമിയിൽ എത്ര ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് IUCN കണക്ക്. ആർക്കെങ്കിലും പറയാനാവുമോ? അനഘ, പറയാനാവുമോ? ഓക്കെ, ഡി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, IUCN ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നാച്ചർ ഭൂമിയിൽ എത്ര ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? നന്ദന കൃഷ്ണ, വെരി ഗുഡ്. പക്ഷെ പഠിക്കേണ്ടത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ നിങ്ങൾ. സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, IUCN 2004. പക്ഷെ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദി സ്പീഷീസ് ആർ നോട്ട് യെറ്റ് ഡിസ്കവേർഡ്. അതിൽ എക്സ്ട്രീം എസ്റ്റിമേറ്റുകൾ എത്രയുണ്ടെന്ന് അറിയാം? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡിക്ഷൻ നടത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉള്ളത് 20 to 50 മില്യൺ ഉണ്ടെന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ ഉണ്ട്. എന്താണ്? 20 to 50 മില്യൺ വരെയുള്ള, ദാറ്റ് ഈസ് ദ എക്സ്ട്രീം എസ്റ്റിമേറ്റ്. ഭൂമി കണ്ടതിൽ ഏറ്റവും വലിയ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, 20 to 50 മില്യൺ ആണ്. IUCN പറയുന്നത് സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ ആണ്. പക്ഷേ നമ്മുടെ റോബർട്ട് മെയ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അറ്റ് അബൌട്ട് 7 മില്യൺ സ്പീഷീസ്. സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? റോബർട്ട് മെയ്യുടെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഈസ് എ സയന്റിഫിക്കലി സൗണ്ട് പ്രഡിക്ഷൻ. ശാസ്ത്രീയമായി സൗണ്ടായ പ്രഡിക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ കൺസർവേറ്റീവ് പ്രഡിക്ഷൻ. എന്താണ്? സയന്റിഫിക്കലി സൗണ്ട് ആൻഡ് കൺസർവേറ്റീവ് പ്രഡിക്ഷൻ. എന്താണ്? സയന്റിഫിക്കലി സൗണ്ട് ആൻഡ് കൺസർവേറ്റീവ് പ്രഡിക്ഷൻ. ഇതാണ് ഇയാളുടെ പ്രഡിക്ഷന്റെ പ്രത്യേകത. വേറെ കുറെ എഡ്യൂക്കേറ്റഡ് ഗസ്സുകൾ ഉണ്ട്, നമ്മൾ കുറെ തള്ളുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ഗസ് ഉണ്ട്. ആ ഗസിന്റെ എക്സ്ട്രീം എത്രയാണെന്ന് ചോദിച്ചാൽ 20 to 50 മില്യൺ ആണ്. റോബർട്ട് മെയ് പറഞ്ഞത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മില്യൺ ആണ്. IUCN പറഞ്ഞത് സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ടെമ്പറേറ്റില് നമ്മള് ടെമ്പറേറ്റിലേക്ക് പോയാല് ട്രോപ്പിക്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ ആണ് ഞാനിപ്പോ വരച്ചത്. ഇതാണ് ട്രോപ്പിക്സ്. 23.5 നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയാ?
ഓക്കെ 23.5 നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിലെ ട്രോപ്പിക്സ് എന്ന് പറയാം. ട്രോപ്പിക്സിലുള്ള സ്പീഷീസ് ഇൻവെന്ററി എന്നാണ് ഇൻകംപ്ലീറ്റ് ആണ് വെൻ കമ്പയർഡ് ടു ടെമ്പറേറ്റ് റീജിയൻ. ടെമ്പറേറ്റ് റീജിയനിലേക്ക് നമ്മൾ പോയാൽ സ്പീഷീസ് ഇൻവെന്ററി ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എന്നുള്ളതും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സ്പീഷീസ് ഇൻവെന്ററി ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇൻ ടെമ്പറേറ്റ് ബട്ട് ഇൻകംപ്ലീറ്റ് ഇൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്സിലെ സ്പീഷീസിന്റെ ഇൻവെന്ററീസ് എന്തല്ല കംപ്ലീറ്റ് അല്ല. ഓക്കെ ആണ്. സെക്കൻഡ് പേജിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു ഏരിയ ഇതാണ്. റോബർട്ട് മെയ്ഡ് ഇത് പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് മറക്കാൻ പാടില്ല. 7 മില്യൺ ആണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു. അപ്പോ യഥാർത്ഥത്തില് 22% മാത്രമേ ഭൂമിയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ആര് പറയുന്നത്. ഓൺലി 22% ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി എന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ റോബർട്ട് മെയ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ? മെയ് മാസത്തിലാണ് തള്ളിയത്. ഓക്കെ, തള്ളിയതൊന്നും അല്ല മോനെ, അതിനെ തള്ളല്ല. നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജോൺ ആന്റണിക്ക് തള്ളെന്ന് പറയാം. ദിസ് ഈസ് എ സയന്റിഫിക്കലി സൗണ്ട് ആൻഡ് കൺസർവേറ്റീവ് പ്രൊഡിക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞല്ലേ, 7 മില്യൺ ആണ്. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫ് മൊത്തം നിങ്ങൾക്ക് പക്കയാണേ. രണ്ടാമത്തെ പേജിൽ ഒരു പാരഗ്രാഫ് കൂടിയുണ്ട്, അതിലേക്ക് വരുവാണ്. സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ എ ബ്രോഡ് സെൻസ് ജൈവ വൈവിധ്യത്തെ നമ്മൾ ബ്രോഡായി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇതാണ് ബയോഡൈവേഴ്സിറ്റിയുടെ 3 മേജർ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ജനറ്റിക് ഡൈവേഴ്സിറ്റിയും സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ജനറ്റിക് ഡൈവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ആദ്യം പോവാം. ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് നിങ്ങൾ 3 എക്സാമ്പിൾ ആണ് പഠിച്ചത്. 3 പ്ലാന്റുകളാണ് നിങ്ങൾ പഠിച്ചതെന്ന് ഞാൻ പറയാം. ഒന്ന് റോവോൾഫിയ വൊമിറ്റോറിയ. ഓക്കെ, 2 നിങ്ങൾ പഠിച്ചത് ഏതാ, റൈസ് അല്ലെങ്കിൽ ഒറൈസ സറ്റൈവ. മൂന്നാമത്തെ പഠിച്ചത് നിങ്ങൾ ഏതാണ്, മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, ലിനേസ് കണ്ടുപിടിച്ച മാഞ്ചിഫറ ഇൻഡിക്ക. ഈ 3 പ്ലാന്റുകളുടെയും പ്രത്യേകത എന്താണ്, ഹൈലി ജനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റ് ആണ്. ഈ 3 പ്ലാന്റുകളും എന്താണ്, ജനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റ് ആണ്. റോവോൾഫിയ വൊമിറ്റോറിയ കാണുന്ന സ്ഥലം ഏതാണ്, എവിടെയാണടാ റോവോൾഫിയ വൊമിറ്റോറിയ കാണുക, പറയാനാവുക? റോവോൾഫിയ വൊമിറ്റോറിയ കാണുന്ന സ്ഥലം എന്താണ്, ഡിഫറെന്റ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഹിമാലയന്റെ ഡിഫറെന്റ് ഓൾട്ടിറ്റ്യൂഡ്സിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. സോ ഹിമാലയത്തിൽ പോയി റോവോൾഫിയ വൊമിറ്റോറിയ കളക്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്നൊരു ഡ്രഗ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ഡ്രഗിന്റെ പേരെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ദ ഡ്രഗ് എക്സ്ട്രാക്റ്റഡ് ഫ്രം റോവോൾഫിയ ടു റിഡ്യൂസ് ബ്ലഡ് പ്രഷർ. ഏതാണ് റോവോൾഫിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡ്രഗിന്റെ പേര് ഏതാ മക്കളെ? ഓക്കെ, ഷാലു പറയൂ, ഋഷ്ണ പർവീൻ പറയൂ, എന്താണ് ഹിമാലയത്തിൽ നിന്ന് കണ്ട റോവോൾഫിയ വൊമിറ്റോറിയയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന, വെരി ഗുഡ് നന്ദന, റെസർപൈൻ. എന്താണ് റെസർപൈൻ എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ്. ഈ പ്ലാന്റിന്റെ റൂട്ടിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുക. സോ ഇതിന്റെ കെമിക്കൽ പൊട്ടൻസി, അതായത് ഡിഫറെന്റ് ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഈ പ്ലാന്റ് കളക്ട് ചെയ്താൽ ഇതിന്റെ കോൺസെൻട്രേഷനും കെമിക്കൽ പൊട്ടൻസിയും ഡിഫറെന്റ് ആണ്. അപ്പോൾ സെയിം ജോഗ്രഫിക്കൽ റീജിയനിൽ തന്നെയുള്ള ഒരു പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന ഈ കെമിക്കലിന്റെ പൊട്ടൻഷ്യൽ, മെഡിക്കൽ പൊട്ടൻഷ്യൽ മേലയിൽ നിന്ന് പറിച്ച ചെടിയിൽ നിന്ന് നമ്മൾ പൊരിച്ചെടുത്ത ചെടിയിൽ നിന്നാണ് കൂടുതൽ റെസർപൈൻ കിട്ടിയത്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതിന് നല്ല മെഡിക്കൽ പൊട്ടൻസി ഉണ്ടായിരുന്നു. സോ വിത്ത് റെഫറൻസ് ടു മെഡിക്കൽ പൊട്ടൻസി, ഇൻ ടേംസ് ഓഫ് മെഡിക്കൽ പൊട്ടൻസി ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് റെസർപൈൻ, we can explain that Rauwolfia vomitoria is a genetically diverse plant. ജനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റ് ആണ് നമുക്ക് കണ്ണും പൂട്ടി പറയാം. കാരണം റെസർപൈന്റെ കോൺസെൻട്രേഷനും റെസർപൈന്റെ മെഡിക്കൽ പൊട്ടൻസി എന്താണ്, ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതിന് ഡിഫറെന്റ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരു സ്പീഷീസിന്റെ ഉള്ളിലുള്ള ജീനുകളുടെ വൈവിധ്യത്തെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുക. സോ വാട്ട് ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി ഓഫ് ജീൻസ് വിത്തിൻ എ സ്പീഷീസ്. ഒരു സ്പീഷീസിന്റെ ഉള്ളിലുള്ള ജീനുകളുടെ വൈവിധ്യത്തെ നമ്മൾ എന്ത് പറയടാ, ജനിതക വൈവിധ്യം എന്ന് പറയാം. എന്റെ കയ്യിലുള്ള ഒരു ജീന് ഏതാണെന്നറിയോ? HBS. നിങ്ങളെ കയ്യിൽ ഈ ജീൻ ഉണ്ടോ? ഇല്ല. സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുന്ന ജീൻ എന്റെ കയ്യിലുണ്ട്, നിങ്ങളെ കയ്യിലില്ല. ദാറ്റ് മീൻസ് ഞാനും നിങ്ങൾ ഹോമോസാപ്പിയൻസ് ആണ്, പക്ഷെ നിങ്ങൾക്കില്ലാത്ത ഒരു ജീൻ എനിക്കുണ്ട്. സോ ഹോമോസാപ്പിയൻസ് ആർ എ ജനറ്റിക്കലി ഡൈവേഴ്സ് ആനിമൽ എന്ന് നമുക്ക് പറയാം. സോ ഒരു സ്പീഷീസിന്റെ ഉള്ളിൽ കാണുന്ന ജീനുകളുടെ വൈവിധ്യമാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. സോ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് റൈസിന് 50,000 സ്ട്രെയിൻസ് ഉണ്ട്.
50,000 strains of rice ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. സോ ദ മോസ്റ്റ് ജനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റ് ഇൻ ഇന്ത്യ എന്ന് പഴയ ക്വസ്റ്റ്യൻ ആണത്. ദ മോസ്റ്റ് ജനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റ് ഇൻ ഇന്ത്യ ഏതാണ്? റൈസ് ആണ്. 50,000 strains of rice ഉണ്ട്. ദെൻ മാഞ്ചിഫറ ഇന്ത്യക്ക് എത്രയുള്ളത്? ദേവിക ആദ്യമേ പറഞ്ഞു 1000 ഉണ്ട്. എത്രയാ? 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ അല്ലെ? നിങ്ങൾക്കറിയാം, നമുക്ക് ബപ്ലൂസ് മാവുണ്ട്, തത്തമ്മ ചുണ്ടനുണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് മാങ്ങയുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ദീസ് ആർ 3 എക്സാമ്പിൾസ് ഫോർ ജനറ്റിക് ഡൈവേഴ്സിറ്റി. റെഡി ആണല്ലോ? ഇനി നമുക്കറിയാം സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് ഒരു എക്സാമ്പിളേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മള് ഇന്ത്യന്റെ വാൽഭാഗം എടുക്കും. ഇന്ത്യന്റെ വാലെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയാണ് വെസ്റ്റേൺ ഗാർഡ്സ്, പശ്ചിമഘട്ടം. സോ ഇവിടെയാണ് പൂർവ്വഘട്ടം, ഈസ്റ്റേൺ ഗാർഡ്. ഈ പശ്ചിമഘട്ടത്തിൽ കൂടുതൽ ആരെ കാണാം? ആംഫീബിയൻസിനെ കാണാനാവും. ആംഫീബിയൻസിനെ കൂടുതൽ എവിടെയാ കാണുക? വെസ്റ്റേൺ ഗാർഡ്. സോ ആംഫീബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഹൈ ഇൻ വെസ്റ്റേൺ ഗാർഡ്സ് വെൻ കമ്പയർഡ് ടു ഈസ്റ്റേൺ ഗാർഡ്. ആ ഒരൊറ്റ സെന്റൻസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, തവളകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ആംഫീബിയൻ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആംഫീബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഹൈ ആണ് വെൻ കമ്പയർഡ് ടു ഈസ്റ്റേൺ ഗാർഡ്സ്. ഇവിടെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ആംഫീബിയൻ ബയോഡൈവേഴ്സിറ്റി കുറവാണ്. സോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമുക്ക് പഠിച്ചു. ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ ഒന്നും പഠിക്കാനില്ല. ഇന്ത്യയില് മാൻഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്, ആൽപൈൻ മിഡോസ് ഉണ്ട്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ഡെസിഡുവസ് ഫോറസ്റ്റ് ഉണ്ട്, ഡെസേർട്ട് ഇക്കോസിസ്റ്റം ഉണ്ട്, മറൈൻ ഇക്കോസിസ്റ്റം ഉണ്ട്, കോറൽ റീഫ് ഇക്കോസിസ്റ്റം ഉണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ഓഫ് ഇക്കോസിസ്റ്റം ഇൻ യൂണിറ്റ് ഏരിയ. ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റ് ഏരിയയില് കാണുന്ന ഇക്കോസിസ്റ്റത്തിന്റെ വൈവിധ്യത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രി ലൈക്ക് നോർവേ എടുത്തു നോക്കിയാല്, നോർവേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ബ്ലെസ്ഡ് വിത്ത് ഹൈ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ആ ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നോർവേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സ്കാൻഡിനേവിയൻ കൺട്രിയെ നോർവേ ആയി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്താണ്? ഹൈ ആണ്. വി ആർ ബ്ലെസ്ഡ് വിത്ത് ഹൈ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. സോ ഇത്രയും ബയോഡൈവേഴ്സിറ്റി ഇവോൾവ് ചെയ്തത് ഇവല്യൂഷനിലൂടെയാണ്. പക്ഷേ ദിസ് ബയോഡൈവേഴ്സിറ്റി വിൽ വാനിഷ് ഫ്രം ദി ഗ്ലോബ് ഇൻ ഹൗ മെനി സെഞ്ചുറീസ്? ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതായത് ഭൂമി ഉണ്ടായതിനു ശേഷം നിയർലി 3.8 ബില്യൺ ഇയേഴ്സ് എഗോ ലൈഫ് ഉണ്ടായി. ലൈഫിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലൈഫ് ഉണ്ടായതിനു ശേഷം ആണല്ലോ ഡൈവേഴ്സിഫിക്കേഷൻ വന്നു. ലൈഫ് ഡൈവേഴ്സിഫൈ ചെയ്തു. ഇവല്യൂഷനൊടുവിൽ ഇത്രയും ബയോഡൈവേഴ്സിറ്റി ഉണ്ടായി. ഞാൻ പറയുന്നു ദ എൻറ്റയർ ബയോഡൈവേഴ്സിറ്റി വിൽ വാനിഷ് ഫ്രം ദി ഗ്ലോബ് ഇഫ് ദ കറന്റ് സിനാരിയോ പ്രിവെയിൽസ് ഇൻ ഹൗ മെനി സെഞ്ചുറീസ്? ഓക്കെ, ലക്ഷ്മി പറഞ്ഞു, രേവതി നായർ പറഞ്ഞു 2 സെഞ്ചുറീസ് അല്ലെങ്കിൽ 2 സെഞ്ചുറീസ് എന്നാണ് ടെക്സ്റ്റിൽ. അങ്ങനെ തന്നെയാണ്. 2 സെഞ്ചുറീസ് കൊണ്ട് എൻറ്റയർ ബയോഡൈവേഴ്സിറ്റി വിൽ വാനിഷ് ഫ്രം ദി ഗ്ലോബ് ഇൻ ദി 2 സെഞ്ചുറീസ് ഇഫ് ദ കറന്റ് സിനാരിയോ പ്രിവെയിൽസ്. ഇത് തന്നെ പ്രിവെയിൽ ചെയ്യുകയാണെങ്കിൽ. സോ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് വരാം. ഹൗ മെനി ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ആർ പ്രസന്റ്? 50,000 എന്നാണ്. 50,000 സ്ട്രെയിൻസ്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സോ നമ്മൾ ഈ പാരഗ്രാഫ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ, സോ 2 പേജ് പക്ക നമ്മൾ ഫിനിഷ് ചെയ്തു. റോവോൾഫിയ വൊമിറ്റോറിയ നമ്മൾ പഠിച്ചു. ഹിമാലയത്തിലാണ് വളരുന്നതെന്ന് പഠിച്ചു. റെസർപൈൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ 50,000 റൈസ് സ്ട്രെയിൻസ് ഉണ്ട്. 1000 സ്ട്രെയിൻസ് ഓഫ് മാംഗോ ഉണ്ട്. സോ 2 പേജ് പഠിച്ചു. സോ നമ്മൾ 3 മാർക്ക് ഉറപ്പിച്ചേ. അടുത്തത് ഇനി നമ്മൾ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയാൻ പോവാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി അവൈലബിൾ സ്പീഷീസ് ഇൻവെന്ററീസ്, നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച സ്പീഷീസുകളുടെ എല്ലാം ഇൻവെന്ററീസിനെ ബേസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെന്നറിയാം. 70% ഓഫ് ദി സ്പീഷീസ് ഇൻവെന്റഡ് എന്ന് പറയുന്നത് ആരാ മക്കളെ? ആനിമൽസ് ആണ്. ഓക്കെ, 70% കണ്ടുപിടിച്ചവരും ആനിമൽസ് ആണ്. സോ ആനിമൽ ബയോഡൈവേഴ്സിറ്റി predominates in the globe എന്ന് നമുക്ക് പറയാം. ഇൻ അവർ മദർ പ്ലാനറ്റ് 22, നോട്ട് മോർ ദാൻ 22% കുറവാണ് ആര്? പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയാണല്ലോ. 70% ആനിമൽസും ലെസ് ദാൻ 22% ആണ് പ്ലാന്റ്സ് ഉള്ളൂ. ആനിമൽസിൽ തന്നെ ആനിമലിനെ മാത്രം എടുത്താൽ 70% ആരാണ്? When we are considering only animals, 70% animals belong to class Insecta. Okay, the most species taxa എന്നൊരു ക്വസ്റ്റ്യൻ വേണേ ചോദിക്കേ. The most species rich taxa,
The most species rich tax ഏതാണ്? Insecta. So 70% ആനിമൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഔട്ട് ഓഫ് ദാറ്റ് 70% ആരാണ്? ഇൻസെക്ട് ആണ്. സോ കൂറകളുടേത് അല്ലെ പാറ്റകളുടേതാണ് ഭൂമി, അല്ലെ ഇൻസെക്ടുകളുടേതാണ് നമ്മുടെ ഭൂമി എന്നാണ് നിങ്ങൾ NCERT ടെക്സ്റ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് നമ്മൾ 10 ആനിമൽസിനെ എടുത്താൽ 7 ആരായിരിക്കും ഉണ്ടാവുക? 10 ആനിമലിനെ എടുത്താൽ ഇഫ് യു ആർ റാൻഡംലി പിക്ക് 10 ആനിമൽസ് ഫ്രം അവർ മദർ പ്ലാനറ്റ് എർത്ത്, 7 will be ഇൻസെക്ട്സ്. ആരായിരിക്കും? ഇൻസെക്ടുകളായിരിക്കും. ഓക്കെ ആണേ. ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറിലേക്ക് പോകേണ്ടതുണ്ട്. ഇത്രയും ഓക്കെ ആണല്ലോ. അവൈലബിൾ സ്പീഷീസ് ഇൻവെന്ററീസ് വെച്ചുകൊണ്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. 70% ആനിമൽസ്, അതിൽ തന്നെ 70% ഇൻസെക്ടുകളാണ്. 22% മാത്രമേ പ്ലാന്റ്സ് എന്ന് പറയുന്നതുള്ളൂ. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വെറും ആൻജിയോസ്പേംസ് മാത്രമല്ല, അതിൽ ആൽഗയും ഫംഗയും മോസസും ഫേൺസും ജിംനോസ്പേംസും എല്ലാം ചേർത്തിട്ടാണ് 22%. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വന്നിട്ടുണ്ട്? ആൻജിയോസ്പേംസ് വന്നിട്ടുണ്ട്, ജിംനോസ്പേം വന്നിട്ടുണ്ട്, മോസസ് വന്നിട്ടുണ്ട്, ഫംഗി വന്നിട്ടുണ്ട്. അതൊക്കെ വന്നിട്ടാണ്, ലൈക്കൺസ് ഒക്കെ ചേർന്നിട്ടാണ് ഇത് 22% എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞ മോർ ദാൻ -% ഓഫ് ഓൾ സ്പീഷീസ് റെക്കോർഡഡ് ആർ ആനിമൽസ് എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. സോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഓൾറെഡി എല്ലാം പഠിച്ചു കഴിഞ്ഞു. 70% എന്നാണ് ആനിമൽസ് ആണ്, 22% പ്ലാന്റ്സ് ആണ്. അതിൽ ആനിമൽസിൽ തന്നെ 70% ആരാണ്? ദെൻ ഇൻസെക്റ്റുകളാണ്. സ്പീഷീസ് റിച്ച് ടാക്സോണമിക് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു. 10 ആനിമൽസിന് എടുത്താൽ 7 ഇൻസെക്റ്റുകളാണെന്ന് നമ്മൾ പഠിച്ചു. സോ നമുക്കിനി എന്ത് ചെയ്യാം? ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച്. നമ്മൾ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് തന്നെ ഒരു ചോദ്യമാണ്, നോക്കാം. ചൂസ് ദ കറക്റ്റ് ആണ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ മക്കള് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞത് തന്നെ ഉണ്ടാവുള്ളൂ. വെസ്റ്റേൺ ഗാർഡ്സ് ഹാവ് ഗ്രേറ്റർ ആംഫീബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഗാർഡ്. പശ്ചിമഘട്ടത്തിൽ പൂർവ്വഘട്ടത്തേക്കാൾ ആംഫീബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. ശരിയാണ്. സ്പീഷീസ് എക്സിസ്റ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ റേഞ്ചിങ് ഫ്രം മാക്രോമോളിക്യൂൾ വിത്തിൻ ദി സെൽ ടു ബയോം. ശരിയല്ലേ? അല്ലെ, സെല്ല് മുതൽ മാക്രോമോളിക്യൂളുകൾ ബയോം വരെയുള്ള ആകെ തുകയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. റോബോൾഫിയ വൊമിറ്റോറിയ ഷോസ് ജെനറ്റിക് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് മെഡിക്കൽ പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിസർപ്പൈൻ പ്രൊഡ്യൂസ്ഡ്. അതും ശരിയാണ്. ദെൻ നോർവേ ഹാസ് ഗ്രേറ്റർ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ദാൻ ഇന്ത്യ. ഗ്രേറ്റർ ആണോ? അല്ല, എന്തായിരുന്നു വേണ്ടത്? ലെസർ ആണ്. ലെസർ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. സോ ABC ഓൺലി ആർ കറക്റ്റ്. റെഡിയാണല്ലോ? ഓക്കെ, അങ്ക പ്രശാന്ത് എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ, സെറ്റ് അല്ലേ? സർഗ സജീവൻ, ഓക്കെ, രേവതി, വെരി ഗുഡ്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോവാം. സോ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞതാണ്. ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനേഷൻ, ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മൾ പഠിച്ചതാണ്. സോ ഇനി ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്ലോ ചാർട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ആനിമൽ ബയോഡൈവേഴ്സിറ്റി ആണ് ആദ്യത്തെ 2 ഫ്ലോ ചാർട്ട് അല്ല, പൈ ഡയഗ്രാം. ഓക്കെ, പ്ലാന്റിന്റെ പൈ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. സോ ഫിഗർ ബേസ്ഡ് ഇപ്പൊ അധികം NCERT ചെയ്യാറില്ല. കുറച്ചായിട്ട് നീറ്റിന് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇല്ല. എന്നാൽ ഇതിൽ നിന്ന് ചോദിച്ചേക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതാ നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കോളെ. ഇൻവേർട്ടിബ്രേറ്റിൽ ഏറ്റവും കൂടുതൽ ആരാടാ? ഇൻസെക്ട് ആണ്, മറക്കരുത്. ഇൻവേർട്ടിബ്രേറ്റ് ഏറ്റവും കൂടുതൽ ഇൻസെക്റ്റുകളാണ്, നട്ടലില്ലാത്തത്. രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം നിങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്. ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം മൊളുസ്കയാണ്. പക്ഷേ ഇതില് നിങ്ങൾ നോക്കിയാല് ഏറ്റവും ഏരിയ എവിടെയല്ലേ ഉള്ളത്? അതെല്ലാം ചേർന്നിട്ട് എന്താ? അതർ ആനിമൽ ഗ്രൂപ്പ്സ്. അതർ ആനിമൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ പോറിഫറ, നിഡേറിയ, ഡീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, ഓക്കെ, എനലിഡ, ദെൻ എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ. ഇത്രയും ചേർന്നിട്ട് ഇത്രയേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് സെക്കൻഡ് ഏരിയ ആർക്ക് കിട്ടാഞ്ഞത്? മൊളുസ്ക. മൊളുസ്ക സെക്കൻഡ് ലാർജസ്റ്റ് ആണെങ്കിലും അത് സെക്കൻഡ് പൊസിഷൻ കിട്ടിയിട്ടില്ല. ദെൻ ക്രസ്റ്റേഷ്യ, കണ്ടില്ലേ? ക്രസ്റ്റേഷ്യ എന്ന് പറഞ്ഞാൽ ആർത്രോപോഡൈന, ഷ്രിംസ്, പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ് ഒക്കെ വരുന്ന ഗ്രൂപ്പ്, കൊഞ്ചനും ഞണ്ടൊക്കെ വരുന്ന ഗ്രൂപ്പ്. സോ ഇൻവേർട്ടിബ്രേറ്റ്സില് അപ്പൊ ഇത്രയും ആർത്രോപോഡക്കാണ്, ഇതും ആർത്രോപോഡക്കാണ്. സോ ആർത്രോപോഡ ഇസ് ദ ലാർജസ്റ്റ് ആനിമൽ ഫൈലം. അതുകൊണ്ടാണ് നമ്മള് ആർത്രോപോഡി എന്ത് പറയുന്നത്? ദ ലാർജസ്റ്റ് ആനിമൽ ഫൈലം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോളെ, വേർട്ടിബ്രേറ്റിന്റെ പൈ ചാർട്ടില് ഇവിടെ എത്രയാണ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഫിഷസ് എത്രയാ മക്കളെ ഉള്ളത്? 28,000. ഫിഷസ് എത്രയാണുള്ളത്? 28,000. അപ്പൊ ടോട്ടലി എത്ര ഉണ്ടാവും? നിയർലി 56,000 ഉള്ള ഒരു പൈ ചാർട്ടിന്റെ പകുതി 28 ആണെങ്കിൽ ടോട്ടൽ വേർട്ടിബ്രേറ്റ് ഏതാണ്ട് എത്രയായിരിക്കും? 56 ആയിരിക്കില്ലേ? ഓക്കെ, ഇതിൽ നിങ്ങൾ ആകെ അറിയേണ്ടത് ഇതിനെ ഒന്ന് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ഫേസ്ബുക്ക് എന്ന് ഓർമ്മിക്കുക. FB, ഫേസ്ബുക്ക്.
ഫേസ്ബുക്ക്, എന്റെ മൊബൈലിൽ ഫേസ്ബുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല റാം വേണം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. അപ്പൊ FB റാം എന്ന് ഓർമ്മിച്ചാൽ മതി. FB റാം ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ളത് ഫിഷസിനാണ്, അത് കഴിഞ്ഞാൽ ബേർഡ്സിനാണ്, അത് കഴിഞ്ഞാൽ റെപ്റ്റൈൽസിനാണ്, അത് കഴിഞ്ഞാൽ ആംഫീബിയൻസിനാണ്, അത് കഴിഞ്ഞാൽ മാമൽസിനാണ്. ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണേ. FB റാം എന്ന് ഓർമ്മിക്കും. എന്താണ് FB റാം? ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കോളെ. ഇത് മൊത്തത്തിൽ 56,000 ഉള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഫംഗൽ ബയോഡൈവേഴ്സിറ്റി ഈ ഫംഗി മാത്രം എടുത്താലില്ലേ, ഫംഗി മാത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ കമ്പൈൻഡ് ബയോഡൈവേഴ്സിറ്റി ഓഫ് വേർട്ടിബ്രേറ്റ്സ്. വേർട്ടിബ്രേറ്റ്സ് മൊത്തം കൂട്ടി 56 കിട്ടുന്നുള്ളൂ, ഫംഗസ് മാത്രം കൂട്ടിയ 70,000 മേലെയാ. സോ ഇങ്ങനെ നിങ്ങൾ NCERT-യിൽ ഒരു സെന്റൻസ് ഉണ്ട്, ദ ഫംഗൽ ബയോഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ കമ്പൈൻഡ് ബയോഡൈവേഴ്സിറ്റി ഓഫ് vertebrates. സമ്മറിയിൽ അങ്ങനെ നിങ്ങൾക്ക് എഴുതി വെച്ച കാണാം. എന്താണ്? ദ ഫംഗൽ ബയോഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദി കമ്പൈൻഡ് ബയോഡൈവേഴ്സിറ്റി ഓഫ് vertebrates. നട്ടലുള്ള ജീവികളുടെ എന്താണ് കമ്പൈൻഡ് ബയോഡൈവേഴ്സിറ്റിയേക്കാൾ കൂടുതലാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Arrange the following in their decreasing order of species: fishes, birds, reptiles and amphibians. അതിൽ നമ്മൾ മാമൽസ് തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടെ എഴുതി വെക്കുക. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? FB റാം എന്നല്ലേ. സോ ഈ ഓർഡർ ഉണ്ട് നോക്കിയേ. ഫിഷസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് ആൻഡ് ആംഫീബിയൻസ്. ഒന്നാമത്തെ തന്നെയാണ് ആൻസർ. ഏതാണ്? ഒന്നാമത്തത് തന്നെ. ഓക്കെ, വെരി ഗുഡ്. ഡോക്ടർ സോനു തോമസ് പറഞ്ഞിട്ട് ഫംഗി മോസ്റ്റ് അബണ്ടന്റ് ദാൻ വേർട്ടിബ്രേറ്റ്സ്. വെരി ഗുഡ്. ഓക്കെ, റെഡി, വെരി ഗുഡ്. എല്ലാരും പറയുന്നുണ്ട്. ഓക്കെ, ഷാലു വെരി ഗുഡ്, അലീന രാജ് വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാ മക്കളെ. നമ്മൾ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ആണ് ഈ പൈ ഡയഗ്രത്തിൽ കണ്ടതിൽ. ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി നമുക്ക് പറയാം. ഇന്ത്യക്ക് ആകെ ലാൻഡ് ഏരിയ 2.4% ഉള്ളൂ. പക്ഷെ ഇന്ത്യ ഷെയർ ചെയ്യുന്നത് 8.1% ബയോഡൈവേഴ്സിറ്റിയാണ്. ഇന്ത്യക്ക് മൊത്തം ലോകത്തിന്റെ കരഭാഗം നോക്കിയാൽ ഇന്ത്യൻ ലാൻഡ് ഏരിയ ഈസ് ഓൺലി 2.4%, ബട്ട് ഇന്ത്യ ഷെയർസ് 8.1% ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യനെ നമ്മൾ എന്ത് പറയുന്നത്? വൺ ഓഫ് ദി 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് എന്നാ പറയാ. മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രിയാണ് ഇന്ത്യ. ബിക്കോസ് 2.4% ലാൻഡ് ഏരിയയിൽ 8.1% ബയോഡൈവേഴ്സിറ്റി ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ ലാൻഡ് ആയ ഇന്ത്യ. സോ ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് എ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി. ഇന്ത്യയില് 45,000 പ്ലാന്റ്സും 90,000 ആനിമൽസും ഉള്ളത്. ഇത് പ്ലാന്റ്സ് ആണ്, ഇത് ആനിമൽസ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്കറിയാം മെയ് എന്നാ പറഞ്ഞത്, റോബർട്ട് മെയ് പറഞ്ഞത് 22% ഓഫ് ദി ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഈസ് എക്സ്പ്ലോർഡ്. ആൻഡ് ഇഫ് യു ആർ റെഡി ടു ആക്സെപ്റ്റ് മെയ്സ് ഗ്ലോബൽ എസ്റ്റിമേറ്റ്, എത്ര കണ്ടുപിടിക്കാനുണ്ട്? 1 lakh നോക്കിക്കോളെ. 1 lakh ആനിമൽ 1 lakh പ്ലാന്റ്സ് ഇനി കണ്ടുപിടിക്കാനുണ്ട്. 3 lakh ആനിമൽസിനെ ഇനി കണ്ടുപിടിക്കാനുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ NCERT. ഇഫ് യു ആർ അഡോപ്റ്റിംഗ് മെയ്സ് ഗ്ലോബൽ എസ്റ്റിമേറ്റ് വി ഷുഡ് എന്താണ് identify 1 lakh plants and 3 lakh animals. It is a cumbersome task. It is not at all possible due to lack of expert manpower. Okay, ready. So ഈ 2.4% ലാൻഡ് ഏരിയയിൽ 18% ആരുണ്ട്? ഹോമോസാപ്പിയൻസ് ഉണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇത്രയും ചെറിയ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചതാണ് 1.2 ബില്യൺ 120 കോടി ജനങ്ങളാണുള്ളത്. 18% എന്താണ് ഈ 2.4%. അത്രയും ഭയങ്കരമാണ് ഇന്ത്യ. വൻ ജൈവ വൈവിധ്യം, വൻ ഹോമോസാപ്പിയൻസ്, കുഞ്ഞി ഏരിയ. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞില്ല. ഇന്ത്യ ഹാസ് ഓൺലി 2.4% വേൾഡ്സ് ലാൻഡ് ഏരിയ. ഇറ്റ് ഷെയർസ് ദ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ആൻ ഇംപ്രസീവ് 8.1%. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോക്കി. ബി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. എന്താണ്? ബി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. റെഡി ആണല്ലോ മക്കളെ? സോ ഞാൻ ഈ പാരഗ്രാഫിലുള്ള എല്ലാം പറഞ്ഞിട്ട് 2.4% ഏരിയയിൽ 8.1 ഉണ്ട്. 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രിയാണ്. 45,000 പ്ലാന്റ്സും അതിന്റെ ഇരട്ടി 90,000 ആനിമൽസും ഉണ്ട്. പക്ഷെ മെയ് പറയുന്നത് 22% കണ്ടുപിടിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം പ്ലാന്റ്സും 3 ലക്ഷം ആനിമൽസും ഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കുംബർസം ടാസ്ക് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ എത്തി. എവിടെ എത്തി മക്കളെ? പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒന്നുമില്ല, ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് പോവാം.
ഇത് എന്താണ്? അവർ മദർ പ്ലാനറ്റ് എർത്ത് ആണ്, ട്രോപ്പിക്സ് ആണ്, ദെൻ ടെമ്പറേറ്റ് ആണ്, അത് കഴിഞ്ഞാൽ പോൾസ് ആണ്. അത് ഞാൻ എടുക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളണേ. ഞാൻ പറയാൻ പോകുന്നത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് കൊളംബിയ എടുത്തു. കൊളംബിയ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ കൺട്രി ആണ്. ദിസ് ഈസ് ട്രോപ്പിക്കൽ കൺട്രി കൊളംബിയ. 41 ഡിഗ്രി നോർത്തിൽ ന്യൂയോർക്ക് ഉണ്ട്. ദിസ് ഈസ് 41 ഡിഗ്രി നോർത്ത് ആണ്. ദിസ് ഈസ് ന്യൂയോർക്ക്. എന്താണ്? ന്യൂയോർക്ക്. ഓക്കെ, ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഗ്രീൻലാൻഡ്, പോളാർ റീജിയനിലുള്ള ഗ്രീൻലാൻഡ്. ഇവിടെയുള്ള പക്ഷികളെ കുറിച്ച് പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പക്ഷികളെ കുറിച്ച് പഠിച്ചപ്പോ കൊളംബിയയില് 1400 ബേർഡ്സ്, ന്യൂയോർക്കില് 105 ബേർഡ്സ്, ഗ്രീൻലാൻഡില് 56 ബേർഡ്സ്. ഓക്കെ, ആസ് ലാറ്റിറ്റ്യൂഡ് ഇൻക്രീസസ്, സീറോയിൽ നിന്ന് മേലോട്ട് ലാറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് ഗ്രീൻലാൻഡിന്റെ 71 ഡിഗ്രി നോർത്ത് ആണ്. സോ 0 ഡിഗ്രിയിലുള്ള ട്രോപ്പിക്സിൽ നിന്ന് 71 ഡിഗ്രി ഉള്ള ഗ്രീൻലാൻഡിൽ എത്തുമ്പോൾ ഏവിയൻ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യാണ്? 1400 നിന്ന് 56 കുറയുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയാ? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്നാ പറയാ. ആസ് ലാറ്റിറ്റ്യൂഡ് ഇൻക്രീസസ് ബയോഡൈവേഴ്സിറ്റി ഓർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ്. ഇതിനെ നമ്മൾ എന്ത് പറയാ? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്നാ മക്കളെ പറയാ? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. സോ ചോദ്യം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണുള്ളത്. വാട്ട് ഈസ് ദ സം ഓഫ് ദി നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് ബേർഡ്സ്? വാട്ട് ഈസ് ദ സം ഓഫ് ദി നമ്പർ ഓഫ് സ്പീഷീസ് ബേർഡ്സ് ഇൻ ന്യൂയോർക്ക് ആൻഡ് ഗ്രീൻലാൻഡ്? അപ്പൊ അത് രണ്ടും കൂട്ടിയിടണ്ടേ നമുക്ക്? ന്യൂയോർക്കിൽ എത്രയാണ് ഉള്ളത്? 105. ഗ്രീൻലാൻഡിൽ എത്രയുള്ളത്? 56. അപ്പൊ 6 5 11 അല്ലേ? 6 1 161 is the right answer. ഏതാണ്? 161. ഓക്കെ, ഹരികിരൺ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ശ്രീലക്ഷ്മി, ആര്യ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ 161 is the right answer. ഓക്കെ ആണേ? റെഡി. സോ അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാരും ശ്രദ്ധിക്കണേ മക്കളെ, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റിൽ 3 എക്സാമ്പിളാ പഠിക്കാനുള്ള. ഒന്ന് ഏവിയൻ ബയോഡൈവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ഇക്വഡോറിലെ, കൊളംബിയ ആയാലും ശരി ഇക്വഡോർ ആയാലും ശരി, ഓക്കെ, എവിടെയാണ്? ഇക്വഡോർ ആയാലും ശരി കൊളംബിയ ആയാലും ശരി, രണ്ടും മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രിയാ. സോ ഇക്വഡോർ ആയാലും ശരി, നമ്മൾ നേരത്തെ പറഞ്ഞ കൊളംബിയ ആയാലും ശരി, എന്താണ്? ബയോഡൈവേഴ്സിറ്റി കൺട്രി, മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രിയാ. ഇക്വഡോറിലുണ്ടല്ലോ 10 times more വാസ്കുലാർ പ്ലാന്റ്സ് ഉണ്ട്. 10 times more വാസ്കുലാർ പ്ലാന്റ്സ് ഉണ്ട്. എവിടത്തേനേക്കാളും കൂടുതൽ ദാൻ മിഡ് വെസ്റ്റ് USA. മിഡ് വെസ്റ്റ് USA. ഓക്കെ, അതൊരു ടെമ്പറേറ്റ് മിഡ് വെസ്റ്റ് USA നിങ്ങൾ മിഡ് വെസ്റ്റ് USAയിലുള്ള ഒരു ഫോറസ്റ്റ് പാച്ച് നോക്കുക, അതേ ഏരിയ ഇക്വഡോറിലും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഇക്വഡോറില് 10 times more വാസ്കുലാർ പ്ലാന്റ്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്നാ? ഇക്വഡോർ ട്രോപ്പിക്കൽ കൺട്രിയാണ്. സോ ട്രോപ്പിക് ഈസ് മോർ ബയോഡൈവേഴ്സ്. ട്രോപ്പിക് എന്താണ്? ഇറ്റ് ഈസ് മോർ ബയോഡൈവേഴ്സ്. മൂന്നാമത്തത് ലോകത്തിലെ തന്നെ ദ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത് ഏതാണ്? ആമസോൺ ആണ്. പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആമസോൺ ആണ് ദ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. എവിടെയാണ്? ആമസോൺ ആണ്. ആമസോണിൽ എന്തുണ്ട്? എത്ര ബയോഡൈവേഴ്സിറ്റി ഉണ്ട്? 40,000 പ്ലാന്റ്സ് ഉണ്ട്, 3,000 ഫിഷസ് ഉണ്ട്, 1,300 ബേർഡ്സ് ഉണ്ട്, 427 ആംഫീബിയൻസ് ഉണ്ട്, 427 മാമൽസ് ഉണ്ട്, 378 റെപ്റ്റൈൽസ് ഉണ്ട്, 1,25,000 ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്, 2 million സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ് ആർ യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഇത്രയും കാര്യങ്ങളാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റിൽ. അപ്പൊ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റിൽ ഏവിയൻ ബയോഡൈവേഴ്സിറ്റിയുടെ എക്സാമ്പിള്, ഇക്വഡോർ ബേസ് ചെയ്തിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സിന്റെ എക്സാമ്പിള്, ദെൻ ആമസോണിയൻ ബയോഡൈവേഴ്സിറ്റി, ബിക്കോസ് ആമസോൺ ട്രോപ്പിക്കിലാണ്. സോ ട്രോപ്പിക് ഈസ് മോർ ബയോഡൈവേഴ്സ് എന്ന് നമുക്കറിയാം. സോ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് വാസ് പ്രൊവൈഡഡ് ബൈ, ആരാടാ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്തത്? ഇതും പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്, ഓക്കെ, എക്സ് ആക്സിസിൽ ഞാൻ ഏരിയ എടുത്തു, വൈ ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ് എടുത്താൽ, ആസ് ഏരിയ ഓഫ് എക്സ്പ്ലോറേഷൻ ഇൻക്രീസസ് സ്പീഷീസ് റിച്ച്നെസ് ഓൾസോ ഇൻക്രീസസ്, ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. പിന്നെ ഇങ്ങനെയായി വരും. ഇതിനെയാ നമ്മൾ എന്ത് പറയാ? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്നാണ്? ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ as area of exploration increases species richness also increases but only up to a limit. Okay, ഒരു സ്പെസിഫിക് ടാക്സ് ഒക്കെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാക്സ് മക്കൾ എടുത്തിട്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്താൽ എങ്ങനെയുള്ള ഗ്രാഫാ കിട്ടുക? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയെ കിട്ടുക. എന്നാ കിട്ടുക? യു വിൽ ഗെറ്റ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള.
ഓക്കെ റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയതുകൊണ്ട് നമുക്ക് ഇനി എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം s is equal to z raised to z. അതിനെ നമ്മൾ ലോഗ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നടാ കിട്ടിയത്? നമ്മള് ഈ റിലേഷനെ ലോഗ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഓക്കെ വെരി ഗുഡ് ഓക്കെ നോക്കിക്കോളെ ലോഗ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? y സമയം mx പ്ലസ് സിയിൽ റെപ്രസെന്റ് ചെയ്തൂടെ? അപ്പൊ ലോഗ് s is equal to log c പ്ലസ് z log a എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ അതില് ലോഗ് s എന്ന് പറഞ്ഞ സ്പീഷീസ് റിച്ച്നെസ് ആണ്, c എന്ന് പറഞ്ഞ y ഇന്റർസെപ്റ്റ് ആണ്, a എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, z എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ് ആണ്. z എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ഓർ സ്ലോപ്പ് ആണ്. ഓക്കെ ആണല്ലോ? log s is equal to log c plus z log a. ഓക്കെ വെരി ഗുഡ് നന്ദന, ലക്ഷ്മി, രേവതി, വെരി ഗുഡ്. ഓക്കെ നമുക്ക് റെക്ടാങ്കുലർ ഹൈപ്പർബോള കിട്ടി. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. z വാല്യൂ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്നും പറയും, സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്നും പറയും. ആരെ? z വാല്യൂവിനാ. z വാല്യൂ എപ്പോഴും എത്രയേ കിട്ടുള്ളൂ? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0.1 to 0.2. z വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0.1 to 0.2 ഫോർ എവറി ടാക്സ്. അധിക ടാക്സ് ഒക്കെ ഇതാണ് കിട്ടുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് z? 0.1 to 0.2. സോ അതേസമയം നമ്മൾ പഠിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന ഏരിയ വലിയ ഏരിയ എന്ന് വെച്ചോ. സപ്പോസ് വി ആർ കമ്പയറിംഗ് ടു കോണ്ടിനെന്റ്സ്, സ്പീഷീസ് റിച്ച്നെസ് ഓഫ് ടു കോണ്ടിനെന്റ്. നമ്മൾ ഏഷ്യയിലുള്ളയും അതേപോലെ എന്താണ് യൂറോപ്പ് അല്ലെങ്കിൽ ആഫ്രിക്ക ഏതെങ്കിലും ഒരു കോണ്ടിനെന്റൽ വൈസ് നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ z വാല്യൂ എത്രയാ കിട്ടുക? 0.6 to 1.2. So if you are analyzing biodiversity on continent wise അല്ലെ ലാർജ് സ്കെയിൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ z വാല്യൂ എത്രയായിരിക്കും? 0.6 to 1.2. ഓർക്കണേ, z വാല്യൂ നോർമലി എത്രയാ നമുക്ക് കിട്ടും? ഏത് ടാക്സിന്റെ പ്ലോട്ട് ചെയ്താലും z സ്ലോപ്പ് എത്രയാ കിട്ടുക? ടാൻ തീറ്റ 0.1 to 0.2 കിട്ടും. പക്ഷേ വെരി ലാർജ് ഏരിയ കോണ്ടിനെന്റ് വൈസ് അനാലിസിസ് ആണെങ്കിൽ 0.6 to 1.2 കിട്ടും. അതേസമയം ടെക്സ്റ്റിൽ ഒരു വാല്യൂ പറയുന്നുണ്ട്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്നാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ഫ്രൂജിവോറസ് ബേർഡ്സ് എന്നല്ലടാ അതിനെ പറയാ. ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ആൻഡ് മാമൽസിനെ വെച്ച് പ്ലോട്ട് ചെയ്ത് നോക്കി. ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള അതായത് ഡിഫറെന്റ് കോണ്ടിനെന്റിലുള്ള വ്യത്യസ്ത വൻകരകളിലുള്ള ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സിനെ, ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സിനെ പ്ലോട്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ z വാല്യൂ എത്രയായിരുന്നു? 1.15. എത്ര കിട്ടിയത്? 1.15 ആണ് z വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ? പക്കയാണല്ലോ. സോ സ്പീഷീസ് ഏരിയ കർവില് സൗത്ത് അമേരിക്കൻ ജംഗിൾസിലാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അയാൾ എന്തായിരുന്നു? ഒരു ജോഗ്രഫർ ആയിരുന്നു. എന്തായിരുന്നു? ഗ്രീക്ക് ജോഗ്രഫർ ആയിരുന്നു. ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്തു. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുക. ഇക്വേഷനിൽ ഓരോ ആളെയും നിങ്ങൾക്ക് അറിയണം. z വാല്യൂ 0.1 to 0.2 കിട്ടുമെന്ന് അറിയണം. ഹൈ ഏരിയ കൺസിഡർ ചെയ്തിട്ട് കോണ്ടിനെന്റ് വൈസ് ആണെങ്കിൽ 0.6 to 1.2 കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയണം. ഓക്കെ ആണെങ്കിൽ അടുത്തയിലേക്ക് പോവാം. സോ നെക്സ്റ്റ് വൺ, log s is equal to log c plus z log a. വാട്ട് ഈസ് ട്രൂ അബൌട്ട് ദിസ് ഫോർമുല? ഈ ഫോർമുലയെ വെച്ച് ട്രൂ ഏതാണ്? s സ്പീഷീസ് റിച്ച്നെസ് ശരിയാണ്, a ഏരിയ ആണ്, z റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓർ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ്, c y ഇന്റർസെപ്റ്റ് എല്ലാം ശരിയാണ്. സോ ഫോർത്ത് വൺ, ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. ഏതാണ്? ഓൾ ഓഫ് ദീസ്. ഓക്കെ അനഘ, പ്രശാന്ത് ഓക്കെ റെഡി അല്ലേ? വിഷ്ണു കെ വി, ഫാത്തിമ റെഡി ആണല്ലോ? സെറ്റ് അല്ലേ? റെഡി. ഇനി അടുത്തത്, ദ ഗ്രാഫ് ഫോംഡ് ബൈ പ്ലോട്ടിംഗ് സ്പീഷീസ് റിച്ച്നെസ് against area for a wide variety of taxa turn out to be. അതായത് ഒരുപാട് ടാക്സിനെ നമ്മൾ ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്തപ്പോ നമുക്ക് എന്താണ് കിട്ടിയത്? ഇറ്റ് ടേൺ ഔട്ട് ടു ബി എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോ എന്താ എല്ലാ ടാക്സക്കും കിട്ടിയത്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണല്ലോ കിട്ടിയത്. അത് ലോഗ് സ്കെയിലിൽ പ്ലോട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത് എന്ന് ഓർക്കുക. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. അനുപമ വെരി ഗുഡ്, സാന്ദ്ര സുരേഷ് വെരി ഗുഡ്. സോ അടുത്തയിലേക്ക് നമുക്ക് പോയിക്കൂടെ? ഇനി ഈ സെന്റൻസ് ഒന്ന് നോക്കിയേ. ഇത് അക്കോർഡിംഗ് ടു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സ്പീഷീസ് റിച്ച്നെസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഏരിയ. തെറ്റല്ലേ? തെറ്റാണല്ലോ. സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഏരിയ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ നോക്കിയേ, സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഇത് കൃത്യമായും ആര് പറഞ്ഞതാണ്? നമ്മുടെ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞതാണ്. സോ അക്കോർഡിംഗ് ടു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത്
സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ് മക്കളെ? ബി ഈസ് ദ റൈറ്റ് ആൻസർ. പക്ഷേ നിങ്ങൾ ഡി നോക്കിയേ സ്പീഷീസ് റിച്ച്നെസ് ഗോസ് ഓൺ ഇൻക്രീസിംഗ് വിത്ത് ഇൻക്രീസിംഗ് ഏരിയ ഓഫ് എക്സ്പ്ലോറേഷൻ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ് എന്നുള്ള ഇവിടെയില്ല. ഇൻക്രീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ എന്താകുന്നുണ്ട്? ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആവുമ്പോൾ അത് കോൺസ്റ്റന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. സോ ഓൺലി അപ് ടു എ ലിമിറ്റ് എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൽ ആകെ ഓർക്കേണ്ടത്, ഇയാൾ പഠിച്ച സ്ഥലവും കൂടി ഒന്ന് ഓർമ്മിച്ചോളെ. സൗത്ത് അമേരിക്കൻ ജംഗിൾസിലാണ് വർക്ക് ചെയ്തത്. ജിയോഗ്രഫർ ആണ്, ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആണ്. ജിയോഗ്രഫർ ആണ്, ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 2 വർഷം മുന്നേ റിഗിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ നാടെവിടെയാന്നാ ചോദിച്ചു. അങ്ങനെയൊക്കെ ഇപ്പൊ ചോദ്യം. സോ ഗ്രീക്ക് ഫിലോസഫർ എന്നാണ് ജോഗ്രഫർ ആൻഡ് ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജോഗ്രഫർ എന്ന് നിങ്ങൾ ഓർക്കും. എന്നാണ് ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജോഗ്രഫർ ആണ് ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അടുത്തത് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ വിമാനം. ഓക്കെ, വിമാനം വെച്ചിട്ട് ഒരു അനലോഗസ് എക്സാമ്പിൾ ആയി എയ്റോപ്ലെയിൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? പോൾ എൽറിച്ച്. ഏത് നാട്ടുകാരനാണ്? ഓക്കെ, ഏത് നാട്ടുകാരനാണ്? കണ്ണൂർക്കാരനാണോ? അല്ല, അവിടെയാണ് സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആണ്. എവിടെയാണ്? സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആണ് ആര്? പോൾ എൽറിച്ച്. പോൾ എൽറിച്ച് പറഞ്ഞത് എന്താ? എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റം ആണ്. An aeroplane is an ecosystem and each part of an aeroplane is connected by rivets. Rivets represent a species. If every passenger traveling in that flight pop up a rivet, initially it does not affect the health of that flight and that continues for a long period, it will dangerously damage the ecosystem എന്നാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് പറഞ്ഞത്. അതായത് ഒരു വിമാനം എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയാണ്. വിമാനത്തിന്റെ ഷീറ്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ച റിവറ്റുകൾ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. റിവറ്റിനെ പോപ്പപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ആണ്. സോ ഇനീഷ്യലി ഓരോ സ്പീഷീസുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആവാസ വ്യവസ്ഥയെ ബാധിക്കില്ല. ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ഫോർ എ ലോങ് പീരീഡ് ഇറ്റ് ഡേഞ്ചറസ്ലി ഡാമേജ് ദി ഇക്കോസിസ്റ്റം എന്ന് ആര് പറയാണ്? സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആയ പോൾ എൽറിച്ച് പറയുന്നു. അതിനെ പിന്നീട് അറിയപ്പെട്ടതെന്നാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. ഇതില് മക്കൾ ഓർക്കേണ്ട ഒരു സാധനമുണ്ട്. വിമാനത്തിന്റെ ചിറകിന്റെ അടിയിൽ വിങ്സിന്റെ ബേസിലുള്ള റിവറ്റ് ഇല്ലേ? ദ റിവറ്റ് പ്രസന്റ് ഓൺ വിങ്സ്, അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. The rivet present on wings. ചിറകിലുള്ള റിവറ്റുകളെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് റിവറ്റ് പ്രസന്റ് ഓൺ ദി വിങ് ഓഫ് എയ്റോപ്ലെയിൻ? എയ്റോപ്ലെയിന്റെ ചിറകിലുള്ള റിവറ്റിന്റെ പേരെന്താടാ? ഓക്കെ, ഇനി പ്ലെയിനിൽ കയറുമ്പോ ഓക്കെ, റെഡി. കീ സ്പീഷീസ്, വെരി ഗുഡ്. അതിന്റെ പേര് പറയാ കീ റിവറ്റ് എന്നാ പറയാ. ദ റിവറ്റ് പ്രസന്റ് ഓൺ വിങ് ഈസ് കോൾഡ് കീ റിവറ്റ്. കീ റിവറ്റ് എന്ന് പറഞ്ഞാൽ ബയോളജിയില് കീസ്റ്റോൺ സ്പീഷീസ് എന്നാ പറയാ. അതായത് നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് സീറ്റിന്റെ മേലെയുള്ള അല്ലെ വിൻഡോന്റെ മേലെയുള്ള റിവറ്റ് ആണെങ്കിൽ വിമാനത്തിന് പെട്ടെന്നൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് വിമാനത്തിന്റെ ചിറകിനടിയിലുള്ള റിവറ്റ് ആണെങ്കിലില്ലേ, അപ്പൊ തന്നെ പ്ലെയിന് ക്രാഷ് ആവും. ഓക്കെ, അപ്പൊ തന്നെ ഇക്കോസിസ്റ്റം സർവീസിനെ ഇമ്മീഡിയറ്റ്ലി എഫക്ട് ചെയ്താൽ, ഏത് റിമൂവ് ചെയ്താല് ഇക്കോസിസ്റ്റം സർവീസ് പെട്ടെന്ന് ഡാമേജ് ആവും. ഏത് റിമൂവ് ചെയ്താലാ? കീസ്റ്റോൺ റിവറ്റ് അല്ലെങ്കിൽ റിവറ്റ് ഓൺ വിങ്സ് ഈസ് കോൾഡ് കീ റിവറ്റ്. ഓർക്കണേ, കീ റിവറ്റ് എന്നാണ് അതിന് പറയാ. സോ നമ്മളൊരു ആവാസ വ്യവസ്ഥയിൽ പോയാല് നമ്മൾ ഒരു സ്പീഷീസിനെ നശിപ്പിച്ചാല് ആവാസ വ്യവസ്ഥ ഡാമേജ് ആവുമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നശിപ്പിച്ച ആ സ്പീഷീസ് കീ സ്പീഷീസ് ആണെങ്കിൽ ഇറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി എഫക്ട് ദി ഇക്കോസിസ്റ്റം. ഓർക്കണേ, ആ റിവറ്റുകളെയാ നമ്മൾ എന്ത് പറയാ? കീ റിവറ്റ്. വിമാനത്തിൽ ഇത് എവിടെയാ ഉണ്ടാവുക? ഓൺ വിങ്സ്. എവിടെയാ ഉണ്ടാവുക? ചിറകിന്റെ മേലെയാ ഉണ്ടാവുക. ആവാസ വ്യവസ്ഥയിൽ ആ റിവറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കീസ്റ്റോൺ സ്പീഷീസ്. എന്താണ്? കീസ്റ്റോൺ സ്പീഷീസ്. ഓക്കെ ആണേ. അപ്പൊ നമ്മളെ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റിനെ പരിചയപ്പെട്ടു. ഓക്കെ, ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണേ മക്കള്. റെഡി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഫീച്ചർ ഓഫ് എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി? ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഒരു 3 സെന്റൻസ് എഴുതിയത് മൊത്തം പഠിക്കാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതായത് ഒരു ആവാസ വ്യവസ്ഥയിൽ സ്പീഷീസുകളുടെ വൈവിധ്യം കൂടുതലാണെങ്കിൽ ആ ആവാസ വ്യവസ്ഥക്ക് എന്ത് കൂടുതലായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ അതാണ് ആദ്യത്തെ സെന്റൻസ്.
ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതായത് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ വേറെ ഒരു ഏലിയൻ സ്പീഷീസിനെ കടക്കാനാവില്ല. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ദി ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്. ഓക്കെ, എന്റെ വീടിന് ചുറ്റിലും ജൈവ വൈവിധ്യങ്ങൾ ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലില്ലേ, അവിടെ വന്നിട്ട് ഒരു വീടിനോ വേറെ ഒരു ഫോറിൻ സ്പീഷീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് റെസിസ്റ്റ് എന്നാണ് ഇവിടെ കണ്ടില്ലേ, ശ്രദ്ധിച്ചോളൂ, റെസിസ്റ്റന്റ് ടു ഇൻവേഷൻ ബൈ ഏലിയൻ സ്പീഷീസ്. ശരിയാണ്. ദെൻ റെസിസ്റ്റന്റ് ടു ദ ഒക്കേഷണൽ ഡിസ്റ്റർബൻസസ്. ചെറിയ ചെറിയ എന്താണ് ഡിസ്റ്റർബൻസ് വന്നാൽ സ്റ്റേബിൾ ഇക്കോസിസ്റ്റം എന്ത് ചെയ്യും, സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്താണ് ഡിസ്റ്റർബൻസിനെ ചെറുക്കാനുള്ള കഴിവുണ്ട്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്റ്റർബൻസ് വന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കുക. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഷീസ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്കോസിസ്റ്റം എന്നാണ്. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ഒക്കേഷണൽ ഡിസ്റ്റർബൻസസ്, ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ദി ഇൻവേഷൻ ഓഫ് ഫോറിൻ സ്പീഷീസ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഷോ ടു മച്ച് വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി ഫ്രം ഇയർ ടു ഇയർ. ഓക്കെ, സ്റ്റെബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സ്റ്റെബിലിറ്റി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സ്റ്റെബിലിറ്റി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. അത് മറന്നു പോകരുതേ. ഒരു ഇക്കോസിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ, ഒരു ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ ഇയർ ടു ഇയർ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കണം, സംവാട്ട് സിമിലർ ആയിരിക്കണം. നിങ്ങൾ സൈലന്റ് വാലി ഫോറസ്റ്റിൽ പോയിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിലുള്ള പ്രൊഡക്ടിവിറ്റി പഠിക്കുക. അടുത്ത വർഷം നിങ്ങൾ പോയി അവിടെ പ്രൊഡക്ടിവിറ്റി പഠിച്ചാൽ സംവാട്ട് സിമിലർ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം സൈലന്റ് വാലി ഈസ് എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി. ഓക്കെ, സോ കണ്ടില്ലേ, ഇറ്റ് ഡസ് നോട്ട് ഷോ ടു മച്ച് വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി ഫ്രം ഇയർ ടു ഇയർ. അതൊരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാ. ഇയർ ടു ഇയറിൽ എന്തുണ്ടാവില്ല, എന്തിനെ വേരിയേഷൻ ഉണ്ടാവില്ല, പ്രൊഡക്ടിവിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് സ്റ്റേബിളാ. പിന്നെ വേറെ ഒരു സ്പീഷീസിനെ അങ്ങോട്ട് ഫോറിൻ സ്പീഷീസിനെ ഇൻട്രൂഡ് ചെയ്യാൻ നുഴഞ്ഞു കയറാൻ വേണ്ടി ആരും സമ്മതിക്കില്ല ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഡിസ്റ്റർബൻസ് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും ആർക്കുണ്ട്, സ്റ്റേബിൾ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. ഓക്കെ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ ആ സയന്റിസ്റ്റിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേര് ഓർമ്മയുണ്ടോ? മിന്നസോട്ട ഗ്രാസ്ലാൻഡിലെ ഔട്ട്ഡോർ പ്ലോട്ട്സ് എടുത്തുകൊണ്ട് പഠിച്ച ആ സയന്റിസ്റ്റിന്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ടിവിറ്റി. സ്പീഷീസിന്റെ വൈവിധ്യം കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്ന് നമുക്ക് പറഞ്ഞു തന്ന സയന്റിസ്റ്റിന്റെ പേര് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, പറയടാ, ആർക്കെങ്കിലും ഓർമ്മയുണ്ട് മക്കളെ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, വെരി ഗുഡ്. ടിൽമാൻ ആണ്, മെഡിക്കോ സാറ ഫാത്തിമ, ഡേവിഡ് ടിൽമാൻ. ഇയാള് പഠിച്ചത് ഔട്ട്ഡോർ പ്ലോട്ട്സ് എടുത്തു. എവിടെ എന്നാണ് എടുത്തത്? ഔട്ട്ഡോർ പ്ലോട്ട്സ്. ഓക്കെ, ഔട്ട്ഡോർ പ്ലോട്ട്സ് എടുത്തു മിന്നസോട്ട എന്ന് പറയുന്ന ഗ്രാസ്ലാൻഡിൽ. വൻ പഠിത്തായിരുന്നു. ഈ ഔട്ട്ഡോർ പ്ലോട്ട് പഠിച്ചുകൊണ്ട് അയാളുടെ കൺക്ലൂഷൻ ഇതായിരുന്നു, സ്പീഷീസിന്റെ വൈവിധ്യം കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഉറപ്പായും കൂടും എന്ന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ആളാണ് ആര്? ഡേവിഡ് ടിൽമാൻ. ആരാണ്? ഡേവിഡ് ടിൽമാൻ. ഓക്കെ, വെരി ഗുഡ് അർഷിയ. ഓക്കെ, സൈലന്റ് ഐസ്, മിഥുൻ അജയൻ, വെരി ഗുഡ്. അതൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഈ ഏരിയ ആണ് നിങ്ങൾ കുറച്ചൊന്ന് വായിക്കാനുള്ള ഒരു ഏരിയ ഉള്ളൂ. സോ ഡേവിഡ് ടിൽമാന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ പറയുന്നുണ്ട്. കണ്ടില്ലേ, ഇൻക്രീസ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട് ടു ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് വായിക്കണേ. അടുത്തത്, അക്കോർഡിംഗ് ടു IUCN റെഡ് ലിസ്റ്റ് 2004, IUCN റെഡ് ലിസ്റ്റ് 2004 ഹൗ മെനി ഇൻവേർട്ടിബ്രേറ്റ് ബിക്കം എക്സ്റ്റിങ്ക്ട് ഇൻ ദി ലാസ്റ്റ് 500 years എന്നാണ് ചോദ്യം. ഒരു ന്യൂമറിക്കലാണ്. ഇപ്പൊ ഇയറും ന്യൂമറിക്കലൊക്കെ നീറ്റിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ന്യൂമറിക്കൽ ഇട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. സോ 784 സ്പീഷീസ് 500 വർഷം കൊണ്ട് പോയി എന്നാണ് IUCN 2004 പറഞ്ഞത്. എന്നാണ് ലാസ്റ്റ് 500 years alone witnessed the extinction of 784 സ്പീഷീസ് എന്ന് IUCN 2004 പറഞ്ഞിട്ടുണ്ട്. അതില് 338 വേർട്ടിബ്രേറ്റ്സ് ആണ്, 359 ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്, 87 പ്ലാന്റ്സ് ആണ്. സോ ഇതിന്റെ മൂന്നിന്റെ തുകയാണ് 784. ചോദ്യം എന്താണ്? IUCN 2004 ഹൗ മെനി ഇൻവേർട്ടിബ്രേറ്റ്സ്
become extinct in the last 500 years എന്നാ ചോദിച്ചത്. സോ ഉറപ്പായും ഇൻവേർട്ടിബ്രേറ്റ് ആകുമ്പോൾ എത്രയാണ്? 359 ആണ്. വേർട്ടിബ്രേറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് എഴുതേണ്ടി വരുമായിരുന്നു? 338 എഴുതേണ്ടി വരുമായിരുന്നു. പ്ലാന്റ്സ് ആയിരുന്നേ നിങ്ങൾ എത്ര എഴുതേണ്ടി വരുമായിരുന്നു മക്കളെ? 87 എഴുതേണ്ടി വരുമായിരുന്നു. ക്ലിയർ ആണല്ലോ. സോ IUCN 2004 പറഞ്ഞത് the last 500 years witnessed the extinction of 784 species. Okay, last 20 years alone witnessed the extinction of 27 species എന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് NCERT-യിൽ കാണാം. സോ അതിൽ തന്നെ നിങ്ങൾ റീസെന്റ് എക്സ്റ്റിങ്ഷന് കുറച്ച് എക്സാമ്പിൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? റീസെന്റ് ആയിട്ട് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ചില ആനിമൽസിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ, മാൻമെയ്ഡ് എക്സ്റ്റിങ്ഷൻ പറയുന്ന ഏരിയയിൽ പറയുന്നുണ്ട്. റീസെന്റ് എക്സ്റ്റിങ്ഷൻ എക്സാമ്പിൾ മക്കൾ പറ. ഒന്ന് ഡോഡോ ആണ്. ഡോഡോ ഫ്രം മൗറീഷ്യസ് ഐലൻഡ്. ഡോഡോ ഫ്രം മൗറീഷ്യസ് ഐലൻഡ്. രേവതി നായർ ഓക്കെ ആണല്ലോ? ഹീലിംഗ് സ്റ്റാർ ഓക്കെ. ഡോഡോ മൗറീഷ്യസ് ഐലൻഡിൽ നിന്ന് അപ്രത്യക്ഷമായി. തൈലാസിൻ എന്ന് പറഞ്ഞാൽ ടാസ്മാനിയൻ വോൾഫ് എന്നും പറയും. എന്നാ പറയാ? ടാസ്മാനിയൻ വോൾഫ്. എവിടുന്നാ പോയത്? ഓസ്ട്രേലിയ. ഡോഡോ മൗറീഷ്യസ് ഐലൻഡിൽ നിന്ന് പോയി. ക്വാഗ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ സീബ്ര എന്ന അതിന്റെ പേര് തന്നെ. അപ്പോ ഏരിയ നമുക്ക് കിട്ടി. ക്വാഗ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പോയി. എവിടുന്നാ പോയത്? സൗത്ത് ആഫ്രിക്ക. ദെൻ 3 subspecies ഓഫ് ടൈഗർ. ഓക്കെ, ബാലി, ജാവൻ ആൻഡ് കാസ്പിയൻ. ബാലി, ജാവൻ ആൻഡ് കാസ്പിയൻ ഉള്ള 3 സബ്സ്പീഷീസ് ഓഫ് ടൈഗർ. ദെൻ വേറെ ഒന്നുണ്ടല്ലോ, സ്റ്റെല്ലർ സീകൗ എന്നാണ്. കടൽ പശു എവിടുന്നാ പോയത്? റഷ്യ. കടൽ പശു എവിടുന്നാ പോയത്? റഷ്യയിൽ നിന്ന് അപ്രത്യക്ഷമായതാണ് സ്റ്റെല്ലാർ സീകൗ. അതിലേക്ക് നമുക്ക് വരാം. നോക്കിയേ. സോ നോക്കിക്കോളണം, ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഓരോ രാജ്യങ്ങൾ ഇമ്പോർട്ടന്റാ. ഡോഡോ മൗറീഷ്യസ്. ക്വാഗെ എവിടുന്ന? ആഫ്രിക്ക. കാരണം അതിന്റെ പേര് തന്നെ സൗത്ത് ആഫ്രിക്കൻ സീബ്ര. ടാസ്മാനിയൻ വോൾഫ് ഓസ്ട്രേലിയ. സ്റ്റെല്ലാർ സീകൗ റഷ്യ. 3 സ്പീഷീസ് ഓഫ്, പിന്നെ എന്താണ് നമ്മൾ കണ്ടത്? 3 സബ്സ്പീഷീസ് ഓഫ് ബാലി, ജാവൻ ആൻഡ് കാസ്പിയൻ ടൈഗറും എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് എക്സ്റ്റിങ്ഷൻ എക്സാമ്പിൾ ആണ്. സോ അതിന്റെ പേര്, അതിന്റെ രാജ്യം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഓക്കെ, പാസഞ്ചർ പീജൻ ഫ്രം USA ഉണ്ട്. എന്നുള്ളത് പാസഞ്ചർ പീജൻ ഫ്രം USA. അമേരിക്കയിൽ നിന്ന് പാസഞ്ചർ പീജൻ അപ്രത്യക്ഷമായി. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ 784 സ്പീഷീസിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാലേ, ഇനി നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, എല്ലാരും ശ്രദ്ധിക്കണേ, ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. IUCN കണക്ക് പ്രകാരം 15,500 സ്പീഷീസ് എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ്, അല്ലെ ത്രെട്ടൺ കാറ്റഗറി. ത്രെട്ടൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താ? നിയർ ഫ്യൂച്ചറിൽ എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന, അതായത് നമ്മുടെ നിയർ ഫ്യൂച്ചറിൽ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സ്പീഷീസുകളെ നമ്മൾ എന്താ പറയാ? ത്രെട്ടൺ സ്പീഷീസ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയും. എന്താ പറയാ? എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ദ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ഫ്രം മദർ പ്ലാനറ്റ് എർത്ത് ഇൻ നിയർ ഫ്യൂച്ചർ ഈസ് കോൾഡ് ത്രെട്ടൺ സ്പീഷീസ്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്? 15,500. ഓക്കെ, അതില് ഞാൻ ചോദിക്കുകയാണ്, വംശനാശ ഭീഷണി എല്ലാ ടാക്സക്കും സെയിം ആണോ? വംശനാശ ഭീഷണി, എക്സ്റ്റിങ്ഷൻ റിസ്ക് ഈസ് യൂണിഫോം എലോങ് ടാക്സ. എലോങ് ടാക്സ എക്സ്റ്റിങ്ഷൻ റിസ്ക് യൂണിഫോം ആണോ? അല്ല. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എക്സ്റ്റിങ്ഷൻ റിസ്ക് ഉള്ളത് ആർക്കാന്ന് മക്കൾക്ക് അറിയോ? ഏറ്റവും കൂടുതൽ എക്സ്റ്റിങ്ഷൻ റിസ്ക് ഉള്ളത് ആംഫീബിയൻസിനാണ്. ആർക്കാണ്? ആംഫീബിയന്റെ എക്സ്റ്റിങ്ഷൻ റിസ്ക് എത്രയാണെന്നറിയാം നിങ്ങൾക്ക്? 32% ഓഫ് ഓൾ ആംഫീബിയൻസ് ആർ അണ്ടർ ത്രെഡ് കാറ്റഗറി. ഭൂമിയിലുള്ള 32% ആംഫീബിയൻസ് എന്താണ്? ത്രെഡ് കാറ്റഗറിയിലാണ്. അത് കഴിഞ്ഞാൽ ജിംനോസ്പേംസ് ആണ്. 31% ജിംനോസ്പേംസ് ആർ അണ്ടർ ത്രെഡ് കാറ്റഗറി. അത് കഴിഞ്ഞാൽ ആരാന്നറിയാം? മാമൽസ്. 23% ഓഫ് മാമൽസ് ആർ അണ്ടർ ത്രെഡ് കാറ്റഗറി. ആൻഡ് ഫൈനലി ബേർഡ്സ്. 12% ഓഫ് ബേർഡ്സ് ആർ അണ്ടർ ത്രെഡ് കാറ്റഗറി. ഇതിന് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ നിങ്ങൾക്കാവുമല്ലോ. സോ ഞാൻ ഇവിടെ എഴുതാണേ, ആംഫീബിയൻ ഗ്രേറ്റർ ദാൻ, ജിംനോസ്പേംസ് ഗ്രേറ്റർ ദാൻ, മാമൽസ് ഗ്രേറ്റർ ദാൻ ബേർഡ്സ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞില്ലേ? ആംഫീബിയൻ ഗ്രേറ്റർ. സോ എക്സ്റ്റിങ്ഷൻ റിസ്ക് ഈസ് നോട്ട് യൂണിഫോം അലോങ് ടാക്സ. എല്ലാ ടാക്സയിലും എക്സ്റ്റിങ്ഷൻ റിസ്ക് യൂണിഫോം അല്ല, ഇറ്റ് ഈസ് അൺഈവൺ എന്നാണ് പറഞ്ഞത്. ഏറ്റവും ദ മോസ്റ്റ് എന്താണ് ത്രെട്ടൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ ദ മോസ്റ്റ് ത്രെട്ടൺ ടാക്സ എന്ന് നീറ്റ് എക്സാമിന് ചോദിച്ചാൽ ദ മോസ്റ്റ് ത്രെട്ടൺ ടാക്സ് ഏതാണ് മക്കളെ? ആംഫീബിയാണ്. എന്താണ്? ആംഫീബിയാണ്. ഓക്കെ ആണല്ലോ?
റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. ഫൈൻഡ് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അക്കോർഡിംഗ് ടു IUCN റിപ്പോർട്ട് 2004, 87 പ്ലാന്റ് സ്പീഷീസ് എക്സ്റ്റിങ്ക്ട്. 87 പ്ലാന്റ് സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് എന്നല്ലേ 2004 IUCN പറഞ്ഞത്? ശരിയാണ്. 3 സ്പീഷീസ് ഓഫ് ടൈഗർ ആർ ഇൻക്ലൂഡഡ് ഇൻ റീസെന്റ് എക്സ്റ്റിങ്ക്ട് ആനിമൽ. 3 സ്പീഷീസ് ആണോ ഇവിടെ വേണ്ടത്? 3 സബ് സ്പീഷീസ് അല്ലടാ. സോ ഇത് റോങ് ആണ്. 3 സ്പീഷീസ് അല്ല, 3 സബ് സ്പീഷീസ് ആണ്. സോ അങ്ങനെയുള്ള കീ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കൾ? ഓർത്തോളണേ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പൊ അതും ശരിയാണ്. ഇന്ത്യ 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി. ദർ ഈസ് മോർ സോളാർ എനർജി അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്സിൽ സോളാർ എനർജി കൂടുതലാണ്. which contribute to higher productivity. This in turn contribute directly to greater biodiversity. So മൂന്നും ശരിയാണ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏത് മാത്രമേ ഉള്ളൂ? ബി ഓൺലി. ഏതാണ്? ബി ഓൺലി. സി. എന്താണ് അരവിന്ദ് ശ്രീമോൻ ബി എഴുതിയത്? സി അല്ലേ? എന്താണ് ശ്രീമോനെ ബി എഴുതിയത്? സി ആൻഡ് ഡി ഓൺലിയാ? ഫോൾസ് ആണോ? സിയും ഡിയും ഫോൾസ് ആണോ? അല്ല, ബി ആണ് ഓൺലി ആണ് ഇത് ഫോൾസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, രേവതി നായർ. ഓക്കെ, ശരി. അടുത്തയിലേക്ക് നമുക്ക് പോവാലോ. റെഡി. ഞാൻ പറഞ്ഞ ഈ പോയിന്റ് നിങ്ങൾ ഓർത്തോളണേടാ. ഏത് പോയിന്റ്? അടുത്തയിലേക്ക് വരാം. വിച്ച് മാസ് എക്സ്റ്റിങ്ഷൻ ഈസ് പ്രസന്റ്ലി ഇൻ പ്രോഗ്രസ്? ഏത് മാസ് എക്സ്റ്റിങ്ഷൻ ആണ് പ്രസന്റ്ലി പ്രോഗ്രസ് ചെയ്യുന്നത്? ഇഫ് യു സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഓൺ എർത്ത്, നിങ്ങൾ എന്ത് ചെയ്യുക? ഭൂമിയിലുള്ള ലൈഫിന്റെ ഹിസ്റ്ററി പഠിക്കുക. എങ്ങനെയാ പഠിക്കുക? ത്രൂ ഫോസിൽ റെക്കോർഡ്സ്. അപ്പൊ നിങ്ങൾക്ക് കാണാനാവുക ലാർജ് സ്കെയിൽ സ്പീഷീസ് ലോസ് കാണാനാവും. എർത്ത് എക്സ്പീരിയൻസ്ഡ് ലാർജ് സ്കെയിൽ സ്പീഷീസ് ലോസ്. ദിസ് ലാർജ് സ്കെയിൽ സ്പീഷീസ് ലോസ് ഈസ് കോൾഡ് മാസ് എക്സ്റ്റിങ്ഷൻ. മക്കളെ ഇതിനെ എന്നാ പറയാ? മാസ് എക്സ്റ്റിങ്ഷൻ എന്നാ പറയാ. ഓക്കെ, അപ്പൊ എർത്ത് എക്സ്പീരിയൻസ്ഡ് മാസ് എക്സ്റ്റിങ്ഷൻ. ലാർജ് സ്കെയിൽ സ്പീഷീസ് ലോസിനെ ആര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മദർ പ്ലാനറ്റ് ആയ എർത്ത്. അതെങ്ങനെയാ നമുക്ക് മനസ്സിലായത്? ത്രൂ ഫോസിൽ സ്റ്റഡി. ഓക്കെ ആണേ. അങ്ങനെയുള്ള എത്ര മാസ് എക്സ്റ്റിങ്ഷനുകളാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയോ? ഭൂമിയിൽ എത്ര മാസ് എക്സ്റ്റിങ്ഷനുകളാണ് മക്കളെ നടന്നത്? 5 മാസ് എക്സ്റ്റിങ്ഷൻ. 5 മാസ് എക്സ്റ്റിങ്ഷൻ ആണ് നടന്നത്. ഓക്കെ, 65 മില്യൺ ഇയേഴ്സ് എഗോ ലാസ്റ്റ് ഒരു മാസ് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോണ്ട. 5 മാസ് എക്സ്റ്റിങ്ഷനുകൾ നടന്നിട്ടുണ്ട്. സോ 5 മാസ് എക്സ്റ്റിങ്ഷന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ദ യുണീക് ഫീച്ചർ ഓഫ് ദ 5 മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഓൾ മാസ് എക്സ്റ്റിങ്ഷൻ occurred in pre-human times before we are coming to picture. നമ്മൾ പിക്ചറിൽ വരുന്നതിന് മുന്നേ സംഭവിച്ചതാണ്. അതായത് മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുന്നേ 5 മാസ് എക്സ്റ്റിങ്ഷനുകളും കഴിഞ്ഞു. ആൻഡ് ദ 6th one is under process. ഓക്കെ, വി ആർ വിറ്റ്നസിങ് ദാറ്റ്. നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6th മാസ് എക്സ്റ്റിങ്ഷൻ ആണ്. സോ 6th മാസ് എക്സ്റ്റിങ്ഷന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഇറ്റ് ഈസ് എ മാൻമെയ്ഡ് മാസ് എക്സ്റ്റിങ്ഷൻ. അതെന്തായിരിക്കും? അതൊരു മാൻമെയ്ഡ് മാസ് എക്സ്റ്റിങ്ഷൻ ആയിരിക്കും. ബിക്കോസ് ദ എക്സ്റ്റിങ്ഷൻ റേറ്റ് ഇൻക്രീസ്ഡ് 100 to 1000 times after we came into picture. നമ്മൾ പിക്ചറിൽ വന്നപ്പോ ബയോഡൈവേഴ്സിറ്റിയുടെ എക്സ്റ്റിങ്ഷൻ റേറ്റ് എത്ര വേഗത്തിലാ പോകുന്നത് നോക്കിയേ. 100 to 1000 times സ്പീഡില് എക്സ്റ്റിങ്ഷൻ നടക്കുന്നു. പ്രീ ഹ്യൂമൻ ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഉണ്ടാകുന്നതിന് മുന്നേ ഇത്രയും സ്പീഡിലായിരുന്നു. നമ്മൾ വന്നപ്പോ എക്സ്റ്റിങ്ഷൻ റേറ്റ് എന്ത് ചെയ്ത്? എക്സ്റ്റിങ്ഷൻ റേറ്റ് ഇൻക്രീസ്ഡ് 100 to 1000 times. ഓക്കെ ആണല്ലോ. അപ്പൊ 6th മാസ് എക്സ്റ്റിങ്ഷന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് മോസ്റ്റ് പ്രോബബ്ലി കോസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. 5 മാസ് എക്സ്റ്റിങ്ഷന്റെ പ്രത്യേകത, ഇറ്റ് occurred in pre-human times. 6th മാസ് എക്സ്റ്റിങ്ഷന്റെ റേറ്റ്, ഹ്യൂമൻ ബീങ്സ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ബൈ 100 to 1000 times. എത്രയാണ്? 100 to 1000 times. അപ്പൊ മാൻ മെയ്ഡ് ആക്ടിവിറ്റി കൊണ്ട് ഭൂമിയിലുള്ള വംശനാശം എന്ന് പറയുന്നതിന്റെ, സ്പീഷീസുകളുടെ വംശനാശത്തിന്റെ വേഗത 100 മുതൽ 1000 മടങ്ങ് വരെ ഇൻക്രീസ് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 6th മാസ് എക്സ്റ്റിങ്ഷൻ പ്രസന്റ്ലി ഇൻ പ്രോഗ്രസ് ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, അതിന്റെ റേറ്റ് എങ്ങനെയാ കൂടിയത്? ഈ 100 to 1000 ടൈംസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ ഓർക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഫിംഗേഴ്സും നമ്മൾക്കെതിരെയാ വരുന്നത്. ദ അക്യൂസ്ഡ് ഫിംഗർ പോയിന്റ് ടുവേർഡ്സ് us. The current rate of species extinction is how many times faster than pre-human times? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? എന്താടാ? 100 to 1000 ടൈംസ് മാസ്. അതായത് എക്സ്റ്റിങ്ഷൻ റേറ്റ് എത്ര സ്പീഡാണ് കൂടിയത്? 100 to 1000 ടൈംസ് ഇൻക്രീസ് ചെയ്തു എന്നാണ്
പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ എല്ലാരും ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, വൈഷ്ണവി വിനേഷ് വെരി ഗുഡ്. അനുപമ ഓക്കെ 100 to 1000 times increase ചെയ്തു. The current species extinction rate are estimated to be 100 to 1000 times faster than in the pre-human times. മനുഷ്യരുണ്ടാവുന്നതിന് മുന്നേയായി കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റിങ്ഷൻ റേറ്റ് 100 to 1000 times ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ മേജർ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്? നീറ്റ് 2015 മക്കളെ തുടങ്ങിയത്. 2015 ശേഷം 2 തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണിത്. വിച്ച് ഈസ് ദ മേജർ കോസ് അല്ലെങ്കിൽ ദ പ്രൈം കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്? ജൈവ വൈവിധ്യ ശോഷണത്തിന് ഏറ്റവും പ്രധാന കാരണം ഏതാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ജെ ഡയമണ്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു. ആരാണ്? ജെ ഡയമണ്ട് എന്ന് പറഞ്ഞ ജെ ഡയമണ്ട് പറഞ്ഞത് എന്താ? There are 4 major causes of biodiversity loss. ജൈവ വൈവിധ്യ ശോഷണത്തിന് 4 പ്രധാന കാരണങ്ങളാണുള്ളത്. അതിനെ അയാൾ പേര് വിളിച്ചു, ഒരു സോബിക്വറ്റ് യൂസ് ചെയ്തു. എന്താണ്? പരിഹാസ സ്വരത്തിൽ ഡയമണ്ട് അതിനെ എന്താണ് വിളിച്ചത്? ഈവിൾ ക്വാഡ്രറ്റ്സ് എന്ന് വിളിച്ചു. എന്നാ വിളിച്ചത്? ഈവിൾ ക്വാഡ്രറ്റ്സ്. ആ ഈവിൾ ക്വാഡ്രറ്റ്സിലെ 4 റീസൺ അല്ലേ ഉള്ളത്? ഓക്കെ, ഈവിൾ ക്വാഡ്രറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? There are 4 major causes of ബയോഡൈവേഴ്സിറ്റി ലോസ്. അതിനെ നമ്മൾ എന്ത് പറയാ? ഈവിൾ ക്വാഡ്രറ്റ്സിൽ ഒന്നാമത്തേതാരാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷനില് നിങ്ങൾ പഠിച്ചത് 14% ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. 14% ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എത്രയായി കുറഞ്ഞു? ലെസ് ദാൻ 6% ആയി കുറഞ്ഞു പോയി. അതാണ് ഹാബിറ്റാറ്റ് ലോസിന് ഒരു എക്സാമ്പിൾ ആയി പഠിച്ചത്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചത്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ത് ചെയ്യുന്നു? Cutting. We are cutting the Amazon rainforest for what? For soybean cultivation, and some area is converted into grassland for beef cattle rearing. Beef cattle റൈസ് ചെയ്യാൻ വേണ്ടി. സോ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് നമ്മൾ എന്താ പറയാ? ലങ്സ് ഓഫ് ദി എർത്ത്. നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. വി ആർ കട്ടിംഗ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഫോർ 2 purposes. One is for soybean cultivation, second for beef cattle rearing. ശ്വാസകോശം മുറിക്കുന്നത് എന്തിനാണ്? സോയാബീൻ കൃഷി ചെയ്യാനും ബീഫ് കാറ്റിലിനെ വളർത്താൻ വേണ്ടി. ഓക്കെ ആണല്ലോ. ഇതാണ് എക്സാമ്പിൾ. സോ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ഉണ്ടല്ലോ. ഒരു ഹാബിറ്റാറ്റിനെ കുറെ പീസുകളായി മുറിക്കുക. അതാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയാം. അതിനെ നമ്മൾ എന്ത് പറയാ? ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ആരെയാണ് എഫക്ട് ചെയ്യുക? അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എഫക്ട്സ് ആരെയാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എഫക്ട് ചെയ്യുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എഫക്ട്സ് പറയൂ. ആർക്കാണ്? രേവതി പറയാനാവോ? ഫാത്തിമ. ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ഓക്കെ, പറയാനാവോ? ഹാബിറ്റാറ്റിനെ ഇങ്ങനെ മുറിച്ചാൽ ഇത് ആരെയാണ് കൂടുതലായിട്ടും എഫക്ട് ചെയ്യുക? ആർക്കെങ്കിലും പറയാനാവോ? ഞാൻ പറയാം. ബേർഡ്സ് ആൻഡ് മാമൽസ് വിത്ത് ലാർജ് ടെറിട്ടറീസ്. സോ നിങ്ങൾക്കറിയാം ടൈഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൈഗർ ഉണ്ട്. 45 കിലോമീറ്റർ ഒക്കെ ഒരു ടൈഗർ സഞ്ചരിക്കും. ഓക്കെ, അതിന്റെ ടെറിട്ടറി അത്രയും വലുതാ. അവരെ ഈ ഫ്രാഗ്മെന്റേഷൻ എഫക്ട് ചെയ്യും. സോ ബേർഡ്സ് ആൻഡ് മാമൽസ് വിത്ത് ലാർജ് ടെറിട്ടറീനെ എഫക്ട് ചെയ്യും. ആൻഡ് ആനിമൽസ് വിത്ത് മൈഗ്രേറ്ററി ഹാബിറ്റ്. Animal with migratory habit also get affected. So habitat fragmentation ആരെയൊക്കെയാണ് എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ 2 പോയിന്റ് ആണ് ഓർക്കേണ്ടത്. ബേർഡ്സ് ആൻഡ് മാമൽസ് വിത്ത് ലാർജ് ടെറിട്ടറീസ് ആൻഡ് ആനിമൽസ് വിത്ത് മൈഗ്രേറ്ററി ഹാബിറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഈവിൾ ക്വാഡ്രറ്റ്സില് 4 പേരല്ലേ ഉള്ളത്? 1 നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, 3 ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, 4 കോഎക്സ്റ്റിങ്ഷൻ. Okay, 4 causes. These are the 4 major causes of biodiversity loss. ഇതിനെയാണ് ഡയമണ്ട് എന്ന് വിളിച്ചത്, ഈവിൾ ക്വാഡ്രറ്റ് എന്ന് വിളിച്ചത് ഈവിൾ ക്വാഡ്രറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എല്ലാം പഠിച്ചില്ലേ? 14% 6% ആവുന്നു. ദെൻ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കട്ട് ചെയ്യുന്നു സോയാബീൻ കൃഷി ചെയ്യാനും. ദെൻ ബീഫ് കാറ്റിൽ റിയർ ചെയ്യാൻ വേണ്ടിയിട്ടും. ലാർജ് ടെറിട്ടറീസിനെ മാമൽസ് ആൻഡ് ബേർഡ്സ് വിത്ത് ലാർജ് ടെറിട്ടറീസിനെ എഫക്ട് ചെയ്യും. സർട്ടൺ ആനിമൽസ് വിത്ത് മൈഗ്രേറ്ററി ഹാബിറ്റാറ്റിനെയും ഫ്രാഗ്മെന്റേഷൻ എഫക്ട് ചെയ്യുന്നു പഠിച്ചു. അടുത്തത് സ്റ്റെല്ലാർ സീ കൗ ബിക്കം എക്സ്റ്റിങ്ക്ട് ഫ്രം. എവിടുന്നാണ് സ്റ്റെല്ലാർ സീ കൗ എക്സ്റ്റിങ്ക്ട് ആയത്? എവിടുന്നാടാ?
സീ കൗ കടൽ പശു റഷ്യയിൽ നിന്നാണ്. ഓക്കെ, മൗറീഷ്യസ് ഐലൻഡിൽ നിന്ന് ഡോഡോ പക്ഷികളും ദെൻ ക്വാഗ ആഫ്രിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്ന് തൈലാസിനും അല്ല എക്സ്റ്റിങ്ക്റ്റ് ആയത്. സോ റഷ്യ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണേ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ? ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ സ്പീഷീസ് ഇൻവേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് നൈൽ പേർച്ച്. നൈൽ പേർച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. നൈൽ പേർച്ച് ഓക്കെ, വിക്ടോറിയ ലേക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നൈൽ പേർച്ച്. സോ ഇതേ ആൻസർ ആണ്. നൈൽ പേർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള വിക്ടോറിയ ലേക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നൈൽ പേർച്ച് ഏലിയൻ സ്പീഷീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ക്ലാരിയസ് ഗാരിപ്പൈനസ് ഇൻ ഇന്ത്യൻ റിവേഴ്സ്, ആഫ്രിക്കൻ പൂച്ച മത്സ്യം, ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്താണ്? ഏലിയൻ സ്പീഷീസ് ആണ്. വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞ ബംഗാൾ ടെറർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഐകോർണിയ ക്രാസിപ്പസ്. സോ അതും എന്താണ്? ഏലിയൻ സ്പീഷീസ് ആണ്. സോ റൈറ്റ് ആൻസർ ഏതാണ്? ഡി, ഓൾ ദി അബവ്. ഓക്കെ, ഏലിയൻ സ്പീഷീസിന് നിങ്ങൾ പഠിച്ച എക്സാമ്പിളിലൂടെ ഞാൻ ഒന്നുകൂടി പോവാം. നൈൽ പേർച്ച് എന്താണ്? നൈൽ പേർച്ച് എന്തിന് കാരണമായി? 200 സ്പീഷീസ് ഓഫ് സിസിലിഡ് ഫിഷസ് എക്സ്റ്റിങ് ടൈപ്പ്. വിക്ടോറിയ ലേക്കിൽ നിന്ന് 200 ഫിഷ് സ്പീഷീസ് ആണ്. എന്താണ് ആ ഫിഷ് സ്പീഷീസിന്റെ സ്പീഷീസ് കണ്ടില്ലേ? 200 സ്പീഷീസ് ഓഫ് സിസിലിഡ് ഫിഷുകൾ വിക്ടോറിയ ലേക്കിൽ നിന്ന് അപ്രത്യക്ഷമായി. ആറ് കാരണം? നൈൽ പേർച്ച് കാരണം. പിന്നെ നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഏതാണ്? ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ആണ്. നമുക്ക് ഇതിലൂടെ വരാം. ഒന്ന് നിങ്ങൾ പഠിച്ചത് ലേക്ക് വിക്ടോറിയയിൽ ആരെ ഇട്ടു? നൈൽ പെർച്ച് എന്ന് പറയുന്ന മീനിനെ ഇട്ടു. അപ്പൊ 200 സ്പീഷീസ് ഓഫ് സിസിലിഡ് ഫിഷ് അവിടുന്ന് അപ്രത്യക്ഷമായി പോയി. പിന്നെ നിങ്ങൾ പഠിച്ചത് വീടുകളെ കുറിച്ച്. കളകൾ. വീടെന്ന് പറഞ്ഞ കള ഏതൊക്കെയാ? നമ്മളെ പറമ്പിലൊക്കെ കാണുന്ന കള ഏതൊക്കെയാ മക്കളെ? ഒന്ന് കാരറ്റ് ഗ്രാസ് ആണ്. കാരറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ പാർത്തീനിയം ഹിസ്റ്ററോഫോറസ് എന്ന് പറയും. എന്താണ്? പാർത്തീനിയം. ലെൻഡാന എന്ന് പറഞ്ഞാൽ അരിപ്പൂവ്. ദെൻ വാട്ടർ ഹയാസ് എന്ന് പറഞ്ഞാൽ ഐക്കോർണിയം. സോ വീട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഏലിയൻ സ്പീഷീസിൽ വീടുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വീടുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാരറ്റ് ഗ്രാസ്, ലെൻഡാന, വാട്ടർ ഹയാസിൻ. വേറെ ഒന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആഫ്രിക്കൻ പൂച്ച മത്സ്യം. ഓക്കെ, ആഫ്രിക്കൻ മുഷി എന്ന് പറയും. ക്ലാരിയസ് ഗാരിപ്പൈനസ്. അത് ഇന്ത്യൻ കാറ്റ്ഫിഷിന് എന്ത് ചെയ്തു? ഇവിടുന്ന് എന്ത് ചെയ്തു? ഒഴിവായി കളഞ്ഞു. സോ ഇതിൽ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഓർക്കണം. ഓൾ ഏലിയൻ സ്പീഷീസ് ആർ നോട്ട് ഇൻവാസീവ്. ഭൂമിയില് നമ്മൾ അമേരിക്കയിൽ നിന്നോ ഇവിടുന്നോ ആയിക്കോട്ടെ ഇന്ത്യയിൽ വരുന്ന എല്ലാ ഫോറിൻ സ്പീഷീസും എന്തല്ല? ഓൾ ഏലിയൻ സ്പീഷീസ് ആർ നോട്ട് ഇൻവാസീവ് ആൻഡ് സം ടേൺസ് ഇൻവാസീവ്. 1000 എണ്ണത്തിന് ഇന്ത്യയിലേക്ക് പുതിയതായി കൊണ്ടുവന്നാൽ ചിലപ്പോൾ അതിൽ 2 or 3 മാത്രമേ എന്തായിട്ടുള്ളൂ? ഇൻവാസീവ് ആവുള്ളൂ. സോ ആ ഒരു പോയിന്റ് ഓർത്തോളേ. ഓൾ ഏലിയൻ സ്പീഷീസ് ആർ നോട്ട് ഇൻവാസീവ്, സം ടേൺസ് ഇൻവാസീവ് ദാറ്റ് ഡിസ്റ്റർബ് ദി ഇൻഡിജനസ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിലുള്ള ബയോഡൈവേഴ്സിറ്റി അത് ഡിസ്റ്റർബ് ചെയ്യും. വൺസ് ഇറ്റ് ടേൺസ് ഇൻവാസീവ്. അതിന് ഇവിടെ നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് എന്താകുന്നത്? അത് ഇൻവാസീവായി മാറിപ്പോകുന്നത്. ഓക്കെ, അടുത്തത് കോ എക്സ്റ്റിങ്ഷൻ മീൻസ്. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാല് എന്റെ ബോഡിയിൽ ഒരു പാരസൈറ്റ് ഉണ്ട്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ ആ പാരസൈറ്റ് ഇല്ലാതാവും. പക്ഷെ അത് എന്റെ ആ പാരസൈറ്റും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനത്തെയാണെന്നറിയാം? ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പ്. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കംപ്ലീറ്റ് റിലേഷൻഷിപ്പിലായിരിക്കണം. ഞാനില്ലാണ്ടായാൽ ആ പാരസൈറ്റ് നിങ്ങളുടെ ബോഡിയിൽ വന്ന് ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് ദ റിലേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് ദാറ്റ് പാരസൈറ്റ് ഈസ് ഒബ്ലിഗേറ്റ്. So, the extinction of one species result in the extinction of another species that are in obligate relationship. അതിനെ നമ്മൾ എന്ത് പറയാ? കോ എക്സ്റ്റിങ്ഷൻ. അപ്പൊ ഒബ്ലിഗേറ്റ് എന്നുള്ളത് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിൽ എവിടെയും കാണും. ഏതാണെങ്കിൽ കോ എക്സ്റ്റിങ്ഷൻ ആണെങ്കിൽ എക്സ്റ്റിങ്ഷൻ ഡ്യൂ ടു ഒബ്ലിഗേറ്റ് അസോസിയേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് ഒരു ഫിഷ് മരിച്ചാൽ ആ ഫിഷിലുള്ള യുണീക്ക് അസംബ്ലേജ് ഓഫ് പാരസൈറ്റും ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. ദെൻ പ്ലാന്റ് പോളിനേറ്റർ ഇവോൾഡ്, കോ ഇവോൾഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം. ഈ 2 എക്സാമ്പിൾ ആണ് നിങ്ങൾ കോ എക്സ്റ്റിങ്ഷനിൽ പഠിച്ചത്. ഓക്കെ ആണല്ലോ? കോ എക്സ്റ്റിങ്ഷൻ. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അനഘ, വെരി ഗുഡ്. സോ കോ എക്സ്റ്റിങ്ഷനിൽ നമ്മൾ പഠിച്ച 2 എക്സാമ്പിൾ, ഒന്ന് കോ ഇവോൾഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസവും, 2 നിങ്ങൾ ഹോസ്റ്റ് ഫിഷ് സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്സ്, ഇറ്റ്സ് യുണീക്ക് അസംബ്ലേജ് ഓഫ് പാരസൈറ്റ് ഓൾസോ മീറ്റ് സെയിം ഫേറ്റ്. അതേപോലെ തന്നെ അതും എക്സ്റ്റിങ് ടൈപ്പും. സോ ഒബ്ലിഗേറ്റ് എന്നുള്ളതാണ് ഇതിലെ കീ വേർഡ്. ഏതാണ് എന്ന് ചോദിച്ചാൽ ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പിൽ 2 ഓർഗാനിസം ഉണ്ടായാൽ, കംപ്ലീറ്റ് റിലേഷൻഷിപ്പിൽ 2 ഓർഗാനിസം ഉണ്ടായാൽ ഒരു ഓർഗാനിസം പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? മറ്റേ ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആവും. ദാറ്റ് ഈസ് കോൾഡ് കോ എക്സ്റ്റിങ്ഷൻ. സോ നമുക്ക് ഡി ആണ് ആൻസർ എന്ന് കിട്ടും. ദ റീസൺ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആർ
ദ റീസൺ ഫോർ എന്തിന് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യണം എന്നാണ്. അപ്പൊ നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി നമ്മൾ 3 കാരണങ്ങൾ കൊണ്ടാണ് കൺസേർവ് ചെയ്യുക. വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി ഡ്യൂ ടു 3 റീസൺസ്. എന്തൊക്കെയാ? ഒന്ന് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, നാരോലി യൂട്ടിലിറ്റേറിയൻ, എത്തിക്കൽ റീസൺ. 3ഉം ശരിയാണല്ലോ. ദർ ആർ 3, നമ്മൾ ഓൾ ദി എബവ് എന്നാണ് ഇതിന് കൊടുക്കേണ്ടത്. വൈ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? വൈ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ ദർ ആർ n നമ്പർ ഓഫ് റീസൺസ്. ഓക്കെ, ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ ഒരുപാട് റീസൺ ഉണ്ട്. പക്ഷേ എന്താണ്, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: നാരോലി യൂട്ടിലിറ്റേറിയൻ, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആൻഡ് എത്തിക്കൽ റീസൺസ്. ഓക്കെ, അതിൽ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ? ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇക്കോസിസ്റ്റം സർവീസസ്. ഓക്കെ, ഇക്കോസിസ്റ്റം സർവീസുകൾ നമ്മൾ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയനിൽ വെച്ചു. ഓക്കെ, നാരോലി യൂട്ടിലിറ്റേറിയനിൽ നമ്മൾ എന്താ മക്കളെ വെച്ചത്? നാരോലി യൂട്ടിലിറ്റേറിയനിൽ ഇക്കോസിസ്റ്റം സർവീസ്, നാരോലി യൂട്ടിലിറ്റേറിയനിൽ ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്സ് വെക്കുക. ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്. ഓക്കെ, സോ എത്തിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ മാനുഷിക പരിഗണന വെച്ച് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുക. അതാണ് എത്തിക്കൽ റീസൺ. സോ ഇക്കോസിസ്റ്റം സർവീസിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്. അറ്റ്മോസ്ഫിയറിൽ 20% ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. പോളിനേഷൻ. ഓക്കെ, ഫ്ലഡ് കൺട്രോൾ, ക്ലൈമറ്റ് കൺട്രോൾ ബൈ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം. ഇതൊക്കെ ഇക്കോസിസ്റ്റം സർവീസ് ആണ്. സോ ഇക്കോസിസ്റ്റം സർവീസ് എന്ന് പറയുന്നത് ഏതിലാ വരുക? ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. നാരോലി യൂട്ടിലിറ്റേറിയനിൽ വരുക എന്താണ്? ഫയർവുഡ്, ഫുഡ്, ദെൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ടാനിൻസ്, ഡൈസ്, റെസിൻ, അങ്ങനെയുള്ള എക്കണോമിക് ബെനിഫിറ്റ് ഉള്ള സാധനങ്ങളാണ് ഇതിൽ വരിക? നാരോലി യൂട്ടിലിറ്റേറിയൻ. ഓക്കെ ആണേ. വൈ ഷുഡ് വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? 3 കാറ്റഗറീസ്: നാരോലി, ബ്രോഡ്ലി ആൻഡ്. ഇനി അടുത്ത് നോക്കിയേ, ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റം സർവീസ് അല്ലേ? സോ എക്സെപ്റ്റ്, സോ പോളിനേഷൻ എന്ന് പറയുന്ന ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ഇക്കോസിസ്റ്റം സർവീസ് ആണ്. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് എന്ന് പറയുന്ന ഇക്കോസിസ്റ്റം സർവീസ് ആണ്. എസ്തെറ്റിക് പ്ലഷർ ഓഫ് വാക്കിംഗ് ത്രൂ തിക് വുഡ്സ്. തിക് വുഡ്സിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമ്മളുടെ സന്തോഷമൊക്കെ ഏതിൽ വരും? അതൊക്കെ ഇക്കോസിസ്റ്റം സർവീസ് ആണ്. ഫയർവുഡ് എന്ന് പറയുന്നത് എന്താണ്? നാരോലി യൂട്ടിലിറ്റേറിയൻ. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ്? ഫയർവുഡ് എന്ന് പറയുന്നത് എന്താണ്? നാരോലി. ഞാൻ പറഞ്ഞ ഫുഡ്, ഫയർവുഡ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ഫൈബേഴ്സ്, ഇതൊക്കെ ഏതിലാ വരുക? നോക്കിയേ, കണ്ടില്ലേ? പോളിനേഷൻ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആണ്. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്, ദെൻ എസ്തെറ്റിക് പ്ലഷർ ഒക്കെ ഏതിലാ വന്നത്? ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. സോ ഫയർവുഡ് എന്ന് പറയുന്നതാണ് ആൻസർ. ഫയർവുഡ് എന്നാണ്, നാരോലി യൂട്ടിലിറ്റേറിയൻ ആണ്. സോ എക്സ്പ്ലോറേഷൻ ഓഫ്, നമ്മൾ സമയം ഏതാണ്ട് അതിക്രമിച്ച്, എക്സ്പ്ലോറേഷൻ ഓഫ് മോളിക്കുലാർ, ജനറ്റിക് ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു പ്രൊഡ്യൂസ് സർട്ടൻ പ്രോഡക്ട്സ് ഓഫ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്, ബയോ പ്രോസ്പെക്ടിങ്. ഓക്കെ, സ്റ്റഡി ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, മോളിക്കുലാർ ഡൈവേഴ്സിറ്റി. ഈ 3 സാധനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എന്തിനാണ്? ടു പ്രൊഡ്യൂസ് സർട്ടൻ പ്രോഡക്ട്സ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതായത് ഞാനൊരു മരുന്ന് കമ്പനിയുടെ ഉടമയാണ്. ഞാൻ ജനറ്റിക് ഡൈവേഴ്സിറ്റിയും സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും മോളിക്കുലാർ ഡൈവേഴ്സിറ്റിയും പഠിക്കുന്നതിനാ? ടു പ്രൊഡ്യൂസ് സർട്ടൻ പ്രോഡക്ട്സ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതിന് പറയുന്ന പേരെന്താ? ബയോ പ്രോസ്പെക്ടിങ് എന്നാ പറയാ. ഡി ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഓക്കെ, ബയോ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് മോളിക്കുലാർ ഡൈവേഴ്സിറ്റിയും ജനറ്റിക് ഡൈവേഴ്സിറ്റിയും സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും പഠിക്കുക. എന്തിനു വേണ്ടി പഠിക്കുക? ടു പ്രൊഡ്യൂസ് സർട്ടൻ പ്രോഡക്ട്സ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അടുത്തത് ലാസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ എത്തി. എന്താണ്? കൺസർവേഷൻ. ഹൗ ഡു വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി? ഹോട്ട്സ്പോട്ട്സ് ആർ റീജിയൻസ് ഓഫ്. ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച ആ പേര് കോയിൻ ചെയ്താരെന്നറിയാം? നോർമാൻ മേയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഹോട്ട്സ്പോട്ട് കണ്ടുപിടിച്ചത്. ലോകത്തിൽ എത്ര ഹോട്ട്സ്പോട്ടുകളാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്? 25. ഓക്കെ, അതിൻ്റെ കൂടി 9 എണ്ണം ചേർന്ന് ഇപ്പൊ എത്ര ഹോട്ട്സ്പോട്ട് ഉണ്ട്? 34 ഹോട്ട്സ്പോട്ട് ഉണ്ട്. അതിന് ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഇന്തോ ബർമയുണ്ട്, ഹിമാലയ ഉണ്ട്, എന്നാണുള്ളത്. ഹിമാലയ ഉണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം, ഇന്തോ ബർമ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയൻ ബെൽറ്റും ഉണ്ട്. സോ ഇന്ത്യയില് 3/34 എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട് ഹോട്ട്സ്പോട്ട്. ഈ ഹോട്ട്സ്പോട്ട് 34 എണ്ണം കൂട്ടിവെച്ചാൽ ദ ലാൻഡ് ഏരിയ ഈസ് ലെസ് ദാൻ 2%. അതായത് എല്ലാ ഹോട്ട്സ്പോട്ടും കൂടി നമ്മൾ നോക്കിയാലല്ലേ 34 ഹോട്ട്സ്പോട്ടും കൂടി എത്ര ഏരിയ കവർ ചെയ്യുന്നത്? ലെസ് ദാൻ 2% ആണ്. പക്ഷേ ഇതിനെ നിങ്ങളൊന്ന് കൺസേർവ് ചെയ്ത് നോക്കിയേ. വി ക്യാൻ റെഡ്യൂസ് ദി ഓൺഗോയിങ്
മാസ് എക്സ്റ്റിങ്ഷൻ ബൈ 30%. അതായത് ഇന്ന് നടക്കുന്ന മാസ് എക്സ്റ്റിങ്ഷന്റെ വേഗത 30% കുറക്കാൻ ആർക്കാകും? ഈ 34 സൈറ്റുകൾ നമ്മൾ കൺസേർവ് ചെയ്താൽ നടക്കും. ഓക്കെ, അപ്പൊ വാട്ട് ആർ ദി യുണീക് ഫീച്ചർ ഓഫ് ഹോട്ട്സ്പോട്ട്സ്? ഹോട്ട്സ്പോട്ടിന്റെ ഒരു യുണീക് ഫീച്ചർ എൻഡമിസ് ആണ്. ഹൈ എൻഡമിസം, ഹൈ സ്പീഷീസ് റിച്ച്നെസ്. ഓക്കെ, ഹൈ എൻഡമിസം, ഹൈ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് accelerated habitat loss. Accelerated habitat loss. These are the three unique feature of hotspots. So hotspots il endemism കൂടുതലായിരിക്കും. എന്താണ് endemism എന്ന് പറഞ്ഞാൽ? A species that is confined to a particular area. ഒരു ഏരിയയിൽ മാത്രം കാണുന്ന living organism അല്ലെ species. It is not present anywhere else. വേറെ എവിടെയും കാണില്ല, ഒരു സ്ഥലത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ടുള്ള സ്പീഷീസുകളെയാണ് എൻഡമിക് സ്പീഷീസ്. അത് കുറെ വേണം. ഹൈ സ്പീഷീസ് റിച്ച്നെസ്, ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ്. ഇത് മൂന്നും ഫുൾഫിൽ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? റെഡി? സെറ്റ് അല്ലേ? ആണല്ലോ? ഇത്രയും നമുക്ക് ഹോട്ട്സ്പോട്ട് പഠിക്കാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. ഹോട്ട്സ്പോട്ടിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടില്ലേ? എൻഡമിസം വേണം, സ്പീഷീസ് റിച്ച്നെസ് വേണം, ദെൻ ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ്. ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ഫീച്ചർ. ആരുടെ? ഹോട്ട്സ്പോട്ടിൻ്റെത്. ആദ്യം 25 ഉണ്ടായിരുന്നു, പിന്നെ 9 കൂടി 34 പക്ഷേ ഏരിയ ലെസ് ദാൻ 2% ഉള്ളൂ. അതിനെ പ്രിസർവ് ചെയ്താൽ 30% എന്ത് ചെയ്യാം? മാസ് എക്സ്റ്റിങ്ഷൻ റേറ്റ് നമുക്ക് കുറക്കാനാകും. ഓക്കെ, ഇനി അത് നോക്കിയേ. ഇൻ ദ ഫോളോയിങ് ഈച്ച് സെറ്റ് കൺസർവേഷൻ അപ്രോച്ച് ആൻഡ് ആൻ എക്സാമ്പിൾ ഓഫ് എ മെത്തേഡ് ഓഫ് കൺസർവേഷൻ ആർ ഗിവൺ. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ ബയോസ്ഫിയർ റിസർവ് ശരിയാണ്. എക്സിറ്റു കൺസർവേഷൻ സാക്രഡ് ഗ്രൂവ് തെറ്റാണ്. സാക്രഡ് ഗ്രൂവ് ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ഇൻസിറ്റു കൺസർവേഷൻ സീഡ് ബാങ്ക് തെറ്റാണ്, അത് എക്സിറ്റു കൺസർവേഷൻ ആണ്. എക്സിറ്റു കൺസർവേഷൻ ക്രയോ പ്രിസർവേഷൻ അത് ശരിയാണ്. സോ എ ആൻഡ് ഡി എന്ന് പറയുന്നതാണ് ഉത്തരം. എ ആൻഡ് ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഇൻ ദ ഫോളോയിങ് സെറ്റ് എന്നാണ് എക്സാമ്പിളുമായിട്ട് മാച്ച് ചെയ്യുന്നത് എന്നാണ്? എ ആൻഡ് ഡി ആണ്. റെഡി ആണല്ലോ? എ ആൻഡ് ഡി അല്ലേ? സെറ്റ് അല്ലേ? അതിലാകെ നമ്മൾ ഓർക്കേണ്ടത് ഇൻസിറ്റു ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഏരിയ എന്നാണ് എൻട്രൻസിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇൻസിറ്റു ഏതൊക്കെയാണ്? ഒന്ന് നാഷണൽ പാർക്കാണ്, ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. പിന്നെ ആരാളുള്ളത്? ബയോസ്ഫിയർ റിസർവ്സ്. പിന്നെ ആരാണ്? സാക്രഡ് ഗ്രൂവ്സ്. സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ കാവുകൾ. ഇത്രയും ഇൻസിറ്റു ആണെന്ന് ഓർക്കുക. ബേസിക്കലി ഇതിലെ ചോദ്യം ചോദിക്കുള്ളൂ. നാഷണൽ പാർക്ക് നമുക്ക് 90 എണ്ണം ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി 448 ഉണ്ട്, ബയോസ്ഫിയർ റിസർവ് 14 എണ്ണം ഉണ്ട്. സാക്രഡ് ഗ്രൂവ്സ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതിൽ പറയാം. സോ എക്സിറ്റൂല് വരുമ്പോ എക്സിറ്റു കൺസർവേഷൻ പേര് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒന്ന് എക്സിറ്റു കൺസർവേഷനില് ബൊട്ടാണിക്കൽ ഗാർഡൻ, ദെൻ സുവോളജിക്കൽ പാർക്ക്, പിന്നെ എന്താണ്? വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, പിന്നെ എന്താണ്? സീഡ് ബാങ്ക്. ഓക്കെ, പിന്നെ എന്താണ്? ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ദെൻ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഓക്കെ ആണ്. ദെൻ ക്രയോ പ്രിസർവേഷൻ. ഇത്രയും നിങ്ങൾ ഓർക്കണം. ക്രയോ പ്രിസർവേഷൻ. ഓക്കെ ആണല്ലോ? ഇത്ര അറിയെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയാൻ എഴുതാനാവും. എക്സിറ്റു കൺസർവേഷൻ എന്തൊക്കെ, ഇൻസിറ്റു കൺസർവേഷൻ എന്തൊക്കെ. ഓക്കെ, ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഗാമൈറ്റുകളെയൊക്കെ -196 ഡിഗ്രിയിൽ എന്താണ് ലിക്വിഡ് നൈട്രജനിൽ എന്ത് ചെയ്യുക? പ്രിസർവ് ചെയ്യുന്നതാണ് ക്രയോ പ്രിസർവേഷൻ. സോ ഈ രണ്ട് സ്കെലിട്ടൺ പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാനാവും. ഞാൻ ഈ സാക്രഡ് ഗ്രൂവ് മാത്രം പറഞ്ഞിട്ടില്ലേ, ബാക്കിയൊക്കെ പറഞ്ഞു. സോ നോക്കിയേ, അടുത്ത് നോക്കൂ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ. എല്ലാം എക്സിറ്റു കൺസർവേഷൻ ആണ് എക്സെപ്റ്റ് 1. ഏതാണ് എക്സെപ്റ്റ് 1? ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഓക്കെ, നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. 14 ബയോസ്ഫിയർ റിസർവ്. അതെന്താണ്? ഇറ്റ് ഈസ് ഇൻ സിറ്റു. ഓൾ അതേഴ്സ് ആർ എക്സിറ്റു. ഓക്കെ ആണല്ലോ? അടുത്തത് വിച്ച് ഏരിയ ഓഫ് മധ്യപ്രദേശ് കണ്ടെയ്ൻ സാക്രഡ് ഗ്രൂവ്സ്. അപ്പൊ സാക്രഡ് ഗ്രൂവ്സ് ഞാൻ പറയാന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്. സാക്രഡ് ഗ്രൂവ്സുകൾ എന്ന് പറഞ്ഞാൽ കാവുകളാണ്. എ ഫോറസ്റ്റ് പാച്ച് എന്താണ്? എ ഫോറസ്റ്റ് പാച്ച് കൺസേർവ് ഡ്യൂ ടു റിലീജിയസ് റീസൺ. മതപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു ഫോറസ്റ്റ് പാച്ച് പ്രിസർവ് ചെയ്യുന്നതിനെ നമ്മൾ സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറയും. സാക്രഡ് ഗ്രൂവ്സ് എവിടെയൊക്കെയാ കാണുന്നത്? കാവുകൾ എവിടെയൊക്കെയാ മക്കളെ കാണുന്നത്? നോക്കിയേ, കാവുകൾ കാണുന്ന സ്ഥലം ഒന്ന് മേഘാലയ എന്നാണ്. മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ്? ജയന്തിയ ആൻഡ് കാസി ഹിൽസ്.
കാസി ഹിൽസ് ആൻഡ് ജയന്തിയ ഹിൽസ് ഓഫ് മേഘാലയ. മധ്യപ്രദേശിൽ എവിടെയൊക്കെയാണ് കാണുന്നത്? ഒന്ന് ചന്ത, ബസ്തർ ആൻഡ് സാർഗുജ. ഓക്കെ, സാർഗുജ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ്. വേറൊരു സ്ഥലത്തും കൂടി കാണുന്നുണ്ടല്ലോ, വെസ്റ്റേൺ ഗാർഡ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര. നാലാമത്തത് ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ. സോ സാക്രഡ് ഗ്രൂസുകൾ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് കാണുന്നത് മേഘാലയയിൽ ജയന്തി ആൻഡ് കാസി ഹിൽസ്, മധ്യപ്രദേശിൽ ചന്ത, ബസ്തർ ആൻഡ് സാർഗുജ ഡിസ്ട്രിക്ട്സ്, കർണാടക, മഹാരാഷ്ട്ര വെസ്റ്റേൺ ഗാർഡ് ബെൽറ്റിലെ ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ. ഇവിടെയൊക്കെയാണ് കൂടുതലായും കാവുകൾ കാണുന്നത്. അതിൽ തന്നെ ദ ലാസ്റ്റ് റെഫ്യൂജ് ഫോർ ത്രെട്ടൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മേഘാലയയിൽ പല മരങ്ങളും ഇല്ലേ, പല ത്രെട്ടൻഡ് സ്പീഷീസ് ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ, മേഘാലയയിൽ ഈ കാവുകളിൽ കാണുന്നുണ്ടെന്നാണ്. ദ ലാസ്റ്റ് റെഫ്യൂജ് ഫോർ എന്താണ് ത്രെട്ടൻഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ജയന്തിയ ആൻഡ് കാശി ഹിൽസ്. സോ ക്വസ്റ്റ്യനിലേക്ക് ഒരു വിച്ച് ഓഫ് ദി ഏരിയ ഓഫ് മധ്യപ്രദേശ് കണ്ടെയ്ൻ സാക്രഡ് ഗ്രൂവ്സ്? എക്സെപ്റ്റ് ആണ് സാർഗുജ, ചന്ത ആൻഡ് ബസ്തർ മധ്യപ്രദേശ് അല്ലേ. സോ ജയന്തിയ മേഘാലയയിലാണ്. ജയന്തിയ ഹിൽസ് എവിടെയാണ്? മേഘാലയയിലാണ്. സോ അടുത്തത് ഇന്റർനാഷണൽ മൂവ്മെന്റ്, ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദിസ് ചാപ്റ്റർ, ഇന്റർനാഷണൽ മൂവ്മെന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ജൈവ വൈവിധ്യ, നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി ഹാസ് നോ പൊളിറ്റിക്കൽ ബൗണ്ടറി. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺസേർവ് ദ ബയോഡൈവേഴ്സിറ്റി. സോ എല്ലാ നേഷനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. സോ 1992 ഒരു ഹിസ്റ്റോറിക് കൺവെൻഷൻ നടന്നു, ബ്രസീലിലെ റിയോയില് നടന്നു 1992. അതിന് നമ്മൾ പേരിട്ടു ദ എർത്ത് സമ്മിറ്റ്, ഭൗമ ഉച്ചകോടി. 1992 എർത്ത് എന്താണ് സമ്മിറ്റ് ആണ്, റിയോയിലാണ് നടന്നത്. 1992 എന്താണ് സസ്റ്റൈനബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്, അതാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ്. സസ്റ്റൈനബിൾ എന്താണ് ആയിട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യണം എന്നൊക്കെ 1992 നമ്മൾ പറയുന്നു. ദെൻ ക്യോട്ടോ ആൻഡ് മോൺട്രിയോ പ്രോട്ടോകോൾ ഒക്കെ നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ട്. ക്യോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എലിമിനേഷൻ കുറക്കാനുള്ള പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ക്ലോറോഫ്ലൂറോ കാർബൺ പോലെയുള്ള ഓസോൺ ഡെപ്ലീഷന്റെ ഗ്യാസസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിന്റെ ഫോളോ അപ്പ് മീറ്റിംഗിൽ 1992 എർത്ത് സമ്മിറ്റ് നടന്നത്. അതിന്റെ ഫോളോ അപ്പ് മീറ്റിംഗ് 10 വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹന്നാസ്ബർഗിൽ നടന്നു. അതിനെ നമ്മൾ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാ വിളിച്ചത്. വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കണ്ടില്ലേ, ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഹെൽഡ് ഇൻ ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. സോ അതിനുശേഷം 92 നടന്നു, 2002 നടന്നു, 2012 വീണ്ടും ഇവിടെ തന്നെയാണ് നടന്നതെന്നറിയാം, ഈ റിയോയിൽ തന്നെ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റിയിൽ അറിയാനുള്ളത്. ഒരുപാട് കാര്യം. ഈ ബയോഡൈവേഴ്സിറ്റിയിൽ മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് പാർട്ട് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻസിറ്റു എക്സിറ്റു ഉണ്ടല്ലോ, അവിടുന്ന് അധികം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഏരിയ എന്ന് പ്രതീക്ഷിക്കാം, ബാക്കി ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് പ്രതീക്ഷിക്കുക. സോ നമ്മൾക്ക് 1 അവർ ഉണ്ടായിരുന്നു. നമ്മൾ ഏതാണ്ട് 1.25 മണിക്കൂർ എടുത്തു. അനന്ത് സാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ക്ലാസ് എടുക്കാൻ വേണ്ടി. എല്ലാവരും സെറ്റ് ആണല്ലോ. സോ ബയോഡൈവേഴ്സിറ്റിയിലെ 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങ് പിടിക്കണം, അല്ലെ 2 ക്വസ്റ്റ്യനും നമുക്ക് ഇങ്ങ് പിടിക്കണം. എല്ലാവരും റെഡി അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? സെറ്റ് ആണല്ലോ? ഗംഭീരല്ലേ? ഫുൾ പവറിൽ എന്ത് ചെയ്യണം? ഫിസിക്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുക. സോ താങ്ക് യു ഓൾ.
ഹായ് ഗുഡ് മോർണിംഗ് അപ്പം വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോവാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് AC ആണ്. ഏതാണ്? AC അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഈ തണുപ്പത്തൊക്കെ പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണല്ലോ AC. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. യെസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ACയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിരിക്കും എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാൻ പോവുക. യെസ്, ഹായ് ഹലോ ഹായ് രേവതി, ആമിന, ലുലു, ഗംഗ. യെസ്. റെഡി അല്ലേ? ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. യെസ്. സോ ഫസ്റ്റ് യെസ്, ഹായ്. അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ബിഗിൻ AC. അപ്പൊ ACയിൽ ആദ്യമേ വരുന്നത് കുറച്ച് ഫംഗ്ഷൻസിന്റെ ആവറേജ് വാല്യൂസും അത് വെച്ചുള്ള ചോദ്യങ്ങളുമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആവറേജ് വാല്യൂ ഓഫ് ഒരു സൈൻ ഫംഗ്ഷൻ എടുത്താൽ, ഒരു കൊസൈൻ ഫംഗ്ഷൻ എടുത്താൽ ഓവർ 1 സൈക്കിൾ. AC എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഒരു വേവ് ഫോം ആണ് AC എന്ന് പറയുന്നത്. ഹായ് ശ്രീലിമ. യെസ്. അപ്പൊ ഇതാണ് ശരിക്കും ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൈക്കിളിലെ ആവറേജ് വാല്യൂ എടുത്താൽ എത്ര വരും എന്ന് ഒന്ന് ഉത്തരം പറഞ്ഞേ. ഒരു സൈക്കിളിലെ ആവറേജ് വാല്യൂ എടുത്താൽ ഉത്തരം എത്രയായിരിക്കും എന്ന് പറഞ്ഞേ. 0 ആയിരിക്കും. കാരണം ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് അതിന്റെ കറസ്പോണ്ടിങ് നെഗറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈൻ ഫംഗ്ഷൻ കണ്ടാലും ഒരു കൊസൈൻ ഫംഗ്ഷൻ ഒക്കെ കണ്ടാലും നിങ്ങൾ ആവറേജ് വാല്യൂന് എന്ത് കൊടുക്കണം? 0 എന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ അറിയേണ്ട കാര്യം എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ, അതായത് 5 ആംപിയർ 10 ആംപിയർ ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ തന്നെയായിരിക്കും. അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വാല്യൂ തന്നെയായിരിക്കും. സോ സൈൻ കൊസൈൻ ഫംഗ്ഷൻസ് എടുത്താൽ ആവറേജ് വാല്യൂ 0യും, അതേപോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും. അതായത് DC ഒക്കെ എടുത്താൽ ആക്ച്വലി ആവറേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ ആ വാല്യൂ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. എ കോംപ്ലക്സ് കറണ്ട് വേവ് ഈസ് ഗിവൺ ബൈ, അവിടെ ഒരു I is equal to 5 plus 5 sin 100 pi t എന്നാണ് ചോദ്യം. ഇറ്റ്സ് ആവറേജ് വാല്യൂ ഓവർ 1 ടൈം പീരീഡ്. ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ ആണ്. ഒരു സൈക്കിളിൽ ഉണ്ടാവുന്ന ആവറേജ് വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതും I ആവറേജ്. എന്തെഴുതും? I ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഫംഗ്ഷന്റെ ആവറേജ് ആണ്. അതിനർത്ഥം എന്താണ്? 5ന്റെ ആവറേജ് എടുക്കണം, അതേപോലെ 5 sin 100 pi t യുടെയും ആവറേജ് എടുക്കണം. ഈ രണ്ട് ഫംഗ്ഷൻസേയും ആവറേജ് എടുത്തിട്ട് മൊത്തം എത്രയാണോ ഉത്തരം കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നോക്കുക, സൈൻ എന്ന് കണ്ട ഉടനെ എനിക്ക് പറയാം, ഞാൻ പറഞ്ഞു സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്താൽ ആവറേജ് വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 0 എന്നിട്ടു. ഇതെന്ന് പറഞ്ഞാൽ 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സോ 5 എന്ന് തന്നെ എഴുതാം. 5 + 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആംപിയർ ആണ്. ആൻസർ എന്ത് എഴുതാം? ഓപ്ഷൻ B എന്ന് എഴുതാം. സോ അവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട വാല്യൂ എന്ന് പറയുന്നത് അതാണ്, ഓപ്ഷൻ B ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഒന്ന് ചിരിച്ചു കാണിച്ചേ. അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ACയിലോട്ട് കടക്കുകയാണ്. അപ്പൊ ACയിലോട്ട് കടക്കുക എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ആ ആളിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ആളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് സിംഗിൾ കമ്പോണന്റ് സർക്യൂട്ട് ഉണ്ട്. അതായത് R എന്ന് പറഞ്ഞാൽ ആരാണ്? റെസിസ്റ്റൻസ് മാത്രം വരുന്ന സർക്യൂട്ട് ഉണ്ട്. L എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡക്ടർ മാത്രം വരുന്ന സർക്യൂട്ട് ഉണ്ട്. C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ മാത്രം വരുന്ന സർക്യൂട്ട് ഉണ്ട്. ഇവരെയാണ് സിംഗിൾ കമ്പോണന്റ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. എന്താ ശരി, വെരി ഗുഡ്. അപ്പൊ RLC എന്ന് പറയുന്നത് സിംഗിൾ കമ്പോണന്റ് സർക്യൂട്ടുകൾ എന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ കോമ്പിനേഷൻസ് ആണ് പിന്നെ വരുന്നത്. അതായത് സീരീസ് കോമ്പിനേഷൻ ഓഫ് ഈ ആൾക്കാർ. ആരൊക്കെയാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്? RL എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണ്. RC എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണ്. LC എന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. അടുത്ത നിങ്ങൾ പഠിക്കുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. ചിരി മതി. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ, അപ്പൊ RL, RC, LC ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സീരീസ് കോമ്പിനേഷനിൽ പഠിക്കുന്നത്. ഇനി ഇവരുടെ കോമ്പിനേഷൻ ആയ LCR സീരീസ് സർക്യൂട്ട്, ഇത്രയും കാര്യങ്ങളാണെങ്കിൽ ഇത്രയും സർക്യൂട്ടുകളുടെ വിവരങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. അതിലെ ഓരോ മൈന്യൂട്ട് പോയിന്റ്സും അറിഞ്ഞിരുന്നാൽ, ഫേസർ ഡയഗ്രം അറിഞ്ഞിരുന്നാൽ ACയിലെ ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നോക്കുക,
സിംഗിൾ കമ്പോണന്റ് സർക്യൂട്ട്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. ആരൊക്കെയാണ്? ഒന്നെങ്കിൽ R, അല്ലെങ്കിൽ L, അല്ലെങ്കിൽ C. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആദ്യമേ റെസിസ്റ്റർ ഉള്ളിയാണ്, അതിനർത്ഥം റെസിസ്റ്റർ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ആദ്യമേ നമ്മളൊരു AC എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ സാധാരണ കാണിക്കുക? ഒരു AC ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ വേവ് പോലെയാണ് കാണിക്കുക. അതുകൊണ്ട് എന്ത് എഴുതാം? V is equal to V0 sin omega t എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ്. AC യിൽ നിങ്ങൾ പഠിക്കുന്ന വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് V is equal to V0 sin omega t. അത് ആദ്യമേ എഴുതുക. അത് കഴിഞ്ഞാൽ കറണ്ടിന്റെ കേസാണ്. ഒരു AC സർക്യൂട്ട് വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വോൾട്ടേജും കറണ്ടും തമ്മിൽ എന്തില്ല? ഫേസിന് വ്യത്യാസമില്ല. എന്തില്ല? ഫേസ് ഡിഫറൻസ് ഇല്ല. അതായത് ഈ സൈൻ ഒമേഗ ടിയിലെ ഈ ഒമേഗ ടി എന്ന് പറയുന്നതാണ് ഫേസ്. അത് കറണ്ടിന് ഇക്വേഷൻ വന്നാലും അതിന് എന്തില്ല? മാറ്റമില്ല. കറണ്ടിന് ഇക്വേഷൻ വന്നാലും എന്തില്ല? മാറ്റമില്ല. സോ ആദ്യം എന്തെഴുതി? ഒരു റെസിസ്റ്റർ ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ V is equal to V0 sin omega t, I is equal to I0 sin omega t. ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ V0യ്ക്കും I0യ്ക്കും പറയുന്ന പേരൊന്ന് കമന്റ് ചെയ്യാമോ? V0 I0 എന്ന് പറഞ്ഞാൽ V0 I0 എന്ന് പറഞ്ഞാൽ ആരാണ്? V0 എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. അതേപോലെ I0 എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. I0 എന്ന് പറഞ്ഞാൽ ആരാണ്? പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, RMS വാല്യൂ. RMSന്റെ വാല്യൂ അറിയാലോ? യെസ്, RMS എന്ന് പറഞ്ഞാൽ VRMS എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ √2. അതേപോലെ IRMS എന്ന് പറഞ്ഞാൽ I0 ബൈ √2. ഇതാണ് ആക്ച്വലി അറിയേണ്ട കാര്യം. നമ്മുടെ സാധാരണ നമ്മുടെ കേസിൽ വോൾട്ടേജുകളൊക്കെ വരുന്നത് മെഷർ ചെയ്യുന്നത്, AC വോൾട്ടേജുകളൊക്കെ എപ്പോഴും മെഷർ ചെയ്യുന്നത് RMS വാല്യൂസിലാണ്. AC കറണ്ടുകൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും എന്തിലാണ്? RMS കറണ്ടിലാണ്. യെസ്, ഓക്കെ. അപ്പം നമ്മൾ റെസിസ്റ്റർ സർക്യൂട്ടിൽ പറയുന്ന കാര്യം Vയും Iയും ഒരേ ഫേസിലാണ്. Vയും Iയും എന്താണ്? ഒരേ ഫേസിലാണ്. അപ്പൊ തന്നെ അറിയേണ്ട കാര്യം ഇവരുടെ ഡയഗ്രാം എങ്ങനെയാണ്, അതായത് ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? വളരെ സിമ്പിൾ ആണ്. ആദ്യമേ എന്ത് ചെയ്യണം? വോൾട്ടേജിനെ വരയ്ക്കുക. ആദ്യമേ എപ്പോഴും ചെയ്യേണ്ട കാര്യം കറണ്ടിനെ ബേസ് ആക്കി സെറ്റ് ചെയ്യുക. കറണ്ട് വരച്ചു. ഇതേ ആംഗിളിൽ തന്നെയാണ് വോൾട്ടേജും വരുന്നത് എന്ന് പറഞ്ഞാൽ അതേ ആംഗിളിൽ തന്നെയാണ് എന്താണ്? കറണ്ട്. ദാറ്റ് ഈസ് അതേ ആംഗിളിൽ തന്നെയാണ് കറണ്ടും അതേ ആംഗിളിൽ തന്നെയാണ് വോൾട്ടേജും. അപ്പോൾ ഫേസർ ഡയഗ്രത്തിന് ആംഗിൾ വ്യത്യാസമൊന്നുമില്ല. Vയും Iയും ഒരേപോലെ വേണം വരയ്ക്കാൻ. അതാണ് ഇതിന്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഫേസർ ഡയഗ്രാം വരച്ചു. ഇതാണ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ Vയും Iയും തമ്മിലുള്ള ആംഗിൾ ആണ് ശരിക്കും ഫൈ എന്ന് പറയുന്നത്. ഇവിടെ റെസിസ്റ്റർ സർക്യൂട്ടിൽ ആംഗിൾ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് കൊടുക്കാം? 0 ഡിഗ്രി എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം? 0 ഡിഗ്രി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളിന്റെ കൊസൈൻ കമ്പോണന്റ് അല്ലെങ്കിൽ കോസ് ഫൈ എന്ന് പറയും. അതിനാണ് പവർ ഫാക്ടർ എന്ന് പറയും. എന്താണ്? പവർ ഫാക്ടർ എന്ന് പറയും. ഇവിടെ കേസിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് 0 ആണ്. അത് എത്രയാണ്? 1 ആണ്. എത്രയാണ്? 1 ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി പവറിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. പവർ P is equal to ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? VRMS IRMS cos phi. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, AC-യില് സിംഗിൾ കമ്പോണന്റ് സർക്യൂട്ട്സിന്റെ കാര്യങ്ങൾ പഠിച്ചാൽ ബാക്കിയുള്ള സർക്യൂട്ടുകൾ ചെയ്യാൻ ഒരു ഏകദേശ ധാരണ കിട്ടും. അതുകൊണ്ട് തന്നെ സിംഗിൾ കമ്പോണന്റ് സർക്യൂട്ട്സിന്റെ പ്രോപ്പർട്ടീസ് വളരെ നല്ല പോലെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ആവറേജ് പവറിന്റെ ഇക്വേഷൻ. VRMS IRMS cos phi. ഒരു റെസിസ്റ്റർ സർക്യൂട്ട് മാത്രം വരികയാണെങ്കിൽ എന്ത് കൊടുക്കാം? ആവറേജ് പവർ P എന്ന് പറഞ്ഞാൽ എന്താണ്? VRMS into IRMS ആണ്. കാരണം cos phi എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പൊ ഇത്രയുമാണ് റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ ആദ്യം എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഡക്ടർ ഉള്ള സർക്യൂട്ടിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് ഇൻഡക്ടർ മാത്രം വരുന്ന സർക്യൂട്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രോപ്പർട്ടി ഉള്ള സർക്യൂട്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എങ്ങനെയാ കാണിക്കുക? L എന്ന് പറഞ്ഞ ആളെയാണ് കാണിക്കുക. യെസ്, ഓക്കെ. അപ്പൊ അടുത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിയേ, V is equal to V0 sin omega t നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഇൻഡക്ടറിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് V0 sin omega t ആണ്. കറണ്ട് omega t minus pi by 2. കണ്ടോ? വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു pi by 2 ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു pi by 2 ഫേസ് ഡിഫറൻസ് ഉണ്ട് ഇൻഡക്ടറിന്റെ കേസിൽ. അത് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതാണ് കറണ്ടെങ്കിൽ കറണ്ടിനേക്കാളും ലീഡ് ചെയ്യുന്നുണ്ട് ആര്? വോൾട്ടേജ്. സോ ഇൻഡക്ടറിന്റെ കേസിൽ V ലീഡ്സ് I എന്ന് വേണം എഴുതാൻ, അല്ലെങ്കിൽ I ലാഗ്സ് ബിഹൈൻഡ് V എന്ന് വേണം എഴുതാൻ. യെസ്, ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു ആരെക്കാളും? കറണ്ടിനേക്കാളും, അല്ലെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു വോൾട്ടേജിനേക്കാളും ബൈ എ ഫേസ് pi by 2. അപ്പൊ ഫേസ് ഡിഫറൻസ് അവിടെ കിട്ടി എന്ന് പറഞ്ഞാൽ pi by 2 ആണ്.
അങ്ങനെയാണെങ്കിൽ കോസ് ഫൈ എഴുതാം. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് പൈ ബൈ 2 ആണ്. കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര? കോസ് 90 ആണ്, വിച്ച് ഈസ് 0. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ആവറേജ് പവറിന്റെ വാല്യൂ പറയാമോ? ആ സർക്യൂട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ആവറേജ് പവറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? VRMS IRMS കോസ് ഫൈ എന്നാണ്. ഇവിടെ കോസ് ഫൈ 0 ആണ്. സോ ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ് 0. അവിടെയാണ് നിങ്ങൾ അറിയേണ്ടത്. ചോക്ക് കോയിൽ എന്ന് കേട്ടാൽ നിങ്ങൾ ആലോചിക്കണം, അതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. എന്ത് സർക്യൂട്ട് ആണ്? കോയിൽ എന്ന് കേട്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോയിൽ എന്ന് മാത്രമാണ് കേൾക്കുന്നെങ്കിൽ ദാറ്റ് മീൻസ് ആ കോയിലിന് എന്തൊക്കെയുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡക്റ്റൻസും ഉണ്ട്. അതേസമയം ഒരു ചോക്ക് കോയിൽ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. ഒരു ചോക്ക് കോയിൽ മൂലം ഉണ്ടാവുന്ന ആവറേജ് പവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. ചോക്ക് കോയിൽ മൂലം ഉണ്ടാവുന്ന ആവറേജ് പവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് തന്നെ പവർ 0 ആയ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്സിനെയൊക്കെ പറയുന്ന പേരാണ് വാട്ട്ലെസ് സർക്യൂട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ്, പവർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്ലെസ് സർക്യൂട്ട് എന്ന് പറയും. എന്താണ്? വാട്ട്ലെസ് സർക്യൂട്ട്. അപ്പോൾ പ്യുവർ ഇൻഡക്ടർ വരുന്ന കേസിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ വരുന്ന കേസിൽ നമ്മൾ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാളെ പഠിക്കുന്നുണ്ട്. അത് ആരായിരുന്നു പറഞ്ഞത്? റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരാളെ പഠിക്കുന്നുണ്ട്. അയാളുടെ പേര് പറയാമോ? റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് പഠിക്കുന്ന ആര്? റിയാക്ടൻസ് ആണ്. ഇൻഡക്ടർ ആയതുകൊണ്ട് തന്നെ എന്ത് വിളിക്കാം? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കാം. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ എങ്ങനെയാ കാണിക്കുക? XL എന്നാണ് കാണിക്കുക. XL ന്റെ ഫോർമുല ഈസ് XL is equal to L omega. XL equal to L omega. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. 2π into nu ആണ്. XL is equal to L omega 2π into nu. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? XL is equal to L omega plays role of resistance. ഇനി ഇവിടെ നോക്കിയേ, കപ്പാസിറ്റി സർക്യൂട്ടിലേക്ക് പോവാം. എന്താണോ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പഠിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ കപ്പാസിറ്റി സർക്യൂട്ടിൽ ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ഇക്വേഷൻ V0 sin omega t എന്ന് എഴുതിയാൽ കറണ്ടിന്റെ ഇക്വേഷൻ എന്ത് എഴുതണം? പ്ലസ് പൈ ബൈ 2, ദാറ്റ് ഈസ് I0 sin omega t പ്ലസ് പൈ ബൈ 2 എന്ന് വേണം എന്ത് ചെയ്യാൻ? കൊടുക്കാൻ. അതായത് കറണ്ട് ലീഡ്സ് ടു ദ വോൾട്ടേജ് ബൈ പൈ ബൈ 2 എന്നാണ്. അപ്പൊ ഫേസർ വരയ്ക്കുമ്പോൾ എപ്പോഴും കറണ്ടിനെ ബേസ് ആക്കി വെക്കുക. കറണ്ട് വരച്ചു, അത് കഴിഞ്ഞാൽ വോൾട്ടേജ് ലാഗ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? വോൾട്ടേജിനെ താഴേക്ക് വേണം വരയ്ക്കാൻ. ഇതാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, പൈ ബൈ 2 എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റി, പ്യുവർ കപ്പാസിറ്റി സർക്യൂട്ടിലും ഫേസ് ഡിഫറൻസ് പൈ ബൈ 2 ആണ്. അങ്ങനെ ഫേസ് ഡിഫറൻസ് പൈ ബൈ 2 ആണെങ്കിൽ എന്ത് കൊടുക്കാം? അതും കോസ് ഫൈ 0 ആണ്. അവിടെയും എന്തില്ല? പവർ ഇല്ല. പവർ ഇല്ലെങ്കിൽ വാട്ട്ലെസ് സർക്യൂട്ട് ആണ്. P ആവറേജ് എന്ന് പറഞ്ഞാൽ 0 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ കപ്പാസിറ്റി സർക്യൂട്ടിൽ റിയാക്ടൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പഠിച്ച പോലെ കപ്പാസിറ്റി സർക്യൂട്ടിലും റിയാക്ടൻസ് ഉണ്ട്. ആ കപ്പാസിറ്റി സർക്യൂട്ടിലെ റിയാക്ടൻസിന് പറയുന്ന പേരെന്താണ്? XC എന്നാണ്, which is equal to 1/C omega ആണ്. എന്താണ്? 1/C omega. അതും നമ്മൾ പറഞ്ഞു. അവിടെ XC എന്താണ്? റെസിസ്റ്റൻസിന്റെ റോളാണ് പ്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ചൊരു കൃത്യമായ ഒരു ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് കോമ്പിനേഷൻ സർക്യൂട്ടുകളെ പഠിക്കാൻ സാധിക്കും. കോമ്പിനേഷൻ സർക്യൂട്ടുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ ഫേസർ ഡയഗ്രത്തിലാണ്. കോമ്പിനേഷൻ സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്? ഫേസർ ഡയഗ്രത്തിലാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ നിന്ന് അതിനുള്ള ഉത്തരം ആദ്യമേ പറയണം. സോ ഒരു ചോക്ക് കോയിൽ ഉണ്ടാവുന്ന ആവറേജ് പവർ കൺസപ്ഷൻ എത്രയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒരു കപ്പാസിറ്റി സർക്യൂട്ടിൽ ഉണ്ടാവുന്ന കറണ്ട് വെസസ് എന്താണ് വോൾട്ടേജ് പ്രോപ്പർട്ടി എങ്ങനെയാണ്? ആര് ലാഗ് ചെയ്യും, ആര് ലീഡ് ചെയ്യും? രണ്ടാമത്തെ ചോദ്യം വേഗം കമന്റ് ചെയ്യണേ. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീരീസ് കോമ്പിനേഷൻ പോവാം. അത് കഴിഞ്ഞ് നേരെ അതിന്റെ കണക്കിലേക്ക് പോകാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ. മൂന്നാമത്തെ ചോദ്യം, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് എടുത്താൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഫോർമുല എന്താണ്? വേഗം പറയുക. സോ ചോക്ക് കോയിൽ എന്ന് കണ്ടു. ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ ആവറേജ് പവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ശരിയാണ്. കപ്പാസിറ്റി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് ലീഡ് ചെയ്യും. വോൾട്ടേജ് എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. ഫേസർ എങ്ങനെയായിരിക്കും? വോൾട്ടേജ് താഴോട്ടും കറണ്ട് ബേസിലേക്കുമായിരിക്കും. യെസ്. ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ XLന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. യെസ്, L ഒമേഗയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് പോകാം. ഈ കോമ്പിനേഷൻ സർക്യൂട്ടും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതുമായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? യെസ്.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം വളരെ ചെറിയ കാര്യങ്ങൾ പോലും മറക്കരുത്. ചിലപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക, മറക്കാനുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. സോ ഫോക്കസ് ഹിയർ. ഇവിടെ നോക്കുക, ഫസ്റ്റ് നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ RL സർക്യൂട്ട് ആണ്. ആരാണ്? RL സർക്യൂട്ട് കോമ്പിനേഷൻ. RL സർക്യൂട്ട് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, എന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടൊന്ന് വരച്ചു നോക്കണം കേട്ടോ. എല്ലാവരും ബേസിക് ആയിട്ടൊന്ന് വരച്ചു നോക്കണം. RL സർക്യൂട്ടിൽ നമ്മൾ വരയ്ക്കുന്നത് ആദ്യം ഒരു റെസിസ്റ്റൻസ് വരയ്ക്കും, ഒരു ഇൻഡക്ടർ വരയ്ക്കും. ഓക്കെ, ഇത് ഒരു സോഴ്സുമായി എന്ത് ചെയ്യും, നമ്മൾ കണക്ട് ചെയ്യും. എന്ത് കണക്ട് ചെയ്യും? സോഴ്സുമായി കണക്ട് ചെയ്യും. V is equal to V0 sin omega t എന്നാണ് സോഴ്സിന്റെ വോൾട്ടേജ്. സോ ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? കറണ്ട് വരും. ഓക്കെ, ഒരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ റെസിസ്റ്ററിന്റെ അക്രോസും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ഇൻഡക്ടറിന്റെ അക്രോസും എന്തുണ്ടാവും, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ അത് ആദ്യമേ കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം ആണല്ലോ. അപ്പൊ VR ഉം VL ഉം ആദ്യമേ എഴുതുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, അത് ആദ്യമേ കണ്ടുപിടിക്കണം. സോ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? VR എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ആണ്. ഇതിലെ പോകുന്ന കറണ്ട് I ആണ്. റെസിസ്റ്റൻസ് R ആണ്. റെസിസ്റ്റൻസ് ആരാണ്? R ആണ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? VR is equal to I into R എന്ന് എഴുതാം. അതേപോലെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പോയാൽ നോക്കിയേ, കറണ്ട് I തന്നെയാണ്, റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XL ആണ്. അപ്പൊ ഓംസ് ലോ പ്രകാരം എന്ത് എഴുതാം? I into XL എന്ന് എഴുതാം. എന്ത് എഴുതാം? ഓംസ് ലോ പ്രകാരം എന്ത് എഴുതാം? I into XL എന്ന് എഴുതാം. ഓക്കെ, യെസ്. അപ്പം ആക്ച്വലി ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ്. സോ ആദ്യമേ വരയ്ക്കേണ്ടത് വോൾട്ടേജിന്റെ ഫേസർ ഡയഗ്രാം ആണ്. എന്താണ്? വോൾട്ടേജ് ഫേസർ ഡയഗ്രാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറണ്ട് ആദ്യമേ വരയ്ക്കാം. കറണ്ട് I ആണ്. കറണ്ട് I ആണെങ്കിൽ, എടാ ഇവിടെ ശ്രദ്ധിച്ചേ, സച്ചു രോഹിത് ഇവിടെ ശ്രദ്ധിക്കടാ. കറണ്ട് I ആണെങ്കിൽ ശരിക്കും റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയായിരിക്കും? സെയിം ഫേസിൽ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ VR നെ ഇങ്ങനെ വരച്ചു. പ്രശ്നമുണ്ടോ? കറണ്ട് I ആണെങ്കിൽ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഞാൻ അതേ ഫേസിൽ തന്നെ വരച്ചു, VR എന്ന്. അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. യെസ്. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിനെ എനിക്ക് എങ്ങനെ വരയ്ക്കാം? ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇൻഡക്ടറിന്റെ അക്രോസ് ആണെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും. സോ VL എന്ന് പറഞ്ഞാൽ മറ്റേയാൾക്ക് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. മറ്റേയാൾക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ VR-ന്റെയും VL-ന്റെയും എഫക്റ്റീവ് ആയിട്ടാണ് ആരെ വരയ്ക്കുന്നത്? VA വരയ്ക്കുന്നത്. VR-ന്റെയും VL-ന്റെയും എഫക്റ്റീവ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? VA വരയ്ക്കാൻ. ഓക്കെ, യെസ്. അപ്പൊ അതാണ് വോൾട്ടേജ് ഫേസർ ഡയഗ്രാം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംപിഡൻസിന്റെ ഫേസർ ഡയഗ്രത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഫേസർ ഡയഗ്രത്തിലേക്ക് പോകാം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? രേവതി ഇവിടെ നോക്ക്. രേവതി, യെസ്. പ്രതിഭൻ, രമേശ്, യെസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇംപിഡൻസിലേക്ക് പോവാം. സോ കറണ്ട് I തന്നെയാണ്. VR എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പൊ അതിന്റെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസിന് എനിക്ക് എന്ത് എഴുതാം? R എന്ന് അവിടെ തന്നെ എഴുതാം. ഇൻഡക്ടൻസിന് എനിക്ക് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ആയിട്ട് XL എന്ന് എഴുതാം. ഇതിന്റെയും എഫക്റ്റീവ് ആയിട്ട് വരുന്ന ആളാണ് എന്ത്? ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആയിട്ട് വരുന്ന ആളാണ് ശരിക്കും എന്ത്? ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, V യും I യും തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ, വിച്ച് ഈസ് എന്താണ്? കോസ് ഫൈ എന്ന് കൊടുക്കാം. അതാണ് ഫേസ് കോസ് ഫൈ എന്ന് കൊടുക്കാം. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ്, ദാറ്റ് ഈസ് എന്താണ്? പവർ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഫേസർ ഡയഗ്രാം വളരെ സിമ്പിൾ ആണ്. ഫേസർ ഡയഗ്രാം വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് കറണ്ടിനെ കൺസ്ട്രക്ട് ചെയ്യുക. യെസ്, ശ്രദ്ധിക്കടാ, പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യമേ കറണ്ടിന്റെ ആളെ വരയ്ക്കുക. കറണ്ടിന്റെ ആളെ വരച്ചതിന് ശേഷം നിങ്ങൾ ആദ്യമേ VR-നെയും VL-നെയും നോക്കുക. VR എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെയിം ഫേസ് ആണ് അല്ലെ. റെസിസ്റ്റൻസിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെയിം ഫേസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റൻസിന്റെ കേസിൽ സെയിം ഫേസ് ആണെങ്കിൽ കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയായിരിക്കും എന്തും വരിക? വോൾട്ടേജും വരിക. കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയായിരിക്കും വോൾട്ടേജും വരിക ആണല്ലോ. സോ അത് ആദ്യമേ വരച്ചു, കറണ്ട് വരച്ചു, അതേ ഡയറക്ഷനത്തിന് എന്തും വരച്ചു, വോൾട്ടേജും വരച്ചു. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇൻഡക്ടർ ആണ്, ദാറ്റ് ഈസ് VL ആണ്. നിങ്ങൾ പഠിച്ചു കറണ്ട് എങ്ങോട്ടാണോ അതിനേക്കാളും ലീഡ് ചെയ്യുകയാണ് ഇൻഡക്ടർ. അപ്പൊ ഇൻഡക്ടർ എങ്ങനെ വരുമെന്ന് പറഞ്ഞേ? കറണ്ട് എങ്ങനെയാണോ അതിനേക്കാളും ലീഡ് ചെയ്യുകയാണ് ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടർ എങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയുക. നോക്കിയേ, ഇൻഡക്ടർ എങ്ങനെയായിരിക്കും? ഇൻഡക്ടർ ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ VL ഇങ്ങനെ വരും. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കിയേ, VR ഞാൻ ഇങ്ങനെ വരച്ചു, VL എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചു. വോൾട്ടേജ് ലീഡ് ചെയ്യുകയാണ്.
വോൾട്ടേജ് ലീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ VR ഇങ്ങനെയും VL ഇങ്ങനെയും വരും. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആയിട്ടാണ് എന്റെ വോൾട്ടേജ് വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും വോൾട്ടേജ് എഫക്റ്റീവ് ആയിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ, ഇങ്ങനെ വരയ്ക്കാൻ. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വോൾട്ടേജ് ഫേസർ ഡയഗ്രാം. ഇനി വളരെ സിമ്പിൾ ആണ് ഇംപിഡൻസ് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസുകളുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ. എങ്ങനെ വരയ്ക്കും? എങ്ങോട്ടാണോ ആദ്യമേ കറണ്ടിനെ I അതേപോലെ തന്നെ വരച്ചു. എങ്ങോട്ടാണോ വോൾട്ടേജ് ഉള്ളത് അതേ ഡയറക്ഷനിൽ തന്നെ റെസിസ്റ്റൻസിനെ വരയ്ക്കുക. റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ റെസിസ്റ്റൻസിനെ വരയ്ക്കുക. ഇൻഡക്ടൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ തന്നെ ആരെയും വരയ്ക്കുക, XLനെ വരയ്ക്കുക. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആണ് ആര്, Z എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഇംപിഡൻസ് എന്ന് പറയും. Z ആരാണ്? ഇംപിഡൻസ് എന്ന് പറയും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. അതാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഈ വാല്യൂ ആണ് ശരിക്കും ഫൈ എന്ന് പറയുന്നത്. ഇത് ഫൈ ആണെങ്കിൽ ഈ ഇസഡും ആറും തമ്മിലുള്ള ഈ വാല്യൂ ആണ് ശരിക്കും എന്താ, ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? വോൾട്ടേജിന്റെ ഫേസറും ഇംപിഡൻസിന്റെ ഫേസറും വരയ്ക്കാൻ നിങ്ങൾ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് LR സർക്യൂട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ RC സർക്യൂട്ടും LC സർക്യൂട്ടും പഠിക്കുന്നത്. അതിന്റെ അനാലിസിസിലേക്ക് കിടക്കാം. വോൾട്ടേജ് ഫേസറിന്റെ ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയെങ്കിൽ നോക്കിയേ പറഞ്ഞേ. യെസ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു നോക്കാം. നമ്മളിപ്പോ പഠിച്ച കാര്യം തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കാം. RL സർക്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RL സർക്യൂട്ടില് വോൾട്ടേജ് ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്. സോ ഇവിടെ നോക്കിയേ, V = V0 sin ωt ആദ്യം എഴുതി. ഞാൻ VR എഴുതി, VL എഴുതി. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ VR ഉം VL ഉം എഴുതി. VR = IR, VL = I × XL. ഇനി നോക്കിയേ, വോൾട്ടേജിന്റെ ഫേസർ ഡയഗ്രാം വരച്ചു. അത് ആദ്യമേ കറണ്ട് ആദ്യമേ വരച്ചു കാണിച്ചു. അതേ ഡയറക്ഷനിൽ തന്നെ ആരെ കാണിക്കണം? റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കാണിക്കണം. ഇല്ലല്ലോ, ആരതി വരത്തില്ല. യെസ്, VR ഉം I ഉം ഒരേ ഡയറക്ഷനിൽ കാണിച്ചു. VL ലീഡ് ചെയ്യുകയാണ്. സോ VL എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഇതിന്റെ എഫക്റ്റീവ് ആയിട്ട് വേണം വോൾട്ടേജ് വരയ്ക്കാൻ. ഇതൊരു പൈതഗോറസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ V = √VR² + VL² എന്ന് എഴുതാം. അടുത്ത നോക്കിയേ, അടുത്ത ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇംപിഡൻസ് ഫേസർ ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ R-നെ വരച്ചു, ഇവിടെ XL-നെ വരച്ചു, ഇവിടെ Z-നെ വരച്ചു. നോക്കിയേ, ഇവിടെ tan phi എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? tan phi എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആണ്. XL ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് R എന്ന് വരയ്ക്കാം. ദാറ്റ് ഈസ് XL ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ Z ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും RL സർക്യൂട്ടിൽ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇതേ പ്രോസസ് തന്നെയാണ് എവിടെയും വരിക, LR സർക്യൂട്ടിലും വരിക, SCR സർക്യൂട്ടിലും വരിക. നമ്മൾ ഇൻഡക്ടറിനെ റീപ്ലേസ് ചെയ്തു, ആര് കൊണ്ടുവന്നു? ഇവിടെ റെസിസ്റ്റൻസ് ആള് തന്നെയാണ്, ഇൻഡക്ടർ മാറി, ആര് മാറി? കപ്പാസിറ്റർ ആയി മാറി. ഇവിടെയും പഴയ പോലെ തന്നെ മാറ്റമൊന്നുമില്ല. VR എന്ന് പറഞ്ഞാൽ I × R എഴുതി. അതേപോലെ VC എന്ന് പറഞ്ഞാൽ എന്താണ്? I × XC എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫേസർ എങ്ങനെയായിരിക്കും ഒന്നൊന്ന് വരച്ച് കാണിച്ചാൽ, അങ്ങോട്ട് കാണിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഫേസർ വരുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെ ഫേസർ വരുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നോക്കിയേ, പഴയ പോലെ തന്നെ കറണ്ടിനെ ഞാൻ വരച്ചു, I എന്ന് വരച്ചു. VR ഉണ്ട്. VR ഉള്ളത് കൊണ്ട് തന്നെ അതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ ആരെ വരച്ചു? I-നെ വരച്ചു. VR ഉള്ളത് കൊണ്ട് തന്നെ VR-നെ എനിക്ക് അതേ ഡയറക്ഷനിൽ തന്നെ വരയ്ക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് VC ആണ്. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും കറണ്ടും തമ്മിൽ എങ്ങനെയാണെന്ന് ആലോചിക്കുക. കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? ലാഗ് ചെയ്യും എന്ന് വേണം ആലോചിക്കാൻ. സോ കപ്പാസിറ്റർ എന്താണ്? ലാഗ് ചെയ്തു. സോ താഴേക്ക് വേണം എന്ത് ചെയ്യാൻ? VC-യെ വരയ്ക്കാൻ. സോ ഞാൻ VC താഴേക്ക് വരച്ചു. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആയിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? VA കൊടുക്കാൻ. എഫക്റ്റീവ് ആയിട്ട് വേണം എന്ത് കൊടുക്കാൻ? VA കൊടുക്കാൻ. ഓക്കെ, അതേപോലെയാണ് ഇംപിഡൻസിന്റെ കേസും. ഇവിടെ R വരച്ചു, താഴേക്ക് എന്ത് വരയ്ക്കും? XC വരും. ഇതാണ് എന്ത് വരിക? Z എന്ന് വരിക. ഇവിടെയാണ് എന്ത് വരിക? Z എന്ന വാല്യൂ വരിക. ഓക്കെ, ഇവിടെ ഇവര് തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്, ഇവര് തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത്. കണ്ടോ? ശരിയല്ലേ? ഡൗൺ അല്ലേ? വോൾട്ടേജ് ഫേസർ ഡയഗ്രാം ഇവിടെ നോക്കിയേ, VR ഇങ്ങനെ വരച്ചു, VC താഴേക്ക് വരച്ചു, എഫക്റ്റീവ് എടുത്തു. ഇംപിഡൻസ് ഫേസർ ഡയഗ്രാം R ഇങ്ങനെ വരച്ചു, XC താഴേക്ക് വരച്ചു. ഇതിന്റെ രണ്ടിന്റെയും എഫക്റ്റീവ് ആയിട്ട് ഇംപിഡൻസിനെ എടുത്തു. അതിന്റെ ഫോർമുലാസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഫോർമുല ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഫേസർ വരയ്ക്കാൻ എന്ത് ചെയ്യണം? കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഫേസർ വരയ്ക്കാൻ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, LC സർക്യൂട്ട് വരുമ്പോൾ പിന്നെയും സിമ്പിൾ ആയ കാര്യങ്ങൾ. അവിടെ റെസിസ്റ്റൻസ് ഇല്ല, VL ഉം VC മാത്രമേ ഉള്ളൂ. സോ എനിക്ക് VL എഴുതാം, VC എഴുതാം. VL = I × XL, VC = I × XC എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ, വോൾട്ടേജ് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യണം? കറണ്ടിനെ ആദ്യമേ വരയ്ക്കുക. സോ ആദ്യമേ ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും മുകളിലേക്ക്, VL. കപ്പാസിറ്റർ എന്ത് ചെയ്യും? ലാഗ് ചെയ്യും താഴേക്ക്, VC.
കണ്ടോ? അപ്പൊ നോക്കിയേ, ഒരാള് VL മുകളിലേക്കും ഒരാള് VC താഴേക്കുമാണ്. സോ ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് ആണ് അവിടുത്തെ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് ആണ് ശരിക്കും എന്ത് എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് എന്ത് വരയ്ക്കാം? ഇമ്പിഡൻസിന്റെ കാര്യം വരയ്ക്കാം. ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, I ഞാൻ അങ്ങോട്ട് വരച്ചു. VL മുകളിലേക്കായതുകൊണ്ട് തന്നെ XL മുകളിലേക്കാണ്. VC താഴേക്കായതുകൊണ്ട് തന്നെ XC താഴേക്കാണ്. സോ ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് ആണ് ശരിക്കും എന്ത് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും എന്ത് LC സർക്യൂട്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. LC സർക്യൂട്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. The resistance of a DC coil for DC is 5 ohm. In case of AC, the resistance will. DCയുടെ കേസിൽ ഒരു കോയിലിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. AC-യുടെ കേസിൽ ആ കോയിലിന്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുമെന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഞാൻ ഇതിന്റെ ഐഡിയ പറഞ്ഞു തരാം. ഒരു DC സർക്യൂട്ട് ആണെങ്കിൽ അതിന്റെ റെഗുലർ കണ്ടീഷനിൽ അവിടെ ഇൻഡക്ടൻസിന് എന്തില്ല? എഫക്ട് ഇല്ല. ഇൻഡക്ടൻസിനോ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനോ എഫക്ട് ഇല്ല. ഒരു DC സർക്യൂട്ടിന്റെ റെഗുലർ കണ്ടീഷനിൽ ഇൻഡക്ടൻസിനോ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനോ അവിടെ യാതൊരുവിധ എന്തുമില്ല, എഫക്റ്റും ഇല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെ 5 ഓം റെസിസ്റ്റൻസ് എന്ന് കാണിച്ചത്. ഇനി ഒരു AC സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഡക്ടൻസിന് എഫക്ട് ഉണ്ട്, അതേപോലെ തന്നെ ഒറിജിനൽ റെസിസ്റ്റൻസിനും എഫക്ട് ഉണ്ട്. സോ അതിന്റെ അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് കൂടുമോ കുറയുമോ എന്നതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. റെസിസ്റ്റൻസ് കൂടുമോ കുറയുകയോ എന്നതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ എന്നൊന്ന് പറഞ്ഞേ. വിച്ച് വിൽ ബി ദ റൈറ്റ് ആൻസർ? ഏതായിരിക്കും ഇവിടെ ശരിയായി വരുന്ന ആൻസർ എന്ന് പറഞ്ഞേ. യെസ്. അപ്പം ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ DC സർക്യൂട്ടിൽ അതിന് യാതൊരുവിധ എഫക്റ്റും ഇല്ല എന്ന് വേണം പറയാൻ. അതേസമയം AC സർക്യൂട്ടിൽ വരുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്, ഒറിജിനൽ റെസിസ്റ്റൻസ് എഫക്റ്റും ഉണ്ട്. സോ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടും എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ റെസിസ്റ്റൻസ് കൂടിയാൽ ഓപ്ഷൻ C കിട്ടും. യെസ്. സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ നസീറ. യെസ്, ഓപ്ഷൻ C ആണ്, കൂടുമെന്ന് വേണം പറയാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ചോക്ക് ഈസ് പ്രിഫേർഡ് ടു എ റെസിസ്റ്റൻസ് ഫോർ ലിമിറ്റിംഗ് കറന്റ് ഇൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ടിൽ ഒരു ചോക്ക് ഓയിൽ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ചോക്ക് ഈസ് ചീപ്പ് എന്ന് പറയുന്നു. there is no wastage of power എന്ന് പറയുന്നു. ചോക്ക് ഈസ് കോമ്പാക്ട് ഇൻ സൈസ് എന്ന് പറയുന്നു. ചോക്ക് ഈസ് എ ഗുഡ് അബ്സോർബർ ഓഫ് ഹീറ്റ്. നമ്മൾ പറഞ്ഞു ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ ചോക്കിനെ കുറിച്ച് അറിയേണ്ട കാര്യം എന്താണ്? അവിടെ പവർ ഇല്ല, ദാറ്റ് ഈസ് വാട്ട്ലെസ് സർക്യൂട്ട് ആണ്. ആവറേജ് പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ആൻസർ ഏതാണ്? there is no wastage of power. അതാണ് there is no wastage of power. ഇവിടെ നോക്കിയേ. which of the following curves correctly represents the variation of capacitive? which of the following curves correctly represents the variation of capacitive reactance with the frequency എന്നാണ്. അതായത് XC-യും F-ഉം തമ്മിലുള്ള റിലേഷൻ ആണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് XC is equal to 1/C ഒമേഗയാണ്. XC is equal to എന്താണ്? 1/C ഒമേഗയാണ്. അല്ലെങ്കിൽ 1/C into ഒമേഗ എന്ന് പറഞ്ഞാൽ 2πF ആണ്. സോ അതിനർത്ഥം ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് XC-ക്ക് എന്ത് സംഭവിക്കും? ഇൻവേഴ്സ്ലി കുറവ് സംഭവിക്കും. അല്ലെങ്കിൽ XC ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു F എന്നാണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുറഞ്ഞു വരുന്ന ഗ്രാഫ് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ കുറഞ്ഞു വരുന്ന ഗ്രാഫ് ഏതാണ് എന്ന് വ്യക്തമായി നോക്കിയേ. ദാറ്റ് ഈസ് XC-യും C-യും എന്താണ്? XC-യും F-ഉം എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ കുറഞ്ഞു വരുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. യെസ്. അടുത്ത നോക്കിയേ. ആൻഡ് AC സോഴ്സ് ഈസ് കണക്റ്റഡ് ടു എ കപ്പാസിറ്റർ. സംബന്ധിച്ചു ഒരു AC സോഴ്സിലേക്ക് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നോക്കുക. ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് I. Now a dielectric slab is inserted in the capacitor, then the new current is. അപ്പോൾ കപ്പാസിറ്റൻസ് ഒരു AC സർക്യൂട്ടിലേക്ക് ഒരു കപ്പാസിറ്റർ കൊടുത്തു. അപ്പോൾ കറന്റ് I ആയിരുന്നു. ഇനി അതിലേക്ക് ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻക്രീസ് ചെയ്തു. അതായത് ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് കൊടുത്താൽ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് കൂടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് XC is equal to 1/C ഒമേഗയാണ്. സോ കപ്പാസിറ്റൻസ് കൂടിയാൽ XC-ക്ക് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് കൂടിയാൽ XC-ക്ക് എന്ത് സംഭവിക്കും എന്ന് ആദ്യമേ പറയുക. കപ്പാസിറ്റൻസ് കൂടിയാൽ XC എന്ത് ചെയ്യും? കുറയും. കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ റിയാക്ടൻസ് കുറഞ്ഞാൽ അവിടുത്തെ കറണ്ട് ഉറപ്പായും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആലോചിച്ച് ഉത്തരം പറയണം. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ കപ്പാസിറ്റൻസ് കൂടും. ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ കപ്പാസിറ്റൻസ് കൂടും. അങ്ങനെ കപ്പാസിറ്റൻസ് കൂടിയാൽ അവിടുത്തെ റിയാക്ടൻസ് കുറയും. XC-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയും. XC-യുടെ വാല്യൂ കുറഞ്ഞാൽ അവിടെ ആര് കൂടും? ദാറ്റ് ഈസ് റിയാക്ടൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞാൽ അവിടെ ഉറപ്പായും ആർക്ക് ഇൻക്രീസ് സംഭവിക്കും? കറണ്ടിന് ഇൻക്രീസ് സംഭവിക്കും. അങ്ങനെ കറണ്ടിന് ഇൻക്രീസ് സംഭവിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മോർ ദാൻ I എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ B ഷുഡ് ബി ദ റൈറ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് കണക്ടഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആൻഡ് ആൻ ഇൻഡക്ടർ. അപ്പോൾ LR സർക്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ്? LR സർക്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആരൊക്കെയുണ്ട്? ഒരു R ഉം ഉണ്ട്, ഒരു L ഉം ഉണ്ട്. ഇങ്ങനെയാണ് എന്റെ സർക്യൂട്ട് ഇരിക്കുന്നത്. ഇഫ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് ഈസ്, അവര് VR തന്നിട്ടുണ്ട് 200 വോൾട്ട്, ഇൻഡക്ടൻസിന്റെ അക്രോസ് VL തന്നിട്ടുണ്ട് 150 വോൾട്ട്. അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഫേസർ എങ്ങനെ വരുമെന്ന്. ഇതിന്റെ ഫേസർ ഡയഗ്രാം വരച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ഒരു LR സർക്യൂട്ടിൽ ഞാൻ I വരച്ചാൽ ഐയുടെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും VR വരിക, പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്കായിരിക്കും VL വരിക, ആണല്ലോ. സോ VR ഉം VL ഉം ഞാൻ വരച്ചു കാണിച്ചു. VR എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 200 ആണ്. VL എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 150 ആണ്. VL എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും എഫക്റ്റീവ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും എഫക്റ്റീവ് ആണ്. ദാറ്റ് ഈസ് 200ന്റെയും അതേപോലെ തന്നെ 150ന്റെയും എഫക്റ്റീവ് ആയിട്ട് വരും. 200ന്റെയും 150ന്റെയും എഫക്റ്റീവ് ആയിട്ട് വരും. 20ഉം 15ന്റെയും എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 പ്ലസ് 225, 625, 25 എന്ന് വരും. ദാറ്റ് ഈസ് 20ഉം 15ഉം എടുത്താൽ എഫക്റ്റീവ് 25 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ 200ഉം 15ഉം എടുത്താൽ എത്രയായിരിക്കും? 250 എന്ന് വരും. 250 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 250 വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. 250 വോൾട്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇവിടെ നോക്കിയേ, കറന്റ് ആൻഡ് വോൾട്ടേജ് ഇൻ AC are I is equal to I0 sin omega t minus pi by 4. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബേസ് ഇങ്ങനെ വരച്ചു. ഓക്കെ, I എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 കുറവാണെന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് പൈ ബൈ 4 കുറച്ച് I വരച്ചു. V എന്ന് പറഞ്ഞാൽ V0 sin omega t പ്ലസ് പൈ ബൈ 4 എന്നാണ്. അപ്പൊ V എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, ഒരു പൈ ബൈ 4 കൂട്ടി ഞാൻ എന്ത് ചെയ്തു? V വരച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. സോ ഇവിടെ നോക്കിയേ, ഇവിടെ വിയും ഐയും തമ്മിലുള്ള ആംഗിൾ വ്യത്യാസം എത്രയാണ് എന്ന് നിങ്ങൾ പറയാമോ? വിയും ഐയും തമ്മിലുള്ള ആംഗിൾ വ്യത്യാസം എത്രയാണ് എന്ന് നിങ്ങൾ പറയാമോ? എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാ? പൈ ബൈ 2 ആണ്. സോ ഐ ഇതാണെങ്കിൽ വി ഇതായിരിക്കും. ഐ ഇതാണെങ്കിൽ വി ഇതായിരിക്കും. ദാറ്റ് ഈസ് ഇവർ തമ്മിലുള്ള ആംഗിൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. സമ്മതിച്ചു. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, XL ഗ്രേറ്റർ ദാൻ XC എന്നാണ് പറയുന്നത്. XL ഗ്രേറ്റർ ദാൻ XC. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വോൾട്ടേജ് മുകളിലേക്കാണ്. വോൾട്ടേജ് മുകളിലേക്കാണ്. അങ്ങനെ പൈ ബൈ 2 വരുന്നുണ്ട്. അപ്പൊ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് വരുവാണെങ്കിൽ തന്നെ വോൾട്ടേജ് മുകളിലേക്കാണ്. അതിനർത്ഥം എന്താണ്? ഇങ്ങനെ VL ഇങ്ങനെ ഇരുന്നു, VC താഴേക്കും ഇരുന്നു. സോ ഇതിന്റെ എഫക്റ്റീവ് മുകളിലേക്ക് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? VL മൈനസ് VC എന്നല്ലേ? അല്ലെങ്കിൽ VL ഗ്രേറ്റർ ദാൻ VC എന്നല്ലേ? VL VCയെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ XL XCയെക്കാളും ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞുകൂടെ? XL XCയെക്കാളും ഗ്രേറ്റർ ആണ് എന്ന് പറഞ്ഞതുകൂടെ? XL XCയെക്കാളും ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞുകൂടെ? XL XCയെക്കാളും ഗ്രേറ്റർ ആണെന്ന് പറയാം. സോ ആക്ച്വലി അത് കറക്റ്റ് ആണ്. R ഈക്വൽ ടു 0. തന്നിരിക്കുന്ന സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2, അല്ലെങ്കിൽ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഫൈസ് എന്ന് ഫൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റൻസ് ഇല്ല എന്നർത്ഥം. റെസിസ്റ്റൻസിന്റെ കേസിൽ സെയിം ഫേസ് ആണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല, ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. കാരണം കോസ് ഫൈ എന്തായി മാറി? പൈ ബൈ 2 ആയി മാറി. അപ്പൊ റെസിസ്റ്റൻസും 0 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിയല്ലേ? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിയാണെങ്കിൽ ആൻസർ ഏതാണ്? ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വേണം എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. എയും ബിയും ശരിയാണ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വേണം എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു LCR സർക്യൂട്ടിലേക്ക് വരാം. LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ R ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട് L ഉണ്ട്, ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ഇതാണ് ഒരു LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. LCR സർക്യൂട്ടിന്റെ ഡയഗ്രം നോക്കാം. LCR സർക്യൂട്ടിന്റെ ഡയഗ്രത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കിയേ, ഇതാണ് ഒരു LCR സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ കാണുന്നതാണ് ഒരു LCR സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കോമ്പിനേഷൻ പഠിച്ചതിന്റെ ബേസിൽ വളരെ ഈസി ആയിട്ട് LCR സീരീസ് സർക്യൂട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കിയേ, ഇവിടെ നോക്കുക. LCR സീരീസ് സർക്യൂട്ട്, അവിടെ L ഉണ്ട്, C ഉണ്ട്, R ഉണ്ട്. സോ എല്ലിന്റെ അക്രോസ് VL ഉണ്ട്, സിയുടെ അക്രോസ് VC ഉണ്ട്, ആറിന്റെ അക്രോസ് ആരുണ്ട്? VR ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. നോക്കിയേ, ആദ്യമേ V is equal to V0 sin omega t നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ അത് അവിടെ എഴുതി കാണിച്ചു.
ഇനി അടുത്ത് നോക്കിയേ വി ആർ എന്ന് പറഞ്ഞാൽ ഐ ആർ. വി ആർ എന്ന് പറഞ്ഞാൽ ഐ ആർ. വി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഐ ഇൻറ്റു ആർ ആണ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അടുത്ത വി എൽ നോക്കിയേ ഐ ഇൻറ്റു എക്സ് എൽ ആണ്. വി സി എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് സി ആണ്. ഇനി നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് കപ്പാസിറ്ററിന്റെ വോൾട്ടേജിനേക്കാളും കൂടുതലാണെന്ന് ഒന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി എങ്ങനെ ഫേസർ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. LCR സർക്യൂട്ടിന്റെ ഫേസർ ആണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചു തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഇത് വരയ്ക്കാൻ പോകുന്നത്. സോ LCR സർക്യൂട്ട്, ഏതൊരു സർക്യൂട്ടിന്റെ ഫേസർ വരയ്ക്കുമ്പോഴും ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? കറണ്ടിനെ കാണിക്കുക, കറണ്ട് ഐനെ കാണിക്കുക. പിന്നെ ഇവിടെ എലമെന്റ്സ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഉണ്ട്, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഉണ്ട്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഉണ്ട്. ആണല്ലോ. വി ആർ എങ്ങനെ വരുമെന്ന് പറഞ്ഞേ. വി ആർ എങ്ങനെ വരും? ഐയുടെ ഒപ്പം വരുമോ, ഐയേക്കാളും പെർപെൻഡിക്കുലർ ആയിരിക്കുമോ എന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്തേ. വി ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും എന്ന് പറയുക. വി ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ അക്രോസ് ആണ്, അതിനർത്ഥം സെയിം ഫേസ് ആണെന്നാണ് അല്ലെ. വി ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ അക്രോസ് ആണ്, സെയിം ഫേസ് ആണെന്ന് പറയാം. അങ്ങനെ സെയിം ഫേസ് ആണെങ്കിൽ വി ആറിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ വരയ്ക്കാം. ദിസ് ഈസ് വി ആർ. യെസ്, എലോങ് ഐ സെയിം ഫേസ് ആണ്. അപ്പോൾ ഞാൻ ഒപ്പം വരച്ചു. ഇനി എന്താണ്? വി എൽ ആണ്, ഇൻഡക്ടർ ആണ്. അപ്പൊ ഇൻഡക്ടർ പറഞ്ഞു എനിക്ക് നിന്റെ കറണ്ട്, എനിക്ക് നിന്റെ കൂടെ നടക്കാനല്ല നിന്നേക്കാളും മുൻപേ നടക്കാനാണ് ഇഷ്ടം. ആര് പറഞ്ഞു? ഇൻഡക്ടർ പറഞ്ഞു. കപ്പാസിറ്റർ പറഞ്ഞു കറണ്ട് നിന്റെ കൂടെ നടക്കാനല്ല നിന്റെ പിന്നാലെ നടക്കാനാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു? കപ്പാസിറ്റർ പറഞ്ഞു. സോ അതിനർത്ഥം ഇൻഡക്ടർ മുന്നേ നടക്കണം. മുന്നേ നടക്കുക എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് വി എൽ വരയ്ക്കുക മുന്നേ. കപ്പാസിറ്റർ പിന്നാലെ നടക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നു. സോ റെസിസ്റ്റർ ആക്ച്വലി എന്താണ്? നമ്മുടെ ദുൽഖർ സൽമാൻ ആണ്. നിന്റെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് ഇഷ്ടം. ആർക്ക്? റെസിസ്റ്ററിന്. ഇൻഡക്ടർ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഫ്രണ്ട്, നിന്റെ ഒപ്പം നടക്കാനല്ല മുന്നേ നടക്കാനാണ് ഇഷ്ടം. അതുപോലെ കപ്പാസിറ്റർ എന്താണ്? നിന്റെ ഒപ്പം നടക്കാനല്ല നിന്റെ പുറകെ നടക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, ആ ബാക്കിയുള്ള ആൾക്കാർ വരുന്നത്. സോ വി സി എനിക്ക് എന്ത് വരയ്ക്കാം? താഴേക്കും വരയ്ക്കാം. ഇവിടെ ഞാൻ വി സിയെ ചെറുതാക്കിയാണ് വരച്ചത്. കാരണം വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്നാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് മുകളിലേക്ക് വി എൽ, താഴേക്ക് വി സി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതിക്കൂടെ? വി എൽ മൈനസ് വി സി എന്ന് എഴുതിക്കൂടെ? വി എൽ മൈനസ് വി സി എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇങ്ങോട്ട് എന്ത് വരയ്ക്കാം? വി ആർ എന്നും വരയ്ക്കാം. ഇങ്ങോട്ട് എന്ത് വരയ്ക്കാം? വി ആർ എന്നും വരയ്ക്കാം. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആണ് അവിടുത്തെ വോൾട്ടേജ് വി എന്ന് പറയുന്നത്. ഇവര് തമ്മിലുള്ള ആംഗിൾ ആണ് ശരിക്കും എന്താ? ഫേസ് ഫൈ എന്ന് പറയുന്നത്. ആംഗിൾ ആണ് ഫേസ് ഫൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ വരച്ചുകൂടെ? റെസിസ്റ്റൻസ് വരയ്ക്കാമല്ലോ. ഇങ്ങോട്ട് ഐ വരച്ചു, ഇങ്ങോട്ട് എന്ത് വരയ്ക്കാം? ആറ് വരയ്ക്കാം. മുകളിലേക്ക് എന്ത് വരയ്ക്കാം? എക്സ് എൽ വരയ്ക്കാം. താഴേക്ക് എന്ത് വരയ്ക്കാം? എക്സ് സി വരയ്ക്കാം. താഴേക്ക് എന്ത് വരയ്ക്കാം? എക്സ് സി വരയ്ക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ആറ് ഇങ്ങനെ വരച്ചു. മുകളിലേക്ക് എന്ത് വരും? എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് വരും. ഇതാണ് ഇസഡ് എന്ന് പറയുന്നത്, ഇതാണ് ഫൈ എന്ന് പറയുന്നത്. സോ കോസ് ഫൈ എന്തായിരിക്കും എന്ന് പറഞ്ഞേ? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ആണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ആണ്. എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് 6 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്. യെസ്, 6 ബൈ ഇസഡ് ആണ്. കോസ് ഫൈ ഈസ് ഈക്വൽ ടു 6 ബൈ ഇസഡ് ഈസ് ദ അവിടെ വരുന്ന ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ഈസ് ഈക്വൽ ടു 6 ബൈ ഇസഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആക്ച്വലി ഇങ്ങനെയുള്ള സർക്യൂട്ട്സിൽ ഫേസർ ഡയഗ്രാം മാത്രം വരയ്ക്കാൻ അറിഞ്ഞാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യും? അവിടെ കിട്ടാവുന്നതാണ്. കണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ വോൾട്ടേജ് ഫേസർ വരച്ചു. കണ്ടോ? ഇവിടെ വോൾട്ടേജ് ഫേസർ നമ്മൾ വരച്ച പോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇംപിഡൻസിന്റെ ഫേസറും വരയ്ക്കാം. ഇംപിഡൻസിന്റെ ഫേസർ നോക്കിയേ, ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയും. ഇങ്ങോട്ട് 6 വരച്ചു, ഇങ്ങോട്ട് എക്സൽ വരച്ചു. സോ എക്സൽ മൈനസ് എക്സി വരച്ചു, എക്സൽ മൈനസ് എക്സി വരച്ചു, എക്സൽ മൈനസ് എക്സി വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കാണിച്ചു. കോസ് ഫൈ എഴുതി, ടാൻ ഫൈയും നിങ്ങൾക്ക് ഈ ട്രയാങ്കിളിൽ നിന്നും എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു LCR സർക്യൂട്ടിൽ എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞേ? വാട്ട് ഈസ് LCR സർക്യൂട്ടിലെ റെസൊണൻസ്? റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്, അതായത് എക്സലും എക്സിയും ഈക്വൽ ആണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണെങ്കിൽ അവിടെ എന്താണ്? ആ സർക്യൂട്ട് റെസൊണൻസിലാണ്. കറണ്ട് മാക്സിമം ആയിരിക്കും, ഇംപിഡൻസ് മിനിമം ആയിരിക്കും എന്നാണ് പറയേണ്ടത്. ഇവിടെ നോക്കിയേ, ഇൻ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ഇംപിഡൻസ് ഓഫ് സർക്യൂട്ട് ഈസ് മിനിമം ആൻഡ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആർ ആൻഡ് കറണ്ട് ഈസ് മാക്സിമം. അതിനാണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റെസൊണൻസ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? എക്സലും എക്സിയും ഈക്വൽ ആണ്. എക്സൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗയാണ്, എക്സി എന്ന് പറഞ്ഞാൽ 1/c ഒമേഗയാണ്. അവിടുന്ന് എന്ത് ചെയ്യാം? ആ റെസൊണൻസിന്റെ ഒമേഗയുടെ വാല്യൂ എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC എന്ന് എഴുതാം. അതിൽ നിന്ന് എഫിന്റെ വാല്യൂ എഴുതാം. 1/2π√LC എന്ന് എഴുതാം. എന്ത് എഴുതാം? 1/2π√LC എന്ന് എഴുതാം. അതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്.
പറയുന്നത്. ഗ്രാഫ് നോക്കിയേ, ഗ്രാഫില് ശ്രദ്ധിക്കേണ്ട കാര്യം ω0 റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കറണ്ടിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അതിനർത്ഥം കറണ്ടിന്റെ വാല്യൂ ഇങ്ങനെ കൂടി 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 റെസൊണൻസിൽ എത്തുമ്പോൾ മാക്സിമം ആയി മാറും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? കറണ്ട് കുറഞ്ഞ് 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 വരും. കറണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞ് 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 വരും. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. ഇവിടെ ഒമേഗയുടെ വാല്യൂ കുറവാണ്, ഇവിടെ ഒമേഗയുടെ വാല്യൂ കൂടുതലാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഒമേഗയുടെ വാല്യൂ കുറവാണ്. സോ ഞാൻ എഴുതി XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. സോ ഒമേഗയുടെ വാല്യൂ കുറഞ്ഞാൽ XCയുടെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതിനർത്ഥം റെസൊണൻസ് ഫ്രീക്വൻസിയെക്കാളും കുറഞ്ഞ ഫ്രീക്വൻസികളിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിരിക്കുമോ ഇൻഡക്റ്റീവ് ആയിരിക്കുമോ? റെസൊണൻസ് ഫ്രീക്വൻസിയെക്കാളും കുറഞ്ഞ ഫ്രീക്വൻസികളിൽ സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിരിക്കുമോ ഇൻഡക്റ്റീവ് ആയിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഒമേഗയെ റെസൊണന്റ് ഫ്രീക്വൻസിയെക്കാളും കുറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒമേഗ എന്താണ്? കുറവാണ്. ഒമേഗ കുറഞ്ഞാൽ XCയുടെ വാല്യൂ കൂടുതലാണ്. XC കൂടുതലാണെന്നർത്ഥം അതിനർത്ഥം എന്താണ്? അതൊരു കപ്പാസിറ്റീവ്, അതായത് കപ്പാസിറ്റി ബിഹേവിയർ ഉള്ള സ്ഥലമാണ്. ദാറ്റ് ഈസ് റെസൊണന്റ് ഫ്രീക്വൻസിയെക്കാളും തൊട്ട് മുമ്പുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? കപ്പാസിറ്റി ബിഹേവിയർ കൂടുതൽ കാണിക്കുന്ന സ്ഥലമാണ് എന്നാണ് അർത്ഥം. സോ അതെന്താണ്? കൂടുതൽ കപ്പാസിറ്റീവ് ഇൻ നേച്ചർ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നോക്കുക, ω0യെക്കാളും കൂടിയ വാല്യൂ നോക്കുക. ദാറ്റ് ഈസ് ഒമേഗയുടെ വാല്യൂ കൂടുതലാണ്. നമുക്കറിയാം XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. ഒമേഗ കൂടിയാൽ ആര് കൂടും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. സോ റെസൊണന്റ് ഫ്രീക്വൻസിയെക്കാളും കൂടുതൽ വാല്യൂസ് ഉള്ള കേസുകളിൽ ഇത് എന്തിൻ നേച്ചർ ആയിരിക്കും? ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. എന്തിൻ നേച്ചർ ആയിരിക്കും? ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കുന്നത് എന്താണ്? വളരെ നല്ലതാണ്. യെസ്, അതാണ് ഇവിടെ പറയുന്നത്. യെസ്, ഇവിടെ കണ്ടോ, ഒമേഗ ലെസ് ദാൻ ω/R കറണ്ട് ലീഡ് ചെയ്യും, കാരണം അത് കപ്പാസിറ്റീവ് ഇൻ നേച്ചർ ആണ്. ഒമേഗ ഗ്രേറ്റർ ദാൻ ω/R അവിടെ ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആയതുകൊണ്ട് അവിടെ കറണ്ട് ലാഗ് ചെയ്യുമെന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി റെസൊണൻസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ് ഇവിടെ നോക്കിയേ. V എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റെസൊണൻസ് കണ്ടീഷനിൽ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കണം, ആലോചിക്കണം, പഠിക്കണം, ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. ഇംപിഡൻസ് സർക്യൂട്ടിന്റെ കേസിൽ ദാറ്റ് ഈസ് അതായത് റെസൊണൻസ് സർക്യൂട്ടിന്റെ കേസിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന്റെ വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്ററിന്റെ വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. അങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വോൾട്ട്മീറ്റർ കണക്റ്റഡ് അക്രോസ് VL ആൻഡ് VC വിൽ ഷോ ദ സെയിം റീഡിംഗ്. കണ്ടോ, ഇവിടെ VL-ന്റെയും VC-യുടെയും അക്രോസ് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്താൽ റെസൊണൻസ് ആയതുകൊണ്ട് തന്നെ XL-ഉം XC-യും ഈക്വൽ ആണ്. അതുകൊണ്ട് VL-ഉം VC-യും ഈക്വൽ ആയിരിക്കും. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വോൾട്ട്മീറ്റർ കണക്റ്റഡ് കോമൺലി അക്രോസ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഇവിടെ നോക്കുക, ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും അക്രോസ് കോമൺ ആയിട്ടാണ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ റീഡിംഗ് എത്രയായിരിക്കും എന്ന് പറയാമോ? കോമൺ ആയിട്ടാണ് ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ റീഡിംഗ് എത്രയായിരിക്കും എന്ന് പറയാമോ? ഇവിടുത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ VL - VC ആണ്. രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 0 വരും. സോ കോമൺ ആയിട്ട് L-ന്റെയും C-യുടെയും അക്രോസ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ വോൾട്ട് മീറ്റർ റീഡിംഗ് 0 ആയിരിക്കും. രണ്ടുപേരുടെയും അക്രോസ് കണക്ട് ചെയ്താൽ രണ്ടുപേരുടെയും വോൾട്ട് മീറ്റർ റീഡിംഗ് എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. യെസ്, ഓക്കെ. यस, कौन से भाषा में पढ़ रहा हो? मलयालम. यस, മലയാളം ഭാഷ മേ പഠ് രഹാ ഹെ. കൂടെ മംഗ്ലീഷ് എന്ന് പറയാം, ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ VR എന്ന് പറയുന്നത് VN-നോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ കറണ്ട് എന്ന് പറഞ്ഞാൽ VR/R ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും റെസൊണൻസ് സർക്യൂട്ടിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഒന്ന് നോക്കിയേ, ഈ ചോദ്യം വായിക്കുക. എ 10 ohm റെസിസ്റ്റൻസ്, 5 millihenry coil and 10 microfarad capacitor are joined in series. Okay, അപ്പോൾ LCR സർക്യൂട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. When a suitable frequency alternating current source is joined to this combination, the circuit resonates. അപ്പോൾ സർക്യൂട്ട് റെസൊണേറ്റ് ചെയ്യുന്നു, റെസൊണൻസിലാണ് എന്നാണ് പറയുന്നത്. If the resistance is halved, the resonant frequency എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് resonant frequency എന്ന് പറഞ്ഞാൽ 1/2π√LC എന്നാണ്. റെസിസ്റ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അവിടെ resonant frequencyക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ. റെസൊണൻസിന്
ദാറ്റ് ഈസ് റെസിസ്റ്റൻസിന് യാതൊരുവിധ ചേഞ്ചും, ദാറ്റ് ഈസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്താൽ അവിടെ നമ്മുടെ ആ റെസൊണന്റ് ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് പറയുക. ഇവിടെ നോക്കിയേ, ഇവിടെ റെസിസ്റ്റൻസിന്റെ യാതൊരുവിധ ഫാക്ടേഴ്സും അവിടെ എഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റിമൈൻസ് അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ. റിമൈൻസ് അൺചേഞ്ച്ഡ് ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ, ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് എ സർക്യൂട്ട് ഈസ് എഫ്. ഒരു സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി എഫ് ആണ്. If the capacitance is made 4 times the initial value, then the resonant frequency will become എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം F is equal to എന്താണ് 1/2π into root LC എന്നാണ്. സോ F proportional to 1/√C എന്ന് കൊടുക്കാം ആണല്ലോ. രണ്ടാമത്തെ കേസിൽ F proportional to 1 capacitance 1/4C എന്നാക്കി എന്നാണ് പറയുന്നത്. കപ്പാസിറ്റൻസ് എന്താക്കി, ഇനിഷ്യൽ വാല്യൂന്റെ 4 ടൈംസ് ആക്കി എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/4ന്റെ റൂട്ട് 2 ആണ് 2√C. സോ ഇവിടെ നോക്കിയേ 1/√C എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പൊ F/2 എന്ന് വരും. F/2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ നോക്കുക, 1/√4C എന്ന് എഴുതി. 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2നെ ഞാൻ പുറത്തേക്ക് എഴുതി. 2 into √C എന്ന് എഴുതി. ദാറ്റ് ഈസ് 1/√C എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്, എഫ് ആണ്. അപ്പൊ എഫ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. F/2 എന്ന് കൊടുത്തു. F/2 എന്ന് പറഞ്ഞാൽ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. F/2 എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ നോക്കിയേ, an alternating potential V is equal to V0 sin omega t is applied across a circuit as a result. The current എന്ന് പറഞ്ഞാൽ I is equal to I0 sin omega t minus pi/2 എന്നാണ്. The power consumed in the circuit per cycle is, ഒരു സൈക്കിളിൽ കൺസ്യൂം ചെയ്യുന്ന പവർ ആണ് ചോദ്യം. അതിനുവേണ്ടി അവരവിടെ പറഞ്ഞിരിക്കുന്നത് വിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, കറണ്ടിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഒമേഗ ടിയും ഒമേഗ ടി മൈനസ് pi/2 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ pi/2 ആണ്. ഫേസ് ഡിഫറൻസ് pi/2 ആണെങ്കിൽ പവറിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഫേസ് ഡിഫറൻസ് pi/2 ആണെങ്കിൽ പവറിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ആലോചിക്കുക. പവറിന് മാറ്റമുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് പവർ 0 ആണ്. ഫേസ് ഡിഫറൻസ് pi/2 ആണെങ്കിൽ cos pi എന്ന് പറഞ്ഞാൽ cos pi/2 ആണ്. ഉത്തരം എത്രയാണ്? 0 ആണ്. ഇനി നോക്കിയേ, എ ഡയറക്റ്റ് കറന്റ് ഓഫ് 2 ആംപിയർ ആൻഡ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഹാവിംഗ് എ മാക്സിമം വാല്യൂ ഓഫ് 2 ആംപിയർ. അപ്പോൾ ഡയറക്റ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ IDC ആണ്, 2 ആംപിയർ. അവിടെ I0 ആണ് തന്നിരിക്കുന്നത്. എത്ര? 2 ആംപിയർ എന്ന് തന്നിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ 2 റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ I²RT ആണ്. സോ DC-യുടെ സർക്യൂട്ടിൽ H പ്രൊപ്പോർഷണൽ ടു IDC സ്ക്വയർ എന്ന് എഴുതാം. കറണ്ടിന്റെ സ്ക്വയറിന്റെ പ്രൊപ്പോർഷണൽ ആണ്. AC-യുടെ കേസിൽ H എന്ന് പറഞ്ഞാൽ I²RT എന്ന് തന്നെയാണ്. അവിടെ I എന്ന് പറഞ്ഞാൽ IRMS ആണ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? IRMS ആണ്. സോ I0 തന്നിട്ടുണ്ട്. IRMS എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2/√2 ആയിരിക്കും. I0/√2 ആയിരിക്കും എന്ന് പറഞ്ഞാൽ എത്രയാ? √2 ആണ്. സോ ഇവിടെ എഴുതാം H പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ HAC പ്രൊപ്പോർഷണൽ ടു I²RMS എന്ന് എഴുതാം. ഞാൻ HDC/HAC ആണ് ചോദ്യം. എന്തെഴുതാം? I²DC/I²RMS എന്ന് എഴുതാം. I²DC എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ്. IRMSന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2ന്റെ സ്ക്വയർ ആണ്. √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. 2:1 ആണ് ആൻസർ ഓപ്ഷൻ എന്താണ്? സി ആണ്. 2:1 ഈസ് ദ റൈറ്റ് ആൻസർ. 2:1 ആണ് ഇവിടുത്തെ എന്താ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, യെസ്, 2:1 ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻസർ വേണം എന്ത് ചെയ്യാൻ, അവിടെ കൊടുക്കാൻ. ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആണ്. ഓക്കെ, യെസ്, ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ, എ ലാമ്പ് കൺസ്യൂംസ് ഓൺലി 50% ഓഫ് പീക്ക് പവർ എന്നാണ് പറയുന്നത്. 50%. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, കറണ്ടിന്റെ ഇക്വേഷൻ ആലോചിക്കുക. ഇവിടെ IDC തന്നിട്ടുണ്ട്, IAC തന്നിട്ടുണ്ട്. അത്രയും ആലോചിച്ചാൽ മതി. ഹീറ്റ് തന്നാൽ I²RT എന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഹീറ്റ് തന്നാൽ I²RT എന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്യുക. IRMS വേണം എന്ത് ചെയ്യാൻ, AC-യുടെ കേസിൽ അത് കൊടുക്കാൻ എന്നും എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. അത്രേ ഉള്ളൂ കാര്യം. യെസ്, ഇവിടെ നോക്കിയാൽ ലാമ്പ് കൺസ്യൂംസ് ഓൺലി 50% ഓഫ് പീക്ക് പവർ ഇൻ ആൻ AC സർക്യൂട്ട് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് സർക്യൂട്ട് കറന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഒരു ലാമ്പ് 50% മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പവറിന്റെ ഇക്വേഷൻ എഴുതാം. പവർ P ഈസ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു cos phi. VRMS എന്ന് പറഞ്ഞാൽ V0/√2 ആണ്. IRMS എന്ന് പറഞ്ഞാൽ I0/√2 ആണ്. ഇൻറ്റു cos phi എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ √2 കൂടെ 2 ആയി. 1/2 ഇൻറ്റു V0 I0 cos phi എന്ന് എഴുതി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ പവറിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ ആണ്.
1/2 ഇൻറ്റു V0I0 എന്ന് പറഞ്ഞാൽ ആ പവറിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ ആണ്. അപ്പൊ ഞാൻ എഴുതി പി ആവറേജ് ഈക്വൽ ടു പീക്ക് വാല്യൂ ഓഫ് കറന്റ് എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് പവർ ഇൻറ്റു cos phi എന്ന് എഴുതാം. കാരണം ഈ 1/2 V0I0 ആണ് അവിടെ വരാവുന്നതിൽ വെച്ച് ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് എഴുതി P0 cos phi എന്ന് എഴുതി. ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ പീക്ക് പവറിന്റെ 50%. 50% എന്ന് പറഞ്ഞാൽ പി ആവറേജ് എന്ന് പറഞ്ഞാൽ P0ന്റെ നേരെ പകുതിയാണ്. സോ P0/2 ഈസ് ഈക്വൽ ടു P0 cos phi എന്ന് കൊടുക്കാം. P0 വെട്ടിപ്പോയാൽ cos phi ഈസ് ഈക്വൽ ടു 1/2 എന്ന് കൊടുക്കാം. cos phi 1/2 വരുന്നത് ഫൈയുടെ വാല്യൂ എത്ര വരുമ്പോഴാണ്? π/3 വരുമ്പോഴാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, π/3 വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. π/3 എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. π/3 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, മറക്കരുത്. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. ദ റീഡിംഗ് ഓഫ് അമ്മീറ്റർ ഇൻ ദ സർക്യൂട്ട് ഷോൺ വിൽ ബി എന്നാണ് ചോദ്യം. സോ ഇവിടെ നോക്കുക, എക്സിയും എക്സലും ഈക്വൽ ആണ്. സോ അതിനർത്ഥം ഇത് റെസൊണൻസിലാണ് എന്നർത്ഥം. സോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 110 വോൾട്ടേജ് ആണ്. അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. തന്നിരിക്കുന്ന വോൾട്ടേജ് 110 ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55 ആണ്. 110/55 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ് എന്ന് നോക്കുക. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 110/55. യെസ്, എത്രയാ? 55 × 2 2 ആംപിയർ. 2 ആംപിയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? XLM XCM ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2 ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ. 2 ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കുക. ദ ഫിഗർ ഷോസ് ദ വേരിയേഷൻ ഓഫ് R, XL ആൻഡ് XC വിത്ത് ഫ്രീക്വൻസി F ഇൻ സീരീസ് LCR സർക്യൂട്ട്. Then for what frequency point the circuit is inductive? സർക്യൂട്ട് ഇൻഡക്റ്റീവ് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഇവിടെ നോക്കിയേ, ഈ ബി എന്ന പോയിന്റ് പ്രത്യേകത എന്താ? എക്സലും എക്സിയും ഈക്വൽ ആണ്. സോ ബി എന്ന് പറഞ്ഞ പോയിന്റ് റെസൊണൻസ് പോയിന്റ് ആണ്. റെസൊണൻസിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ പഠിച്ചു ആ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് ആണ്. റെസൊണൻസിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ പഠിച്ചു ആ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ആണ്. സോ റെസൊണൻസിനേക്കാളും കൂടുതൽ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സി ആണ്. അങ്ങനെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ആ പോയിന്റ് ആണ് അവിടെ എന്ത് വരിക? ഇൻഡക്റ്റീവ് ആയിട്ട് വരിക. ആ പോയിന്റ് ആണ് എന്ത് വരിക? അവിടെ ഇൻഡക്റ്റീവ് ആയിട്ട് വരിക, മറക്കരുത്. ഓക്കെ, യെസ്. അടുത്ത നോക്കിയേ, ഇൻഡക്റ്റീവ് ആയിട്ട് വരിക. ഇവിടെ നോക്കിയേ, ഇൻ ഫിഗർ വിച്ച് വോൾട്ട് മീറ്റർ റീഡ്സ് 0 when omega is equal to the resonance frequency of series LCR circuit. അപ്പൊ ഏത് വോൾട്ട് മീറ്റർ ആണ് 0 റീഡ് ചെയ്യുക എന്നാണ്. അപ്പൊ റെസൊണൻസിന്റെ കണ്ടീഷനിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, അതായത് എല്ലിന്റെയും സിയുടെയും അക്രോസ് കണക്ട് ചെയ്യുന്ന വോൾട്ട് മീറ്റർ ആയിരിക്കും എത്ര വരിക? 0 കാണിക്കുക. എല്ലിന്റെയും സിയുടെയും അക്രോസ് കണക്ട് ചെയ്ത വോൾട്ട് മീറ്റർ ഏതാണെന്ന് നോക്കിയേ, V2 ആണ്. സോ V2 എന്ന് പറഞ്ഞാൽ ആരാണ്? ഓപ്ഷൻ ബി ആണ്. സോ V2 ആണ് ഇവിടെ എന്ത് ചെയ്യുക? 0 കാണിക്കുക. അടുത്ത നോക്കിയേ, ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ വാട്ട് വിൽ ബി ദ റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ. വോൾട്ട് മീറ്ററിന്റെയും അമ്മീറ്ററിന്റെയും റീഡിംഗ് എത്രയാണ്, അല്ലെങ്കിൽ ഏതായിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, VL-ഉം VR-ഉം ദാറ്റ് ഈസ് VL-ഉം VC-യും ഈക്വൽ ആണ്. ഇത് VC ആണ്, ഇത് VC ആണ്. VL-ഉം VC-യും ഈക്വൽ ആണ്, 300 വോൾട്ട്. സോ റെസൊണൻസ് കണ്ടീഷൻ ആണ്. സോ V എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 220 വോൾട്ട് ആണ്. I എന്ന് പറഞ്ഞാൽ V/R ആണ്. കാരണം എന്താണ്? ഇവിടെ സോഴ്സ് വോൾട്ടേജ് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും റെസിസ്റ്റന്റ് അക്രോസ് വരിക. സോ I is equal to V/R ആണ്. V എന്ന് പറഞ്ഞാൽ 220 ആണ്. R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. സോ 220/100 എന്ന് പറഞ്ഞാൽ 2.2 ആണ്. സോ 220 വോൾട്ട്, ഈ 2.2 ആംപിയർ എന്ന് വരുന്ന ഓപ്ഷൻ വേണം എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നീട്ട് 2020 ഈ ചോദ്യം ഒന്ന് നോക്കിയേ. എ ലൈറ്റ് ബൾബ് ആൻഡ് an inductor coil are connected to an AC source through a key as shown in the figure below. The key is closed and after some time an inductor rod is inserted to the interior of the inductor. The glow of the light bulb എന്നാണ് ചോദ്യം. അതായത് ഇതിലേക്കൊരു ഇൻഡക്ടർ അയൺ കോർ കൊടുത്തു. സോ അയൺ കോർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഡക്റ്റൻസ് കൂടുക എന്നർത്ഥം. ഇൻഡക്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ എക്സലിന്റെ വാല്യൂ കൂടുക എന്നർത്ഥം. എക്സലിന്റെ വാല്യൂ കൂടിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് VL is equal to I into XL ആണ്.
സോ എക്സൽ കൂടിയാൽ ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യും. സോ ഇതിന്റെ അക്രോസ് ഇൻഡക്ടറിന്റെ അക്രോസ് വോൾട്ടേജ് കൂടും, ബൾബിന്റെ അക്രോസ് വോൾട്ടേജ് കുറയും. ഇൻഡക്ടറിന്റെ അക്രോസ് വോൾട്ടേജ് കൂടും, ബൾബിന്റെ അക്രോസ് വോൾട്ടേജ് കുറയും. സോ ബൾബിന്റെ അക്രോസ് വോൾട്ടേജ് കുറഞ്ഞാൽ അവിടെ ഉറപ്പായും എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡിക്രീസ് ആണ് സംഭവിക്കുക. അവിടെ എന്താ സംഭവിക്കുക? ഒരു ചെറിയ ഡിക്രീസ് ആണ് സംഭവിക്കുക. ഓക്കെ, യെസ്. അടുത്ത ട്രാൻസ്ഫോമറിന്റെ കേസിൽ ട്രാൻസ്ഫോമറിന്റെ ചോദ്യമാണ് ഈ കാണുന്നത്. സോ ട്രാൻസ്ഫോമറിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ബൈ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ കറണ്ട് ഇൻ ദ സെക്കൻഡറി ബൈ കറണ്ട് ഇൻ ദ പ്രൈമറി ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യം നോക്കിയേ, എ ലോസ് ഫ്രീ ട്രാൻസ്ഫോമർ ഹാവ് 100 ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ NP ഞാൻ എഴുതി 100 ആണ്. ആൻഡ് ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് 10 കിലോ വാട്ട് പവർ ആണ്. 10 കിലോ വാട്ട് പവറിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഔട്ട്പുട്ട് പവർ ആണ് അവിടെ തന്നിരിക്കുന്നത്. എത്രയാണ്? 10 കിലോ വാട്ട് എന്നുള്ളത്. ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 200 വോൾട്ട്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VP ആണ്. VP എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 5 കിലോ വോൾട്ട് ആണ്. അവിടുത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 5 കിലോ വോൾട്ട് ആണ്. അപ്പം കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്. അതാണ് തന്നിരിക്കുന്നത് 5 കിലോ വോൾട്ട്. ദ കറണ്ട്സ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്നാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിച്ചൂടെ? കറണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 10 കിലോ വോട്ട് ആണ്, 10 × 10⁻3. അതേപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 കിലോ വോൾട്ട് ആണ്, അതും 10⁻3 ആണ്. 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്. രണ്ടാമത് 2 വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ധൈര്യമായി എന്ത് ചെയ്യാം? ഓപ്ഷൻ ബിയിൽ ടിക്ക് ചെയ്യാം. രണ്ടാമത് പവർ P വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കൊടുക്കാം. ഇതേ വാല്യൂസ് നിങ്ങൾക്ക് അപ്പുറത്തിട്ട് കൊടുത്താൽ 50 ആംപിയർ എന്ന് പറഞ്ഞ ഇൻപുട്ട് പവർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത നോക്കിയേ, എ ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു ലൈറ്റ് 100 വാട്ട്. അപ്പൊ ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട് 100 വാട്ട് ആണ്. 110 വോൾട്ട് ലാമ്പ്. അപ്പൊ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 110 വോൾട്ട് ആണ്. 220 വോൾട്ട് മെയിൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്. 220 വോൾട്ട് മെയിൻസ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ കറണ്ട് ഈസ് 0.5 ആംപിയർ എന്ന് പറഞ്ഞാൽ പ്രൈമറി കറണ്ട് ആണ്. IP എന്ന് പറഞ്ഞാൽ 0.5 ആണ്, അല്ലെങ്കിൽ 1/2 എന്ന് കൊടുക്കാം. ദ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. അതേ ഇൻറ്റു 100 എത്രയാണോ അത്രയും ശതമാനമാണ് ശരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് പവർ അവിടെ തന്നിട്ടുണ്ട് 100 വാട്ടും തന്നിട്ടുണ്ട്. ഇൻപുട്ട് പവർ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറണ്ട് ആണ്. സോ എനിക്ക് എന്ത് എഴുതാം? 100 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 220 ആണ്, ബൈ 1/2 എന്ന് വരും. ഓക്കെ, ഇത് 11 എന്ന് വരും, ഒരു 0 വെട്ടിപ്പോകും. 10/11 ഇൻറ്റു 100% എന്ന് വരും. 10/11 എന്ന് പറയുമ്പോൾ 0.90 ആണ്. 0.90 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഏകദേശം 90% ആണ് ആൻസർ വരിക. 90% എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബി വേണം ചൂസ് ചെയ്യാൻ. അപ്പം റെസൊണൻസും അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻസും അതേപോലെ റെസൊണൻസ് കണ്ടീഷൻസും ആണ് ഈ കേസിൽ ഇമ്പോർട്ടന്റ്. AC ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇംപെഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാനും അതുപോലെ തന്നെ ആ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യാനും കൊടുക്കണം. കുറച്ച് പ്രോബ്ലംസ് ഹോംവർക്ക് ആയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. AC വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ മൈൻഡ് മാപ്പിന്റെ ആവശ്യമുള്ള പോയിന്റുകളെല്ലാം ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സ്ലൈഡ് നോക്കുക, ഇക്വേഷൻസ് നോക്കുക, പ്രോബ്ലംസ് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. വിൽ സീ യു സൂൺ. ഓക്കെ.
പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ താങ്കൾ I hope everybody had the breakfast. Okay. Even if you don't have the breakfast, now the time is 10:30. Okay. So you go or 10 minutes break. Don't take more than 10 minutes. Okay. Can you please take or 10 minutes break and will you come fast? Because 10 break morning onwards you are sitting, right? That is, can you take 10 minutes break, do some physical activity or have the breakfast and come back by 10:40. Okay, na? Thank you very much.
Namaskaram ellarki. Okay. I hope everybody taken a breakfast. Okay. So that is the thing. So welcome to all. Okay. Now I'm going to give the I'm going to speak about, or you are going to listen about the topic human health and disease. Okay. Now, before going to start the topic, first I will tell my motto of teaching. Now, what is my motto is, so the thing is that I will take the question by question, certain questions. Among that question, I will rewind the topic. Means briefly and fastly I will rewind the topic. Because now this is the 12th. So we have 4 days more. Okay, by tomorrow evening the things will complete, right? 10 days challenge will complete. Next 3 days we have the mega marathon question discussion. So that is why what is the motto of present topic I am going to give is that I will give the overview of the topic human health and disease. So the persons who already seriously preparing for the NEET exam, they already studied this topic. I strongly know that one. Those who are seriously preparing, okay, rewind the information that is already present in your brain. Okay, na? Right? I'm going to start. So first question I'm going to start is that among the following non-infectious diseases, which is the major cause of the human death? Here, before going to tell about this one is that here I mentioned is the non-infectious disease. That is what I mentioned. Here diseases based on certain aspect, diseases are of two types. One is the infectious diseases, another one is a non-infectious disease. Infectious diseases means, and the infectious diseases also called communicable diseases. Okay. Non-infectious diseases or non-communicable diseases not possible to transfer from one person to another person. Those are called as a non-infectious or non-communicable diseases. Clear definition. Now go for this one. Rheumatitis, arthritis, non-infectious disease. When you are speaking about the what it called rheumatitis, arthritis, what you need to remember? It is in our syllabus, in this human health and disease, it's a only given example of the autoimmune disease. Autoimmune disease. The only autoimmune disease you need to remember in this chapter is the rheumatoid arthritis. Good. Next one is the myasthenia gravis. Myasthenia gravis we studied in the chemical coordination, right? This is also autoimmune disease only. Okay. Next one is a diabetes mellitus. As we know, diabetes mellitus is also called as the sugar or chronic hyperglycemia. Now what is the answer? Cancer. Now I am going to tell that one. Cancer is the second most killer disease across the globe. Manslai what I said? Cancer is a non-communicable disease. Our 4 options are non-communicable diseases, but I am selecting the cancer as an answer because cancer is a non-communicable disease, and that too it is a second most killer disease across the globe. That is why according to our syllabus I am taking answer is a 4. Clear alle thangalki? Next, going for the next question. Match the following. Check typhoid. Disease typhoid alle. Typhoid is caused by the Salmonella typhi. Okay, right? Pneumonia. Pneumonia caused by which organism? Streptococcus pneumonia and Haemophilus influenza. What is the difference between Streptococcus pneumonia and Haemophilus influenza? Streptococcus pneumonia is a gram-positive bacteria. Haemophilus influenza is a gram-negative bacteria. Clear alle? When I said Streptococcus pneumonia, what you need to remember? Griffith sir did the transformation experiment by taking the Streptococcus pneumonia. Next one is a plague. Plague is caused by the Yersinia pestis. Okay. Next one is a diphtheria. Diphtheria caused by the Corynebacterium diphtheriae. Next one is a dysentery. Bacterial dysentery. Dysentery caused by the Shigella dysentery. Cleared alle?
So with this one, I'm going for the option 2. Okay, wait for the conclusion. Okay, I will make you clear. So with this question, I am telling about the organisms and diseases. Okay, right? Next one. Find the mismatch pair. This question is also related to organisms and diseases. Okay. Common cold, rhinovirus. Okay, rhino is apt for the nose. That is why common cold, rhinovirus. Next one is a malaria. Malaria caused by the plasmodium. Okay. Next one is the amoebiosis. Amoebiosis caused by the entamoeba histolytica or amoebic dysentery. Or mundalle. Filariasis. This filariasis is caused by the Wuchereria or Wuchereria. So this is a mismatch pair. This Ascaris is causing the ascariosis caused by the Ascaris lubricoides. Okay. Ringworms caused by Microsporium, Trichophyton and Epidermatophyton. Clear alle thangalki? So second and third question both are related to the organism and its corresponding diseases. Clear alle? Next one. What are the symptoms of the ascariosis? Go on. Sustained high fever, weakness, stomach pain, constipation and loss of appetite. These are the symptoms of the typhoid. Because some persons will confuse with only symptoms na. See, sustained high fever 39 degrees centigrade to 40 degrees centigrade. Weakness, stomach pain, constipation, etc. Symptoms of typhoid. Next one, no. Fever, chills, cough, headache, nails and fingertips become grey to bluish color. That is pneumonia symptoms. Pneumonia symptoms. Clear alle? Nasal congestion, discharge, sore throat, cough and headache. These are the symptoms of the common cold. Symptoms of common cold. Next one. Internal bleeding, muscular pain, fever, anemia, blockage of intestinal passage. These are the symptoms of the ascariosis. Ascariosis caused by the Ascaris lubricoides. That is why I am going for the option 4. So this question is related to the symptoms of the diseases. Okay, next one. Find the odd one with regarding organism and its mode of spreading. Here we need to understand is which one is the odd one. Okay. Salmonella typhi. Salmonella typhi spread through contaminated food and water. That's the correct. Haemophilus influenza. Haemophilus influenza and streptococcus pneumonia both are responsible for causing the pneumonia, right? Pneumonia is related to the lungs, right? Lungs related to the contaminated air, right? That is why this one spread contaminated air. Here down I wrote. Female Anopheles mosquito is responsible for the malaria. Okay. Next one. So this is a mismatched. Next one, rhinovirus, contaminated air. Next, elephantiasis. Elephantiasis also called filariasis. Filariasis is caused by the Wuchereria bancrofti or Wuchereria bancrofti, spread through the infected Culex mosquito. Clear alle? Next one, for this one, fifth question, option 2. Because Haemophilus influenza spread through the contaminated air. Okay, right? Female Anopheles mosquito responsible for the transmission of the malaria. Next one. Find the mismatch pair with regarding the organism and infected part. See this one. Salmonella, small intestine, correct. Streptococcus pneumonia. Streptococcus pneumonia affecting the alveoli of the lungs. Good. Rhinovirus. Here the difference is that when you are taking the NCERT book, when you are speaking about the pneumonia and common cold, pneumonia caused by the bacteria. Okay? Common cold caused by the virus. Adi okay. Both are pneumonia and common cold both are spread through contaminated air. Pakshe, the fundamental, very important difference is that
pneumonia affecting the alveoli of the lungs. It never, streptococcus pneumonia ano, Haemophilus influenza ano, never infect the respiratory tracts. It directly go and infect the alveoli of the lungs. Clear alle? പക്ഷെ in case of the rhinovirus or in case of the common cold, it affect the respiratory tract, means nose, throat, it will affect. Rhinovirus never infect the alveoli of the lungs. മനസ്സിലായ താങ്കൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കണം. നിമോണിയ ആൻഡ് common cold, otherwise streptococcus pneumonia and rhinovirus, between there is a difference. Okay, now rhinovirus infect the respiratory tract, nose, throat, it will infect, never infect the alveoli of the lungs. Entamoeba histolytica infecting the large intestine. Okay alle? So up to here okay, comes to the sixth question vareva. So are everybody ready? Sixth question vare what we covered? The covered thing is the organisms, diseases, mode of spreading, symptoms, and its areas. Are you ready? Everybody ready? Give 5 minutes time and flow along with me. Okay, ready, right? Now I am starting the overall thing. What are the things you need to remember with reference of the diseases in case of human health and disease? Are you ready? Now I am starting with the typhoid. Typhoid parayambo what you need to remember? Typhoid, Salmonella typhi. Okay, right? Infecting the small intestine. Mode of spreading contaminated food and water. What are the symptoms? Sustained high fever varu. Next one is a weakness varu, stomach pain varu. Okay, right? Etc. You take. What is the one more thing to remember the typhoid? Vidal test. Next one is a Mary Mellon. These are the points. If you remember, that's okay. Are you okay with that one? Next one is a pneumonia. Pneumonia parayamenda, streptococcus pneumonia and Haemophilus influenza. Okay. Mode of spreading is what? Contaminated air. Mainly affecting the alveoli of the lungs. Okay. What are the symptoms of pneumonia? Fever varu, chills varu. One important characteristic is that lips and fingernails turns to the grey to bluish color. മനസ്സിലായ താങ്കൾക്ക് what are the points you need to recollect? Next comes to the common cold. Common cold പറയുമ്പോൾ rhinovirus, mainly affecting the respiratory tract but not lungs. Contaminated food and water. Recover within 3 to 7 days. What are the symptoms? Nasal congestion, nasal discharge, sore throat. Okay, next when it go to the what is the next one? Amoebiasis. When you take amoebiasis means Entamoeba histolytica. Mode of spreading contaminated food and water. What are the symptoms of amoebiasis or amoebic dysentery? What are the symptoms? The characteristic symptoms, stomach pain, abdominal pain, everything okay. The characteristic symptom of the amoebiasis or amoebic dysentery is that mucus excess, stools with excess mucus and blood. Clear alle? Next when it go to the ascaris caused by ascaris lubricoides okay alle? Contaminated food and water okay alle? Okay, next what are the symptoms? Muscular pain, internal bleeding, blockage of the intestinal passage, fever and anemia. The next one is that filariasis or elephantiasis. Filariasis or elephantiasis caused by the Ochreria. Mode of spreading is a female Culex mosquito. What is the symptom? It's a chronic inflammation of the lymphatic vessels of the lower limb. Next, when it go to the ringworms, fungal infection, Microsporium, Epidermatophyton and Trichophyton responsible for the ringworms. Settle everybody. So these are the points overall. Remaining is just put one side. These are the points you need to recollect in case of the diseases. Tirno. Sure alle? Next I am entering into the small concept here. Seventh question I am going. Hemazoin is released during the rupturing. Hemazoin is a toxic substance. Okay, hemazoin is a toxic substance released during the rupturing of the RBC. This is a 2. I will explain. Wait for me the conclusion. Okay. Next one. 8th question. What are the infectious form of Plasmodium? Infectious form of Plasmodium are the sporozoids.
1. Okay, next one. Which of the following Plasmodium parasite causes the most severe form of malaria? What is the most severe form of malaria? Malignant tertian malaria. Malignant malaria is the most severe form of malaria caused by the Plasmodium falciparum. So I am going for option 3. Okay, next one. Sporozoites, you would confuse sporozoites are formed in. Sporozoites, here 3 questions. Sporozoites are formed in. 1 question. Sporozoites are stored in. What is the importance of sporozoites? Sporozoites are the infectious form of the Plasmodium. Here 2 questions. Sporozoites formed in gut of the mosquito. Okay, sporozoites are formed in the gut of mosquito. Sporozoites are stored in salivary gland of the infected mosquito. Manslaya? Formed in the gut of the mosquito, stored in the salivary gland of the infected mosquito. Don't get confused. Here is the formed in. So option 3. Next one. C. Okay. Now till now what are the questions we gave? What are the questions overall? What are the infectious form of the Plasmodium? Sporozoites. Okay. Next one, hemazoin is a toxic substance released during the rupturing of the RBC. Clear? Next one, malignant. The most severe form of malaria, that is a malignant malaria caused by the Plasmodium falciparum. So, sporozoites are formed in the gut of the mosquito and sporozoites are stored in the salivary gland of the mosquito. Ready? Now comes to here. Give 5 minutes time to me. Here, what we said, sporozoites are infectious form of Plasmodium, right? Now, that sporozoites are stored in the salivary gland of the infected mosquito. When that infected mosquito come and bites, it releases the saliva, right? Saliva containing a sporozoites, na? That sporozoite enters into the human blood. Cleared? So, first point already cleared. Sporozoites are the infectious form of Plasmodium. Sporozoites enters into the human blood as a result of the infected mosquito bite. Kitale. Once a sporozoite entered, within a half an hour, that sporozoites they will reach us to the liver cells. Okay, they reaches to the liver cells. See this one. They directly reaches to the liver cells. Avadandavu asexual reproduction. Asexual reproduction means just multiplication. The number of the Plasmodium will increase. Good. Once they attack the liver cells, once the life cycle is completed, that one asexual life cycle in the liver cell, then those Plasmodium type, they reach us to the RBC. They come back to the RBC. Avad also what is within the RBC, you have to imagine within the RBC. There also Plasmodium undergo asexual reproduction. There's a definitely very complicated life cycle. Then within the RBC, that Plasmodium undergo multiplication. When it breaks, okay, then the Plasmodium enters into the blood. Along with that one, when RBC breaks, what is happening? There is a release of the hemazoin. That hemazoin is a toxic substance released during the rupture of RBC. Whenever the hemazoin is released, there is a results the fever, recurring fever. That you need to understand. Typhoid is a sustained fever. Malarial type fever is a recurring fever every 3 to 4 days. That is the difference between the typhoid and malaria. Then what happened? Then hemazoin, Plasmodium released out, right? That one slowly converted into gametocytes. Don't think that gametes are gametocytes. Gamete producing cells are calling as a gametocytes formed in the human blood. What is happening? Total asexual life cycle or asexual reproduction of the Plasmodium take place in the humanano mosquitano. In human, asexual life cycle of Plasmodium takes place in human. Clear?
Once these gametocytes are formed, these gametocytes will move in the peripheral blood, especially during the night. Then what happened? When the mosquito come and takes, these gametocytes enters into the gut of the mosquito. There in the gut of the mosquito, what happened? These gametocytes undergo gametogenesis, results the formation of the gametes. Okay, so gametes are gametogenesis is a part of the sexual life cycle. Then gametes have form in the gut of the mosquito. There fusion happening, right? Further development happening where in the gut itself results the formation of the sporozoites. So sporozoites are formed as a result of the sexual reproduction in the gut of the mosquito. Then once the sporozoite formed in the gut of the mosquito, they finally reaches to the salivary gland of the mosquito, they will store. That is why here so this is overall they given in the NCERT very little bit. Okay, so asexual life cycle of the plasmodium takes place in the human. Sexual life cycle of the plasmodium takes place in the mosquito. Sporozoites are formed in the gut of the mosquito. Sporozoites are stored in the salivary gland of the mosquito. Hemozoin is released during the rupturing of RBC, responsible for the fever and chills. Okay, sporozoites are the infectious form of the plasmodium. The most severe form of malaria caused by the Plasmodium falciparum, that is a malignant malaria. These are the points you need to remember in that paragraph. If you remember these points, what I said points, bus. No need to refer that NCERT textbook. Settle. Next time moving to the next concept. Diseases, I said what are the points you need to remember. Malaria, I said what are the points you need to remember. Okay, going to the next one. Which of the, now I am entering into the immune system. Okay, which of the following are correct about immunity and innate immunity? Immunity and innate immunity. No, immunity is the ability of the host to fight against the pathogens. Good, correct. Innate immunity is a non-specific. That is the innate immunity also called as a non-specific immunity. The next one is it innate means by birth. A person acquires innate immunity by birth. So what are the points you need to remember the innate immunity? I will tell the conclusion. Wait for me. Okay. Now for this one, I am going for option is a 4. Which of the following are correct about innate immunity and innate immunity? All are correct. 4. Okay, right? Next one. 12th question. Physical barriers of non-specific immunity include. Physical barriers are skin and mucous membrane belongs to physical barrier. Physical or anatomical barriers. Physical or anatomical barriers include a skin and mucous membrane. Wait for me. Next one, stomach acidic pH. Stomach acidic pH kanam. That is a 1.8. Strong acidic pH. Next one, saliva, tears, mucus and colostrum. NCERT will give 2 only, but these are also important. Okay, saliva, tears and mucus and colostrum. These containing a 2 antibacterial molecule. One is a lysozyme. Another one is a lysozyme. Warmundale, you studied in the biotechnology also. Enzyme responsible for the lysis of the bacterial cell wall. And also one important antibody is a IgA. So while you are reading stomach acidic pH 1, body fluids like a saliva, tears, mucus and colostrum containing a 2 antibacterial molecule. One is a lysozyme, another one is IgA. PMNL is means what? That is a neutrophils. Neutrophils also called polymorphonuclear leukocytes. Macrophages, monocytes and macrophages. Next one is a natural killer cells. Natural killer cells are the type of the lymphocytes. Don't get confused. Lymphocytes parayambo nammade specific immune system povu. But this non-specific immune system. So that is why these 3 comes under cellular barriers.
Next one, what are interferons? Interferons, everybody should remember. Interferons are, first I will make the definition, antiviral glycoproteins. Antiviral glycoproteins produced by body cells or virus infected body cells to protect surrounding cells. First understand this one. Interferons are the antiviral glycoproteins produced by the virus infected cells in order to protect the surrounding cells. Simply, at least interferons are the antiviral glycoproteins. That means they fight against the virus or they inhibit the multiplication or the replication of the virus. These interferons comes under cytokine barriers. Cytokine barriers. Sure, I am giving the option 1. Okay, wait for me. Next one is a 13. Which of the following infection results the formation of interferons in a person's body? Check this one. Which of the following infection results the formation of interferons in a person? Interferons are antiviral. When the virus infected, that interferons produce. Typhoid is caused by the bacterium. Next, amoebiosis, protozoan, entamoeba histolytica. Common cold is a rhinovirus. That is why I am going for the option 3. Next one is a ringworms caused by the fungi. So, surely here up to here comes to this one. Up to this one, are you ready for the conclusion? So, there are certain persons, some are active in telling answers. Most of the students who are listening this video are in the silent mode. Silent mode is a infinitive reasons. What you are doing, I don't know. Okay. Anyhow, I am telling that maximum you put the what it called as a headphone or something. Keep the tab or phone somewhat distance and listen. Okay, it creates the headache. That is I am telling. Now, better always listen. Nothing you do, just listen. Okay, those who are preparing seriously, I am telling. Now comes to the conclusion of the non-specific immunity. Non-specific immunity, what are the points you need to remember? First, innate immunity is a non-specific type. First point. Second point, a person acquires a non-specific immunity by birth. 4 barriers, physical barriers, skin and mucous membrane. Mucus membrane, Markanda. Second one is a physiological barrier. Physiological barriers include a stomach acidic pH. Second example is what? Body fluids like a saliva, tears, mucus and colostrum containing a 2 antibacterial molecule. One is a lysozyme, another one is IgA. Next one is a cellular barriers that include phagocytic cells. PMNL, neutrophils, monocytes, macrophages, natural killer cells. Next one is a cytokine barriers. You need to remember only one thing is a very important thing is the interferons. What are interferons? Just a short way. Interferons are the antiviral glycoproteins. Why I am telling you know that one? Because a type of interferons called as a alpha interferons are used in the immunotherapy of the cancer because some of the cancers caused by the viruses. So, these are the points you need to cover under non-specific immunity. Okay, next. Moving to the specific immunity. Which of the following is our properties of the acquired immunity? Acquired immunity means and the acquired immunity is a specific immunity. 4 characteristic features unda. Nammada +1 vare 3 they mentioned in the NCERT. 4 not need now. What are the 4 barriers? 4, so what it called as a characteristic properties of the acquired immunity? Specificity. Second one is a immunological memory. Very important property, immunological memory. These are the addiboli properties of the specific immunity. First one is a specificity. Good. Second one is a memory. Oh, oru rakshilla property, memory. Okay, believe me. Next one is a self and non-self discrimination. Specific immunity having the self and non-self discrimination. Understand me.
under normal condition or under healthy situation, immune response against only non-self, that means foreign molecules or foreign antigens only. One more time. Self and non-self discrimination means under healthy condition or under normal condition, immune response only against the foreign antigens. Indirectly, there is no immune response against the self antigens. That one is called as a self and non-self discrimination. മനസ്സിലായി താങ്കൾക്ക് self and non-self discrimination താങ്കൾ എല്ലാവരും ഓർമ്മിക്കണം. So these are the four property. What are the three property what I mentioned? One is a specificity. In dreams also don't forget about the memory and self and non-self discrimination. Okay. So I am going for the option 4. This is a one. Settle. Next movie. Second, that is I said memory ഭയങ്കര important. കുറച്ച് ശ്രദ്ധിക്കണം. Secondary immune response is based on അവിടെ nothing explained in the NCERT. Primary immune response, secondary immune response. Directly I am telling keep. Okay, because this is not the discussion of the explanation. Secondary immune response is based on the property of the memory, immunological memory. One more point, that also I will tell together. Okay, na? Next, secondary immune response is based on the formation of the memory cells or based on the property of the memory. I am telling this one. Okay, next one. I said the fourth property is this one. Antibody diversity, not mentioned, not required now. Okay, going. Identifies the following labeling in the antibody. Understand me here. When you are telling about the antibody, basic antibody, what you are seeing now. Okay, basic antibody. Antibody, if you take, antibody consists of 4 polypeptide chains. 4 polypeptide chains. Exactly like a hemoglobin, right? Among these 4 polypeptide chain, 2 are light, low molecular weight. 2 are heavy, high molecular weight. Appo antibody is designating as a L2H2. Clear alle thangalku L2H2. L2 means rendu light, rendu heavy. Clear alle. So antibody is designating as a L2H2. Now when you see this diagram, observe me. This one is called as a light polypeptide chain. This is another light. Okay alle, rendu light parnjalle. This is one heavy. This is another heavy polypeptide chain. 2 light and 2 heavy. Okay, right? With regarding this one, a light polypeptide, this is a amino terminal. This is a carboxy terminal. C means carboxy terminal. This is a N terminal of light and heavy. These are the C terminal or carboxy terminal of the polypeptide chain. Okay. Now, okay, with this one is belongs to the light polypeptide chain. C is belongs to heavy polypeptide chain. Here, see this one. This one here I am mentioning is this one. If you see this one, these are the disulfide bonds. These are the disulfide bond. Means antibody overall structure is stabilized by the disulfide bond. Next comes to here. This one what I am representing. This one what I am showing here. These are the antigen binding sites. Antigen binding sites, or you can call it as a paratopes also. Antigen binding sites are a paratope. Antigen binding sites evada kanam? Antigen binding sites are present at the amino terminal of both light and heavy polypeptide chain. So what are the points you need to remember in the antibody structure? Means basically antibody is a protein. Okay, na glycoprotein. Okay. Now antibody lo 4 polypeptide chains undu, 2 light, 2 heavy, L2H2. Settle. Next one is that antigen binding sites are present at amino terminal of both light and heavy polypeptide chain. These are enough.
Now with this one I can tell option A. A is belongs to antigen binding site, B belongs to light chain, C belongs to heavy chain. Now cell mediate, here important points with regarding this question. Check this cell mediated immunity or CMI is mediated by T lymphocytes mediating the CMI, cell mediated immunity. Good. This CMI mediating the, what is importance of the cell mediated immunity? This cell mediated immunity mediating by T, important point, it is responsible for the graft rejection. Graft rejection, important this point. Graft during the transplantation law, this concept varu. If the question is like which of the following cell or which lymphocyte responsible for the graft rejection or tissue rejection parayambo thangal T lymphocyte eduthanam. Which part of immune system responsible for the graft or tissue rejection means cell mediated immunity thangal eduthanam. Okay. Next one is the B lymphocytes. B lymphocyte mediating the HMI. What is the full form of HMI? Humoral mediated immunity. Okay. These B lymphocytes responsible for the production of antibodies. Whenever these B lymphocytes are activated, whenever the B lymphocytes are activated, these B lymphocytes produces the antibody or secrete the antibody. T lymphocytes never produces the antibody. T lymphocytes never secretes the antibodies. But T lymphocytes, T cells help the B lymphocyte for production of antibodies. That is why I am telling which lymphocyte produces the antibodies parayambo B lymphocyte parayanam. Which lymphocyte help for the production of antibodies parayambo T lymphocytes parayanam. Antibody okay, structure of antibody okay. Next one is a natural killer cell. Natural killer cell is also type of the lymphocyte, but it's a part of specific immune system or non-specific immune system. It's a part of non-specific immunity. It is a part of cellular barriers of non-specific immunity or innate immunity. Next one, as we know, I always mention interferons. Interferons are part of the cytokine barriers of non-specific immunity. Points, just can you recollect the one information, okay? Now, 17th option 1. I will make overall, point by point, collective chain, okay? Next one. Which of the following is or are examples of passive immunity? This question is important. Here, specific immunity, two types, active immunity and passive immunity. Wait for me. Specific immunity, active immunity and passive immunity. Active immunity acquired by the body when exposed to antigen. When exposed to antigen. Active immunity acquired by the body when it is exposed to an antigen. Whether the antigen exposed naturally or whether the antigen exposed artificial or I am not telling. When the host is exposed to the antigen, such a type of acquiring immune system is a active specific immunity. Now directly I am telling, okay, this example is active immunity. Vaccination comes under artificial active immunity. At least vaccination comes under active immunity anedi ellaru ormikkanam. Okay, next one is a passive immunity. Just passive immunity involves the transfer of antibodies. Passive immunity involves just transfer of antibody. There is no role of antigen in the passive immunity. Just transfer of antibody. Here two examples important. Transfer of antibodies from mother to fetus. Mother to fetus by crossing placenta.
So transfer of antibodies from mother to fetus by crossing the placenta. What is the only known antibody can cross the placenta? IgG. One example. Transfer of antibodies from mother to child through colostrum. You know what is a colostrum? What is the type of antibody present in the colostrum? IgA. These two. Okay. So these transfer of antibodies. Passive immunity lo two example thangal ellaru ormikkanum. So specific conclusion and the specific immunity two types. Active immunity and passive immunity. Active immunity acquired by the host when it exposes to the antigen. Vaccination comes under one type of the active immunity. Second one, passive immunity involves the transfer of antibodies. This passive immunity, transfer of antibodies, that is IgG from mother to fetus by crossing the placenta. One, the only known antibody can cross the placenta is the IgG. Second one, transfer of antibodies, that is IgA from mother to the child. Small one. So those don't have much immune system. That is through colostrum, that is IgA. Okay, right? So with this one I can tell this option 4. That area is important. Okay. Next one. Vaccination is based on the property. Vaccination is also based on the property of the memory. That is an in parnyalle. 2 points important. Memory. Memory B lymphocytes undu. Memory T lymphocytes undu. Immunological memory. So memory cells parayambo 2 important point. Secondary immune response. Secondary immune response and vaccination based on the property of the memory. Secondary immune response and vaccination comes under active immunity. Adi marakanda. Okay. Secondary immune response and vaccination based on the property of the immunological memory. This point important. Next one. Which of the following vaccine belongs to the recombinant vaccine? To remember, number syllabus only one vaccine they given. Okay, but some vaccine person should remember. That recombinant vaccine belongs to hepatitis B vaccine. Hepatitis B vaccine belongs to recombinant vaccine. Recombinant vaccine. This hepatitis B vaccine produced from the yeast. That is a unicellular fungi. Okay. Next one is a smallpox vaccine. There is a smallpox vaccine belongs to live attenuated vaccine. Next one is a capsular polysaccharide vaccine. Capsular polysaccharide vaccine for the pneumonia. Pneumonia is caused by the Streptococcus pneumonia. It is a capsulated bacteria that belongs to S strain. Next one is a DTP vaccine, bacterial triple vaccine. D for diphtheria, T for tetanus, P for pertussis. Diphtheria caused by the Corynebacterian diphtheria, tetanus caused by the Clostridium tetani, pertussis caused by the what it called as a Bordetella pertussis. It belongs to bacterial triple vaccine. Sabin and Sac vaccine, both are belongs to polio. So the points, which are the only vaccine is a particular you to remember is a recombinant vaccine, that is hepatitis B surface antigen vaccine. Just at least remember hepatitis B vaccine produced from the yeast. The disease which is completely eradicated through the vaccination is a smallpox. The disease which is completely eradicated with the help of the vaccine is the smallpox. Remaining example should remember. So vaccination, what are the point to remember? Vaccination comes under one type of active immunity. Vaccination is based on the property of the memory. What is the only example to remember? It is a recombinant vaccine, that is a hepatitis B vaccine produced from the yeast. With the help of the vaccine, the disease which completely eradicated from the earth is a smallpox. Okay, right? Next one. Which of the following antibody can mediate the allergy? Allergy parayambo which antibody? That is IgE. The antibody which mediates the allergic reaction is IgE. One important question. Next one.
Allergy. Allergy means allergic consequences, just like asthma, fever, coughing, rhinitis. Allergic consequences due to the release of the chemicals like histamine and serotonin. That is from the mast cells. Mast cells are belongs to non-phagocytic granular cells. So mast cells responsible for releasing the histamine and serotonin. These are responsible for causing the allergic consequences. Next one, antihistamines, adrenaline, hormonal adrenaline, epinephrine, and some steroids. These are give quick relaxation from allergic consequences. മനസ്സിലായി താങ്കൾക്ക്? Histamine and serotonin released from the mast cell responsible for causing the allergic consequences. The drugs like antihistamine are the name. So many drugs കാണാം. Okay? Antihistamine, adrenaline, some steroid drugs are giving the quick relaxation from the allergic consequences. Next one, autoimmunity is due to the loss of. Important question avada. Autoimmunity. What are the properties of specific immunity? One is a specificity, next one is a memory, next one is a self and non-self discrimination. Memory already importance. So self and non-self discrimination means what? Under normal condition, immune response against only foreign pathogens only. Foreign antigens only. Indirectly meaning there is no immune response against the self antigen. If this property, if it loss, so automatically immune response also takes place against the self antigen. So antibodies will produce against the self antigens. That leads to self damage. That is called as autoimmunity. That is a key point. Autoimmunity is due to the loss of self and non-self discrimination property of the immune system, especially specific immune system. A point important. One more point what I said to remember. Only example with regarding this chapter. What is the only example to remember autoimmune disease is a rheumatoid arthritis. So these 2 points. Option 4. Okay. Next one. Maturation of lymphocyte means immature lymphocytes convert into antigen sensitive lymphocyte. Bone marrow is responsible for, is a site of maturation of B lymphocytes. Simply I can call it B cell. What is a B apt for? In B lymphocyte, B apt for bone marrow because these lymphocytes are mature in the bone marrow. Next one, thymus is a site of maturation of the T cells. What is a T for? T for thymus. These bone marrow and thymus both are belongs to primary or central lymphoid organs. Primary or central lymphoid organs. Now I am concluding. Primary or central lymphoid organs include a bone marrow and thymus. Bone marrow and thymus both are belongs to primary lymphoid organs, are the site of the maturation of the lymphocytes. Bone marrow is the site of maturation of B lymphocytes. Thymus is a site for the maturation of T lymphocytes. Next one is a secondary lymphoid organs. Secondary lymphoid organs include a lymph node. Next one is a spleen. Next one is a tonsils. Next one is a Peyer's patches. Next one is a MALT, mucosa associated lymphoid tissue. You can write etc. Peyer's patches, etc. What is importance of secondary lymphoid or primary lymphoid organ function? And that means these are the site of maturation of lymphocyte, include bone marrow and thymus, bus. Secondary lymphoid organs where lymphocytes, you can call it as a mature lymphocytes. Lymphocytes interact with antigens. These lymphocytes interact with antigens at secondary lymphoid organs. 1 point. Second one, these lymphocytes undergo proliferation and differentiation. Proliferation and differentiation of lymphocytes takes place at the secondary lymphoid organs. The last point, this lymph node is responsible for the tissue-borne infection.
Tissue-borne infection. If the antigen enters into the tissues, lymph node takes the responsibility to kill it. Spleen is responsible for the blood-borne infection. What are the point you need to remember? Varmundalle. There's a lymphoid organs, two types, vermiform, I wrote, etc. So, primary lymphoid organs, bone marrow and thymus, responsible, they are site of the maturation of the lymphocytes. Secondary lymphoid organs, lymph node, spleen, tonsils, pear patches, vermiform appendix, etc. These are this is a site where lymphocytes interact with the antigen. These are the sites where proliferation and differentiation takes place. These lymph node responsible for the tissue-borne infection, spleen responsible for the blood-borne infection. Bus. That paragraph no need to remember. These are the important points you need to remember in the lymphoid organs. So these are up to 24 questions, that is immune system. What are the points we need to remember? Non-specific immune system already in conclusion paranju. Comes to the specific immune system. Specific immune system parayambu, acquired immune system or specific immune system. What are you ready to face me? So acquired immune system or specific immune system parayambu, three properties you should remember. One is the specificity, next one is the memory, next one is the self and non-self discrimination. Bus. Antibody structure L2H2. Then what are the types of antibodies? IgG, IgM, IgD, IgE, IgA. The next coming to that one, HMI and CMI. HMI is mediated by the B lymphocytes responsible for the production of antibodies. T lymphocytes mediating the cell-mediated immunity that is responsible for the tissue or graft rejection. Next comes to the what types of active immunity when it is a immunity acquired by the host when it exposes to the antigen. So vaccination comes under one type of active immunity. Passive immunity, transfer of antibodies from mother to the fetus by crossing the placenta, that is IgG. Transfer of antibodies from mother to the child through the colostrum, that is IgA. Next one, vaccination is a vaccination and secondary immune response based on the property of the memory. The next one is that what is the only type of vaccine you to remember is hepatitis B vaccine. Is a recombinant vaccine that is a producer from the yeast. The antibody that mediates the allergy is a IgE. Their allergic consequences is due to the release of the histamine and serotonin. Antihistamines, adrenaline and some steroids are responsible for giving the quick relaxation from the allergic consequences. Autoimmunity is due to the loss of self and non-self discrimination of the specific immune system. Example is a rheumatoid arthritis. Primary lymphoid organs include bone marrow and thymus are the site of the maturation of the lymphocyte. Secondary lymphoid organs where lymphocytes interact with the antigens, where lymphocytes undergo proliferation and differentiation. Lymph node is responsible for the tissue-borne infection. Spleen responsible for the blood-borne infection. Bus. This is the overall points you need to remember in the immune system. Okay. Next, I am entering into the another one. Okay, na? I am entering into the another one. Good, ma. Good. Next, which of the following statement is wrong about the AIDS and HIV? Okay. HIV belongs to retrovirus. Here, retro is there, na? Retro, and that word is apt for the reverse transcription. All the viruses comes under retroviridae and your family when it comes to their characteristic feature is they show the reverse transcription. Correct. HIV is a enveloped virus containing a RNA genome. That is also correct. Here is a RNA genome. One more point can you remember? HIV consists of that is a diploid state of single-stranded RNA as a genetic material. Diploid state means two molecules of single-stranded RNA. Okay, and also it is an enveloped virus. Next one. AIDS is an example of STD. Syphilis, AIDS, gonorrhea,
trichomoniasis, or we studied in the reproductive health. There is a time gap between the months to what it called weeks to months, months to years. That is depends on the situation, okay? That is approximately 5 to 10 years distance between the infection and appearance of the symptom. That is AIDS and HIV and or characteristic identity, especially retrovirus and or characteristic identity, okay? That is I am going for the option 4. Next one. Which cell number decreases during the AIDS? E point also important. Same. Instead of asking the same question, which cell belongs to or which cell most susceptible? Which cell is the most susceptible to HIV? That is belongs to the TH cells or helper T lymphocyte. So, which cell number decreases during the AIDS or which cell is the most susceptible to the HIV parayambo will go for the helper T lymphocyte. Next one. A widely used diagnostic test for the AIDS is a ELISA, enzyme linked immunosorbent assay. Okay, these are the points. Next one is that this one just one time you can go through that one, okay na? അവിടെ HIV പറയുമ്പോൾ കുറച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. HIV പറയുമ്പോൾ കുറച്ച് സ്ട്രക്ചർ കുറച്ച് പഠിക്കണം, മോഡ് ഓഫ് സ്പ്രെഡിങ് പഠിക്കണം, ദ ലൈഫ് സൈക്കിൾ ഒരു ചെറിയതായിട്ട് താങ്കൾ എല്ലാവരും പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഐ എം ഗോയിങ് ഫോർ ദ ക്യാൻസർ. ഫൈൻഡ് ദ ഓഡ് വൺ റിഗാർഡിംഗ് ദ ക്യാൻസർ. Cancer cells do not show the property of the contact inhibition. Correct. Metastasis, the most dangerous feature of the cancer, especially malignant cancer, malignant tumors lo, the most dangerous feature is a metastasis, spreading of the cancerous cell from one tissue another tissue either through lymph or blood is a metastasis. Okay, that is why this is a wrong. It's not benign tumors, that is a malignant tumors. X-rays and UV rays are belongs to physical carcinogens. Physical carcinogens undu, chemical carcinogens undu, biological carcinogens undu. Korchu that area, okay? Proto-oncogenes. Proto-oncogenes also called as a cellular oncogenes. Cellular oncogenes or C-oncogenes associated with a normal body cell. These are the G oncogenes associated with normal cells. Under normal conditions they are inactive. Okay, so this one. Which of the following is incorrect regarding the cancer detection? Biopsy and histopathological studies applied in case of leukemia. Correct. Radiography and CT scan uses the X-rays. Korchu shraddhikava questions. MRI uses the strong magnetic field. That's good. And here this is a non-ionizing radiation. This is a went wrong. MRI uses the non-ionizing radiation. That is why I am going for option 3. MRI scan uses the strong magnetic field and also non-ionizing radiations. Fourth one is a very applied way of detection of the cancer. Antibodies against cancer specific antigens are used for the detection of the some cancers. Korchu aa area korchu confuse kanam. Okay, so aa area cancer detection korchu thangal oru prasham padikkanam. Next one, find the mismatch pair regarding the drug and its source. Morphine, papaver. Ee area lo drugs lo one question absolutely will come. Morphine, papaver, somniferum, poppy plant. LSD. LSD is a lysergic acid diethylamide that is extracting from the ergot fungi, that is a clavicepsis. Ormunda thangal clavicepsis, that one. Next one is a cocaine or coca, that is a coke, erythroxylum coca, that is correct. Cannabinoids, cannabis sativa, that is a LSD. Next one. Find out the odd one regarding the drug and its mechanism of action. Diacetylmorphine. What is a diacetylmorphine? Diamorphine or diacetylmorphine is one example of, that is nothing but heroin. Heroin is also called as the diamorphine or diacetylmorphine.
It is formed by the acetylation of the morphine. Is a sedative. Morphine, heroin belongs to sedatives. Cannabinoids and LSD are hallucinogens. Correct. Cocaine and amphetamines are stimulants. Correct. Morphine is a sedative, not stimulant. It is a sedative and also used as a painkiller. This is correct. So option 4. Morphine is a sedative and also used as a painkiller. So option 4. Okay. Next one. Find the drug with regarding the following hints. Produce a sense of euphoria, feeling or confident from the inside. Excess quantity causes the hallucination. Interfere with the transport of the dopamine. With this one you can tell this is a cocaine. Next one, identifies the following structures. This is the given one is a cocaine. Area, drugs area undalle. LR drugs area, very sensitive area. Absolutely one question will get from that area. That is a human health and disease. As Xylem already said, so from this human health and disease, definitely 3 questions you will get. No doubt about every year 3 to 4 questions it will appear in the human health and disease. That is why LR is Radhikanam. So here the determining factor is the time. Okay, LR in maximum I tried my energy to explain to you. Okay, so anyhow my time, okay, for time being my time is over. So next your favorite sir is going to enter. Okay, so thank you to all. Okay, sir, welcome sir. റൈറ്റ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലൂയിഡ്സ് എന്ന ടോപ്പിക്ക് 2 ദിവസമായിട്ടാണ് ഉള്ളത്. വലിയൊരു ചാപ്റ്ററാണ്, എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാഠമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് പറഞ്ഞ് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം. ക്ലിയർ അല്ലേടാ? റെഡി അല്ലേ ഫ്ലൂയിഡ്സ്? ഓക്കെ, സോ നമുക്ക് ഇതിനകത്തുനിന്ന് വരാവുന്ന റൈറ്റ്, സോ എൻട്രൻസ് ആസ്പെക്റ്റിൽ വരാവുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. സോ ഹായ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും റൈറ്റ് ഫ്ലൂയിഡ്സ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കടേ, പോരട്ടെ എല്ലാവരും. റൈറ്റ്, സോ നമുക്ക് തകർത്ത് മുമ്പോട്ട് പോകാം. അഡ്മിറ്റ് കാർഡ് കിട്ടിയോ എല്ലാവർക്കും? എവിടേക്കാ സെന്ററുകളൊക്കെ? അഡ്മിറ്റ് കാർഡ് വന്നോ? എന്നായിരുന്നു 10:30? ഇന്ന് രാവിലെയല്ലേ പറഞ്ഞിരുന്നേ? ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. മക്കളെ, സർഫസ് ടെൻഷൻ, ഫ്ലൂയിഡ് മെക്കാനിക്സ് രണ്ടായിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാളെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ഫ്ലൂയിഡിലെ ഫ്ലോ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ പോകും. സോ ഇത് സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, ദെൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ദെൻ എക്സസ് പ്രഷർ, പിന്നെ നമ്മുടെ കാപ്പിലാരിറ്റി റൈസ്, ഇതുപോലത്തെ 5-6 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഓക്കെ, റൈറ്റ്. സോ എന്തായാലും അതിന്റെ പുറകെ പോവാതെ ഇവിടേക്ക് വരിക. സോ സർഫസ് ടെൻഷനകത്ത് ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, സർഫസ് ടെൻഷൻ ഇസ് ആക്ച്വലി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. എന്ന് പറഞ്ഞത് ലെങ്തുമായിട്ട് ഒന്നും ബന്ധമൊന്നുമില്ല, ഏരിയ ലെങ്തുമായിട്ടൊരു ബന്ധമില്ല. ആക്ച്വലി എന്ന് പറയുന്നത് ഒരു നേച്ചർ ഓഫ് ഫ്ലൂയിഡുമായിട്ട് ബന്ധമുള്ള ഒരു ഫാക്ടറാണ് നേച്ചർ ഓഫ് ഫ്ലൂയിഡ്.
ക്ലിയർ ആണോ? അതായത് മക്കളെ ഫ്ലൂയിഡിന്റെ സർഫസിലുള്ള മോളിക്യൂളിലുള്ള ഫോഴ്സ് താഴേക്ക് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും അവിടെ, അല്ലെങ്കിൽ അതിന് റേഡിയലി ഫോഴ്സ് ഉണ്ട് ആ മോളിക്യൂളിൽ. അപ്പൊ മുകളിലേക്ക് ആരും താഴേക്ക് ആരും മുകളിലേക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അത് നെറ്റ് ഫോഴ്സ് താഴേക്ക് ഉണ്ടാകും. സോ നമ്മൾ ഒരു ബോഡി അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യും, ഒരു ടെൻഷൻ എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ആക്ച്വലി സർഫസ് ടെൻഷൻ. അതിനെ നമ്മൾ ഒരു എൽ ലെങ്തിനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ യൂണിറ്റ് ലെങ്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കാറ്. ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ സർഫസ് ടെൻഷൻ F is equal to T into L അല്ലെ. സർഫസ് ടെൻഷൻ T ആണെങ്കിൽ T into LS. സിഗ്മയൊക്കെ പല സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. ടി സർഫസ് ടെൻഷൻ ടി ഇൻറ്റു എൽ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. സോ F is equal to T into L ആണ്. എന്നാൽ നമ്മൾ കൃത്യമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലർ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നീഡിലെ വാട്ടറിന്റെ മേളിൽ പ്ലേസ് ചെയ്യുന്ന ഒരു കേസാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു മോളിക്കുലർ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിന്റെ രണ്ട് എഡ്ജിലും എന്തുണ്ടാകും, രണ്ട് എഡ്ജിലും ഫോഴ്സ് ഉണ്ടാകും. ഒരു TL ഇങ്ങോട്ടും ഒരു TL ഇങ്ങോട്ടും ഉണ്ടാകും, രണ്ട് TL ഉണ്ടാകും. അപ്പം എൽ ലെങ്ത് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ലെങ്ത് എല്ലാണെങ്കിലും നിങ്ങൾ അതിനെ ഡബിൾ എടുക്കണം. നിങ്ങൾ അതിനെ പൊക്കുന്ന സമയത്തുമൊക്കെ അതിനകത്ത് ഡബിൾ ഫോഴ്സ് ഉണ്ടാകും. കാര്യം രണ്ട് എഡ്ജിൽ നിന്ന് വേണ്ട, അതിന് എത്ര എഡ്ജ് ഉണ്ടോ ആ എഡ്ജുകളിലെല്ലാം എന്തുണ്ടായിരിക്കും മക്കളെ, ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സമയം ഓർക്കുക. കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ ഞാൻ നിൽക്കുന്നില്ല. TL അല്ല മിക്കപ്പോഴും വരിക 2TL ആയിരിക്കും. റൈറ്റ്, മെജോറിറ്റി ഓഫ് കേസിലും 2TL ആയിരിക്കും വരിക. അഥവാ ഡബിൾ, എത്ര ലെങ്ത് ഉണ്ടോ അതിന്റെ ഡബിൾ ആയിരിക്കും. നമ്മൾ കാണുന്ന ലെങ്തിന്റെ ഡബിൾ ആയിരിക്കും കാണുക. നമ്മൾ നീഡിലിനെ എല്ലായിട്ടാണ് കാണുന്നത്, പക്ഷെ അതിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും there is 2 ഫോഴ്സസ് ഉണ്ടായിരിക്കും. 2TL ആണ് വരിക. ആൻഡ് ഇത് മാക്സിമം ആകുന്ന സമയത്ത് ഇത് രണ്ടും എന്തായി മാറും, വേർട്ടിക്കലായി മാറും. ഇത് മാക്സിമം ആകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ചു വലിക്കുന്ന കേസുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണും ആ രണ്ട് ഫോഴ്സുകളും വെർട്ടിക്കൽ ആവും. ആ രണ്ട് ഫോഴ്സുകളും എന്താ ആഡ് ചെയ്യും ആൻഡ് ഇറ്റ് ബിക്കം 2TL. തീറ്റ ആംഗിൾ ആണെങ്കിൽ 2TL cos θ എന്ന് പറയും. സോ നമ്മൾ തീറ്റ 90 ഡിഗ്രി ആവുന്ന കേസുകളായിരിക്കും, തീറ്റ 0 ഡിഗ്രി ആവുന്ന കേസുകളായിരിക്കും എപ്പോഴും ഉണ്ടാകുക. സോ 2TL ആയിരിക്കും വരിക എന്നത് ആദ്യത്തെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. എടാ മക്കളെ ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ടെൻഷൻ ഇൻറ്റു ലെങ്ത് TL, ബിക്കോസ് യൂണിറ്റ് ലെങ്തിലാണ് T ഇൻറ്റു L. പക്ഷേ മോളിക്കുലർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന് രണ്ട് എഡ്ജുകളിൽ ആയിട്ട് എന്തുണ്ട്, ആ ലെങ്തിൽ എന്തുണ്ട്, ഫോഴ്സ് ഉണ്ട്. സോ TL അല്ല 2TL ആണ് വരിക. മനസ്സിൽ ആലോചിച്ച് വെക്കുക. എത്ര ലെങ്ത്, എത്ര ഡയമെൻഷൻസ് ഉണ്ടോ അതിന് ഡബിൾ നമ്മൾ എടുക്കണം. ഇപ്പൊ 4 ഡയമെൻഷൻ 8 എടുക്കേണ്ടി വരും. ക്ലിയർ ആണോ? അതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. റൈറ്റ്. സോ ഇനി ബാലൻസിങ് ഓഫ് നീഡിൽ എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഒരു മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നീഡിലെ മാക്സിമം ഈ നീഡിൽ താഴേക്ക് പോയിന്നിരിക്കട്ടെ, മാക്സിമം ആ നീഡിൽ അതിൽ മുങ്ങി ഇങ്ങനെ കിടക്കുക ആ സർഫസിൽ. അതിനർത്ഥം അതിനകത്ത് അതിന്റെ mg എന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്യുക. ആക്ച്വലി വാട്ട് ഇസ് ദാറ്റ്, ഇതിങ്ങനെ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന സമയത്താണ് ഏറ്റവും മാക്സിമം കേസിലാണ് നമ്മൾ ഈ പറയുന്നത്. അതിന്റെ mg എന്ന ഫോഴ്സിനെ ആക്ച്വലി ബാലൻസ് ചെയ്യുന്നത്, നീഡിലിനെ ബാലൻസ് ചെയ്യുന്നത്, ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. നീഡിൽ mg എന്ന ആ ഫോഴ്സിനെ ആക്ച്വലി താഴേക്കുള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത് TL അല്ല 2TL ആണ്. രണ്ട് സൈഡിലും ഉണ്ട്. സോ 2TL ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കൊടുക്കാം mg എന്ന്. ഇതിന് ചോദിക്കുക മാക്സിമം മാസ് എത്രയായിരിക്കും എന്ന് വേണമെങ്കിൽ ചോദിക്കാം, 2TL/g. ഇനി എത്ര ഡയമീറ്റർ ആയിരിക്കും, എത്ര ഡയമീറ്റർ ഉള്ള നീഡിൽ വെച്ചാലാണ് അതിനകത്ത് പൊങ്ങിക്കിടക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കാം. മാക്സിമം ഡയമീറ്റർ എത്ര വേണം, ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി സർഫസ് ടെൻഷൻ ഓഫ് ദി ലിക്വിഡ് ദാറ്റ് യു ആർ ടേക്കിംഗ്. എത്ര സർഫസ് ടെൻഷനുള്ള ആളെയാണ് നിങ്ങൾ എടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എത്ര മാസ് അവിടെ പൊങ്ങിക്കിടക്കും എന്നുള്ളത്. സർഫസ് ടെൻഷൻ കൂടിയാൽ മാസ് പൊങ്ങിക്കിടക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും. സോ അതാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ കാര്യം. ഇനി 2TL ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കൊടുക്കാം മാസ് M ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു G. ക്ലിയർ ആണോ? ഇനി വോളിയത്തിന് നമുക്ക് എന്ത് കൊടുക്കാം, വോളിയം ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കൊടുക്കാം 2TL ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം മക്കളെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ 2TL ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷൻ ഏരിയ ആയ πr² ഇൻറ്റു ലെങ്ത്, അതാണ് വോളിയം, ഇൻറ്റു D ഇൻറ്റു G. ഡെൻസിറ്റിക്ക് റോ ആണ് സാധാരണ യൂസ് ചെയ്യാറ്, D ഞാൻ എപ്പോഴും ഉപയോഗിച്ച് മീൻസ് കൺഫ്യൂസ് ആക്കുന്നില്ല, എല്ലാം കൂടെ റോ തന്നെ ഉപയോഗിക്കുകയാണ്, റോ. സോ ഈ ലെങ്ത് എല്ലും കൂടെ കട്ട് ചെയ്ത് പോകും. ക്ലിയർ ആണ്? ദിസ് ഈസ് റോ ആണ്, തെറ്റിക്കരുത്. റൈറ്റ്. സോ റോ ആണിത്. ഓക്കെ. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് നിങ്ങൾക്ക് R² വാല്യൂ കിട്ടും. R² വാല്യൂ കിട്ടും 2T ബൈ പൈ റോ G. ക്ലിയർ ആണോ? 2T ബൈ പൈ റോ G. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ. നോക്കിയ മക്കളെ, 2T ബൈ പൈ റോ G. റൈറ്റ്. സോ അതാണ് R² വരിക. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുക ഡയമീറ്റർ ആയിരിക്കും.
ഡയമീറ്റർ ഇപ്പൊ 2t ഇവിടെ വന്ന് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ 2t വന്നെന്നുള്ള കാര്യം, എല്ല് കട്ട് ചെയ്ത് പോലും അറിയാം. ചിലപ്പോൾ ഇതിന്റെ ഡയമീറ്റർ ആയിരിക്കും ചോദിക്കാം. മാക്സിമം വെയിറ്റ് ഓഫ് ദി നീഡിൽ ദാറ്റ് ക്യാൻ ഫ്ലോട്ട് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ d is equal to അല്ലെ 2r ആണ്, r is equal to d/2 ആണ്. അപ്പോൾ r is equal to d/2. ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുക d²/4 is equal to d²/4 is equal to 2t/pi rho g എന്ന് കിട്ടും. From that d² is equal to 8t/pi rho g, d is equal to root of 8t/pi rho g എന്ന് കിട്ടും. So this is the diameter അല്ലെ, maximum diameter, d maximum അല്ലെ. ഒരു പർട്ടിക്കുലർ സർഫസ് ടെൻഷൻ ഉള്ള ലിക്വിഡില് എത്രയും മാക്സിമം ഉള്ള ഡയമീറ്റർ ഉള്ള നീഡിലാണ് പൊങ്ങി കിടക്കുക എന്ന് ചോദിച്ചാൽ ആ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതായിരിക്കും മക്കളെ, d maximum is equal to root of 8t/pi rho g എന്ന് പറയുന്നത്. ഓക്കെ, 8t/pi rho g എന്ന് പറയുന്നത് ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ റൈറ്റ്, അഡ്മിറ്റ് കാർഡിന്റെ ഡിസ്കഷനിലേക്ക് പോകരുത് നിങ്ങൾ. റൈറ്റ്, സോ അതവിടെ വന്നോളും. അത് എവിടെയായാലും എഴുതാൻ പോകണമെങ്കിൽ ഈ കാര്യങ്ങൾ വേണം. റൈറ്റ്, സോ അതുകൊണ്ട് അതിലേക്ക് പോവുക. ചാറ്റ് ബോക്സിൽ ഫ്ലൂയിഡ്സ് തന്നെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. റൈറ്റ്, സോ വരാം മക്കളെ, വരാം. സോ അപ്പൊ ഇതാണ് ബാലൻസിങ് ഓഫ് നീഡിൽ എന്ന കോൺസെപ്റ്റ്. ബാലൻസിങ് ഓഫ് നീഡിൽ എന്ന കോൺസെപ്റ്റ്. സോ ഇത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇവിടെ ഒരു എല്ല് കുറവാണ്, സോ എല്ല് ക്യാൻസൽ ചെയ്ത് പോകും അവിടെ. ഇതാണ് ഞാൻ അവിടെ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഡയമീറ്റർ, മാക്സിമം ഡയമീറ്റർ ഒക്കെ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് അതിലേക്ക് പോകാം. ഇനി ഒരാള് മുകളിൽ കിടക്കുന്ന ഒരാളെ ഞാൻ പൊക്കുകയാന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഈ നീഡിൽ മാക്സിമം ഇപ്പൊ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെള്ളത്തിന് മേളിൽ കിടക്കാം. ആ വെള്ളത്തിന് മേളിൽ നിന്ന് ഞാൻ അയാളെ പൊക്കിയെടുക്കാതിരിക്കട്ടെ, ദാറ്റ് ഇസ് വിത്ത് ആൻ അപ്ലൈഡ് ഫോഴ്സ് ഞാൻ അയാളെ മേളിലേക്ക് പൊക്കാണ്. മേളിലേക്ക് പൊക്കുമ്പോൾ സർഫസ് ടെൻഷൻ താഴേക്കാവും. പറഞ്ഞു മനസ്സിലായോ? ആ സർഫസിലെ ടെൻഷൻ താഴേക്കാവും. ഇതാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ നമ്മൾ അവിടെ ഒപ്പോസ് ചെയ്യേണ്ട ആക്ച്വലി സർഫസ് ടെൻഷൻ മാത്രമല്ല, ഈ നീഡിലെ വെയിറ്റ് ആയ mg കൂടെ ഉണ്ട്. സോ ദി അപ്ലൈഡ് ഫോഴ്സ് ദാറ്റ് ഈസ് നീഡഡ് ടു raise the needle from the surface of the water is actually we have to oppose both the surface tension as well as the weight of the needle. So 2TL plus mg ആയിരിക്കും നിങ്ങളുടെ അപ്ലൈഡ് ഫോഴ്സ് ടു raise something, right? Raise a needle which is having a length L എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2TL plus എന്ത് വരും ഇവിടെ മക്കളെ? mg വരും. ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2TL plus mg ആയിരിക്കും അപ്ലൈഡ് ഫോഴ്സ് ടു raise. സോ ഈ ഒരു കാര്യവും എന്റെ മക്കള് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയുമാണ് ആദ്യത്തെ സെഷനിൽ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ. ഓക്കെ, ആൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു റിംഗ് ആണെങ്കിലോ ഒരു റിംഗ് നിങ്ങൾക്ക് റേസ് ചെയ്യാൻ വേണ്ട, റിംഗ് നിങ്ങൾ എന്ത് ചെയ്യാണ്, റേസ് ചെയ്യാന്നിരിക്കട്ടെ. റൈറ്റ്, സോ റിംഗ് നിങ്ങൾ റേസ് ചെയ്യാന്നിരിക്കട്ടെ. അപ്പൊ വേണ്ട എഫ് അപ്ലൈഡ് എന്തായിരിക്കും? എഫ് അപ്ലൈഡ് എന്ന് പറയുന്നത് അവിടുത്തെ സർഫസ് ടെൻഷനാ. നിങ്ങൾ ഇതിന്റെ പെരിമീറ്റർ എടുക്കും. ലെങ്തിന് പകരം ഇവിടെ എടുക്കുക പെരിമീറ്റർ 2πr. പക്ഷെ എന്റെ മക്കളെ അതിന്റെ ഡബിൾ എടുക്കണം, ബിക്കോസ് രണ്ട് സൈഡിലും ഉണ്ടല്ലേ സർഫസ് ടെൻഷൻ. അപ്പൊ ലെങ്തിന്റെ ഡയമെൻഷൻ എത്രയാണോ അതിന്റെ എത്ര ഡയമെൻഷനുള്ള ആളാണോ അതിന്റെ ഡബിൾ എടുക്കണം. മനസ്സിലാകണം, 4πr ആണ് വരിക. പ്ലസ് mg കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടതാണ്. ആഡ് ചെയ്യണം. ചില ചോദ്യങ്ങളിൽ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ 2πr × 2 × t ആണ് വരേണ്ടത് അല്ലെ. ലെങ്ത് ഇൻറ്റു സർഫസ് ടെൻഷൻ വേണം ഇൻറ്റു ടി. സോ അവിടെ വരിക 4πrt പ്ലസ് mg എന്ന് വരും. 4πrt പ്ലസ് mg എന്ന് പറയും. ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 4πrt പ്ലസ് mg ഇസ് ദി ഇക്വേഷൻ. നിങ്ങൾക്ക് മനസ്സിലായോടാ മക്കളെ? 4πrt പ്ലസ് mg ആണ് അവിടെ വരുന്ന എന്തെന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? റെഡി ആണോ? മുമ്പോട്ട് പൊക്കോട്ടെ ഞാൻ. ഓക്കെ, വെരി ഗുഡ്. റൈറ്റ്, സോ നമുക്ക് മുമ്പോട്ട് പോകാം. 4πrt പ്ലസ് mg ഈസ് ദി ആൻസർ. റൈറ്റ്, സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം മക്കളെ. A length of the needle floating on the water is 2 centimeter. 2 centimeter ആണ് ലെങ്ത്, 2 centimeter. പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പൊ ഡബിൾ വരണം അല്ലെ. വേറെ ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ 2 വരണം. 2 ഇല്ലാണ്ട് വേറെ കളിയില്ല. സോ ദ അഡീഷണൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ റിക്വയർഡ് ടു, അതായത് അഡീഷണൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷന്റെ ഫോഴ്സ് മാത്രം മതി, mg വേണ്ട. ടു പുൾ ദ നീഡിൽ ഔട്ട് ഓഫ് ദി വാട്ടർ വിൽ ബി, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി 2TL ആണ്. പ്ലസ് mg ആണ്, പക്ഷെ mg ഇവിടെ ചോദിച്ചിട്ടില്ല, സർഫസ് ടെൻഷന്റെ മാത്രം മതി. എഫ് അപ്ലൈഡിൽ സർഫസ് ടെൻഷൻ മാത്രം മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into L is equal, t is equal to 7 into 10 raised to minus 2 ആണ്. ഇൻറ്റു അവിടുത്തെ L എന്ന് പറയുന്നത് 2 into 10 raised to minus 2 ആണ്. ഇറ്റ് ബിക്കം 14 into 2 28 ആണ് തുടങ്ങേണ്ട ഉത്തരം. 28 തുടങ്ങുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ മക്കളെ. B is the right answer.
ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ദ കേസ്. അതാണ് അവിടെ വരേണ്ട അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. Square wire frame of length L is dipped in a soft solution. When the frame is taken out of a soft film is formed, what is the force on the frame due to surface tension of the liquid is? Right, surface tension of the liquid is. എത്രയാണോ ഡൈമെൻഷൻ അതിന് ഡബിൾ ആയിരിക്കും വരിക. 8 TL ആണ് അവിടെ ഉത്തരമായി വരേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? 8 TL ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ റേസ് ചെയ്യുന്ന സമയത്ത് എഡ്ജിൽ 2 കേസ് വരും. TL 2TL അങ്ങനെ 4 സൈഡ് വരും. സ്ക്വയർ ആകുമ്പോൾ 4 ഇൻറ്റു അല്ലെ സ്ക്വയർ ആകുമ്പോൾ സോ 4 ഇൻറ്റു 2 TL 8 TL ആണ് വരിക. ഓക്കെ, ഐ തിങ്ക് അതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 ഉണ്ടെങ്കിൽ 4L നമ്മൾ വിചാരിക്കും. 4L ഇൻറ്റു TL അതിന്റെ ഡബിൾ ആണ് 8 TL എന്നാണ് വരിക. A wire ring of radius 2.5 cm floats horizontally on a surface of the water. The vertical force required to detach the ring from the surface of the water will be. അതായത് നമുക്ക് വേണ്ടത് സർഫസ് ഓഫ് ദി വാട്ടറിനെ ഡിറ്റാച്ച് ചെയ്യാനുള്ളത് മതി. സോ ദാറ്റ് ഈസ് ആക്ച്വലി സർഫസ് ടെൻഷൻ മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ mg കൺസിഡർ ചെയ്യാൻ മാസ് ഓഫ് ദി റിംഗ് ഒന്നും തരുന്നൊന്നുമില്ല. സോ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെൻസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് മാത്രം അവിടെ കണ്ടാൽ മതി. മാസ് ഓഫ് ദി റിംഗോ അങ്ങനെ ഡെൻസിറ്റി ഓഫ് ദി റിംഗോ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് തന്നിട്ടാൽ മാത്രമേ മാസ് കണ്ടുപിടിക്കാൻ വോളിയമിന് ഡെൻസിറ്റി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ് ഡയറക്ട്ലി തന്നാലേ പ്ലസ് mg അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കണം അവർക്ക് സർഫസ് ടെൻഷൻ കൊണ്ടുള്ള മാത്രം മതി, വെയിറ്റ് mg വേണ്ട. സോ അപ്ലൈഡിൽ ഇവിടെ സർഫസ് ടെൻഷൻ മാത്രമേ ഉള്ളൂ. റിംഗ് ആണ് മക്കളെ, അതിന്റെ പെരിമീറ്റർ 2πr ആണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് അതിന്റെ ഡബിൾ ആണ്. 2 ഇൻറ്റു 2πr ഇൻറ്റു T ആണ് വരേണ്ട സർഫസ് ടെൻഷൻ. ഇതാണ് നിങ്ങളുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ 2 ഇൻറ്റു 2 ഇൻറ്റു പൈ ഈസ് 22/7. വൈ അവിടെ ടിയുടെ വാല്യൂ 70 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ 22/7 ആണ്, ചെയ്യാൻ എളുപ്പമാണ്. സോ 22/7 പൈയുടെ വാല്യൂ ടു ആറിന്റെ വാല്യൂ 2.5 ഇൻറ്റു 10⁻⁻2 ആണ്. ഇൻറ്റു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് 70 ഇൻറ്റു 10⁻³ വരും. ഫ്രം ദാറ്റ് 7 and 70 ക്യാൻസൽ 10 വരും. 22 അവിടെ ഉണ്ട്. സോ 4 ഇൻറ്റു 2.5 10 ആണ്. 4 ഇൻറ്റു 2.5 10. 10ഉം 10⁻²2 കൂടെ ആകുമ്പോൾ 10⁻²2 കൂടെ 10⁻−1 10⁻−1 22. 2.2 ഇൻറ്റു 10⁻²2 it becomes 0.022 ന്യൂട്ടൺ. ഓപ്ഷൻ ഡി ഈസ് ഡി റൈറ്റ് ആൻസർ. ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇത്രയുമാണ് സർഫസ് ടെൻഷൻ എന്ന സെക്ഷൻ. സോ സർഫസ് ടെൻഷനിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഫോഴ്സ് ഇൻറ്റു ലെങ്ത് അതാണ് നിങ്ങളുടെ surface tension is equal to force per unit length and force is equal to surface tension into length. I think ഇത്രയുമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ആദ്യത്തെ സെഷൻ. അപ്പൊ സർഫസ് ടെൻഷൻ എന്ന സെഷൻ പക്കാ ക്ലിയർ ആണ്. നമുക്ക് ഇതിനെ സർഫസ് എനർജി ആയിട്ട് മാറ്റാം. അപ്പൊ സർഫസ് ടെൻഷൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇനി ഏത് ചോദ്യം വന്നാലും ചെയ്യും. 2L ഡബിൾ എടുക്കണം, 2L ഡബിൾ എടുക്കണം, 2πr ആയാലും ഡബിൾ എടുക്കണം. റൈറ്റ്, എല്ലിന്റെ ഡബിൾ 2L എടുക്കണം, 2πr ഡബിൾ 4πr എടുക്കണം. മനസ്സിൽ ഓർത്തോണം. ബിക്കോസ് അവിടെ സർഫസുകൾ ഒന്നിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇതേ കേസ് തന്നെയാണ് സർഫസ് എനർജിയും വരുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. സർഫസ് എനർജി എന്നുള്ള കോൺസെപ്റ്റ് ആണ് എനർജി. ബിക്കോസ് നിങ്ങൾക്കറിയാം ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ സ്ട്രെയിൻ ഉണ്ട്, സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അവിടെ എനർജി ഉണ്ട്. ബിക്കോസ് അൺസ്റ്റേബിൾ ആകും എനർജി ഉണ്ട്. അപ്പൊ സർഫസിൽ ഒരു എനർജി ഉണ്ട് which depends on the surface area. ഏരിയ കൂടിയാൽ സർഫസ് എനർജിയും കൂടും. സോ അതെങ്ങനെയാണ് കൂടുക, എത്രമാത്രമാണ് കൂടുക, അതുപോലത്തെ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് പഠിക്കാം. നോക്കണം. വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഏജന്റ് വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഇഫ് യു ആർ എക്സ്പാൻഡിങ് ദ സർഫസ്. റൈറ്റ്, അതായത് സർഫസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി നിങ്ങൾക്കറിയാം ഡെഫിനറ്റ്ലി നമ്മളൊരു എക്സ്റ്റേണൽ ഏജന്റ് ഒരു വർക്ക് ചെയ്യണം. ഞാൻ അതിനെ പിടിച്ച് എഫിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്, വലിക്കാന്നിരിക്കട്ടെ. എഫ് ഫോഴ്സ് വെച്ചിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ട് ഞാൻ അതിനെ വലിക്കുകയാണെന്നിരിക്കട്ടെ. ദാറ്റ് മീൻസ് അവിടുത്തെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാണ്. If the surface area is getting increasing, so definitely എന്ത് പറ്റും മക്കളെ, അങ്ങനെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ സർഫസ് എനർജിയും കൂടും. എങ്ങനെ സർഫസ് എനർജി കൂടും? The work done by us will be stored as, the work done by the external agent will be stored as the potential energy. So അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം the force into displacement, അതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, അതാണ് അവിടുത്തെ വർക്ക് ഡൺ. ഇനി ഏത് ഫോഴ്സാ അവിടെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റണ്ടേ. ലെങ്ത് L ആണെങ്കിൽ ഒരു സർഫസ് ആണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെയല്ല, അതിന്റെ അപ്പുറത്തെ ഭാഗത്തും ഒരു സർഫസ് ഉണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ മാത്രമല്ല സർഫസ്, അപ്പുറത്തുമുണ്ട് സർഫസ്. ക്ലിയർ അല്ലേ? അപ്പം ഇവിടുന്ന് TL ഉണ്ട്, അവിടുന്ന് TL ഉണ്ട്. മീൻസ് 2TL ആയിരിക്കും അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് മക്കളെ നമ്മൾ ഇവിടെ ഒപ്പോസ് ചെയ്യേണ്ടത് ആരെയാണ്, 2TL നെയാണ്. സോ ഈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു
ടു 2TL ആയിരിക്കും. സോ 2TL x ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തെങ്കിൽ 2TL into x. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു t into 2LX എന്ന് എഴുതാം. 2L into x. സോ L into x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് into x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ് അതിന്റെ ഡബിൾ. അതായത് ഏരിയയിൽ ഉണ്ടായ ചേഞ്ച് ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. 2LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ. സോ നോക്ക് 2LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയിൽ ഉണ്ടായ ഇവിടുത്തെ ചേഞ്ച്. സോ ആ ഏരിയയിൽ ഉണ്ടായ ചേഞ്ച് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ഇവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവരുവാന്നിരിക്കട്ടെ. അപ്പോൾ ഇത് ലെങ്ത് L, ഇത് x ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ദാറ്റ് ഷുഡ് ഒപ്പോസ് ദ സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് ആയ 2TL അല്ലെ, 2TL-നെയാണ് അല്ലെങ്കിൽ 2L into T ആണ്. സോ ഇതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒപ്പോസ് ചെയ്യേണ്ടത്. സോ വിച്ച് മീൻസ് ദാറ്റ് ഈ 2TL അല്ലെ, ഈ 2TL into x എന്ന് പറയുന്നതാണ് നമ്മുടെ വർക്ക് ഡൺ. ആ വർക്ക് ഡൺ ഷുഡ് ഷോഡ് ആസ് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി അഥവാ സർഫസ് എനർജി. അപ്പൊ നമുക്ക് പറയാം, ശ്രദ്ധിക്കും മക്കളെ, അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമുണ്ട്. വാട്ട് ഈസ് ദിസ് ഗൈസ്? ഇതാണ് സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ ഇൻറ്റു 2 into L into x. വാട്ട് ഈസ് ദിസ് L into x? L into x എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏരിയ ആണ്. പക്ഷെ ആ ഏരിയയുടെ ഡബിൾ വേണം. കാര്യം ഒരു സൈഡിൽ മാത്രമല്ല ഏരിയ, അപ്പുറത്തും ഏരിയ ഉണ്ട്, ഇതിന്റെ ബാക്കിലും ഏരിയ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ LX അപ്പുറത്തെ L into x. സോ അങ്ങനെ ആകുമ്പോൾ 2L into x എടുക്കണം. ആ 2L into x നെ നമുക്ക് വിളിക്കാം ഏരിയയിൽ ഉണ്ടായ വർധനവ്. ആ ഏരിയ ടോട്ടൽ ഏരിയയിൽ, അതായത് ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ഏരിയ ഉണ്ടായ വർധനവ്. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. ദാറ്റ് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. അതായിരിക്കും എനർജി സ്റ്റോർഡ് ഇൻ ദാറ്റ് സർഫസ്. അതായത് സർഫസ് ഏരിയ കൂടുമ്പോൾ എനർജിയും കൂടും, ഏരിയയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. സോ പൊട്ടൻഷ്യൽ എനർജി അഥവാ സർഫസ് എനർജി ദാറ്റ് ഈസ് സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു the surface tension into change in area. എത്രത്തോളം പുതിയ എനർജി അവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് ടെൻഷനെ ഏരിയയിൽ ഉണ്ടായ മാറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബിക്കോസ് ലെങ്തിൽ ഉണ്ടായ മാറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് കിട്ടും. ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ആ ഫോഴ്സിനോട് ഒരേ ലെങ്തും കൂടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതെന്താവും, ഫോഴ്സ് ഇൻറ്റു ലെങ്ത് അഥവാ നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയി മാറും. സോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് അല്ല, സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ്. ഡയമെൻഷനലി അതെന്താണ്, എനർജി തന്നെയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഓർത്ത് വെക്കുക. എങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏരിയ കൂടിയാൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും, അവിടെ വർക്ക് ഡൺ ഉണ്ടാകും. ആ വർക്ക് ഡൺ അവിടെ അതിന്റെ സർഫസ് എനർജി കൂടിയിരിക്കും ഡെഫിനറ്റ്ലി. അതായത് ആ ഏരിയ കൂടിയാൽ സർഫസ് എനർജി കൂടും. അപ്പോൾ എങ്ങനെയാണ് അതിൽ ലിക്വിഡ് ഡ്രോപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കത്തില്ല നിങ്ങളുടെ ആർക്ക് ഉണ്ടാകുക, സോപ്പ് ബബിൾ ഉണ്ടാവുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഡ്രോപ്പിലാകുമ്പോൾ അകത്ത് വാട്ടറാണ്, പുറത്തെ മാത്രമാണ് സർഫസ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? അതിലാണ് വർധനവ് ഉണ്ടാകുന്നത്. അകത്തെ മോളിക്യൂൾ, പുറത്താണ് എന്ത്, സർഫസ് ടെൻഷനിൽ, അതിനാണ് വർധനവ് ഉണ്ടാകുന്നത്. എന്നാൽ സോപ്പ് ബബിൾ ആകുമ്പോൾ രണ്ട് സർഫസുകൾ ഉണ്ട് അല്ലെ. സോപ്പ് ബബിൾ എന്ന് പറയുമ്പോൾ ഹോളോ അല്ലടാ, അകത്ത് ഒരു സർഫസ് ഏരിയ ഉണ്ട്, പുറത്തും ഒരു സർഫസ് നിങ്ങൾക്ക് കാണാം. അപ്പൊ രണ്ടിടത്തും ഒപ്പോസ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് രണ്ടിടത്തെയും സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും, രണ്ടിടത്തെ സർഫസ് ടെൻഷനിലും ആ വർക്ക് ഡൺ നടക്കും. വിച്ച് മീൻസ് ദാറ്റ് അവിടെ എപ്പോഴും സോപ്പ് ബബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിക്വിഡ് ഡ്രോപ്പിന്റെ ഡബിൾ ആയിരിക്കും. നിങ്ങളുടെ സോപ്പ് ബബിൾ എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. R1 എന്ന റേഡിയസ് R2 ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏരിയയിൽ ഉണ്ടായ വർധനവ്. ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr1² ആണ്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ 4πr2² ആണ്. അപ്പൊ 4πr2² മൈനസ് 4πr1², ബിക്കോസ് സ്പിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 4πr1², അടുത്തത് 4πr2². വ്യത്യാസം എന്താ? 4πr2² മൈനസ് 4πr1² ഇൻറ്റു സർഫസ് ടെൻഷൻ ആണ് നിങ്ങളുടെ വർക്ക് ഡൺ അഥവാ എനർജി, എക്സസ് എനർജി ദാറ്റ് അല്ലെങ്കിൽ സർഫസ് എനർജി ദാറ്റ് ഇസ് സ്റ്റോർഡ്. ഇത് 4π ആയിരിക്കും മാർക്ക്, ബിക്കോസ് ഒരു സർഫസ് ഉള്ളതുകൊണ്ട് തന്നെ. സോ ലിക്വിഡ് ഡ്രോപ്പിൽ 4π ആയിരിക്കും. പക്ഷെ സോപ്പ് ബബിള് അവിടെ അകത്തും സർഫസ് ഉണ്ട്, പുറത്തും സർഫസ് ഉണ്ട്. മീൻസ് രണ്ട് സൈഡിലും വർക്ക് ഡൺ നടക്കുന്നുണ്ട്. അപ്പൊ 4πയുടെ ഡബിൾ ആയിരിക്കും വരിക. 8πt ഇൻറ്റു R2² മൈനസ് R1² ആയിരിക്കും വരിക. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ഫ്രെയിം ചെയ്യേണ്ടത്. സർഫസ് ടെൻഷൻ എന്ന സെക്ഷനിൽ രണ്ട് ലെങ്ത് എടുക്കുന്ന കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഫ്രെയിം ചെയ്യേണ്ട കാര്യം ഏരിയ എടുക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ നേരത്തെ കണ്ട ഒരു പ്ലെയിനിനെ വലിക്കുന്ന കേസിലും രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഏരിയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കണം
ഓർക്കണം മക്കളെ, ഇവിടെ സോപ്പ് ബബിളിന് 2 ഏരിയ ഉണ്ട്, എന്നാൽ ലിക്വിഡ് ഡ്രോപ്പിന് എത്ര ഏരിയ ഉള്ളൂ? 1 ഏരിയ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സോപ്പ് ബബിൾ ആണെങ്കിൽ ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ വർക്ക് ഡൺ അഥവാ എനർജി കണ്ടുപിടിക്കുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 4π into R2² minus R1² into T ആണ് ആർക്ക് ലിക്വിഡ് ആണെങ്കിൽ സോപ്പ് ബബിളിലേക്ക് അത് എത്തുമ്പോൾ എന്താകും? 8π into R2² minus R1² ആയിരിക്കും വരിക. R2² minus R1² into T. Why this 8 എന്ന് ചോദിച്ചാൽ 2 സർഫസ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ അതിനെ നിങ്ങൾ ഡബിൾ ആക്കി എന്നിരിക്കട്ടെ, ആ റെക്ടാങ്കിളിനെ നിങ്ങൾ ഡബിൾ ഏരിയ ആക്കി എന്നിരിക്കട്ടെ, അപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഏരിയ മാത്രം എടുത്താൽ പോലും നിങ്ങൾ ഇവിടെ 2 ഡയമെൻഷനിൽ ആയതുകൊണ്ട് ഒരു ഏരിയ കാണുന്നത്. എടാ മക്കളെ, അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഏരിയ ഉണ്ട്, പുറകിലും എന്ന് പറഞ്ഞ പോലെ ഇതായി മാറുമ്പോൾ ഇവിടെ മാത്രമല്ല ഏരിയ, പുറകിലും ഒരു ഏരിയ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കുന്ന ഈ ഇവിടുത്തെ ഏരിയ A1 ആണ്, ഇവിടുത്തെ ഏരിയ A2 ആണെങ്കിൽ A1 A2 എടുത്താൽ പോരാ, ഇവിടുത്തെ ഏരിയ ആയിട്ട് നിങ്ങൾ 2A1 എടുക്കണം, ഇവിടുത്തെ ഏരിയ ആയിട്ട് നിങ്ങൾ 2A2 എടുക്കണം, എന്നിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. എന്നിട്ട് നിങ്ങൾ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സർഫസ് ടെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് എനർജി കിട്ടുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടുന്ന് പറയാം ദി എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം മക്കളെ? ടെൻഷൻ ഇൻറ്റു ഡെൽറ്റ എ ആണ്. ഇവിടെ എ എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടായ വർധനവ് എന്ന് പറയുന്നത് 2 ഏരിയ ഉണ്ട്. സോ 2A2 മൈനസ് 2A1 ആണ് വരേണ്ടത്. ഇങ്ങനത്തെ ഐഡിയ ആണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്? സോ നിങ്ങളുടെ ഒരു പ്ലെയിൻ ഷീറ്റിന് വരുന്ന കേസുകളിൽ, അല്ലെ 2 ഏരിയ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ 2 ഏരിയ വരുന്ന കേസുകളിൽ എല്ലാം പറ്റും, സോപ്പ് ബബിളിൽ പറ്റും. പക്ഷെ ലിക്വിഡ് ഡ്രോപ്പിന് അകത്തില്ല, പുറത്ത് മാത്രമേ ഏരിയ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഏരിയ എടുത്താൽ മതി. അതാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട കാര്യം മക്കളെ. ഫോർ എക്സാമ്പിൾ, സോപ്പ് ബബിൾ 6ൽ നിന്ന് 2R ആയിരിക്കും. ഒരു സോപ്പ് ബബിളിന്റെ റേഡിയസ് 6ൽ നിന്ന് 2R ആയി മാറി എങ്കിൽ അവിടുത്തെ സർഫസ് ടെൻഷൻ T ആണെന്ന് ചോദിച്ചു തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. സർഫസ് ടെൻഷൻ T ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സോപ്പ് ബബിൾ ആണ്. സോ 8π വരണ്ടേ? 8π into 2R the whole square minus R² into എന്ത് വരും മക്കളെ? ഓക്കെ, ഇൻറ്റു എന്താ വരാത്തെ? ഇൻറ്റു എന്താ വരണ്ടേ? 8π into 2R² minus R² into T ആ വരേണ്ടത്. സോ 8π into 4R² minus R² 3R² into T. സോ 24 πR² T എന്ന് വരും. 24 πR² T is the answer. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാവുന്നതാണ്. 2016. സോ ഇത് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. സോ 8π വരുമെന്ന് ഓർക്കുക. ആൻഡ് 2016 നീറ്റ് ഫേസ് 2 ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, സർഫസ് എനർജിയുമായി ബന്ധപ്പെട്ട് വന്ന്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. ഒരു റെക്ടാങ്കുലർ ഫിലിം ഓഫ് ലിക്വിഡ് ഈസ് എക്സ്റ്റെൻഡ് ഫ്രം 4.2 നിന്ന് എത്രയിലേക്ക് മാറിയട മക്കളെ? അത് മാറുന്നതെന്ന് പറഞ്ഞാൽ 5.4 മാറുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വർക്ക് ഡൺ ഈസ് എത്രയാണ്? W ഈസ് ഈക്വൽ ടു 3 into 10⁻⁻⁴ ആണെങ്കിൽ വർക്ക് ഡൺ, ഇതിനുള്ള വർക്ക് ഡൺ എങ്കിൽ വാല്യൂ ഓഫ് സർഫസ് ടെൻഷൻ എത്രയെന്നാണ് ചോദ്യം. സർഫസ് ടെൻഷന്റെ വാല്യൂ നമുക്ക് വേണ്ടത്, നമുക്ക് നോക്കാം സർഫസ് ടെൻഷന്റെ വാല്യൂ എന്തായിരിക്കും എന്ന്. അതിനു മുമ്പ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 4 into 2 8 അല്ലേ? നിങ്ങൾ നോക്കുക, A1 എന്ന് പറയുന്നത് 4 into 2 8 8 into 10⁻⁻⁴ ആണ്, ബിക്കോസ് സെന്റിമീറ്റർ ആണ്. അപ്പം ഏരിയ കണ്ടുപിടിക്കാം 4 into 2 8 into 10⁻⁻⁴. ഇനി A2 എന്ന് പറയുന്നത് 5 into 4 ആണ്, 20 into 10⁻⁻⁴ ആണ്. 2 സെന്റിമീറ്റർ വരുമ്പോൾ 10⁻²10⁻²10⁻⁴. സോ അതാണ് അവിടെ വരിക. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഏരിയയിൽ ഉണ്ടായ വ്യത്യാസം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ഏരിയ മാത്രമേ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതിന്റെ ഡബിൾ എടുക്കണം, അതിന്റെ ഡബിൾ എടുക്കണം, മറക്കരുത്. സോ അതാണ് നമ്മുടെ ഇവിടെ വേണ്ടത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ദാറ്റ് ഈസ് T, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻടു ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഡബിൾ ദാറ്റ് മീൻസ് 2 ഒരു പുറത്തെടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എടുത്തിട്ട് കുറയ്ക്കാം, എന്തും ചെയ്യാം. ഒന്നുകിൽ 2 പുറത്തിടുക, 2 പുറത്തിടുന്നതാണ് നല്ലത്. രണ്ടിടത്തും ഒരു 2 വരും, ഡബിൾ വരും. ഈ 2 എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 ഏരിയ ഉള്ളതുകൊണ്ടാണ്. ഓർത്തോണം, 2 ഏരിയ, ഫ്രണ്ടിലും ബാക്കിലും ഏരിയ ഉണ്ട്. സോ ഇൻടു 20 into 10⁻⁻⁴ മൈനസ് 8 into 10⁻⁻⁴ 12 into 10⁻⁻⁴ 20 - 8. സോ ഈസ് ഈക്വൽ ടു ആണ് തന്നിരിക്കുന്ന വർക്ക് ഡൺ 3 into 10⁻⁻⁴ ജൂൾ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ന്യൂമറിക്കൽ വാല്യൂന്റെ ഉത്തരം കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 divided by 12 into 2 into 10⁻⁻⁴ കട്ട് ചെയ്ത് പോകും. 10⁻⁻⁴ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകും. സോ ഇതാണ് ഉത്തരം വരിക. നിങ്ങൾക്കറിയാം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വരിക, 1/8 എന്ന് കിട്ടും. എടാ മക്കളെ 1/4 0.25 ആ, 1/4 0.25 ആ, 1/2 0.5 ആ, 1/8 0.125 ആ. സോ 0.125 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ.
0.125 ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഐ തിങ്ക് എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കണം മക്കളെ. അടുത്ത ചോദ്യം സർഫസ് എനർജിയുടെ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സർഫസ് എനർജിയിലെ രണ്ടാമത്തെ ചോദ്യം. If W is the work done in forming a soap bubble of volume V, then the amount of work done in forming a volume of 2V from the same solution will be. Okay. അപ്പം ആദ്യത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സോപ്പ് ബബിൾ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. 8 പൈ ആ വരേണ്ടത്. 8 പൈ കൊടുക്കുക. 8 പൈ ഇൻറ്റു R1 സ്ക്വയർ ആന്നിരിക്കട്ടെ. രണ്ടാമത്തെ വർക്ക് ഡൺ ഇൻ ടേംസ് ഓഫ് ആദ്യത്തെ വർക്ക് ഡൺ ആണ് നമുക്ക് വേണ്ടത്. അതിന് W2 എന്ന് കൊടുത്തു. 8 പൈ ഇൻറ്റു R2 സ്ക്വയർ എന്നും കൊടുത്തു. എടാ മക്കളെ, പക്ഷെ R1ഉം R2ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ അവർ വോളിയത്തിലുണ്ടായ ചേഞ്ച് ആണ് പറയുന്നത്. ആദ്യത്തെ വോളിയം V ആണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ വോളിയം 2V ആണ്. അതായത് ഈ വോളിയം ഇസ് ഈക്വൽ ടു 4/3 പൈ R1 ക്യൂബ് ആണെങ്കിൽ അടുത്തത് 2V ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 പൈ R2 ക്യൂബ് ആയിരിക്കുമെന്ന്. സോ അപ്പൊ R1ഉം R2ഉം തമ്മിലുള്ള റിലേഷൻ ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ? വെട്ടിക്കൾ ഏടാ, 4 പൈ പോയി, VV പോയി. 1/2 ഇസ് ഈക്വൽ ടു R1/R2 ദ ഹോൾ ക്യൂബ്. ക്യൂബ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് 1/3 ആവും. സോ 1/2 the whole raised to 1/3 equal to R1/R2. From that R1/R2 is equal to 1/2 raised to 1/3 എന്ന് കിട്ടും. അവിടുന്ന് R2 നിങ്ങൾക്ക് എഴുതാം 2 raised to 1/3 R1. 2 raised to 1/3 R1. 2 raised to 1/3 R1 എന്ന് കിട്ടും. R2 is equal to 2 raised to 1/3 R1 എന്ന് കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. R1ഉം R2ഉം തമ്മിലുള്ള റിലേഷൻ വോളിയത്തിൽ നിന്ന് കിട്ടിയത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഉത്തരമായി. ബിക്കോസ് ഇത് തമ്മിൽ റേഷ്യോ എടുക്കാം. 1/2 ചെയ്യുമ്പോൾ W/W2 is equal to എന്ത് കിട്ടുവടാ? W/W2 is equal to 8 പൈ കട്ട് ചെയ്ത് പോയി R1/R2 the whole square എന്ന് കിട്ടും. R1/R2 പകരം നിങ്ങൾക്ക് കൊടുക്കാം R1/2 raised to 1/3 R1 the whole square എന്ന് കിട്ടും. So that R1 get cancelled. So ഇതിന്റെ ഉത്തരമായി വരിക 1/2 raised to 2/3 അല്ലെ? സ്ക്വയർ താഴേക്കുമ്പോൾ 2 raised to 1/3 2 raised to 2/3 ആവും. സോ ഇനി ഇത് ക്രോസ് ചെയ്താൽ W2 കിട്ടും. W2 is equal to 2 raised to 2/3 W1 എന്ന് കിട്ടും. ഇനി W1 W എന്നാണ് കൊടുത്തിരുന്ന ചോദ്യത്തിൽ, അതുകൊണ്ട് അതാണ് ഉത്തരം വരിക. 2 raised to 2 വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2 raised to 2 is 4. അപ്പൊ അത് 4 raised to 1/3 എന്ന് എഴുതാൻ വേണമെങ്കിൽ that is 4 raised to 1/3 W. This is the answer. 4 raised to 1/3 W. That is option D. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? മാർക്ക് ചെയ്യാം. D is the right answer. പറഞ്ഞ മനസ്സിലായോ? അതായത് വർക്ക് ഡൺ റേഷ്യോ നമുക്കറിയാം, പക്ഷെ R1 R2 കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയില്ല. അതിന് നമ്മൾ വോളിയം തമ്മിൽ റേഷ്യോ എടുക്കണം. V1 കണ്ടുപിടിക്കുക, V2 കണ്ടുപിടിക്കുക, തമ്മിലുള്ള റേഷ്യോ എടുക്കുക. അവിടുന്ന് എന്ത് കണ്ടുപിടിക്കുക? അവിടുന്ന് V1 V ആണ്, 2V കണ്ടുപിടിക്കുക, R1/R2 കണ്ടുപിടിക്കുക. R1 R2 തമ്മിൽ ബന്ധം കിട്ടിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ ഉത്തരം കണ്ടുപിടിക്കുക. പക്ക ന്യൂമറിക്കൽ ചോദ്യം മാത്രമാണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ന്യൂമറിക്കൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് അതും ക്ലിയർ ആണ്. എടാ മക്കളെ, അടുത്തൊരു കാര്യം, വലിയൊരു ബബിളിനെ പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ ബബിൾ ആകുമ്പോൾ സർഫസ് എനർജിക്ക് എന്ത് പറ്റുമെന്നാണ് ചോദ്യം. നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം, എനർജി അബ്സോർബ്ഡ് ആയിരിക്കോ എനർജി റിലീസ്ഡ് ആയിരിക്കോ എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ആദ്യമേ എനർജി അബ്സോർബ്ഡ് ആയിരിക്കോ എനർജി റിലീസ്ഡ് ആയിരിക്കോ, അഥവാ എനർജി ഇവിടെ കുറയുമോ എനർജി കൂടുമോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എനർജി അബ്സോർബ് ചെയ്യുമോ എനർജി കുറയുമോ, അതായത് എനർജി അബ്സോർബ് ചെയ്യുമോ അഥവാ എനർജി റിലീസ് ചെയ്യുമോ, അഥവാ ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയുമോ ടെമ്പറേച്ചർ കൂടുമോ എന്ന് ആദ്യം പറഞ്ഞു തരണം. എന്തായാലും എനർജി അവിടെ കുറയുന്നുണ്ടെങ്കിൽ, റൈറ്റ്, എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ടെമ്പറേച്ചർ കുറയും. ബിക്കോസ് സർഫസിലുള്ള ടെമ്പറേച്ചർ കുറയും. നിങ്ങൾ ഇവിടെ പറ, ടെമ്പറേച്ചർ കുറയോ കൂടുമോ എന്ന് ആദ്യം പറയും. ഇവിടെ ടെമ്പറേച്ചർ കുറയുമോ കൂടുമോ എന്ന് നിങ്ങൾ ആദ്യം പറയണം. ശ്രദ്ധിച്ചോണേ മക്കളെ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ നിങ്ങളൊന്നും ആലോചിക്കണ്ട, ടെമ്പറേച്ചർ കുറയോ കൂടുന്ന ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്പ്രേ ചെയ്യത്തില്ലേ, മുടി വെട്ടാനൊക്കെ പോയിരിക്കുമ്പോൾ സ്പ്രേ ചെയ്യും, സ്പ്രേ അല്ലെ, ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും തണുപ്പായിരിക്കോ ഫീൽ ചെയ്യുക ചൂടായിരിക്കോ ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ടെമ്പറേച്ചർ കുറയോ കൂടുമോ എന്ന് അറിയാൻ പറ്റും അല്ലെ. സ്പ്രേ ചെയ്യുന്ന സമയത്ത് വലിയ ഡ്രോപ്പിനെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡ്രോപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വിടുകയാണ്, മൈന്യൂട്ട് ഡ്രോപ്പ് ആയിട്ട്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വിടുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയുകയാണ്, ടെമ്പറേച്ചർ ഡിക്രീസസ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. സോ അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്നും നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലിയർ അല്ലേ? സോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള.
അതൊന്നും എത്രത്തോളം ചോദ്യം വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ നിന്ന് ആകെ 2 ചോദ്യമായിരിക്കും മാക്സിമം വരാവുന്ന ഫ്ലൂയിഡ്സിൽ നിന്ന്, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ നിന്നും കൂടെ. സോ അതിൽ നിന്ന് ഒരു ചോദ്യമായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ആ ചോദ്യം ഉറപ്പിക്കാൻ പറ്റും, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ പറയുന്ന മാത്രം നോക്കി സ്ലൈഡ് മാത്രം വായിച്ചാൽ മാത്രം മതി. റൈറ്റ്. സോ അപ്പം ഇത് വലുതായി മാറുമ്പോൾ അവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കണം, വലുതിന്റെ എപ്പോഴും അവിടെ വേണ്ട റേഡിയസ് ആണ്. അതായത് വലിയൊരാൾ ചെറുതായി മാറുമ്പോൾ അവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇക്വേറ്റ് ചെയ്താൽ മതി. എടാ വലിയൊരു ഡ്രോപ്പ് ചെറിയ ഡ്രോപ്പുകളായി മാറുമ്പോൾ ആ ടോട്ടൽ വോളിയം കൂട്ടിയെടുത്താൽ വലുതിന്റെ വോളിയം കിട്ടും. അപ്പൊ 4/3 വലിയ πr ക്യൂബ് അല്ലെ, വലിയ റേഡിയസിന്റെ πr ക്യൂബ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു 4/3 π ഇൻറ്റു സ്മോൾ r ക്യൂബ്. കാര്യം ഈ ചെറിയ ആൾക്കാരുടെ എല്ലാവരുടെയും വോളിയം കൂട്ടിയെടുത്താൽ മതി, അപ്പൊ ടോട്ടൽ കിട്ടിക്കോളും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 4/3 πr ക്യൂബ് ഇൻറ്റു n എന്ന് പറയുന്നത് 4/3 π ഇൻറ്റു ക്യാപിറ്റൽ R ക്യൂബ് ആയിരിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി n ഇൻറ്റു എന്ന് നിങ്ങൾക്ക് പറയാം. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും r ഈസ് ഈക്വൽ ടു n റേസ് ടു 1/3 r എന്ന് കിട്ടും. ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു n റേസ് ടു 1/3 ഇൻറ്റു സ്മോൾ r എന്ന് കിട്ടും. അവിടെ ക്ലിയർ ആണോ? n റേസ് ടു 1/3 ഇൻറ്റു സ്മോൾ r എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അവിടുന്ന് ചെയ്യാം എത്രത്തോളമാണ് ഇവിടെ ഏരിയയിൽ ഉണ്ടായ വ്യത്യാസം എന്ന് കണ്ടുപിടിക്കാം അല്ലെ. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ അല്ലെങ്കിൽ അവിടുത്തെ എനർജി എന്നാൽ കേസ് വരുന്നത് ടി ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടി ഇൻറ്റു എ ഫൈനൽ മൈനസ് എ ഇനിഷ്യൽ ഏരിയയിൽ ഉണ്ടായ വ്യത്യാസം നിങ്ങൾക്കറിയാം. 4πr² n എണ്ണമാണ് അവിടെയുള്ളത്, n എണ്ണം. അങ്ങനെയാണ് n ഇൻറ്റു 4πr² മൈനസ് 4π ക്യാപിറ്റൽ R². അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാടാ? അവിടുന്ന് നമുക്ക് 4πr² എന്തെടുക്കാം? കോമൺ ഫാക്ടർ വെളിയിലെടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 4πr² ഇൻറ്റു ടി ഇൻറ്റു n റേസ് ടു 1/3 മൈനസ് 1. ദിസ് ഈസ് ദ വർക്ക് ഡൺ. ദിസ് റിസൾട്ട് ഈസ് പോസിറ്റീവ്. അവിടെ വർക്ക് ഡൺ ഉണ്ട്. സിസ്റ്റം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സ്വന്തം ഇന്റേണൽ എനർജി എടുത്തിട്ടാണ്. അപ്പോൾ അവരുടെ ഇന്റേണൽ എനർജി കുറയും, ടെമ്പറേച്ചർ കുറയും. ഇതാണ് സംഭവിക്കുന്നത്. സോ പോസിറ്റീവ് വർക്ക് ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ദ ബിഗ് drop into small drop. This work done in the absence of external agent comes at the cost of internal energy. Due to decrease in the internal energy, temperature of the liquid falls. Hence spraying causes cooling. അതുകൊണ്ടാണ് സ്പ്രേയിങ്ങിൽ കൂളിംഗ് ഉണ്ടാകുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ. ചെറുത് വലുതാകുമ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ സർഫസ് എനർജി കൂടുതലായിരിക്കും. സോ എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ ആ ചെറിയ സർഫസ് എനർജിയിൽ നിന്ന് ചെറിയ ആൾക്കാരുടെ വലിയ സർഫസ് ചെറിയ ആൾക്കാരെല്ലാം കൂടെ കൂടുന്ന സർഫസ് എനർജിയിലേക്ക് എത്താൻ വേണ്ടി എന്തായാലും സിസ്റ്റം വർക്ക് ചെയ്യണം. അവിടെ എക്സ്റ്റേണലി ആരും വർക്കൊന്നും ചെയ്യുന്നില്ല, സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സ്വന്തം ഇന്റേണൽ എനർജി എടുത്ത് വിട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പൊ ഇന്റേണൽ എനർജി കുറയും. ഇന്റേണൽ എനർജി കുറഞ്ഞാൽ അയാളുടെ തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചറും അയാൾ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണ് അയാളുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത് മക്കളെ? കുറയുന്നത്. ടെമ്പറേച്ചർ കുറയും. സോ ഇതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് ഫോൾ ഓഫ് ടെമ്പറേച്ചർ എന്ന കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എത്രത്തോളം എനർജി ഫോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്തത് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. റൈറ്റ്, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, റൈറ്റ്, ലെറ്റ്സ് മൂവ്. അതായത് വർക്ക് ഡൺ അഥവാ എനർജി അബ്സോർബ് ചെയ്ത എനർജി, എത്രത്തോളം എനർജി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സർഫസ് എനർജി ആയപ്പോഴത്തേക്കും അത്രത്തോളം എനർജി കൂട്ടണം. സോ അപ്പൊ ആ എനർജി ആ സർഫസ് എനർജിയായി മാറണം. ആ എനർജി അയാൾ അബ്സോർബ് ചെയ്യണം. ആ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾ ടെമ്പറേച്ചർ ഫോൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ എനർജി അബ്സോർബ്ഡ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ടി ഇൻറ്റു നിങ്ങൾക്കറിയാം n ഇൻറ്റു 4πr² ആണ് ചെറിയ ആൾക്കാരുടെ ഏരിയ, മൈനസ് 4π ഇൻറ്റു ക്യാപിറ്റൽ R² അല്ലെ. ഏരിയയിൽ ഉണ്ടായ വ്യത്യാസം, ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ n പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം n റേസ് ടു 1/3 അല്ലെ. n r³ ഈക്വൽ ടു r³ എന്നാണ് നമുക്ക് കിട്ടുക. സോ അവിടുന്ന് നമുക്ക് എന്ത് എഴുതാം? അടുത്തത് n റേസ് ടു 1/3 സ്മോൾ r ആണ്, ക്യാപിറ്റൽ R നമ്മൾ പറയുന്നത്. സോ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? n എന്ന് പറഞ്ഞ വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. r³ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ബിക്കോസ് വോളിയം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിക്കും മക്കളെ, വോളിയം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും n ഇൻറ്റു 4/3 πr³ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 π ഇൻറ്റു ക്യാപിറ്റൽ R³. 4/3 π 4/3 കട്ട് ചെയ്ത് പോകും. അപ്പൊ n ഇൻറ്റു r³ ആണ് r³ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് n റേസ് ടു 1/3 r ആണ് ക്യാപിറ്റൽ R എന്ന് കിട്ടുന്നത്. ഞാൻ ഈ സ്റ്റെപ്പിൽ വെച്ച് തന്നെ n വാല്യൂ കണ്ടുപിടിക്കുകയാണ്, r³/r³. എന്നിട്ട് ആ n ഞാൻ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഇക്വേഷനിലേക്ക്? നമ്മുടെ വർക്ക് ഡൺ ഇക്വേഷനിലേക്ക്. വർക്ക് ഡൺ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. വർക്ക് ഡൺ ഇക്വേഷൻ എന്താടാ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π ഇൻറ്റു
ക്യാപിറ്റൽ n into 4 pi into small r square minus 4 pi into capital R square. എടാ മക്കളെ ഈ n എന്ന് പറയുന്നത് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വർക്ക് ഡൺ കിട്ടും t into എത്രയാടാ r cube by r cube അല്ലെ into 4 pi r square minus 4 pi into capital R square. ഇത് അകത്തേക്ക് കൊടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് വെളിയിലേക്ക് ആർ ക്യൂബ് എടുക്കുമ്പോൾ, വെളിയിലേക്ക് നമ്മൾ ആർ ക്യൂബ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വരുന്ന ഫൈനൽ ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർ ക്യൂബ് വെളിയിലേക്കല്ലേ, രണ്ട് സൈഡിൽ നിന്നും ആർ ക്യൂബ് എടുക്കുമ്പോൾ, ഇവിടുന്ന് ആർ ക്യൂബ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഇവിടെ ആർ ക്യൂബ് ഉണ്ട് കോമൺ ആയിട്ട്. അപ്പം t into r cube into 4 pi കോമൺ എടുക്കുന്നു. ഇവിടെ ആർ ക്യൂബ് ഉണ്ടായിരുന്നു, അപ്പോൾ ബാക്കിയുള്ള ആർ ക്യൂബും ഈ ആർ സ്ക്വയറും കൂടെ കട്ട് ചെയ്യുമ്പോൾ അവിടെ 1 by small r വരും. മൈനസ് ഇവിടുന്ന് ആർ ക്യൂബ് ഇല്ല, അപ്പൊ അവിടെ 1 by capital R താഴെ കൊടുത്താലേ ആർ ക്യൂബ് പുറത്തെടുത്തതിന് തുല്യമാകുള്ളൂ. എന്നാലേ തിരിച്ച് ആർ ക്യൂബ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ക്യൂബും ആർ സ്ക്വയറും കൂടെ അവിടെ മുകളിൽ എന്ത് വരത്തുള്ളൂ? അവിടെ എന്ത് വരത്തുള്ളൂ? നിങ്ങളുടെ ആർ സ്ക്വയർ ആയി മാറുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഒരു 1 by r കൂടെ അവിടെ കൊടുത്തു. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ എന്താണ്? 4 pi r cube into t into 1 by r minus 1 by capital R. This is the energy that is absorbed അല്ലെ, അബ്സോർബ് ചെയ്യേണ്ട എനർജി. ഈ എനർജി ഉണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അയാൾക്ക്. സോ ഇതാണ് അവിടെ നിങ്ങൾ, അതുകൊണ്ടാണ് സർഫസിൽ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്ങിൽ ടെമ്പറേച്ചർ കുറയുന്നത്. ടെമ്പറേച്ചർ കുറയാൻ കാരണം അതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദ എനർജി അബ്സോർബ്ഡ്. അപ്പൊ ഈ എനർജി അബ്സോർബ്ഡിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ, അതായത് ഈ എനർജി നമുക്ക് കിട്ടിയതില്ലടാ, ഈ എനർജിയെ കിട്ടിയതിനെ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ദ വർക്ക് ഡൺ, ദിസ് ഈസ് ദ എനർജി, റൈറ്റ്? സോ ഇതാണ് എനർജി എന്ന് പറയുന്നത്, അവിടെ വേണ്ട എനർജി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 4 pi r cube 4 pi r cube into t into 1 by r minus 1 by r. നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ വോളിയം ഈക്വൽ ടു 4 by 3 pi r cube ആണ്. അപ്പം വോളിയം ഇൻറ്റു 3, അതിനെ 4 pi r cube എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ 4 pi r cube 3vt എന്ന് വിളിക്കാം. AVT പോലെ 3vt into 1 by r minus 1 by r എന്ന് വിളിക്കാം. 3vt by 1 by r minus 1 by r. ഇതാണ് എനർജി. നിങ്ങളുടെ തെർമൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു MC ഡെൽറ്റ തീറ്റ എന്ന് പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ MC ഡെൽറ്റ തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 3vt into 1 by r. നമുക്ക് ടെമ്പറേച്ചർ എത്രത്തോളം മാറി എന്ന് വേണം, അതിനുവേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. സോ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 3vt ഡിവൈഡഡ് ബൈ MC into 1 by r minus 1 by r എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അപ്പുറത്ത് എഴുതാം 3vt എന്ന് പറഞ്ഞാൽ into 1 by r minus 1 by r ആയിരുന്നു എനർജി. ടെമ്പറേച്ചർ അവിടെ കിട്ടാൻ വേണ്ടി താഴെ MC കൂടെ വരും. ദിസ് വോളിയം താഴേക്ക് വന്നാൽ മാസ് ബൈ വോളിയത്തിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഡെൻസിറ്റി എന്ന് കൊടുക്കാം. 3t ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 1 by r മൈനസ് 1 by r. ഇനി C എന്ന് പറഞ്ഞ ആള് കലോറിയിലായിരിക്കും മിക്കപ്പോഴും, അപ്പൊ നമ്മൾ അതിനെ ജൂളിലേക്ക് മാറ്റാൻ ജൂൾ കോൺസ്റ്റന്റ് ആയ 4.2 ഇട്ട് കൊടുക്കണം. അപ്പൊ ഒരു ജെയും കൂടെ അവിടെ കൊടുക്കാൻ വേണമെങ്കിൽ അപ്പൊ JCD എന്ന് വരും ജൂളിൽ കിട്ടാൻ വേണ്ടി. അപ്പം ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ SI യൂണിറ്റ് വരാൻ വേണ്ടി നമ്മൾ സിക്ക് ജെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ JCD എന്ന് താഴെ കിട്ടി. 3t by JCD ആണ് നിങ്ങളുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 3t by JCD into 1 by r minus 1 by capital R minus 1 by small r. This is the temperature. This is the temperature. ഓക്കെ, ഇതാണ് ടെമ്പറേച്ചറിൽ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോടാ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോടാ? ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? അതായത് രണ്ട് ഇക്വേഷൻ എവിടെ ഓർത്തു വെക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എത്രത്തോളം എനർജി എന്ത് ചെയ്തു ഇവിടെ അബ്സോർബ് ചെയ്തു എന്നുള്ളത്. അബ്സോർബ്ഡ് ആണ് എനർജി അബ്സോർബ്ഡ്. എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്തെന്ന്, എനർജി അബ്സോർബ് എത്രത്തോളമാണെന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ഇവിടെ സിമ്പിൾ ആയിട്ട് 3vt into 1 by r minus 1 by r. ക്ലിയർ ആണോ? അതാണ് ആദ്യം കിട്ടുക, റൈറ്റ്? സോ അതാണ് ആദ്യത്തെ. ഇനി അടുത്ത ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് 3vt താഴെ ഒന്നുകിൽ 3vt by MC
ഇൻറ്റു 1/r മൈനസ് 1/r എന്ന് എഴുതാം. എന്നിട്ട് മാസ് ബൈ വോളിയത്തിന് ഡെൻസിറ്റി കൊടുത്താൽ 3t ബൈ JCD. ജെ ഞാൻ സി എ എന്താക്കാൻ വേണ്ടി ജൂളാക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇൻറ്റു 1/r മൈനസ് 1/r എന്ന് കൊടുക്കുക. സോ ഇതാണ് അവിടെ വരുന്ന ഫൈനൽ രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി തിരിച്ചാണെങ്കിലോ എന്റെ മക്കളെ, തിരിച്ചാണെങ്കിലോ ചെറിയ ഡ്രോപ്പുകൾ ചേർന്ന് വലുതായി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ്, അവിടെ ടെമ്പറേച്ചർ കുറയുമായിരുന്നു, ഇവിടെ ടെമ്പറേച്ചർ കൂടും. സർഫസിൽ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ അത്ര സർഫസ് എനർജി വേണ്ട, അപ്പോൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി അവിടെ എന്ത് ചെയ്യുകയാണ്, റിലീസ് ചെയ്യുകയാണ്. സോ ആ എനർജി റിലീസും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, മാറ്റമൊന്നുമില്ല, സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ, റൈറ്റ്? 3VT by JMC into n raised to 1/3 minus 1. അതായത് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്ത പോലെ അതിന് പകരം നിങ്ങൾക്ക് ലാസ്റ്റ് ഇക്വേഷൻ മോഡലാണ് വേണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ആദ്യമേ അതായത് നമ്മൾ r³ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇങ്ങനെയും എഴുതാം. ശ്രദ്ധിക്കും മക്കളെ, 3VT ഡിവൈഡഡ് ബൈ അല്ലെ 3VT into 1/r minus 1/R. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ എനർജി എഴുതാം. എനർജി ഇതാണ് ചോദിക്കാറ് മിക്കപ്പോഴും. ഇനി 3t ഡിവൈഡഡ് ബൈ JCD into 1/r minus 1/r ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. സോ ദിസ് ഈസ് ആക്ച്വലി ദ എനർജി, ദിസ് ഈസ് ദ ടെമ്പറേച്ചർ ചേഞ്ച്. പക്ഷെ ഇവിടെ ഓർക്കണം, ഇവിടെ എനർജി എന്തായിരിക്കും വരിക, റിലീസ്ഡ് ആയിരിക്കും വരിക. ഇവിടെ എനർജി റിലീസ്ഡ് ആണ്, ഇവിടെ എനർജി അബ്സോർബ്ഡ് ആയിരിക്കും ആദ്യത്തെ കേസിൽ. സോ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ഞാൻ ഒന്നും കൂടി ഇത് ലാസ്റ്റിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞ കാര്യം, സർഫസ് എനർജി എന്ന കാര്യം. വലിയ ആള് പൊട്ടി ചെറുതാകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, സറൗണ്ടിങ്ങിന്റെ കുറയും. ബിക്കോസ് എനർജി അബ്സോർബ്ഡ് ആയിരിക്കും അവിടെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3VT into 1/r minus 1/r. That is the temperature delta theta is equal to 3t divided by JCD into 1/r minus 1/r. ഇനി തിരിച്ച് ചെറിയ ആൾക്കാർ ചേർന്നിട്ട് വലുതാകുകയാണെങ്കിലോ അവിടെ വരിക എനർജി is equal to energy released is equal to that is 3VT into 1/r minus 1/r, and energy absorbed is equal, temperature rise is equal to ഇങ്ങനെ തന്നെ വരും 3t by JCD into 1/r minus 1/r എന്ന് വരും. So that is the case. ഓക്കെ, ഈ ചോദ്യം ഒന്ന് നോക്കാം. 2014 നീറ്റിൽ ചോദിച്ചതാണ്. ഓക്കെ, 2014 നീറ്റിൽ ചോദിച്ചതാണ്. ശ്രദ്ധിക്കുക, ഈ ചോദ്യം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. മനസ്സിൽ ഉറപ്പിച്ചു പോകുക. ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഉറപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പോകുക. A certain number of spherical drops of a liquid radius r coalesce to form a single drop. അപ്പൊ ചെറിയ ആൾക്കാര് ചേർന്നിട്ട് എന്തായി, വലുതായി. അപ്പൊ നമ്മുടെ സ്പ്രേയിങ്ങിന്റെ ഓപ്പോസിറ്റ്. സ്പ്രേയിങ് ആണെങ്കിൽ എനർജി അബ്സോർബ്ഡ്, ടെമ്പറേച്ചർ കുറയും. ഇതാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ ദ ടെമ്പറേച്ചർ T is the surface tension. എനർജിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. എടാ മക്കളെ, നിങ്ങൾ ആലോചിക്കണം, ദിസ് ഈസ് ആക്ച്വലി ഓപ്പോസിറ്റ് ടു സ്പ്രേയിങ്. സ്പ്രേയിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും, എനർജി റിലീസ് ചെയ്യും. സോ എനർജി റിലീസ് എന്ന ഉത്തരമാണ് വരേണ്ടത്, ആൻഡ് ഇറ്റ് ഈസ് 3VT ആണ് വരേണ്ടത്. സോ 3VT. ക്ലിയർ അല്ലേ മക്കളെ? 3VT by 1/r minus 1/r is released. So option C is the right answer. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ക്ലിയർ ആണോ മക്കളെ? കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് മീൻസ് ലാസ്റ്റ് സമയമായതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഓരോന്നും പ്രൂഫ് ചെയ്ത് പോയേനെ. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് മക്കളെ ഓർത്ത് വെക്കുക. അപ്പൊ ഇത് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ എങ്ങനെ വന്നു ഇക്വേഷൻ ഓർത്ത് വെക്കുക. AVT 3VT അല്ലെ, നമ്മൾ AVT എന്ന് പറയുന്ന പോലെ ചായ വരുന്നത് 3VT ഇനി 1/r minus 1/r. ഇനി വിക്ക് പകരം താഴെ എന്ത് വരുന്നു, മാസും കൂടെ വരുമ്പോൾ മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആയി 3VT by JCD അല്ലെ 3t by JCD into 1/r minus 1/r എടുക്കാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ് മക്കളെ, അത് നിങ്ങളുടെ ടെമ്പറേച്ചർ ആയിരിക്കും, ടെമ്പറേച്ചർ ചേഞ്ച്. സോ ടെമ്പറേച്ചർ ഈ കേസിൽ കൂടും, മറ്റേ കേസിൽ സ്പ്രേയിങ്ങിന്റെ കേസിൽ നമ്മൾ മുടി വെട്ടാൻ പോകുമ്പോൾ സ്പ്രേ ചെയ്യുന്ന കേസിൽ ടെമ്പറേച്ചർ കുറയും. അവിടെ ടെമ്പറേച്ചർ ഫോൾ ആണ് നമ്മളോട് തരുന്നത്. ഇതായിരിക്കും അവിടെ തരാവുന്ന ചോദ്യങ്ങൾ, റൈറ്റ്? സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് a number of little droplets of water each of radius r coalesce to form a single drop. ചെറിയ ആൾക്കാർ ചേർന്ന് വലിയതായി. The rise in temperature, എന്തായാലും ടെമ്പറേച്ചർ റൈസ് ചെയ്യും. 3t by JCD
ഇൻറ്റു 1/r മൈനസ് 1/r. ഇതാണ് ഇക്വേഷൻ. നിങ്ങൾക്കറിയാം 3T/JCD. ജെയുടെ വാല്യൂ കലോറിയിലാണെങ്കിൽ എന്താ മീൻസ് സിയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, ഡിയുടെ വാല്യൂവും നിങ്ങൾ എന്തിലിട്ടാൽ 1 ആയിരിക്കും നിങ്ങളുടെ വാട്ടറിന്റെ കേസ് ആണെങ്കിൽ, വാട്ടർ ആണെങ്കിൽ. ഓക്കെ കലോറിയിലുള്ള സിയുടെ വാല്യൂ 1 ആണ്, വാട്ടറിന്റെ കേസിൽ സിയുടെ വാല്യൂ 1 ആണ്, ഡിയും 1 തന്നെയാണ് ഗ്രാമിലാണെങ്കിൽ, ബിക്കോസ് സിയും ഗ്രാമിലായിരിക്കും. അപ്പൊ യൂണിറ്റ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സിയും ഡിയും പോയി. സിയും ഡിയും വാട്ടർ ആയതുകൊണ്ട് എഴുതണമെന്നില്ല. 3T/J. അതായത് കലോറിയെ 4.2 ആക്കി ആ 4.2 മാത്രം അവിടെ കാണും. 3T/J into 1/r minus 1/r, and this is the value, and this is actually rise in temperature തന്നെയായിരിക്കും, ബിക്കോസ് സ്മോളർ ചേർന്നിട്ട് എന്തായി മാറിയടാ, ബിഗർ ആയി മാറി. സോ നിങ്ങൾ ഇതാണ് ഓർക്കേണ്ടത്, n⁻⁴ into സ്മോൾ r ആയിരിക്കും ക്യാപിറ്റൽ R. അതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയുമാണ് നിങ്ങൾക്ക് സർഫസ് എനർജിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചടാ, സർഫസ് ടെൻഷനും പഠിച്ചു, സർഫസ് എനർജിയും പഠിച്ചു. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 2TL ആണ് ഫോഴ്സ് ഒരു നീഡിലിന്റെ കേസിൽ. ആൻഡ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാസ് വെച്ചൊക്കെ mg വെച്ചൊക്കെ 2TL ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിയുടെ ഇക്വേഷൻ കിട്ടും, √8T/πρg എന്നൊക്കെ, റൈറ്റ്? സോ അതൊക്കെ നമ്മൾ അവിടെ ചെയ്തതാണ്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2πr ആണെങ്കിലും നമ്മൾ 2 T ചെയ്താൽ മാത്രമേ റിങ്ങിന്റെ കേസിലൊക്കെ വർക്ക്ഔട്ട് ആവുള്ളൂ. പിന്നെ സർഫസ് എനർജി നമ്മൾ പറഞ്ഞത് ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ 4π into r2² മൈനസ് r1² T ആയിരുന്നു. ആൻഡ് നമ്മുടെ എന്നാൽ ഒരു റെക്ടാംഗിളോ സോബബിളോ ഒക്കെ വരുന്ന കേസിൽ 2 into a2 മൈനസ് a1 ഏരിയയിൽ ഉണ്ടായ വ്യത്യാസം ഇൻറ്റു ടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സോബബിൾ ആണെങ്കിൽ 8π വേണം, 8π into r2² മൈനസ് r1² ഇൻറ്റു ടി. ഇനി ഇതുപോലെ തന്നെ ചെറിയ ഡ്രോപ്പുകൾ ചേർന്ന് വലുതാകുമ്പോൾ എനർജി റിലീസ് ചെയ്യും. എന്നാൽ തിരിച്ച് വലിയ ഡ്രോപ്പ് ചെറുതാകുമ്പോൾ അവിടെ എനർജി അബ്സോർബ് ചെയ്ത് സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറയും. അതാണ് സ്പ്രേയിങ്ങിന്റെ കേസ്, ഓർത്തു വെക്കുക. ഇത്രയുമാണ് സർഫസ് ടെൻഷനും സർഫസ് എനർജിയും. സോ ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത എക്സസ് പ്രഷർ, ആംഗിൾ ഓഫ് കോണ്ടാക്ട്, കാപ്പിലാരിറ്റി റൈസിലേക്ക് പോകാം. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ആക്റ്റീവ് ആയിരിക്കേ, റൈറ്റ്? സോ കമന്റ് ബോക്സിൽ കുറച്ച് ലവ് ഒക്കെ കാണട്ടെ, റൈറ്റ്? സോ ഞാനൊന്ന് എനർജറ്റിക് ആവട്ടെ. നിങ്ങളിത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. കുറച്ച് ടഫ് ചാപ്റ്റർ ആണ്, റൈറ്റ്? ലാസ്റ്റ് സമയം ഇത്രയും സ്പീഡിൽ പറയേണ്ട ചാപ്റ്റർ അല്ല, എനിക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് അവസാന സമയം എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. റൈറ്റ് സോ ക്ലിയർ ആണ്? യെസ് ക്ലിയർ ആണ്, ക്ലിയർ കട്ട്. ഓക്കെ, ഡൺ. ലെറ്റ്സ് മൂവ് ടു എക്സസ് പ്രഷർ. എക്സസ് പ്രഷർ എന്ന കേസിലേക്ക് നമ്മൾക്ക് കടക്കാം, റൈറ്റ്? എക്സസ് പ്രഷർ എന്ന കേസിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിക്കാം, എക്സസ് പ്രഷർ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രം. ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ കേസിൽ ഒരു സോപ്പ് ബബിളിന്റെ കേസിലും എപ്പോഴും ഇന്നറിൽ പ്രഷർ ഔട്ടറിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അകത്തുള്ള കോൺകേവ് സൈഡ് കോൺവെക്സിനേക്കാൾ കൂടുതലായിരിക്കും. ഇന്നർ എന്ന് പറഞ്ഞാൽ കോൺകേവ് സൈഡ് ആണ്. കോൺകേവ് സൈഡ് ആരേക്കാൾ കൂടുതലായിരിക്കും മക്കളെ? കോൺവെക്സിനേക്കാൾ, പുറത്തുള്ള കോൺവെക്സിനേക്കാൾ കൂടുതലായിരിക്കും പ്രഷർ. So that difference in pressure is known as excess pressure. So excess pressure എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് മൈനസ് ഔട്ട്സൈഡ് ആണ്. That is equal to 2T/R ആയിരിക്കും. ആരായിരിക്കും? 2T/R ആയിരിക്കും. So PI equal to PO plus 2TR. ഇൻസൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡ്രോപ്പിനകത്തെന്ന് പറയുന്നത് ഔട്ട്സൈഡ് പ്രഷർ അല്ല, ഇൻസൈഡിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് പ്ലസ് 2T/R ആയിരിക്കും. ഔട്ട്സൈഡ് പ്ലസ് 2T ഡിവൈഡഡ് ബൈ R ആയിരിക്കും വരിക. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്നാൽ ഒരു സോപ്പ് ബബിൾ ആണെങ്കിൽ അവിടെ രണ്ട് സർഫസ് ഉണ്ടെന്ന് തന്നെ ഓർക്കുക. അവിടെ വരിക 2T/R അല്ല, 4T/R ആണ്.
ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ പോലെ തന്നെ എക്സസ് പ്രഷറും അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക, ഡബിൾ ആയിരിക്കും വരിക. സോ ലിക്വിഡ് ഡ്രോപ്പിന്റെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് ഡെൽറ്റ പി എന്ന് പറയുന്നത് 2T/R ആണെങ്കിൽ നിങ്ങളുടെ സോപ്പ് ബബിളിന്റെ കേസിൽ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 4T/R ആയിരിക്കും. സപ്പോ ഒന്ന് 2T/R ആണ്, ഒന്ന് എന്താടാ 4T/R ആണ്. ഇൻ ബോത്ത് കേസ് എക്സസ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ് ഓർ ബബിളിന്റെയോ ഇതിന്റെയോ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും വരിക എന്നോർത്തുക. The excess pressure in a soap bubble of R and surface tension T is soap bubble ആണെങ്കിൽ സംശയമൊന്നും വേണ്ട, it's 4T/R. Simply B. അടുത്ത ചോദ്യം, two bubble have radii in the ratio 4:1. radii in the ratio എത്രയാടാ 4:1 ആണ്. radius in the ratio 4:1 ആണ്. What is the ratio of excess pressure inside them? എക്സസ് പ്രഷറിന്റെ റേഷ്യോ എന്താണ്? എക്സസ് പ്രഷറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഡെൽറ്റ P1 ഈക്വൽ ടു ഡെൽറ്റ P2 എന്ന് പറയുന്നത് R2/R1 ആണ്. അപ്പൊ അത് 1:4 ആയിരിക്കും. അതായത് ഡെൽറ്റ P is equal to 4 അല്ലെ, സോപ്പ് ബബിൾ ആണ്, 4S/R ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അപ്പൊ ആറിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് റേഷ്യോ ആണ്. ആറിന്റെ റേഷ്യോ 4:1 എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സസ് പ്രഷറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് 1:4 ആയിരിക്കും. അപ്പൊ 4:1ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1:4. ഓപ്ഷൻ ബി ആയിരിക്കും വരണ്ടേ. ക്ലിയർ ആണോ? അടുത്തതും ബി ആയിരിക്കും. അടുത്ത് ദി എക്സസ് പ്രഷർ ഇൻസൈഡ് ദി ഫസ്റ്റ് സോപ്പ് ബബിൾ ഈസ് 3 times. ഓക്കെ, ആദ്യത്തെ സോപ്പ് ബബിളിലെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 3 times ദാറ്റ് ഇൻ ദി സെക്കൻഡ്. അപ്പൊ എന്താ ഡെൽറ്റ P1 ഡെൽറ്റ P2 എന്ന് പറയുന്നത് 3/1 ആണ്. കാര്യം ആദ്യത്തത് 3 ഇരട്ടിയാന്നാ പറഞ്ഞത്, 3/1 3 ഇരട്ടി. Then അവർ പറയുകയാണ് the ratio of volume of first and second bubble. അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം മക്കളെ, R1/R2 എന്ന് പറയുന്നത് 1/3 ആയിരിക്കും അല്ലേ? അതായത് എക്സസ് പ്രഷറും റേഡിയസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എക്സസ് പ്രഷറിന്റെ റേഷ്യോ 3/1 ആണെങ്കിൽ റേഡിയസിന്റെ റേഷ്യോ 1/3 ആയിരിക്കും. എങ്കിൽ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ക്യൂബ് ആയിരിക്കും. ബിക്കോസ് ഒരു സ്പിയറിന്റെ റേഡിയസ് 4/3πr³ ആണ്. അപ്പൊ അത് 1/9 എന്ന് കിട്ടും, 1/27 എന്ന് കിട്ടും. സോ 1:27. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ എക്സസ് പ്രഷറിന്റെ റേഷ്യോ വെച്ചിട്ട് റേഡിയസിന്റെ റേഷ്യോ ഇൻവേഴ്സ് ആണെന്ന് എഴുതുക, വോളിയത്തിന്റെ റേഷ്യോ ആയിരിക്കും സ്ഥിരം ചോദിക്കാറ്, ക്യൂബ് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ കട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ കട്ട് ഫോർ യു. അടുത്തത് 2 ബബിൾ കണക്ട് ചെയ്യുക, ഒരു സ്മോളർ ബബിൾ, ഒരു ബിഗർ ബബിൾ. സോപ്പ് ബബിൾ എന്ന് ഇരിക്കട്ടെ. എന്തായിരിക്കും പിന്നീട് നടുക്കൊരു ഇതുണ്ടായിരുന്നു, സ്റ്റോപ്പർ ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ചെറുതാകുവാണോ, ചെറുത് വലുതാകുകയാണോ, വലുത് ചെറുതാകുകയാണോ ചെയ്യുന്നൊരു ഡൗട്ട് ഉണ്ടാവും. എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഇങ്ങനത്തെ ഒരു കേസാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് ഇരിക്കട്ടെ. എടാ, അപ്പൊ നിങ്ങൾ ആലോചിക്കണം, പ്രഷർ കൂടിയെടുത്തുനിന്ന് പ്രഷർ കുറഞ്ഞത്തേക്ക് ഗ്യാസ് പോകും. അപ്പൊ എവിടെയാണ് പ്രഷർ കൂടുതൽ? എക്സസ് പ്രഷർ, സറൗണ്ടിങ് പ്രഷർ രണ്ടിടത്തും, ഔട്ട്സൈഡ് പ്രഷർ രണ്ടിടത്തും സെയിം ആണല്ലോ, അറ്റ്മോസ്ഫിയറിലാണോ ഇരിക്കുന്നത്. എക്സസ് പ്രഷർ എവിടെയാണ് കൂടുതൽ എന്നാ നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്കറിയാം എക്സസ് പ്രഷർ ഈസ് ഈക്വൽ ടു 4S/R ആണ് സോപ്പ് ബബിളിന്റെ കേസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആയിരിക്കും. അപ്പം റേഡിയസ് കുറഞ്ഞ ഇതിനകത്താണ് പ്രഷർ കൂടുതൽ, ഇതിനകത്ത് പ്രഷർ കുറവാണ്. അപ്പോൾ ഇവിടെ ഇത് P1 ഇത് P2 ആണെങ്കിൽ P1 ഗ്രേറ്റർ ദാൻ P2 ആ, P1 ഗ്രേറ്റർ ദാൻ P2 ആ. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാ. പ്രഷർ കൂടുതലാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഗ്യാസ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ബിഗർ ബിക്കം മോർ ബിഗർ, സ്മോളർ ബിക്കം സ്മോളർ, സ്മോളർ ഷ്രിങ്ക് ചെയ്യും, ബിഗർ എൻലാർജ് ചെയ്യും. ഇതാണ് അവിടെ നടക്കുക. ചെറുത് വലുതാകുമല്ല. നിങ്ങൾ യോജിക്കുമ്പോ അവിടെ വലുതല്ലേ, അപ്പൊ കുറെ ഗ്യാസ് ഇപ്പുറത്തേക്ക് വന്ന് ചെറുത് വലുതാകുന്നു. തെറ്റാ, തിരിച്ചാ. നിങ്ങൾ ആലോചിക്കുന്നത് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മിക്കപ്പോഴും സംഭവിക്കാൻ. നിങ്ങൾ ആദ്യം ചിന്തിക്കാം. ആലോചിച്ചിട്ട് ചുമ്മാ പറഞ്ഞാണ് കോൺസെപ്റ്റ്. നിങ്ങൾ ആലോചിച്ചെല്ലാം കറക്റ്റ് ആയിരിക്കും, എങ്കിലും നിങ്ങൾ ലോജിക്കലി ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. സോ ചെറുത് എന്ത് ചെയ്യും? ചെറുത് വീണ്ടും ചെറുതാകും, വലുത് വീണ്ടും വലുതാകും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. വലുത് വലുതാകും, ചെറുത് ചെറുതാകും. ദിസ് ഈസ് ഹാപ്പനിങ്. വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. സോ അപ്പം എന്താണ് മക്കളെ? ചെറുത് വീണ്ടും ചെറുതാകും, വലുത് വീണ്ടും വലുതാകും. ഡ്യൂ ടു ദിസ് റീസൺ, റൈറ്റ്? സോ ഇതാണ് ഇവിടെ വരുന്ന P1 ഗ്രേറ്റർ ദാൻ P2 ആയിരിക്കും. സ്മോളർ ബബിൾ ഷ്രിങ്ക്, ലാർജർ ബബിൾ എക്സ്പാൻഡ്. ഐ തിങ്ക് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഫോർമേഷൻ ഓഫ് എ ഡബിൾ ബബിൾ.
അത് ചോദിക്കാവുന്നതാണ്. രണ്ട് ബബിൾ കൂടെ ചേർന്ന് ഡബിൾ ബബിൾ ആയി മാറിക്കഴിഞ്ഞാൽ രണ്ടും കൂടി ഇങ്ങനെ അമങ്ങി പോയില്ലേ, റൈറ്റ്? അപ്പൊ ഒരു കോമൺ ഇന്റർഫേസ് വരും. ആ കോമൺ ഇന്റർഫേസിന്റെ റേഡിയസ് എന്താണെന്ന് ചോദിച്ചാൽ R1 R2 ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ആണ്. വലുത് ഏതാണോ R2 മൈനസ് R1. സോ R1 R2 ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 ആണ് ഡബിൾ ബബിളിന്റെ ചോദ്യം. ഇതേ ഒരു ഡബിൾ ബബിൾ നമുക്ക് നോക്കാം. രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്ന ഒരു ഡബിൾ ബബിൾ ആണ്. അതിന്റെ റേഡിയസ് ഓഫ് ദി കർവേച്ചർ ഓഫ് ദി കോമൺ സർഫസ് വിൽ ബി എന്നാണ് ചോദ്യം. R1 R2 തന്നിട്ടുണ്ട് 4ഉം 2ഉം ആണ്. സോ ദ കോമൺ സർഫസിന്റെ 2 into 10 raised to minus 3 into 4 into 10 raised to minus 3 divided by 4 minus 2, that is 2 into 10 raised to minus 3. R2 minus R1 അല്ലേ? സോ അങ്ങനെയാകുമ്പോൾ 2 ക്യാൻസൽ ആണ്. 10 raised to minus 3 ക്യാൻസൽ ചെയ്തു. ഉത്തരം 4 into 10 raised to minus 3 എന്ന് കിട്ടും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി, 4 into 10 raised to minus 3. ഓക്കെ. സോ പ്രഷർ കൂടിയെടുത്തുനിന്ന് പ്രഷർ കുറഞ്ഞയിടത്തേക്ക് ഗ്യാസ് പോകുമ്പോൾ പ്രഷർ കൂടിയ ചെറുത് ചെറുതാകും, പ്രഷർ കൂടിയ വലുത് വലുതാകും. പ്രഷർ കുറഞ്ഞ വലുത് വലുതാകും. അത്രയേ ഉള്ളൂ. ലോജിക്, കോമൺ ലോജിക്, എക്സസ് പ്രഷർ. ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് എ സിംഗിൾ ബബിൾ അണ്ടർ ഐസോ തെർമൽ കണ്ടീഷൻ ഇൻ വാക്വം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്ക്, ചോദിക്കാവുന്നതാണ്. ഐസോ തെർമൽ കണ്ടീഷനിൽ ഒരു സിംഗിൾ ബബിളായി രണ്ട് ബബിളുകൾ മാറിക്കഴിഞ്ഞാൽ അത് എയും ബിയും ആണെങ്കിൽ അതിന്റെ റേഡിയസ് RA RB ആണെങ്കിൽ RA RB RC ആണെങ്കിൽ ഉണ്ടായതിന്റെ റേഡിയസ് എങ്കിൽ RC സ്ക്വയർ ഈസ് ഈക്വൽ ടു RA സ്ക്വയർ പ്ലസ് RB സ്ക്വയർ, RC ഈസ് ഈക്വൽ ടു കിട്ടും റൂട്ട് ഓഫ് RA സ്ക്വയർ പ്ലസ് RB സ്ക്വയർ. ചോദിക്കാവുന്നതാണ്. RC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് RA സ്ക്വയർ പ്ലസ് RB സ്ക്വയർ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് എ സോപ്പ് ബബിൾ ഈസ് വെരി സ്ലോലി ബ്ലോൺ ഓൺ ദി എൻഡ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ബൈ മെക്കാനിക്കൽ പമ്പ്. ഓക്കെ, മെക്കാനിക്കൽ പമ്പ്. ശ്രദ്ധിക്കുക. ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും ക്യാപ്പിലാരിറ്റിയും കൂടെ കഴിഞ്ഞു. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. സർഫസ് സെക്ഷൻ ഒരു പാഠം കഴിഞ്ഞു. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് അടുത്ത പാഠം. അത് നമുക്ക് നാളെ അങ്ങ് തീർത്തളയാം. റൈറ്റ്, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. ഫ്ലൂയിഡ്സ് ഒക്കെ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വട്ടാകുന്നതാണ്. ടെൻഷൻ അടിക്കാതിരുന്ന ഒന്നുമില്ല. വളരെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു സെഷനാണ്. A soap bubble is very slowly blown അല്ലെ on end of a glass tube by a mechanical pump. അതായത് ഒരു സോപ്പ് ബബിൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ വീർപ്പിച്ചോണ്ടേയിരിക്കുമ്പോൾ റേഡിയസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് വിത്ത് ടൈം. അപ്പോൾ എക്സസ് പ്രഷർ എന്ത് സംഭവിക്കും? സോപ്പ് ബബിൾ ആണ് 4s/r ആണ്. റേഡിയസ് കൂടിക്കൊണ്ടേയിരുന്നാൽ പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. Pressure and radius are inversely proportional. അപ്പോൾ with time, what is happening guys? With time, this pressure will decrease due to increase in the radius. Radius കൂടുന്നുണ്ടാ? ടൈം കൂടുന്നതനുസരിച്ച് റേഡിയസും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ടൈം കൂടുന്നതനുസരിച്ച് പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ ആൻഡ് റേഡിയസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന്. Okay, C is the right answer. അടുത്ത right. Soap bubble having a radii of 2019 ചോദിച്ച ചോദ്യമാണ്. Soap bubble having a radius of 1 millimeter, radius 1 millimeter ആണ്. 1 into 10 raised to minus 3 is blown from a detergent solution having surface tension of, അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് 2.5 into 10 raised to minus 2 ആണ്. The pressure inside the bubble, ആ ഇതിനകത്തെ പ്രഷർ എന്ന് പറയുന്നത്, അതായത് എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ is equal at a point Z0 below the free surface of a water in a container. അതായത് അത് നിങ്ങൾ പ്രഷറിൽ പഠിച്ചോളും. എങ്കിലും ഞാൻ ഇപ്പൊ ഈ ചോദ്യം വന്നുകൊണ്ട് ഞാൻ പറയാം. ഒരു കണ്ടെയ്നർ ഒരു H താഴെയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P0 പ്ലസ് H0G ആയിരിക്കും. സർഫസിലെ പ്രഷർ P0 ആണെങ്കിൽ H താഴെയുള്ളതിന്റെ പ്രഷർ എന്ന് പറയുന്നത് P0 പ്ലസ് H0G ആണ്. ആ ഹൈറ്റ് H ആണ് ഇവിടെ Z0 എന്ന് വിളിച്ചത്. Z0 അവരെന്നിട്ട് പറയുകയാണ് ദ ഫ്രീ സർഫസ് ഓഫ് ദി വാട്ടറിനെ ടേക്കിംഗ് G ഇത്രയാണ്, ഡെൻസിറ്റി ഇത്രയും എടുത്തിട്ട് 10 raised to 3 എടുത്തിട്ട് വാല്യൂ ഓഫ് Z0 H കണ്ടുപിടിക്കാൻ ഹൈറ്റ് H. അതായത് ഒരു സോപ്പ് ബബിളിനകത്തുള്ള പ്രഷറും ഇൻസൈഡ് പ്രഷറും ഇത്ര ഹൈറ്റിൽ താഴെയുള്ള ഒരു കണ്ടെയ്നറിലെ പ്രഷറും സെയിം ആണെന്ന്. താഴെയുള്ള പ്രഷർ P0 പ്ലസ് H0G ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സോപ്പ് ബബിളിനകത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ P0 പ്ലസ് 40/R. അതായത് P ഇൻസൈഡ് എന്ന് പറയുന്നത്
പി ഔട്ട്സൈഡ് പ്ലസ് എക്സസ് പ്രഷർ ആയ 40/R ആ. ഇവിടെ P0 പ്ലസ് H0G ആണ്. സോ P0 ക്യാൻസൽ ചെയ്യപ്പെടും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ P0 അത് പൊക്കോട്ടെ. അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടും ദിസ് H0G is equal to 40/R. അവിടുന്ന് H എന്ന് പറയുന്നത് കിട്ടും 40/R ഇൻറ്റു റോ ഇൻറ്റു ജി, 4 ഇൻറ്റു സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷന്റെ വാല്യൂ എത്രയാണ് മക്കളെ? സർഫസ് ടെൻഷന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ റേഡിയസ് R 1 ഇൻറ്റു 10⁻³ ഇൻറ്റു റോയുടെ വാല്യൂ 10⁻³ ഇൻറ്റു ജി എന്ന് പറയുന്ന 10 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ്. അപ്പൊ 4 ഇൻറ്റു 2.5 എത്ര വരും? 10 ഇൻറ്റു 10⁻². താഴെ 10⁻³ 10 പോയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു താഴെ ഒരു 10 വരും, ഈ 10 കട്ട് ചെയ്ത് പോയി. 10⁻² മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. സോ 1 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. കമ്മിങ് ടു അവർ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ആക്ച്വലി മക്കളെ രണ്ട് തരം ഫോഴ്സുകളുണ്ട്. കൊഹസീവ് ഫോഴ്സും ഉണ്ട്, അഡഹസീവ് ഫോഴ്സും ഉണ്ട് അല്ലെ? കൊഹസീവ് ഫോഴ്സും ഉണ്ട്, അഡഹസീവ് ഉണ്ട്. അപ്പുറത്തുള്ളവനുമായിട്ടുള്ള ഫോഴ്സ് അഡഹസീവ്. അതുകൾ കോമൺ ആയിട്ടുള്ളവർ തമ്മിലുള്ളത് കൊഹസീവ്, കോമൺ കൊഹസീവ്. അപ്പുറത്തുള്ളവനുമായിട്ടുള്ള അഡഹസീവ് അല്ലെ? സോ ചില കേസുകളിൽ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ് ഗൈസ്, നമുക്ക് ശ്രദ്ധിക്കാം. നോക്ക്, അതായത് ചില കേസുകളിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കുക, ഏത് ലിക്വിഡിന്റെ സർഫസ് ഇങ്ങനെയായിരിക്കും നിൽക്കുക. പക്ഷേ അവിടെ ലിക്വിഡ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും ഈ ലിക്വിഡും ഈ സർഫസും തമ്മിലുള്ള അഡസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ അഡസീവ് ഫോഴ്സ് ഈ ലിക്വിഡ് സർഫസിനെ വലിച്ച് തന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ഗ്ലാസും വാട്ടറും തമ്മിലുള്ള കേസൊക്കെ. സോ അങ്ങനെ തന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ലിക്വിഡ് സർഫസ്, അപ്പൊ അങ്ങനെ വലിക്കുന്നതുകൊണ്ട് തന്നെ അത് വലുതാവുമ്പോൾ തന്നെ ഈ കൊഹസീവ് ഫോഴ്സിനെ തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും ഏത് അഡസീവ് ഫോഴ്സ്. ആ കേസില് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഈ ലിക്വിഡിന്റെ സർഫസിൽ ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റും ഈ സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പം അഡസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുന്ന കേസിൽ അഡസീവ് ഫോഴ്സ് വലുതാവുമ്പോൾ ലിക്വിഡ് സർഫസ് അതിന്റെ എന്തിലേക്ക് വരും? നേരെ അഡസീവ് എന്ന് പറഞ്ഞാൽ ഗ്ലാസും ലിക്വിഡ് മോളിക്യൂളും, കൊഹസീവ് ലിക്വിഡ് മോളിക്യൂളിനകത്ത് തന്നെ. അപ്പം രണ്ട് ലിക്വിഡ് മോളിക്യൂൾ തന്നെ. അപ്പൊ അഡസീവ് ഫോഴ്സ് ആണ് വലുത്. സോ നേരെ എന്ത് ചെയ്യും? അവർ അടുത്തേക്ക് പോകും. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്യും? കുറയും. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രിയിൽ താഴെയായിരിക്കും. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആംഗിൾ മെയ്ഡ് ബൈ ടാൻജന്റ് ടു ദ സർഫസ് ഓഫ് ദി ലിക്വിഡ് ആൻഡ് സോളിഡ് ബൗണ്ടറി ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അങ്ങനെയാകുന്ന സമയത്ത് അഡസീവ് ഫോഴ്സ് കൂടുന്ന സമയത്ത് ലിക്വിഡ് നേരെ ഗ്ലാസിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ദിസ് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ഡ്രോൺ ടു ദ സർഫസ് ഓഫ് ദി ലിക്വിഡ് ആൻഡ് ദി ഗ്ലാസ് ട്യൂബ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി. അത് 90-നേക്കാൾ കുറവായിരിക്കും. ലിക്വിഡ് സ്റ്റിക്ക് വിത്ത് ദ സോളിഡ് ഓർ ലിക്വിഡ് വെറ്റ്. ഈ സമയത്ത് എന്ത് ചെയ്യും? ലിക്വിഡ് നേരെ സോളിഡിന്റെ അടുത്തേക്ക് പോകും. ലിക്വിഡ് എന്ത് ചെയ്യും? സോളിഡിനെ വെറ്റ്. അപ്പം കംപ്ലീറ്റ് വെറ്റിംഗ് എന്ന് പറയുന്നത് ആംഗിൾ 0 ഡിഗ്രി ആവും. അതായത് തമ്മിൽ ചേർന്നിരിക്കുന്ന സമയത്ത് അല്ലെ, ലിക്വിഡും ആ ഗ്ലാസും തമ്മിൽ ചേർന്നിരിക്കുന്ന സമയത്ത് ആംഗിൾ 0 ഡിഗ്രി. അപ്പോഴാണ് കംപ്ലീറ്റ് വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം 90 താഴെയാണെങ്കിൽ മനസ്സിലായിക്കോണം, ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 താഴെയാണെങ്കിലാണ് അവിടെ വെറ്റിംഗ് നടക്കുക. വെറ്റിംഗ്. അപ്പൊ വെറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ പ്രീവിയസ് ഇയർ നീറ്റ് ആണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് 90 താഴെയാണെങ്കിൽ. അപ്പൊ 90 അത് 0 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 0 എന്ന് പറയുന്ന ആരുടെ കേസിലാണെന്ന് ചോദിച്ചാൽ ഡിസ്റ്റിൽഡ് വാട്ടർ അഥവാ പ്യുവർ വാട്ടർ ആൻഡ് ഗ്ലാസിന്റെ കേസിലാണ്. പ്യുവർ വാട്ടർ, നോർമൽ വാട്ടർ അല്ല, ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഗ്ലാസിന്റെ കേസിൽ നിങ്ങളുടെ ഡെൽറ്റ സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇങ്ങനെയായിരിക്കും അവിടെ കാണുക, ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ക്ലിയർ ആണോ? അതിന്റെ ആ ക്യാപ്പിലാരിറ്റി നമ്മൾ ക്യാപ്പിലറി ട്യൂബിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അതായത് ഇവിടെ ടാൻജന്റ് വരച്ചാൽ ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. സോ ആ കേസിൽ ആക്ച്വലി ആ ലിക്വിഡ് എന്ത് ചെയ്യുകയാണ്? സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. തമ്മിൽ ടച്ച് അത്രത്തോളം അഡസീവ് ഫോഴ്സ് ഉണ്ട് അവിടെ. അഡസീവ് ഫോഴ്സ് അത്ര കൂടുതലാണ് കോഹസീവിനേക്കാൾ. സോ ആ കേസിലാണ് എന്ത് വരുന്നത്? ആ കേസിലാണ് 0 ഡിഗ്രി വരുന്നത്. കംപ്ലീറ്റ് വെറ്റിംഗ് ഉണ്ടാവുന്ന ഒരു സമയം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് വെറ്റിംഗ് അവിടെയാണ് സംഭവിക്കുക. ഓർത്ത് വെച്ചേക്കുക. സോ ഗ്ലാസ് ആൻഡ് വാട്ടർ സർഫസിലാണ് ഈ ഡെൽറ്റ മീൻസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90-ൽ താഴെ വരുന്നത്. ആൻഡ് 90-ൽ താഴെ വരുന്നത് തന്നെ നോർമൽ വാട്ടറും ഗ്ലാസും ആണ് ഏകദേശം 8 ഡിഗ്രി ആയിരിക്കും അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. എന്നാൽ പ്യുവർ വാട്ടറും ഗ്ലാസ് ആണെങ്കിൽ 0 ഡിഗ്രി. അവിടെയാണ് കംപ്ലീറ്റ് വെറ്റിംഗ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് വെറ്റിംഗ്. ഇനി 3 ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ എക്സാമ്പിൾസ് ഞാൻ കാണിക്കുകയാണ്. 90 താഴെ, 90 കൂടുതൽ. 90 താഴെയാണെങ്കിൽ മാത്രമാണ് അവിടെ ലിക്വിഡ് വെറ്റ് ചെയ്യുന്നത്.
എന്ത് ഗ്ലാസ് സോളിഡിന്. 90 ആണെങ്കിലും ഡസൻ വെട്ട് 90 കൂടുതലാണെങ്കിലും പറ്റില്ല. ഓക്കെ, 90 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നോക്കടാ മക്കളെ, നോക്കടാ, ഇവിടെ അഡസീവ് ആയിരിക്കും കോസീവിനേക്കാൾ കൂടുതൽ. ആൻഡ് വാട്ടർ വിൽ ബി വാട്ടർ പ്ലസ് ഗ്ലാസ്. ഇത് സിൽവർ പ്ലസ് ഗ്ലാസ് ആണ് 90 നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയാണ്. ഇനി ഇതിൽ തന്നെ 90 കറക്റ്റ് 8 നോർമൽ വാട്ടർ, 0 ആയിരിക്കും പ്യുവർ വാട്ടർ ആണെങ്കിൽ. ഇനി 90 വരിക എവിടെയാടാ? സിൽവറിനകത്ത് വാട്ടർ എടുത്താൽ കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കും നിൽക്കുക. അവിടെ റൈസും, അപ്പൊ ക്യാപ്പിലാരിറ്റി റൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നതും ആംഗിൾ ഓഫ് കോണ്ടാക്ടിനെയാണ്. അതായത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 താഴെയാണെങ്കിൽ അവിടെ ലിക്വിഡ് റൈസസ് ആണ്. അവിടെ ഉണ്ടാകുക ആക്ച്വലി ഒരു കോൺകേവ് സർഫസ് ആയിരിക്കും. അതായത് ഇങ്ങനെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയുമ്പോൾ, അതായത് ഇവർ അഡസീവ് ഫോഴ്സ് കൂടുമ്പോൾ ഒരു കോൺകേവ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അവിടെ കോൺകേവ് ആണെങ്കിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുക. ദാറ്റ് അപ്വേർഡ് ഫോഴ്സസ് വിൽ പുൾ ദ വാട്ടർ ഇൻടു ദ കാപ്പിലറി ട്യൂബ്. ദാറ്റ് മീൻസ് there is a rise of water in the capillary tube. If the angle of contact is less than 90 degree, there is a rise of water into the capillary tube. Because എന്താണ് അവിടെ ഒരു കോൺകേവ് സർഫസ് ആണ്. So which means there is an upward force. That upward force will pull the water. As a result of that, എന്തുണ്ടാവും? അവിടെ capillary rise ആയിരിക്കും ഉണ്ടാകുക. ശ്രദ്ധിച്ചോണം, 90 ഡിഗ്രി ആണെങ്കിൽ there is no upward force. അവിടെ upward force ഇല്ല. അവിടെ upward ക്യാൻസൽ ചെയ്യപ്പെടും, റേഡിയലും എല്ലാം ക്യാൻസൽ ചെയ്യും, അവിടെ ഫോഴ്സ് ഇല്ല. സോ എന്നാൽ ഡൗൺവേർഡ് മീൻസ് കോൺകേവ് ആവുന്ന സമയത്ത് there is എന്തായിരിക്കും? ഒരു ഡൗൺവേർഡ് ആയിരിക്കും ഉണ്ടാകുക. ക്ലിയർ ആണോ? ഡൗൺവേർഡ് ആയിരിക്കും ഉണ്ടാകുക. ആ ഡൗൺവേർഡ് ഫോഴ്സ് എന്ത് ചെയ്യും? ഇതിനെ പിടിച്ച് താഴേക്ക് വലിക്കുക. താഴേക്ക് വലിക്കുമ്പോഴത്തേക്ക് ലിക്വിഡ് ലെവൽ ഡ്രോപ്സ്. സോ അവിടെ ലിക്വിഡ് ഫോൾസ് ആണ് വരിക. അപ്പം ആദ്യത്തെ കേസിൽ ലിക്വിഡ് റൈസ് ചെയ്യും, രണ്ടാമത്തെ ഒരു റൈസും ഫോളും ഇല്ല. മൂന്നാമത്തെ കേസിൽ എന്ത് ചെയ്യും? ലിക്വിഡ് താഴേക്ക് വരും, ലിക്വിഡ് ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 90-നേക്കാൾ കൂടുതലായിരിക്കും. സോ അവിടെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 കൂടുതലായിരിക്കും. എക്സാമ്പിൾ വരിക ഗ്ലാസ് പ്ലസ് മെർക്കുറി എടുത്താൽ മെർക്കുറിയുടെ നോർമൽ പുറത്തെ ലെവലിനേക്കാൾ താഴെയായിരിക്കും കാണുക. അവിടെ ക്യാപ്പിലാരിറ്റി ഫോൾ ആണ് ഉണ്ടാകുന്നത്, മനസ്സിൽ ഓർത്തോണം. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിക്രീസസ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടെ അഡഹസീവ് ഫോഴ്സ് കൂടും, കോസീവ് കുറയും. സോ അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയും. സോ സോലുബിൾ ഇംപ്യൂരിറ്റീസ് ഇൻക്രീസസ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട്. 2013 ചോദിച്ചാൽ വെക്റ്റബിലിറ്റി ഓഫ് എ സർഫസ് ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓഫ് കോണ്ടാക്ടും കഴിഞ്ഞ് ഒരു ക്യാപ്പിലാരിറ്റിയും കൂടെ ഉള്ളൂ. Okay, right? Clear ആണോ മക്കളെ? So C is the right answer. And next question, angle of contact between pure water and pure glass is പക്ക 0 ഡിഗ്രി. 90 എഴുതല്ലേ, 0 ആണ്. 90 വരിക ആർക്കാണ്? ഗ്ലാസ് അല്ല, സോറി, സിൽവർ പ്ലസ് വാട്ടർ ആണ്. ഇത് പലരും തെറ്റിക്കും. ഇത് കണ്ട ഉടനെ 90 എഴുതി വെക്കും, അത് 0 ആണ്. ഓക്കെ, റൈറ്റ്. സോ അത്രയും ആകുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റുമായി. ലെറ്റ്സ് മൂവ് ടു അവർ ഫൈനൽ ടോപ്പിക് ഇൻ ടുഡേ സർഫസ് ടെൻഷന്റെ ഫൈനൽ ടോപ്പിക്കായ കാപ്പിലറി ആക്ഷൻ അഥവാ കാപ്പിലാരിറ്റി റൈസ് എന്ന ടോപ്പിക്കോട് കൂടി ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 60ഓളം സ്ലൈഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 65 സ്ലൈഡോളം ഉണ്ട്. 65 സ്ലൈഡ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി തീരും. ഇനി ഒരു പാഠം കൂടെ ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ്. അത് നമ്മൾ നാളെ ബെർണോളിസ് പ്രിൻസിപ്പിള്, ടെർമിനൽ വെലോസിറ്റി, പിന്നെ നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഇങ്ങനെ 3 സാധനങ്ങൾ കൂടുതലായിട്ട് നാളെ ഉണ്ടാകും. അതോടുകൂടി നിങ്ങളുടെ ഈ സെഷൻ കഴിയും. ഓക്കെ, സെഷൻ കഴിയും. നമുക്ക് നാളെ പിന്നെ പോയിസെലിസ് ഇക്വേഷൻ വേണമെങ്കിൽ പറയാം, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും അത് പറയാം. പിന്നെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് 5 ടോപ്പിക്കും കൂടെ നാളെ ഉണ്ടാവും. 5 ടോപ്പിക്കോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് അത് നാളെ 5 ടോപ്പിക്ക് നാളെ, ഇന്ന് 5 എണ്ണവും നമ്മൾ പഠിച്ചു. ഓക്കെ, സോ കാപ്പിലാരിറ്റി ആക്ഷൻ അഥവാ കാപ്പിലാരിറ്റി അക്യൂട്ട് ഒപ്റ്റ്യൂസ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 90 താഴെ, ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ 90 മുകളിൽ. റൈറ്റ്, സോ ഓർത്ത് വെക്കാം. റൈറ്റ്, അത് 8ാം ക്ലാസ് ആണേ. റൈറ്റ്, R ഈസ് ഈക്വൽ ടു R cos θ ബൈ. നമ്മൾ ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ക്യാപ്പിലാരിറ്റി റൈസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ഏതാണ് കോൺകേവ് ആയിട്ടുള്ള ഇതിനകത്ത് നിന്ന് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ റേഡിയൽ ആൻഡ് അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്. റേഡിയൽ ഫോഴ്സ് ക്യാൻസൽ ചെയ്യപ്പെടും. അതിലേക്കൊന്നും ഞാൻ പ്രൂഫിലേക്ക് കടക്കുന്നില്ല. ദിസ് അപ്വേർഡ് ഫോഴ്സ് വിൽ പുൾ അല്ലെ, അപ്വേർഡ് ഫോഴ്സ് എന്ത് ചെയ്യും, ഇതിനെ മുകളിലേക്ക് വലിക്കും. ആ അപ്വേർഡ് ഫോഴ്സ് എപ്പോഴാണ് നിൽക്കുക, ആ അപ്വേർഡ് ഫോഴ്സ് ഇതിനെ പിടിച്ച് വലിക്കും. അപ്പോൾ ആ ക്യാപ്പിലറിക്കകത്ത് എന്തുണ്ടാകൂടാ, അതിനകത്ത് ഒരു കോളം ഓഫ് വാട്ടർ ഉണ്ടാകും അല്ലെ. ആ കോളം ഓഫ് വാട്ടറിന്റെ മാസ് ഇൻറ്റു ഗ്രാം വെയിറ്റ്, ആ വെയിറ്റ് ഈ അപ്വേർഡ് ഫോഴ്സിനോട് ഈക്വൽ ആകുമ്പോൾ പിന്നെ പൊക്കാൻ പറ്റില്ല. എവിടെ വരെ പൊക്കൂടാ, പൊക്കി അതിന്റെ മാസും അല്ലെ മുകളിലേക്ക് വരുന്ന അപ്വേർഡ് ഫോഴ്സും ആ സഫോസേഷൻ കൊണ്ടുള്ള ഫോഴ്സും രണ്ടും ഈക്വൽ ആകുന്ന സമയത്ത് പിന്നെ മുകളിലേക്ക് പൊങ്ങില്ല. അപ്പൊ മുകളിലേക്ക് പൊങ്ങാത്ത സമയം എന്ന് പറയുന്നത് നമ്മൾ ഫൈനലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2πr × t cos θ ആണ്. 2πr t cos θ ആണ് അവിടുത്തെ അപ്വേർഡ് ഫോഴ്സ് വരിക. 2πr × t അല്ലെ, 2πr ആണ് അവിടെ വരുന്നത്. നിങ്ങൾക്കറിയാം 2πr t cos θ is equal to ആരോട് ഇക്വേറ്റ് ചെയ്യാടാ, mg യോട് ഇക്വേറ്റ് ചെയ്യാം. അതായത് വെയിറ്റ്, ആ കോളത്തിന്റെ വെയിറ്റ്, ആ mg നമുക്ക് കണ്ടുപിടിക്കാം. mg എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് πr² ഇൻറ്റു ആ ലെങ്ത് h വെച്ചിട്ട് πr² h വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാം. πr² h വോളിയം ഇൻറ്റു ഡെൻസിറ്റി ρg കൊടുത്താൽ മതി. സോ മാസിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി കൊടുക്കുക. ദാറ്റ് ഈസ് πr² h ഇൻറ്റു d കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, h കണ്ടുപിടിക്കുക. h ഈസ് ഈക്വൽ ടു 2t cos θ ബൈ r rho g. 2t cos θ ഡിവൈഡഡ് ബൈ r rho g എന്നാണ് hന്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ? 2t cos θ ബൈ r rho g. അപ്പം ക്യാപ്പിലാരിറ്റി ഹൈറ്റ് എത്ര ഹൈറ്റ് വരുമെന്ന് ചോദിച്ചാൽ 2t cos θ ബൈ r rho g, where cos θ is the angle of contact. ഓക്കെ. ആൻഡ് മാക്സിമം അവിടെ റൈസ് വരിക ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം റൈസ് വരിക θ0 ആകുമ്പോഴാണ്. അത് നമ്മുടെ പ്യുവർ വാട്ടറിന്റെ കേസുകളിലാണ്. വെറ്റബിലിറ്റി മാക്സിമം ആവുന്ന കേസിൽ തന്നെയാണ് മാക്സിമം റൈസും ഉണ്ടാകുന്നത്. ഓക്കെ. സോ നമ്മൾ എച്ചിന്റെ കേസ്, ആ കേസിൽ h ഈസ് ഈക്വൽ ടു 2t ബൈ r rho g ആയിരിക്കും. cos θ ഉണ്ടാവില്ല. ഇനി മക്കളെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, h × r നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേണം. HR അല്ലെ, HR നിങ്ങൾക്ക് അറിയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എല്ലാ സ്ഥാപനങ്ങളിലും HR ഉണ്ടാവും. ആ HR എന്ന് പറയുന്നത് 2t ബൈ rho g ആണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. HR എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നോക്കിയേ, 2t ഒരു ലിക്വിഡിന് കോൺസ്റ്റന്റ് ആണ്. rho g ആ ലിക്വിഡ് തന്നെയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ 2t ബൈ rho g എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് HR ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിക്കും. അതായത് കാപ്പിലറി ട്യൂബിന്റെ പകുതി അങ്ങ് മുറിച്ചു കളഞ്ഞു. അപ്പൊ വെള്ളം ക്ലിയർ ആണോ മക്കളെ? ഇവിടെ നമ്മൾ ഇട്ടത് ക്യാപിറ്റൽ R ആണ്. ശ്രദ്ധിക്കണം മക്കളെ. ഇതായോ? ക്ലിയർ ആയി. HR ഈസ് ഈക്വൽ ടു നമുക്ക് വരണ്ട, പറഞ്ഞ് കേട്ടിട്ടില്ലാടാ. ക്ലിയർ ആയോ? എവിടം വരെയാ ഞാൻ പറഞ്ഞത് കേട്ടതൊന്ന് പറയുവോ? എവിടം വരെയാ പറഞ്ഞത് കേട്ടത് ഒന്ന് പറയുവോ? ഇത് പറഞ്ഞത് കേട്ടോ? ഇത് ഇതുവരെ കേട്ടോ? ഓ, ട്യൂബ് വെട്ടുന്ന കാര്യം വരെ. ഓക്കെ, റൈറ്റ്. സോറി, ഐ എം സോറി. റൈറ്റ്. അപ്പൊ ഇത് കിട്ടില്ലടാ മക്കളെ. ഇവിടെ ശ്രദ്ധിക്കണേ. നമുക്ക് അത് പറയാം. h ഈസ് ഈക്വൽ ടു, ഐ എം സോറി, റൈറ്റ്. സോ കട്ടായി, ക്യാൻസൽ ആയി പോരെ. നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞുതരാം. 2t cos θ ഡിവൈഡഡ് ബൈ r rho g. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് കിട്ടിയത് ആക്ച്വലി നമുക്ക് വരുമ്പോ ചോദ്യത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ h ഈസ് ഈക്വൽ ടു 2t ബൈ r rho g എന്നാണ് വരിക. എന്താണ് ഈ r സ്മോൾ r തമ്മില്? ക്യാപിറ്റൽ R എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാഞ്ഞ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ആക്ച്വലി മെനിസ്കസിന്റെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. എന്നാൽ സ്മോൾ r എന്ന് പറയുന്നത് ആക്ച്വലി കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ്. ഒരിക്കലും നമുക്ക് മെനിസ്കസിന്റെ റേഡിയസ് നമ്മൾ അളക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും വേണ്ട എന്തിന്റെ റേഡിയസ് ആണ്? നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ആ എടുക്കുക കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് തരുള്ളൂ. അതുകൊണ്ടാണ് ആ ക്യാപിറ്റൽ ആറിന് പകരം നിങ്ങൾ എന്ത് കൊടുത്തത്? ക്യാപിറ്റൽ R ഈസ് ഈക്വൽ r ബൈ cos θ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ സ്മോൾ r ബൈ cos θ കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അത് സ്മോൾ r ബൈ cos θ എന്നാകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ രണ്ട് ഇക്വേഷനിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് this small r is equal to എന്താടാ? capillary tube, radius of the capillary tube, radius of the
capillary tube, and this capital R is equal to radius of the meniscus. Okay, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എച്ച് മാക്സിമം എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു എത്രയാകുമ്പോഴാ 0 ഡിഗ്രി ആകുമ്പോഴാ കോസ് തീറ്റ 1 വരുന്നത്. അപ്പോൾ അവിടുത്തെ എച്ച് മാക്സിമത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2t കോസ് തീറ്റ വേണ്ട, r rho g മതി. ഇത് എച്ച് മാക്സിമം ഹൈറ്റ് ആണ്. എന്നാൽ വേറൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, അവിടെ h is equal to 2t by capital R rho g, where capital R is the radius of meniscus. ആ h into capital R, നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, h into capital, അത് height into radius of the meniscusന്റെ റേഡിയസ് ആ capillary ട്യൂബിന്റെ റേഡിയസ് അല്ല. that is a constant, അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. h into capital R is equal to a കോൺസ്റ്റന്റ് ആയിരിക്കും. സെയിം ട്യൂബ് ആണെങ്കിലും റേഡിയസ് ഓഫ് മെനിസ്കസ് മാറാം, ഉണ്ടാകുന്ന മെനിസ്കസിന്റെ അളവ് മാറാം. പക്ഷേ ആ ഉണ്ടാകുന്ന ഹൈറ്റ് ഇൻറ്റു റേഡിയസ് ഓഫ് മെനിസ്കസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? This radius is this R is radius of meniscus. ഇത് നമുക്ക് വേണം, ഇത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ വേണം. ഓക്കെ, ക്ലിയർ. ഇനി മാസ് ഓഫ് എ ലിക്വിഡ് ഇൻ ദി കാപ്പിലറി ട്യൂബ്, അത് ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്നുള്ള ചോദ്യം 2020 നീറ്റിൽ ചോദിച്ചായിരുന്നു. മാസ് ഓഫ്, ഞാൻ ഇവിടെ മാസ് അല്ലെ, അതായത് എത്രത്തോളം മാസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കണം മക്കളെ, W is equal to, ഇവിടെ M എന്ന് എഴുതിയ, W is equal to നിങ്ങൾക്കറിയാം mg ആണ് അല്ലെ, m into g ആണ്. m ന് പകരം റോ വി എന്ന് കൊടുക്കാം. സോ റോ വിക്ക് പകരം എന്ത് കൊടുക്കാം, പൈ ആർ സ്ക്വയർ എച്ച് കൊടുക്കാം. സോ പൈ ആർ സ്ക്വയർ എച്ച് കൊടുക്കാം. ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് ഈസ് ആക്ച്വലി എന്താടാ, ഇത് എം ജി ആണ്. അപ്പം വെയിറ്റിന് പകരം വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ജി ആണെന്ന് നിനക്കറിയാം. അതിന് എമ്മിന് പകരം റോ ബി കൊടുത്തു, റോ ഇൻറ്റു വിക്ക് പകരം പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് കൊടുത്തു അല്ലെ. എത്രത്തോളം വോളിയം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ക്രോസ് സെക്ഷൻ ഏരിയ ആയ പൈ ആർ സ്ക്വയർ അല്ലെ, കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആയ പൈ ആർ സ്ക്വയർ ഇൻറ്റു ദിസ് എച്ച് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എച്ച് എത്രത്തോളം റൈസ് ചെയ്തിട്ടുള്ള കാപ്പിലറി റൈസ് എച്ച്. അപ്പൊ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്, ഞാൻ ചെറിയ ഇക്വേഷനിലേക്ക് പോവാണ്, പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. അപ്പം പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് നമുക്ക് മനസ്സിലായി. സോ അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും എം ഇസ് ഈക്വൽ ടു അല്ലെ, എച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2t cos θ by r rho g. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി കിട്ടും എം ഇസ് ഈക്വൽ ടു 2πrt cos θ ആണ്. എന്ത് കിട്ടൂടാ, 2πrt cos θ ആണ്. സോ എം ജി ആണ് ഇവിടെ, എം ജി ആണ്, 2πrt cos θ ആണ്. സോ എം പ്രപ്പോർഷണൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, ആർ എന്ന് കിട്ടും. അതായത് ഒരു കാപ്പിലറി ട്യൂബിൽ വരുന്ന മാസിന്റെ അളവ്, ഇത് വേറൊരു കാപ്പിലറി ട്യൂബ് ആണെന്നിരിക്കട്ടെ, എത്രത്തോളം റൈസ് ചെയ്തു എന്നുള്ള, സെയിം ലിക്വിഡ് ആണ് എടുക്കുന്നതെങ്കിൽ, സോ എത്രത്തോളം മാസിൽ അവിടെ റൈസ് ചെയ്തു എന്നുള്ളത് അല്ലെ, റൈസ് ചെയ്യുമ്പോൾ ഉള്ള ഇതിന്റെ മാസ്, കാര്യം ആ മാസിന് കറസ്പോണ്ടിങ് ആയ എം ജി, ആ എം ജിയും ഇവിടുത്തെ 2tr cos θ കൂടിയാണ് ബാലൻസ് ചെയ്യപ്പെടുന്നത്. സോ ആ മാസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൂവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എം ജി ഇസ് ഈക്വൽ ടു 2πrt cos θ എന്ന് വരും. ബിക്കോസ് നിങ്ങൾ ഇവിടെ എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആർ സ്ക്വയറും ഈ ആറ് കട്ട് ചെയ്ത് പോകും. അപ്പൊ ബാക്കി അവിടെ 6 മാത്രമേ വരുള്ളൂ, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ്, ടിയും കോൺസ്റ്റന്റ് ആണ്, ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് കിട്ടും, എം പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് വരും. സോ അതാണ് നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ചോദ്യമായിരുന്നു, അതായത് 2020 ചോദിച്ച എങ്ങനെയായിരുന്നു, എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് ആർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് വാട്ടർ റൈസസ് ടു height h. The mass of the water in the capillary tube is 5 gram. Another capillary tube of radius 2r. ആദ്യം 6 ആയിരുന്നു, അപ്പോൾ 5 gram ആയിരുന്നു. ഇപ്പോൾ 2r എടുത്തു, അപ്പോൾ എത്ര ഗ്രാം ആണ്, immersed in the water. The mass of the water will rise in the tube is എന്തായാലും 10 gram ആയിരിക്കണം, 10 gram. ഓപ്ഷൻ ബി is the right answer. ക്ലിയർ ആണോ? അപ്പം എം പ്രൊപ്പോർഷണൽ ടു എന്താ, മാസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. സോ 5/10 6/2r is equal to m proportional to mass radius അല്ലേ. സോ 5 divided by x, x equal to 2 into 5, 10 gram എന്ന് കിട്ടും, 10 gram എന്ന് ഉത്തരം വരും. 10 gram. ഓപ്ഷൻ ബി is the right answer. ക്ലിയർ ആണോ?
റൈറ്റ്. സോ ഡൺ. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഇത്രയുമാണ് അവിടുത്തെ ആദ്യത്തെ കേസുകൾ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു 7 into 10⁻². Then the height to which the capillarity of diameter എന്ന് പറയുന്നത് 0.35 millimeter ആണ് into 10⁻³ meter into 10⁻³ meter. Okay, is nearly എത്രയാണെന്നാണ് ചോദ്യം. Capillarity നമുക്ക് h ആണ് വേണ്ടത്. h is equal to 2t cos theta divided by rho g ആണ്. ഇവിടെ തീറ്റ ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് പ്യുവർ വാട്ടർ തന്നെയാണ്. തീറ്റ 0 ആണ്. മാക്സിമം ആണ് എടുക്കാം. 2 into t എന്ന് പറഞ്ഞാൽ 7 into 10⁻² ന്യൂട്ടൺ മീറ്റർ ആണ്. സോ SI യൂണിറ്റ് തന്നെയാണ്. താഴെ നമുക്ക് എന്തിടാം? r എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണ് അവിടെ തന്നിരിക്കുന്നത്. സോ 0.35/2 റേഡിയസ് ആക്കാം. ഇൻറ്റു 10⁻³ മീറ്റർ. റോ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലിയും SI യൂണിറ്റ് ആണ്. 10⁻³ kg/m³. G എന്ന് പറയുന്ന 10 ആണ്. സോ ദിസ് ഈസ് ദി ആൻസർ. ഇത് എത്ര കിട്ടും നോക്കിയാൽ മതി. ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ 0.35ഉം 5ഉം 7 കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു 10 3.5 ഒരു 10 കൂടെ എടുത്താൽ 35. താഴെ ഒരു 5 വരും. അപ്പോൾ താഴെ 10⁻²യെ ബാക്കി വരും. കാര്യം ഈ 10ഉം എടുത്തായിരുന്നു, ഇതിനകത്തുനിന്ന് ഒരു 10ഉം എടുത്തായിരുന്നു. ഇൻറ്റു 10⁻³ ഇസ് ഈക്വൽ ടു 2 into 10⁻². ഈ 2ഉം താഴത്തെ 2ഉം കൂടെ മേളിൽ ചെല്ലുമ്പോൾ 4 ആകും. 4 into 10⁻² എന്ന് വരും. സോ ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് വിൽ ബിക്കം ഈ 10⁻² 10⁻³ കട്ട് ചെയ്യുമ്പോൾ 10⁻⁻1 അത് മേളിൽ ചെല്ലുമ്പം 4/5 into 10⁻⁴/5 എന്തായാലും 8 വരുള്ളൂ. ഉത്തരം ഇതാണ്. സോ 40/5 8 സെന്റിമീറ്റർ ഓപ്ഷൻ C ആണ് വരണ്ടേ. എങ്കിലും കറക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്തെടുക്കാം. 10⁻³ 10⁻², 10⁻², 10⁻1 മേളിൽ ചെല്ലുമ്പോഴത്തേക്കും എന്തായാലും 10 ആവും. അപ്പൊ 10⁻1 മീറ്റർ എന്ന് വരും. അപ്പൊ 10⁻² കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ സെന്റിമീറ്റർ ആക്കാൻ. അപ്പൊ 40/5 എന്ന് വരും. 8 സെന്റിമീറ്റർ. സോ 8 സെന്റിമീറ്റർ ഓപ്ഷൻ C എന്ന് കിട്ടും. സോ ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി ഇൻ എ കാപ്പിലറി ട്യൂബ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A water rises to a height h. If the cross sectional area is reduced to A/9, the rise of the water in the capillary tube is എത്രയെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ പറയണം height of the capillary rise is 2t/rho g ആണ് മാക്സിമം ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലായി ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാടാ? r ആണ്. r ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല. ഇത് കോൺസ്റ്റന്റാ, ഇത് കോൺസ്റ്റന്റാ, ഇത് കോൺസ്റ്റന്റാ. h ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r. സോ h1/h2 എന്ന് പറയുന്നത് r2/r1 ആണ്. ഏരിയ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏരിയയും റേഡിയസുമായിട്ട് എങ്ങനെയാടാ? ഏരിയയും റേഡിയസുമായിട്ട് πr² ആണ് ഏരിയ. അപ്പം r1/r2 the whole square എന്ന് പറയുന്നത് a/a/9 ആണ്. So that is equal to r1 അല്ലെ 9 മേളിൽ ചെല്ലുമ്പോൾ r1/r2 is equal to 3/1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ r1/r2 is equal to 3/9 എന്ന് പറഞ്ഞാൽ h1/h2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/3 ആയിരിക്കില്ലേ? 1/3 ആയിരിക്കില്ലേ? അപ്പൊ h2 എന്ന് പറയുന്നത് 3h1 ആയിരിക്കില്ലേ? 3 ഇരട്ടി ആയിരിക്കില്ലേ? സോ ഓപ്ഷൻ B is the right answer. അതായത് ഏരിയ 1/3 ആയാൽ 1/9 ആയാൽ റേഡിയസ് 1/3 ആയെന്ന് അർത്ഥം. റേഡിയസ് 1/3 ആയാൽ ഹൈറ്റ് 3h ആകും. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. അത് പക്ക കോൺസെപ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇവിടെ നോക്കിയേ ഒരു ചോദ്യം കൂടെ. റൈറ്റ്, നിങ്ങൾക്ക് ഒരു അത് കൺഫ്യൂഷൻ ഇല്ലാതെ പോകാൻ വേണ്ടി ഏരിയ 4 ഇരട്ടിയായി. ഏരിയ 4 ഇരട്ടി ആയാൽ റേഡിയസ് 2 ഇരട്ടിയായി. റേഡിയസ് 2 ഇരട്ടി ആയാൽ ഹൈറ്റ് h/2 ആയി. ഓപ്ഷൻ ബി. ഇനി വേണ്ടവർക്ക് വേണ്ടി h1/h2 is equal to r2/r1. So r1/r2 the whole square is equal to a/4a. r1/r2 is equal to 1/2. അങ്ങനെയാണെങ്കിൽ h1/h2 is equal to 2/1. 2/1 h2 is equal to h1/2. പകുതിയായിരിക്കും. ക്ലിയർ ആണോ? Right? I think you are getting the concept well. Right.
Let us move to our next, right? Capillary of insufficient length. Insufficient length, അടുത്ത ടോപ്പിക്, റൈറ്റ്? സോ അപ്പം നമ്മൾ അത് രണ്ടും ചെയ്തു, അതായത് 2t cos theta by r rho g യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഇൻസഫിഷ്യന്റ് ലെങ്ത് ഉണ്ടെങ്കിൽ, അതായത് ഞാനൊരു കാപ്പിലറി ട്യൂബിനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കട്ടെ, കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അയാൾ ഇങ്ങനെ എന്ത് ചെയ്യില്ല, ഫൗണ്ടൻ പോലെ ഒഴുകൂല. ഇത് തെറ്റായ കോൺസെപ്റ്റ് ആണ്. വൈ? ബിക്കോസ് അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കട്ട് ചെയ്താലും ദിസ് h ഇൻറ്റു മെനിസ്കസിന്റെ റേഡിയസ് ആയ r ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞു, കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള മെനിസ്കസ് ആയിരിക്കത്തില്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുക. സോ ആദ്യത്തെ ഹൈറ്റും അവിടെ ഉണ്ടായ മെനിസ്കസിന്റെ റേഡിയസും, റൈറ്റ്? സോ റേഡിയസ് r ആണെങ്കിൽ, രണ്ടാമത് കട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ലെങ്ത് L ആണെങ്കിൽ, അവിടുത്തെ മെനിസ്കസിന്റെ റേഡിയസ് r' ആണെങ്കിൽ, നമ്മൾ പറഞ്ഞു HR കോൺസ്റ്റന്റ് ആണെന്നല്ലേ? HR കോൺസ്റ്റന്റ് ആണെങ്കിൽ h ഇൻറ്റു r ഈസ് ഈക്വൽ ടു r' ഇൻറ്റു ലെങ്ത് L. അപ്പോൾ എന്ത് ചെയ്യുള്ളൂ, അതായത് അവിടെ ഹൈറ്റ് വരെ എന്ത് ചെയ്യും, എത്രയാണോ ലെങ്ത് ഉള്ള ആ ലെങ്ത് വരെ അത് പൊങ്ങി നിൽക്കും. പക്ഷെ മെനിസ്കസ് ഇങ്ങനെ എന്ത് ചെയ്യും, ടോപ്പിൽ വന്നിട്ട് അതിന്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ട് ആ ലെങ്തിന് കറസ്പോണ്ടിങ് ആയ റേഡിയസ് കൊണ്ടുവരും. പറഞ്ഞു, ലെങ്ത് കുറഞ്ഞാൽ റേഡിയസ് കൂടിക്കോളും. മെനിസ്കസിന്റെ റേഡിയസ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വെള്ളം ഫൗണ്ടൻ പോലെ വരില്ല. സോ അത് അവിടെ വരെ എന്ത് ചെയ്യും, റൈസ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് r' ഇൻറ്റു L വരും. ആൻഡ് L ഈസ് ഈക്വൽ ടു HR by r' ആയിരിക്കും. പറഞ്ഞു മനസ്സിലായി? അതായത് മെനിസ്കസിന്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യും. 2015 APMT ചോദിച്ച ചോദ്യം ഇതാണ്: വാട്ടർ റൈസസ് ടു എ ഹൈറ്റ് h in a capillary tube. If the length of the capillary tube above the surface of the water is made less than h, എങ്കിൽ എന്ത് സംഭവിക്കുന്നു? Water rises up to the top of the capillary tube and stays there without overflowing. Okay? Clear ആണോ? Right? ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കാപ്പിലറി ട്യൂബിന്റെ, റൈറ്റ്? സോ കാപ്പിലറി ട്യൂബിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, റൈസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഷേപ്പ് ഓഫ് കാപ്പിലറി ട്യൂബ് ഇഫ് ദ റേഡിയസ് ഓഫ് ദി മെനിസ്കസ് റിമെയിൻ സെയിം. റേഡിയസ് ഓഫ് ദി മെനിസ്കസ് സെയിം ആണെങ്കിൽ അതിന്റെ ഏതാണ് ഷേപ്പ് ഓഫ് ദി കാപ്പിലറി ട്യൂബായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ്. ഈ 4 കേസിലെയും ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. ഇനി ഒരു കാപ്പിലറി ട്യൂബ് നിങ്ങൾ ഒരു ആൽഫ ആംഗിൾ ചരിച്ചു വെച്ചു എന്നിരിക്കട്ടെ. അടുത്തൊരു കേസ്, ഒരു ആൽഫ ആംഗിൾ ചരിച്ചു വെച്ചു എന്നിരിക്കട്ടെ. ലാസ്റ്റ് കേസാണ്. ഇതോടുകൂടി നമ്മുടെ കാപ്പിലാരിറ്റി കഴിയുന്നു. നാളെ എനിക്ക് വിസ്കോസിറ്റിയും മീൻസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അത് നാളെ ഞാൻ ബെർണോളിസ് പ്രിൻസിപ്പിൾ പോലത്തുള്ള കാര്യങ്ങളായിരിക്കും നാളെ പറയാനുള്ളത്. നാളത്തെ കൊണ്ട് ഫ്ലൂയിഡ്സ് എന്ന സെഷൻ നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, റൈറ്റ്? നമുക്ക് നോക്കാം. റൈറ്റ്, ഓക്കെ, നമുക്ക് നോക്കാം. വാട്ടർ അല്ലേടാ, വാട്ടർ റൈസ് ചെയ്യത്തില്ലേ? സിൽവറി വാട്ടർ എടുത്താലല്ലേ റൈസ് ചെയ്യാത്തുള്ളൂ. സോ നോക്ക് മക്കളെ, ശ്രദ്ധിച്ചേ. അതായത് നമ്മളൊന്ന് ആൽഫ ആംഗിൾ ചരിച്ചു വെച്ചാലും ഹൈറ്റിൽ മാറ്റം ഉണ്ടാകില്ല. പക്ഷേ അതിനകത്തുള്ള കോളം ഓഫ് വാട്ടറിന്റെ ലെങ്ത് അല്ലെ ചരിച്ചു വെക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഹൈപ്പോട്ടന്യൂസ് വലുതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ലെങ്ത് കൂടും, പക്ഷെ ഹൈറ്റ് അപ്പോഴും എന്തായിരിക്കും? ഒരേ ലെവൽ തന്നെയായിരിക്കും. എല്ലാം ഒരേ ലെവലിലായിരിക്കും. സോ അപ്പം അവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന h ഈസ് ഈക്വൾ ടു, നേരത്തെ ഉണ്ടായിരുന്ന h ഈസ് ഈക്വൾ ടു L കോസ് ആൽഫ എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ L ഈസ് ഈക്വൾ ഇപ്പോൾ ഉള്ള ലെങ്ത്, അതായത് ആ ഒരു ഇതിനകത്തുള്ള കോളം ഓഫ് വാട്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് h ബൈ കോസ് ആൽഫ ആയിരിക്കും. ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. L ഈസ് ഈക്വൾ ടു h ബൈ കോസ് ആൽഫ. യൂട്യൂബ് ക്വസ്റ്റ്യൻ നാളെ കൊണ്ടുവരാം. ആർക്കിമിഡീസിലൊക്കെ യൂട്യൂബ് കൊണ്ടുവരാം. ഓക്കെ, സോ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളും കൊണ്ട് ഞാൻ നാളെ വരും. റൈറ്റ്, 2019 ഒക്കെ ചോദ്യമുണ്ട്. നാളത്തേലാണ് ടെർമിനൽ വെലോസിറ്റി 2021 ഒക്കെ ചോദിച്ച ചോദ്യം വരുന്നത്. അതൊക്കെ നമുക്ക് നാളെ കൊണ്ടുവരാം. റൈറ്റ്, സോ water rises in a capillary tube of height h. The tube is inclined to a liquid surface at 30 degree. The liquid rises in the tube up to a length equal to h by cos 30. Okay, h by cos 30. Cos 30 is എത്രയാടാ? നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോറി, നോക്കട്ടെ. ഓക്കെടാ, സോറി, ഒരു സെക്കൻഡ് മക്കളെ. Water rises in a capillary tube through a height h if tube is inclined to the liquid surface at 30 degree ആണ്. അപ്പൊ അത് വെർട്ടിക്കലി ഉള്ള ആംഗിൾ ആണ്, നമുക്ക് ആൽഫ വേണ്ട. ഐ എം സോറി,
ഇത് 30 ഡിഗ്രി ആണ്. അപ്പോൾ വെർട്ടിക്കലി എന്നുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി ഉള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് L ആണ്, h by cos 60. സോ 1/2 വരും, 2h എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. റൈറ്റ്. ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വെർട്ടിക്കലി എന്നുള്ള ആംഗിൾ ആണ് ആൽഫയാണ് വേണ്ടത്. ലിക്വിഡ് സർഫസ് ആയിട്ട് 30 ആണ്, വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിൾ 60 ആയിരിക്കും. ഈ ചോദ്യത്തിൽ പക്ഷെ എന്താണ്, വാട്ടർ റൈസസ് ടു ഹൈറ്റ് 2 cm capillary to be tilted 60 degree from the vertical. 60 degree from the vertical. വെർട്ടിക്കലിൽ നിന്ന് 60 ഡിഗ്രി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതാണ് നമ്മുടെ ആൽഫ. സോ അങ്ങനെയാണെങ്കിൽ 2 by cos 60 2 4h 4 സെന്റിമീറ്റർ, സോറി 2h അഥവാ 4 സെന്റിമീറ്റർ. സോ 4 സെന്റിമീറ്റർ ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. സോ വിത്ത് ദിസ് നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? ഇന്ന് എന്തൊക്കെ പഠിച്ചടാ? സർഫസ് ടെൻഷൻ പഠിച്ചു, സർഫസ് എനർജി പഠിച്ചു, ദെൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പഠിച്ചു, കാപ്പിലറി റൈസ് പഠിച്ചു. വിത്ത് ദിസ് സർഫസ് ടെൻഷൻ എന്ന സെഷൻ വൈൻഡ് ഓഫ് ചെയ്യാണ്. താങ്ക് യു റൈറ്റ്. സോ ഇത്രയുമാണുള്ളത്. സോ നമ്മുടെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോ. റൈറ്റ്. സോ രണ്ട് R1ഉം R2ഉം ഉള്ള രണ്ട് യൂട്യൂബിന്റെ കേസില് R1ഉം R2ഉം ആണ് റേഡിയസ് എങ്കിൽ അതിന്റെ ഹൈറ്റ് ഉണ്ടാവുന്ന ഹൈറ്റ് കാപ്പിലറി റൈസ് രണ്ടിടത്തും വ്യത്യാസമായിരിക്കും. അവർ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേൽ നിങ്ങൾ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, 2 cos theta / R1 rho g. കാര്യം അതിന്റെ റേഡിയസ് R1 ആണെങ്കിൽ, ഇതിന്റെ റേഡിയസ് R1 ആണെങ്കിൽ, അടുത്ത റേഡിയസ് R2 ആണെങ്കിൽ 2t cos theta / R2 rho g ആണ്. തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ 2t cos theta / rho g into 1/R1 - 1/R2 കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സിമ്പിൾ ഇക്വേഷൻ. h1 - h2 നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവർ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസമായ ഡെൽറ്റ h കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ. ഓക്കെ, വിത്ത് ദിസ് അത് കഴിഞ്ഞു. ഇത്രയും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഫ്ലൂയിഡ്സ് നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിൾ ആയി മാറിയെന്ന് തോന്നുന്നു. റൈറ്റ്. സോ ഓക്കെ, താങ്ക് യു. Okay, bye. Thank you.